hello, hi. Welcome back to Eduport and welcome back to the Andima Poratam, Makale, Andima Poratam. റെഡിയാണോ കേറി വാ. നമുക്ക് ഇന്ന് ഒരുപാട് സമയമൊന്നും കളയാനില്ല. നമ്മൾ പലരും ഇന്ന് ഒരുപാട് സമയം കളഞ്ഞതായിരിക്കും. കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങൾ നമ്മൾ ചിലപ്പോൾ സമയം കളഞ്ഞിട്ടുണ്ടാവും. ഇനി നമുക്ക് ഒരു സെക്കൻഡ് പോലും കളയാനില്ല, വാചകടിച്ച് കളയാനില്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്ന സമയം കളയാനില്ല, ലൈവിൽ അനാവശ്യമായ കമന്റുകൾ ഇട്ട് സമയം കളയാനില്ല. മക്കളെ, നമ്മൾ ഒരുപാട് നാളത്തെ പ്രയത്നം, ഒരുപാട് നാൾ നമ്മൾ അവിടുന്ന് കണ്ടതും ഇവിടുന്ന് കണ്ടതും ആ ക്ലാസ്സിലിരുന്നതും ഈ ക്ലാസ് കണ്ടതും ഈ വീഡിയോ കണ്ടതും ആ ലൈവ് കണ്ടതും എല്ലാം കൂടെ ഈ ഒരൊറ്റ രാത്രിയിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ ഒരൊറ്റ രാത്രി നമ്മൾ അവസാനത്തെ ഒരു ലാപ്പിലേക്ക് നമ്മൾ ഓടാൻ വേണ്ടി പോവാണ്. ഈ ഒരു രാത്രിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു രാത്രിയിൽ നമ്മൾ എന്ത് പഠിക്കുന്നു എന്നുള്ളതിനെ മാത്രം ഡിറ്റർമിൻ ചെയ്തിരിക്കും നാളത്തെ എക്സാമിന്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. റെഡിയാണോ? ഞാൻ പറയുന്നത് കേൾക്കാൻ വേണ്ടി പറ്റുന്നു? ഗുഡ് ഈവനിങ്. ഒരുപാട് നോമ്പ് തുറന്ന ക്ഷീണത്തിലായിരിക്കും ഇവിടെ ഇരിക്കുന്നത്, എനിക്കറിയാം. മക്കളെ, ഈ ഒരു പ്രയത്നത്തിന് എന്തായാലും ഫലം ഉണ്ടാവും. നിങ്ങളുടെ ഒരുപാട് ഇൻസെക്യൂരിറ്റികളിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. എനിക്കറിയാം എന്തായാലും താഴെ വരാൻ സാധ്യതയുള്ള കുറച്ച് കമന്റുകൾ എനിക്കറിയാം. ഇന്നത്തെ ലൈവ് കേട്ടത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇന്നത്തെ ലൈവ് കേട്ടത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല, ഇനി ഒരു ലൈവ് കണ്ടതുകൊണ്ട് മാത്രം നാളെ A+ കിട്ടോ, നാളെ ഫുൾ മാർക്ക് കിട്ടോ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. ആ സംശയങ്ങളൊക്കെ അല്ലേ ഒന്ന് അങ്ങോട്ട് മാറ്റി വെച്ചേക്ക്. കുറെ നേരത്തേക്കൊന്നുമല്ല ഞാൻ പറയുന്നത്, ഈ ഒരൊറ്റ രാത്രിയെങ്കിലും ആ സംശയങ്ങളെ മാറ്റി വെച്ചേക്ക്. ഇങ്ങനെ ഇന്ന് പഠിച്ചത് കൊണ്ട് A+ കിട്ടോ, ഫുൾ മാർക്ക് കിട്ടോ, ഇനി എനിക്ക് ഇതുവരെ പഠിച്ചതൊക്കെ മനസ്സിലാവോ, നാളെ പഠിച്ചതൊക്കെ ഒന്ന് ഓർത്ത് വെച്ച് നാളെ എക്സാമിന് അതൊക്കെ എഴുതി തീർക്കാൻ വേണ്ടി പറ്റുമോ, എനിക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുമോ, എല്ലാ സംശയങ്ങളും എല്ലാ കൺഫ്യൂഷൻസും ഇല്ലേ അതങ്ങോട്ട് മാറ്റി വെച്ചേക്ക്. ഈ ഒരൊറ്റ രാത്രിയിലല്ലേ നമ്മൾ ഏത് ലെവലിലാണെന്നുണ്ടെങ്കിലും, നിങ്ങൾ 0 to 10 ഏത് ലെവലിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇന്നത്തെ രാത്രിയിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് വ്യത്യാസം ഉണ്ടാക്കിയ നിങ്ങളുടെ സീനിയേഴ്സും നിങ്ങൾക്ക് മുന്നേ ഇതേ ക്ലാസ്സിൽ ഇരുന്നവരും ഒരുപാട് പേര് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ അടക്കം അങ്ങനെ അവസാന നിമിഷത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ്. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എന്നെ ഒന്ന് ട്രസ്റ്റ് ചെയ്താൽ മതി. എന്നെ ട്രസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലെ ഏറ്റവും നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പരമാവധി നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്കറിയാം ഇത് ആർക്കാണ് ആവശ്യപ്പെടുന്നത് എന്നുള്ളതും. നിങ്ങൾ അത്രയും കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവും. പരമാവധി പേരിലേക്ക് ഇത് അയക്കുക. ഇന്നലെയും ഇന്നുമായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ തലേ ദിവസം പഠിച്ചത് ചാപ്റ്റർ സമ്മറിയിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിന്റെ സമ്മറി, അതും ഇൻ ഡെപ്തിൽ നിങ്ങൾക്ക് എന്താണോ എക്സാമിന് ആവശ്യമായിട്ടുള്ളത് അത് അത്രയും ഞാനും അതുപോലെ തന്നെ ജസ്ന മിസ് നിങ്ങൾക്ക് ഓൾറെഡി എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്ക് ഗ്രാമർ പോർഷൻസ് കംപ്ലീറ്റ് എടുത്ത് തന്നിട്ടുണ്ട്. ആർക്കെങ്കിലും ഗ്രാമർ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോഴല്ല, ഈ ലൈവ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആ ഗ്രാമർ പോർഷനും കൂടെ ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഡിസ്കോഴ്സുകളെ പരിചയപ്പെടലല്ല, ഒന്ന് ഓർമ്മ പുതുക്കലാണ്. നമുക്ക് അറിയാവുന്ന ഡിസ്കോഴ്സുകളൊക്കെ തന്നെയാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഓർമ്മ പുതുക്കുന്നതായിരിക്കും. ഓർമ്മ പുതുക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് തന്നെയാണ്. അതോടുകൂടെ നമുക്ക് ചാപ്റ്റർ സമ്മറിയായി, നമ്മുടെ കയ്യിൽ ഗ്രാമർ ഉണ്ട്, നമുക്ക് എന്തൊക്കെ തരം ചോദ്യങ്ങൾ ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്ന് വരുന്ന കൃത്യമായ ധാരണയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒരിക്കലും പറയേണ്ട സാറേ എനിക്കൊന്നും അറിയില്ല, ഞാൻ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല, ഇനി A+ കിട്ടോ, ഇനി എനിക്ക് ഫുൾ മാർക്ക് കിട്ടോ എന്നുള്ള ആവലാതി വേവലാതി ഒന്നും വേണ്ട. നിങ്ങൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയാം, പക്ഷേ അതൊക്കെ ഓർത്തെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് സംശയം. ഇനി നിങ്ങൾ ഉറക്കമൊഴിച്ച് ഈ നേരം വെളുക്കോളിരുന്ന് പഠിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അത് നമ്മുടെ മെമ്മറി റിറ്റൻഷനെ ബാധിക്കും. ഇന്ന് നിങ്ങൾ സുഖമായിട്ട് ഉറങ്ങണം. കൃത്യം ഒരു 6-7 മണിക്കൂർ നിങ്ങൾ കൃത്യമായിട്ട് ഉറങ്ങണം. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ ചൂടോടെ ഞാൻ ഒരു ലൈവ് കൂടെ തരുന്നതായിരിക്കും. നിങ്ങളുടെ അവസാനത്തെ ഒരു റോക്കറ്റ് ലൈവ് കൂടെ ഞാൻ തരുന്നതായിരിക്കും. അതോടുകൂടെ നമ്മൾ എക്സാം ഹാളിലേക്ക് പൂർണ്ണമായ കോൺഫിഡൻസോടുകൂടെ നമ്മുടെ എക്സാം ഹാളിലേക്ക് പോകാൻ നമ്മൾ റെഡിയാണ്, നമ്മൾ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. സോ ആ ഒരു കോൺഫിഡൻസോടുകൂടെ എന്നെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളെ തന്നെ വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഇരിക്കുക. റെഡി അല്ലേ? ഹൈലി മോട്ടിവേറ്റഡ് ആയി എന്ന് പറയുന്നുണ്ട്. ഇനി എനിക്ക് മോട്ടിവേഷൻ തരാൻ എൻ്റെ ഒന്നുമില്ല. ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കൂടുതലല്ലേ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് നമ്മൾ ഒരുമിച്ച് ചെയ്യുന്ന ഒരു ദൗത്യമാണ്. നമ്മൾ ഗ്രാമറിന് എന്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ക്വിക്ക്ലി റിവൈസ് ചെയ്ത് തരാം. നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച്, എഡിറ്റിംഗ് തന്നെ ഒരുപാട് മാലപ്പാട്ട് നമ്മൾ വേറെയും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് വളരെ 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 ക്രിട്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് ഡിസ്കോഴ്സുകളാണ്. അതിൽ നമ്മൾ ഡിപ്രിസിയേഷൻ അല്ല, അപ്രിസിയേഷൻ വരും, ഡിബേറ്റ് വരും, പാനൽ ഡിസ്കഷൻ, ബ്ലർബ് റൈറ്റിംഗ്, സ്പീച്ച്, പിന്നെയും ഒരു പാനൽ ഡിസ്കഷനോ ഇല്ല,
ഇത് എക്സ്ട്രാ വന്നതാണ്. നറേഷൻ, അനൗൺസ്മെന്റ്, ക്യാരക്ടർ സ്കെച്ച്, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ, ജോബ് അപ്ലിക്കേഷൻ, ബ്ലോഗിംഗ്, ലെറ്റർ, റൈറ്റപ്പ്, അങ്ങനെയുള്ള എല്ലാ സകല കുണ്ടാമണ്ടികളും നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകണം. ഞാൻ മാത്രമല്ല, ജസ്ന മിസ്സും അവിടെ കേരളത്തിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും കിടിലം കണ്ടന്റുമായിട്ട്. അപ്പൊ അലഞ്ഞു തിരിഞ്ഞു പോകണ്ട, എവിടെയാണ് എങ്ങോട്ടാണ് തിരിഞ്ഞ്, നിങ്ങൾക്ക് ഒരുപാട് കണ്ടന്റുകൾ അവിടെ ഇവിടെ ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കും. അതെല്ലാം കൂടെ കിട്ടുന്ന ഒരു സ്ഥലമാണിത്. അപ്പൊ ട്രസ്റ്റ് ദ പ്രോസസ്, ട്രസ്റ്റ് ദ ലൈഫ്, ട്രസ്റ്റ് മീ ആൻഡ് ട്രസ്റ്റ് യുവർ സെൽഫ്. നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവാണ്. നമ്മൾ അവസാനം തിരിഞ്ഞു പോകാൻ വേണ്ടി പോവാണ്. ഡിസ്കോഴ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അവസാനത്തിലേക്ക് പോകാനുള്ള കാരണം, എനിക്ക് ഇന്നലത്തെ ലൈവിന്റെ ഒരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ചിലർക്കെങ്കിലും അവസാനത്തെ 2 ചാപ്റ്റേഴ്സ് മനസ്സിലായിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവസാനത്തെ 2 ചാപ്റ്റേഴ്സിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്. അത് തന്നെയാണ് നിങ്ങളോടും പറയാനുള്ളത്. കുറച്ച് വേദന ഉണ്ടാവും. ഇത് നമ്മുടെ അവസാനത്തെ ലൈവാണ്. കുറച്ച് കഷ്ടപ്പാടുണ്ട്. ആ കഷ്ടപ്പെടാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഓഗ്ഡൻ നാഷിന്റെ ഒരു കിടിലൻ കവിത ഞാൻ പഠിപ്പിച്ചു തരാം. റെഡിയല്ലേ സാർ? പോയിറ്റ് ഡിവൈസ് എല്ലാം ഞാൻ പറഞ്ഞുതരും, ഒന്നും പേടിക്കണ്ട. ഓക്കെ. സാർ ഇപ്പൊ എവിടെയാ? സാർ ഇപ്പൊ ഇവിടെ അല്ല, എന്തായാലും കേരളത്തിലല്ല. ഓക്കെ, കവിത നോക്കിക്കോ. One thing I like less than most things is sitting in a dentist chair with my mouth wide open. അതായത് ഈ കവിത എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു ഡെന്റിസ്റ്റിന്റെ ചെയറിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കവി അനുഭവിക്കുന്ന മെന്റലും ഫിസിക്കലും ആയിട്ടുള്ള ടോർച്ചറിനെ കുറിച്ച് വളരെ സർക്കാസ്റ്റിക് ആയിട്ട് പറയുന്ന ഒരു കവിതയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. സർക്കാസ്റ്റിക് എന്ന് വെച്ചാൽ എന്താ? വളരെ വിറ്റ്ഫുൾ ആയിട്ട് പറയുന്നത്, വളരെ ഒരു തമാശ രീതിയിൽ പൊതിഞ്ഞു പറയുന്നതാണ്. അതായത് കവി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഈ ഡെന്റിസ്റ്റിന്റെ ചെയറിൽ ഇങ്ങനെ വാ പൊളിച്ചിരിക്കാൻ അദ്ദേഹം ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല എന്നാ പറയുന്നത്. ആൻഡ് ദാറ്റ് ഐ വിൽ നെവർ ഹാവ് ടു ഡു ഇറ്റ് അഗെയിൻ ഈസ് എ ഹോപ്പ് ദാറ്റ് ഐ എം അഗെയിൻസ്റ്റ് ഹോപ്പ്. അതായത് ഇനി ഒരിക്കലും അതുപോലെ അവിടെ അങ്ങനെ ഇരിക്കേണ്ടി വരില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ അങ്ങനെ അവിടെ ഇരിക്കുന്നത്. ഹോപ്പൻ ഇത് ആക്ച്വലി ശരിക്കുള്ള ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ അല്ല. പക്ഷെ അവിടെ പറയണ ആ പ്രതീക്ഷയിലാണ് ഞാൻ അവിടെ ഇരിക്കുന്നതെന്ന് പറയുന്നത്. ബിക്കോസ് സം ടോർച്ചേഴ്സ് ആർ ഫിസിക്കൽ, സം ആർ മെന്റൽ. ചില ടോർച്ചർ എന്ന് വെച്ചാൽ എന്താ? ടോർച്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ. ചില ടോർച്ചറുകൾ ഫിസിക്കലാണ്, ചിലത് മെന്റൽ ആണ്. ബട്ട് വൺ ദാറ്റ് ഈസ് ബോത്ത് ഈസ് ഡെന്റൽ. രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു ടോർച്ചർ ഉണ്ടെങ്കിൽ അത് ഡെന്റൽ ആണെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഹാർഡ് ടു ബി സെൽഫ് പൊസസ്ഡ് എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര കാമായിട്ടിരിക്കുക, നമ്മൾ സമാധാനത്തിൽ ഇരിക്കുക എന്നാ പറയുന്നത്. വിത്ത് യുവർ ജോ ഡിഗിങ് ഇൻ ടു യുവർ ചെസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഈ ഡെന്റിസ്റ്റിന്റെ ചെയറിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? വാ പൊളിച്ച് ഇങ്ങനെ താടി നമ്മുടെ ചെസ്റ്റിൽ തട്ടുന്ന ഒരു രീതിയിലാണ് നമ്മൾ അവിടെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇറ്റ് ഈസ് സോ ഹാർഡ് ടു റീറ്റെയിൻ യുവർ കാം. നമ്മൾ സമാധാനം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സമാധാനത്തോടെ ഇരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വെൻ യുവർ ഫിംഗർ നെയിൽസ് ആർ മേക്കിംഗ് സീരിയസ് ഓൾട്ടറേഷൻസ് ഇൻ യുവർ ലൈഫ് ലൈൻ ഓർ ലവ് ലൈൻ ഓർ സം അതർ ഇമ്പോർട്ടന്റ് ലൈൻ ഇൻ യുവർ പാം. നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്തല്ലേ നമ്മൾ കൈ ഇങ്ങനെ പിടിക്കൂലേ? അപ്പൊ നമ്മുടെ ഇവിടെ കുറെ ലൈൻസ് കണ്ടോ, ലവ് ലൈനും ലൈഫ് ലൈനും ഒക്കെ ഉണ്ടെന്നാ പറയുന്നത്. അവിടെ അങ്ങനെ നമ്മൾ അമർത്തി ഇങ്ങനെ പിടിക്കുന്ന സമയത്തില്ലേ, നമ്മൾ ആ വേദനയിൽ ഇങ്ങനെ ഇറിറ്റേഷനിൽ നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇറിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് ആ ലവ് ലൈനും ലൈഫ് ലൈനും ഒക്കെ എന്തെങ്കിലും പറ്റിപ്പോകുന്നതാണ് പറയുന്നത്. സോ ഹാർഡ് ടു ഗിവ് യുവർ യൂഷ്വൽ എഫക്ട് ഓഫ് cheery benignity when you know your position is one of the 2 or 3 in life most lacking in dignity. അതായത് ആ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്തില്ലേ, നമ്മുടെ സാധാരണഗതിയിലുള്ള cheery benignity എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഉത്സാഹവും ഒരു ആവേശമൊന്നും അവിടെ കാണിക്കാൻ പറ്റൂല. അങ്ങനെ ആ ഒരു കിടപ്പിൽ ഇരിക്കുന്ന സമയത്ത് എന്ന് പറയുന്നത്, when you know your position is one of the 2 or 3 in life most lacking in dignity. ഒരു ഡിഗ്നിറ്റി ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് അങ്ങനെ ഇരിക്കുന്നത് എന്നുള്ള ആ ഒരു അവസ്ഥയിൽ അത്ര ആവേശത്തോടെയും ഉത്സാഹത്തോടെയും ഇരിക്കാൻ പറ്റൂല എന്നാ പറയുന്നത്. ആൻഡ് യുവർ മൗത്ത് ഈസ് ലൈക്ക് എ സെക്ഷൻ ഓഫ് റോഡ് ദാറ്റ് ഈസ് ബീങ് വർക്ക്ഡ് ഓൺ. പണി നടക്കുന്ന ഒരു റോഡ് പോലെയാണ് നമ്മുടെ വാ ഇരിക്കുന്നു എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾ ക്ലട്ടേർഡ് അപ്പ് വിത്ത് സ്റ്റോൺ ക്രഷേഴ്സ്, concrete mixers and drills and steam rollers. Then there isn't a nerve in your head that you aren't being irked on. അതായത് പണി നടക്കുന്ന ഒരു റോഡ് പണി നടക്കുന്ന ഒരു വഴി പോലെയാണ് നമ്മുടെ വാ എന്ന് പറയുന്നത്. ഈ പല്ല് എന്താ പറയാ, ഈ ഡെന്റിസ്റ്റ് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സ്റ്റോൺ ക്രഷേഴ്സും കോൺക്രീറ്റ് മിക്സേഴ്സും ഡ്രില്ലും സ്റ്റീം റോളേഴ്സ് ഒക്കെ കയറി പോകുന്നത് പോലെയാണെന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ കയ്യിൽ ഒരു ഡ്രില്ലും പിടിച്ചുകൊണ്ട് നമ്മുടെ പല്ലിന്റെ ഉള്ളിൽ ഇങ്ങനെ പണി നടത്തുന്ന ഡെന്റിസ്റ്റുകളെ നിങ്ങൾക്കും അനുഭവം ഉണ്ടായിട്ടില്ലേ? ആ ഒരു അനുഭവത്തിനെ കുറിച്ചാണ് വളരെ സർക്കാസ്റ്റിക് ആയിട്ട് വിറ്റ്ഫുൾ ആയിട്ട് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഓ സം പീപ്പിൾ ആർ അൺഫോർച്ചുനേറ്റ് ടു ബി സ്ട്രങ് അപ്പ് ബൈ തംസ്. അതായത് ചിലര് നമ്മുടെ ഡെന്റിസ്റ്റ് കണ്ടിട്ടോ ഇങ്ങനെ തമ്പ് വെച്ചിട്ട് പ്രസ് ചെയ്യുന്നത് കണ്ടോ, അൺഫോർച്ചുനേറ്റ് എന്നാ പറയുന്നത്. അവര് നിർഭാഗ്യവാന്മാരാണെന്ന് പറയുന്നത്. ആൻഡ് അതേഴ്സ് ഹാവ് തിങ്സ് ഡൺ ടു ദ ഗംസ് എന്ന് വെച്ചാൽ പല്ലിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പല്ലിന് തിങ്സ്
തിങ്സ് ഹാവ് ഡൺ ടു ദെയർ ഗംസ്, അതായത് പല്ലിലാണ് അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ആൻഡ് യുവർ ടീത്ത് ആർ സപ്പോസ് ടു ബി ബീങ് പോളിഷ്ഡ്, അത് അവരുടെ പല്ല് എന്താണ് ആക്ച്വലി ചെയ്യുന്നത്, പോളിഷ് ചെയ്യാന്നുള്ള രീതിയിലാണ് അവർ അവിടെ പോകുന്നത്. പക്ഷേ യു ഹാവ് റീസൺ ടു ബിലീവ് ദാറ്റ് ദേ ആർ ബീങ് ഡിമോളിഷ്ഡ്. പക്ഷെ നമ്മൾ അവിടെ കിടക്കുന്ന സമയത്തിലെ നമുക്ക് തോന്നിപ്പോവും നമ്മുടെ പല്ലുകളൊക്കെ ഇടിച്ച് പൊളിച്ച് തകർക്കുകയാണ്, ഡിമോളിഷ് ചെയ്യാണ് നമുക്ക് തോന്നിപ്പോവും. ആൻഡ് ദ സർക്കംസ്റ്റൻസസ് ദാറ്റ് ആഡ്സ് മോസ്റ്റ് യുവർ ടെറർ ഈസ് ദാറ്റ് ഇറ്റ്സ് ഓൾ ഡൺ വിത്ത് എ മിറർ. ഇവിടെ ഏറ്റവും നമ്മളെ പേടിപ്പിക്കുന്നത് എന്താ അറിയോ, സർക്കംസ്റ്റൻസ് എന്ന് വെച്ചാൽ സാഹചര്യങ്ങൾ. ഇവിടെ ഏറ്റവും നമ്മളെ പേടിപ്പിക്കുന്ന ഈ ടെറർ കൊണ്ട് തരുന്ന അവസ്ഥ എന്താണെന്നറിയോ, ഇതെല്ലാം ചെയ്യുന്നത് ഒരു മിറർ വെച്ചിട്ടാണല്ലോ എന്നുള്ളത്. ബിക്കോസ് ദ ഡെന്റിസ്റ്റ് മേ ബി എ bear, or as the Romans used to say, or only they were referring to a feminine bear when they said it an ursa. Ursa എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റലേഷൻ ആട്ടോ, ഒരു കോൺസ്റ്റലേഷൻ ആണ്. ഒരു റോമൻസ് ഒക്കെ പറയുന്ന റോമൻസിന്റെ ഒക്കെ ആ ഒരു സിവിലൈസേഷനിൽ പറഞ്ഞിരുന്ന ഒരു കോൺസ്റ്റലേഷൻ ആണ്. അത് നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടാണ്, ബെയറിന് ഉദ്ദേശം കൊണ്ടുള്ള. അതായത് നമ്മളൊരു കരടിയുടെ മുന്നിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഡെന്റിസ്റ്റിന്റെ മുന്നിലും അകപ്പെട്ടു പോകുന്ന പോലെയാണെന്ന് പറയുന്നത്. ബട്ട് ഓൾ ദ സെയിം, ഹൗ ക്യാൻ യു ബി സോ ഷുവർ വെൻ ഹി ടേക്സ് ഹിസ് ക്രോബാർ ഇൻ വൺ ഹാൻഡ് ആൻഡ് മിറർ ഇൻ ദി അതർ? ഹി വോണ്ട് ഗെറ്റ് മിക്സ്ഡ് അപ്പ് ആൻഡ് ദ വേ യു ഡു വെൻ യു try to tie a bow tie when the aid of a mirror and forget that left is right and vice versa. ഇവിടെ പറയുന്നത്, ഞാൻ കുറച്ച് സ്പീഡിലാണ് പറയുന്നത് കാരണം ഈ കവിത നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ കുറച്ച് പേർക്ക് അത് മനസ്സിലായില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഒന്നും കൂടെ അത് പറയാനുള്ള കാരണം. ഇന്നത്തെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ എന്താന്ന് പറയുന്നത് വെച്ചാൽ ഒരു മിറർ വെച്ചുകൊണ്ട് മാത്രം എങ്ങനെയാണ് ഇത്ര കറക്റ്റ് ആയിട്ട് എല്ലാം തമ്മിൽ മാറിപ്പോവാതെ ഡെന്റിസ്റ്റ് ഇത്ര കൃത്യമായിട്ട് ചെയ്യുന്നതെന്നുള്ള, അതാണ് അയാളെ പേടിപ്പിക്കുന്നതെന്ന് പറയുന്നത്. ആൻഡ് ദെൻ ലാസ്റ്റ് ഹി സേസ് ദാറ്റ് വിൽ ബി ഓൾ, എല്ലാം തീർന്നു എന്ന് നമ്മളോട് ഡെന്റിസ്റ്റ് പറയും. ബട്ട് ഇറ്റ് ഈസ് ഇൻ ബിക്കോസ് ദാറ്റ് he then coats your mouth from cellar to roof. പിന്നെ എന്ത് ചെയ്യും നമ്മുടെ ഡെന്റിസ്റ്റ്, എന്ത് ചെയ്യും, നമ്മുടെ പല്ലുകളെ കോട്ട് ചെയ്യാൻ തുടങ്ങും, പോളിഷ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. വിത്ത് സംതിങ് ദാറ്റ് ഐ സസ്പെക്ട് ഈസ് ജനറലി യൂസ് ടു പുട്ട് എ ഷൈൻ ഓൺ ഹോസ് ഹൂഫ്. അതായത് ഈ കുതിരയുടെ കുളമ്പടിയില്ലേ, കുതിരയുടെ ലാഡലിലൊക്കെ അടിക്കുന്ന ഒരു തരം പോളിഷാണ് നമ്മുടെ പല്ലിൽ അടിക്കുന്നത്. വളരെ സർക്കാസ്റ്റിക് ആയിട്ട് പറയണം. ആൻഡ് യു ടോട്ടർ ടു യുവർ ഫീറ്റ് ആൻഡ് തിങ്ക്. ടോട്ടർ എന്ന് വെച്ചാലേ നമ്മളിങ്ങനെ ഞെരങ്ങി നമ്മുടെ കാലിൽ ഇങ്ങനെ ഞെരങ്ങി പോയിട്ട് നമ്മൾ ചിന്തിക്കും, വെൽ ഇറ്റ്സ് ഓൾ ഓവർ നൗ ആൻഡ് after all it was only this once. ഈ ഒരൊറ്റ പ്രാവശ്യത്തേക്കല്ലേ ഉള്ളൂ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ അവിടെ നിന്ന് ഞെരങ്ങി അവിടെ നിന്ന് പോകുന്നത്. ആൻഡ് ഹി സേസ് കം ബാക്ക് ഇൻ 3 months. പക്ഷെ ഡോക്ടർ പറയുന്നത് എല്ലാ 3 മാസം കൂടുമ്പോൾ വരാൻ വേണ്ടി പറയും. ആൻഡ് ദിസ് ഓഫ് ഫേറ്റ് ഈസ് ഐ തിങ്ക് ദ മോസ്റ്റ് വിഷ്യസ് സർക്കിൾ. വിഷ്യസ് സർക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത് അറിയോ, ഇതൊരു ലൂപ്പിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. എല്ലാ 3 മാസം ആളെ കാണേണ്ടി വരും. എവർ സെൻഡസ്റ്റ്, the man has to go continually to the dentist to keep his teeth in good condition, when the chief reason he wants to his teeth in good condition is so that he won't have to go to the dentist again. എന്ന് വെച്ചാലേ ഈ ഡെന്റിസ്റ്റിന്റെ അടുത്തേക്ക് പോകുന്നത് തന്നെ എന്തിനാണെന്നറിയോ, എല്ലാ പ്രാവശ്യം പോകുന്നതിന് എന്തിനാണെന്നറിയോ, അഫ്കോഴ്സ് പല്ല് നല്ല രീതിയിലും ഗുഡ് കണ്ടീഷനിലും ഗുഡ് ഹെൽത്തിലും ഒക്കെ കൊണ്ട് നടക്കണം തന്നെയാണ്. പക്ഷേ അതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇയാളെ പിന്നെ കാണണ്ടല്ലോ, ഈ കൊടൂരമായ കാര്യങ്ങളൊന്നും ഇനി അനുഭവിക്കണ്ടല്ലോ എന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയിലാണ് പിന്നെയും അയാളെ വീണ്ടും കാണാൻ വേണ്ടി പോകുന്നതാണ് നമ്മുടെ കവിതയിൽ പറയുന്നത്. വളരെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരു കവിതയാണ്. ഞാൻ ഒന്ന് പൊടി തട്ടി എടുത്തതേ ഉള്ളൂ. ഇനി നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാൻ വേണ്ടി പോകണം. ഓക്കെ, എടാ ഒന്ന് 10K എത്തിച്ചടാ. മാക്സിമം പേരൊന്ന് ലൈക്ക് ചെയ്തേ, കാരണം എന്നാലേ നമ്മുടെ യൂട്യൂബിന് അറിയുള്ളൂ കാര്യപ്പെട്ട എന്തോ ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകണം, ഒന്നാമത്തെ യൂണിറ്റിലേക്ക് പോകണം. 3 L's ഓഫ് എംപവർമെന്റ്. ഇതെന്തായിരുന്നു? ഇതൊരു സ്പീച്ച് ആയിരുന്നു. നമ്മുടെ ക്രിസ്റ്റീൻ ലഗാർഡെ വുമൺ എംപവർമെന്റിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു സ്പീച്ച് ആയിരുന്നു. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ തരം ചോദ്യങ്ങൾ വരാം? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് സ്പീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്പീച്ചിന്റെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഒരു സ്പീച്ച് എഴുതേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിയോ, ക്രിസ്റ്റീൻ ലഗാർഡെ സജസ്റ്റ് വേരിയസ് മീൻസ് ഓഫ് എംപവറിംഗ് വുമൻ. She persuasively insists on the idea that women should think and act independently. Keeping this in mind, prepare a script of persuasive speech on the topic education is the key to women empowerment to be delivered at the school assembly on International Women's Day. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലല്ലേ നമ്മൾ അതിനെ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കിയെടുക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? അഫ്കോഴ്സ് ചോദ്യത്തിൽ നിന്ന് മനസ്സിലായി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു സ്പീച്ചാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, എന്തിനെ കുറിച്ചാണ് നമ്മൾ സ്പീച്ച് എഴുതാൻ വേണ്ടി പോകുന്നത്? അഫ്കോഴ്സ്
കോഴ്സ് നമ്മൾ എഡ്യൂക്കേഷൻ ആൻഡ് ഇറ്റ്സ് റോൾ ഇൻ വുമൺ എംപവർമെന്റ് ആൻഡ് ഹൗ ഇമ്പോർട്ടന്റ് ഇറ്റ് ഇസ് വെൻ ഇറ്റ് കംസ് ടു വുമൺ എംപവർമെന്റ് എന്നുള്ള വിഷയത്തിനെ കുറിച്ചാണ് നമ്മൾ എഴുതുന്നത്. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എവിടെയാണ് നമ്മളിത് അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്കൂൾ അസംബ്ലിയിലാണ് നമ്മളിത് പറയാൻ വേണ്ടി പോകുന്നത്. ഇനി എന്ത് പ്രമാണിച്ചിട്ടാണ്, ഓൺ വാട്ട് ബേസിസ് ആർ വി ഡെലിവറിംഗ് ദിസ് സ്പീച്ച്, അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്റർനാഷണൽ വുമൻസ് ഡേ. ഓക്കെ, അപ്പൊ ഏത് ചാപ്റ്ററിൽ നിന്നാണ് മനസ്സിലായി, എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മനസ്സിലായി, എന്ത് പ്രമാണിച്ചിട്ടാണ്, എന്ത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ, ആരോടാണ്, ഏതാണ് നമ്മുടെ വേദി എന്നുള്ളത് മനസ്സിലായി. സ്കൂൾ അസംബ്ലിയിലാണ് പറയുന്നത്, എന്താണ് വിഷയം എന്നുള്ളത് മനസ്സിലായി. 10K ആയിട്ടുണ്ടാ. താങ്ക് യു സോ മച്ച്. ഈ ഒരു ഊർജ്ജം നമ്മൾ ഈ ഒരു ലൈവ് തുടരെ കാണിക്കണം. ഈ ലൈവ് അവസാനിക്കുന്നത് വരെ ഈ ഒരു ഊർജ്ജവും ഈ ഒരു മോട്ടിവേഷനും കാണും. കാരണം ഇതാണ്, ഈ ഒരു പ്രയത്നമാണ് നമ്മളെ നാളത്തെ എക്സാമിൽ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നോക്കിക്കോ, ഒരു സ്പീച്ച് എങ്ങനെയാണ് എഴുതേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടതല്ലേ, നമ്മുടെ ഓഡിയൻസ് ആരാണെന്നുള്ളത് മനസ്സിലാക്കാനാണ് ഒന്നാമത്തെ പരിപാടി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ കണ്ടല്ലോ, ഇത് സ്കൂൾ അസംബ്ലിയിലാണ് പറയുന്നത്. അപ്പൊ സ്കൂൾ അസംബ്ലിയിൽ നമ്മളൊരു പ്രസംഗം അവതരിപ്പിക്കുന്ന പോലെ അല്ല നമ്മൾ ചിലപ്പോൾ ഒരു കവല പ്രസംഗം നടത്തുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു ലെക്ചർ ഹാളിൽ പറയുന്നത്. അപ്പൊ എവിടെയാണ് നമ്മുടെ ഓഡിയൻസ്, അവർ ആരാണ് അഡ്രസ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യമല്ലേ, നമ്മൾ സ്പീച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് വിഷയത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ആ ടോപ്പിക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ കാര്യം ദ ബോഡി എന്ന് പറഞ്ഞ ഒരു സെക്ഷനാണ്. ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ ഈ ടോപ്പിക്കിനെ കുറിച്ച് ഇലാബറേറ്റ് ചെയ്ത് പറയുന്നത്. അവിടെ നമ്മൾ ചാപ്റ്ററിലേക്ക് മാത്രം ഒതുങ്ങി പോകരുത്, അതുകൊണ്ട് കാര്യമില്ല. ഇവിടെ നമ്മളുടെ പെർസ്പെക്റ്റീവുകൾ അറിയിക്കണം. നമ്മൾ ഈ അടുത്ത് കണ്ട കാര്യങ്ങൾ, നമ്മൾ ന്യൂസ് പേപ്പറുകളിൽ വായിച്ചത്, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടത്, ഈ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടെന്ന് എഴുതി വെക്കരുത് കേട്ടോ. കാരണം നമുക്ക് ഈ ഒരു വിഷയത്തിനെ കുറിച്ച് നമുക്ക് കിട്ടാവുന്ന എല്ലാ സോഴ്സുകളും നമുക്ക് അവിടെ കൊണ്ട് അവതരിപ്പിക്കാൻ പറ്റും. നമ്മുടെ അഭിപ്രായങ്ങളും എല്ലാ തരം നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. ഇഫ് ഇറ്റ്സ് എ പ്രോബ്ലം സജസ്റ്റ് പോസിബിൾ സൊല്യൂഷൻസ്. അതൊരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് സൊല്യൂഷൻസ് കൊണ്ടുവരാൻ സജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോട്ടുകൾ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു ഇംപ്രസീവ് ആൻസർ എഴുതാൻ വേണ്ടി പറ്റും. കൺക്ലൂഡ് ചെയ്യുക, ഗ്രീറ്റ് ചെയ്യുക, സ്പീച്ച് കഴിഞ്ഞു. നോക്കിക്കോ, ഇവിടെ ഞാൻ വായിച്ചുതരാം. റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ ആൻഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഇതാണ് എൻ്റെ ഓഡിയൻസ്, അതെനിക്ക് മനസ്സിലായി. ഓക്കെ, ഓഡിയൻസ് ഇതാണെന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഗ്രീറ്റ് ചെയ്ത് തുടങ്ങിയത്. ഇനി എന്താണ് വിഷയം എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. As all of you know, today March 8 is International Women's Day. So ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട്, സ്ത്രീകളുടെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട്, ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസംഗമാണ് നമ്മൾ ഡെലിവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ആദ്യത്തെ സെന്റൻസിൽ തന്നെ ഞാനത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ പരിപാടി തീർന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ നമ്മുടെ പെർസ്പെക്റ്റീവുകളിലേക്ക് കടക്കണം. ഇനി നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ കുറെ പറയാണ്. ഇനി മെനി പാർട്സ് ഓഫ് ദ വേൾഡ് വുമൺ ആർ സ്റ്റിൽ കൺസിഡർഡ് ആസ് സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ്. അത് നമ്മുടെ ഒരു അഭിപ്രായമാണ് നമ്മൾ പറയുന്നത്. ഇന്ത്യ is one of the countries where women suffer most because of discriminations. We still have the dowry system. Female feticide is common. അതായത് നമ്മൾ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അവിടെ പറയാൻ വേണ്ടി തുടങ്ങാണ്. ഇങ്ങനെ പ്രശ്നത്തിനെ കുറിച്ച് ആദ്യം നമ്മൾ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു, എന്താണ് പ്രശ്നം എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇനി നമ്മുടെ ചാപ്റ്ററിലേക്ക് വരികയാണ്. ചാപ്റ്ററിൽ ഇതിനുള്ള ഒരു സൊല്യൂഷൻ പറയുന്നുണ്ട്. The situation has to change and this can be done by 3 L's. 3 Lകൾ നമ്മൾ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ് ആസ് ഷോൺ ബൈ ക്രിസ്റ്റീൻ ലഗാർഡെ. ഇങ്ങനെയാണ് നമ്മൾ ചാപ്റ്ററിലേക്ക് കൊണ്ടുവരുന്നത്. റാദർ ദാൻ നമ്മൾ ചാപ്റ്ററിൽ തന്നെ തുടങ്ങുന്നതിന്റെ പകരല്ലേ ക്രിസ്റ്റീൻ ലഗാർഡ് അത് പറഞ്ഞു, ക്രിസ്റ്റീൻ ലഗാർഡ് ഇത് പറഞ്ഞു, സ്പീച്ചിൽ അങ്ങനെ ഉണ്ടായിരുന്നു, ചാപ്റ്ററിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ പറയുന്നതിന് പകരം നമ്മൾ നമ്മുടെ പെർസ്പെക്റ്റീവിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പിന്നെ നമുക്ക് ചാപ്റ്ററിലേക്ക് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, വുമൻ ടു നോ അബൌട്ട് ഹെർ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. ലേണിംഗ്, എഡ്യൂക്കേഷൻ അവരെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നത്, അവരുടെ അവകാശങ്ങൾ എന്താണ്, റൈറ്റ്സ് എന്താണെന്നുള്ളതും they are equipping themselves by letting them know their rights ആൻഡ് ഡ്യൂട്ടീസ്. അവരുടെ അവകാശങ്ങളും അവരുടെ കടമകളും അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ലേണിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലേബർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, ലേബർ ഏൺ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ലേബർ ഓർ എംപ്ലോയ്മെന്റ് ഗിവ്സ് her the economic power to assert herself. assert അതായത് ശക്തിപ്പെടുത്തുക, അവർക്ക് ശക്തി ആർജിക്കുന്നത് ലേബറിലൂടെയാണ്. മൂന്നാമത്തെ എൽ എന്ന് പറയുന്നത് ലീഡർഷിപ്പ് ആണ്. ലീഡർഷിപ്പ് മേക്സ് ദ വുമൻ പവർഫുൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നമ്മൾ ചാപ്റ്ററുമായിട്ട് ലിങ്ക് ചെയ്ത് പറഞ്ഞു. ഇനി ഇതിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് ഒരു കോട്ടാണ് കേട്ടോ.
ഈ കോട്ടിന് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഈ കോട്ടിന് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഈ കോട്ടിന് നമുക്ക് എവിടെ നിന്ന് കിട്ടോടാ? ലേണിംഗിനെ കുറിച്ച് ഒരു ആഫ്രിക്കൻ അഡേജ് നമ്മുടെ സ്പീച്ചിൽ പറയുന്നുണ്ട്. ഇഫ് യു ആർ എഡ്യൂക്കേറ്റിംഗ് എ മാൻ, ഇഫ് യു ആർ എഡ്യൂക്കേറ്റിംഗ് എ ബോയ്, യു ആർ ഓൺലി എഡ്യൂക്കേറ്റിംഗ് എ മാൻ. ഇഫ് യു ആർ എഡ്യൂക്കേറ്റിംഗ് എ ഗേൾ, യു ആർ എഡ്യൂക്കേറ്റിംഗ് എ വില്ലേജ് എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ അഡേജ് ഉണ്ട്. അത് നമുക്ക് അവിടെ പറയാവുന്നതാണ്. ഇനി എന്താണ് ഇവിടെ പ്രശ്നം എന്ന് പറയുന്നുണ്ട്? വുമൻ ലാക്ക് ദ കോൺഫിഡൻസ് ടു മാച്ച് ദെയർ കോമ്പറ്റൻസ്. അവർക്ക് കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് അതിനോട് മാച്ചപ്പ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് പലപ്പോഴും അവർക്ക് ഇല്ലാതായി പോകുന്നുണ്ട്. ഇവിടെ എക്സാമ്പിൾ കണ്ടോ, ഇന്ദിരാഗാന്ധിന്റെയും കൽപ്പന ചൗളന്റെ ഒക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ പറയുന്നുണ്ട്. അവർ ലേണിംഗ് അവർക്ക് എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തു, അവർക്ക് ലേബർ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തു, അവരെങ്ങനെയൊക്കെ ലീഡർഷിപ്പ് ക്വാളിറ്റീസിലേക്ക് മുന്നിലേക്ക് വന്നു. ഇത്രയും കാര്യങ്ങൾ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അവസാനത്തിലേക്ക് വരുമ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കൺക്ലൂഡ് ചെയ്യുക. ഐ ദർഫോർ ഇക്കാരണത്താൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് കൺക്ലൂഡ് ചെയ്യുന്നത്. അവസാനം നിങ്ങൾക്ക് താങ്ക് യു എന്നോ ജയ് ഹിന്ദ് എന്നോ ജയ് കിസാൻ എന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇത്രയും സെറ്റാണോ? സ്പീച്ച് റെഡിയാണോ? സ്പീച്ച് റെഡിയാണോടാ? ഓക്കെ, സ്പീച്ച് റെഡിയാണോ? സ്പീച്ച് സാധാരണഗതിയിലൊക്കെ ചോദിക്കാറുള്ളത് ഒരു 6 മാർക്ക്, ചിലപ്പോൾ വലിയ സ്പീച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 10 മാർക്ക് വരെയൊക്കെ ചോദിക്കാം. ആഫ്രിക്കൻ അഡേജ് ഒന്ന് ഓർത്ത് വെച്ചേ കേട്ടോ. ഈ ചാപ്റ്ററിൽ നിന്ന് ചൈൽഡ് ലേബർ എന്തത് വിഷയം? ചൈൽഡ് ലേബർ ഇല്ല ഇതിൽ. ഇനി നമുക്ക് വേറെ ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഒരു കംപ്ലൈന്റ് ലെറ്റർ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിയോ? യു ആർ എ റെഗുലർ കമ്മ്യൂട്ടർ ഇൻ എ സിറ്റി ബസ്സസ്. യു ഹാവ് നോട്ടീസ് ദാറ്റ് ദ സീറ്റ്സ് റിസർവ്ഡ് ഫോർ വുമൻ ആർ യൂഷ്വലി ഒക്കുപ്പൈഡ് ബൈ മെൻ. അതായത് നിങ്ങൾ സ്ഥിരമായിട്ട് ബസ് പോകുന്ന ഒരാളാണ്. സ്ത്രീകൾ ഇരിക്കേണ്ടടുത്ത് ഇപ്പൊ കുറെ ആണുങ്ങളാണ് കയറി ഇരിക്കുന്നത്. ദ കണ്ടക്ടർ ഓഫ് ദ ബസ് ഡസ് നോട്ട് റെസ്പോണ്ട് ടു യുവർ കംപ്ലൈൻറ്റ്സ് ആൻഡ് യു ഡിസൈഡ് ടു റിപ്പോർട്ട് ടു ദ സ്റ്റേഷൻ മാസ്റ്റർ. ഡ്രാഫ്റ്റ് ലെറ്റർ ഓഫ് കംപ്ലൈന്റ്. ചോദിക്കാൻ സാധ്യതയുള്ള ചോദിച്ചിട്ടുള്ള നിങ്ങളുടെ പ്രീവിയസ് ഇയറിൽ നിന്ന് തന്നെ ഞാൻ തപ്പിയെടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കംപ്ലൈന്റ് ലെറ്റർ എന്ന് പറയുന്നത്. സോ കംപ്ലൈന്റ് ലെറ്റർ കിട്ടുന്ന സമയത്തില്ലേ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ സ്പീച്ചിന്റെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയ പോലെ തന്നെ ഇത് എന്തിനെ കുറിച്ചാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ബസ്സിൽ നമ്മൾ സ്ഥിരമായിട്ട് പോകാറുണ്ട്. സ്ത്രീകളുടെ ഇരിക്കേണ്ടടുത്ത് അവിടെ കുറച്ച് ആണുങ്ങളാണ് ഇപ്പൊ കയറിയിരിക്കുന്നത്. ആർക്കാണ് നമ്മൾ കത്തെഴുതുന്നത്? സ്റ്റേഷൻ മാസ്റ്റർക്കാണ് നമ്മൾ കത്തെഴുതുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. പെട്ടി വരച്ചോളാം. നമ്മൾ ചരിത്രകാലമായിട്ട് ചെയ്യുന്ന പരിപാടിയില്ലടാ പെട്ടി വരക്കുക. ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് പെട്ടി വരച്ചതിന് ശേഷമല്ലേ ഫ്രം അഡ്രസ് എഴുതുക. അത് നിങ്ങളെ അഡ്രസ് തന്നെ കൊടുക്കണം എന്നില്ല. അതിനുശേഷം നമ്മൾ താഴെ ഡേറ്റ് കൊടുക്കുക. ഇനി ടു അഡ്രസ് എഴുതുക. ഇനി ആർക്കായിരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണേ. ആർക്കായിരുന്നു എന്നുള്ളത് 1 മാർക്ക് വെറുതെ കളയരുത്. ഓക്കെ, സ്റ്റേഷൻ മാസ്റ്റർക്കാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഏതാണോ സ്ഥലം എന്നുള്ളത് കൊടുക്കുക. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത് സബ്ജക്റ്റിനെ കുറിച്ചാണ് ഈ ചോദ്യം നിങ്ങൾക്ക് വായിച്ച മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതും ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സബ്ജക്ട് എന്താണ്, എന്ത് വിഷയത്തിനെ കുറിച്ചാണ് പറയുന്നത്? സീറ്റ് റിസർവ്സ് ഫോർ വുമൻ ഇൻ ദ സിറ്റി ബസ്സസ് എന്ന വിഷയത്തിനെ കുറിച്ചാണ് നമ്മൾ അവിടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇനി സ്പീച്ചിലേക്ക് വരുമ്പോൾ ലെറ്ററിലേക്ക് വരുമ്പോഴേ വലിച്ചു വാരി എഴുതണ്ട. എന്താണോ പറയേണ്ടത് അത് മാത്രം മതി. അതിലാണ് നമ്മുടെ മാർക്ക് ഉള്ളത്. ശ്രദ്ധിച്ചോ. ഐ എം എ റെഗുലർ ട്രാവലർ ഇൻ ദ സിറ്റി ബസ്സസ്. ആസ് എ വുമൻ ഐ ഫൈൻഡ് ഇറ്റ് ക്വൈറ്റ് ഇറിറ്റേറ്റിംഗ് ടു സീ മെൻ occupying the seats meant for women while women are standing. ഒന്നാമത്തെ വരിയിൽ എന്താ എഴുതിയത്? ഞാൻ ആരാണെന്ന് പറഞ്ഞു, ഞാനൊരു ബസ് യാത്രികയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ഞാൻ അനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്നുള്ളത് അവിടെ പറഞ്ഞു. രണ്ടാമത്തെ പരിപാടി, ദി അതർ ഡേ ഐ സോ എ pregnant woman and an old lady standing in the bus while the seats reserved for women were occupied by some very impolite and rude male passengers. I requested the conductor of the bus to ask the illegal occupants to vacate the seats, but the conductor told me that he would be abused or even beaten by the men. അതായത് എന്താണ് പ്രശ്നം എന്നുള്ളത് വളരെ സോളിഡിഫൈ ചെയ്തിട്ട് പറഞ്ഞു. അതായത് ആണുങ്ങൾ ഇരിക്കേണ്ടടുത്ത് വുമൻ റിസർവ്ഡ് ഫോർ വുമൻ, സീറ്റ്സ് റിസർവ്ഡ് ഫോർ വുമൻ ആർ ഒക്യുപ്പൈഡ് ബൈ സം ഇംപൊളൈറ്റ് ആൻഡ് റൂഡ് മെയിൽ പാസഞ്ചേഴ്സ്. ഇത്രയും പ്രശ്നങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ പ്രശ്ന പരിഹാരത്തിന് സജഷൻ കൊടുക്കുകയാണ് പറയുന്നത്. പ്ലീസ് എൻഷുർ ദാറ്റ് ദ സീറ്റ് റിസർവ് ഫോർ വുമൻ ആർ മെയ്ഡ് അവൈലബിൾ ടു ദം വെൻ ദേ ആർ ട്രാവലിംഗ് ഇൻ ദ ബസ്. അതായത് ഈ പ്രശ്നത്തിൽ എന്താണോ നടപടി എടുക്കേണ്ടത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റേഷൻ മാസ്റ്ററോട് പറയാണ്. അവസാനത്തിലേക്ക് ഗ്രീറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നമ്മൾ കാര്യം വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇന്റർവ്യൂ ക്വസ്റ്റ്യനെയർ നോക്കിയാലോ? ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ. നാട്ടിലുള്ള അവസ്ഥ, നാട്ടിൽ ഭയങ്കര ചൂടാണ്. ഇവിടെ ഭയങ്കര ചൂടാണ്. ഞാനിവിടെ വേർത്തൊലിക്കുന്ന. ഓക്കെ, ഇന്റർവ്യൂ ക്വസ്റ്റ്യനെയർ. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇമാജിൻ ദാറ്റ് എ ലീഡിംഗ് ആക്ടിവിസ്റ്റ് ഫോർ വുമൻസ് റൈറ്റ് ഈസ് വിസിറ്റിംഗ് യുവർ സ്കൂൾ. ലെറ്ററിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ മക്കൾസ്? ലെറ്ററിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണേ. നമ്മളൊന്നും മനസ്സിലാക്കാതെ പോരുത് കേട്ടോ. ഓക്കെ,
ഓക്കെ ഓക്കെ ലെറ്ററിൽ വേറെ സംശയമൊന്നുമില്ലാതെ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ. ഇമാജിൻ ദാറ്റ് എ ലീഡിംഗ് ആക്ടിവിസ്റ്റ് ഫോർ വുമൻസ് റൈറ്റ് ഈസ് വിസിറ്റിംഗ് യുവർ സ്കൂൾ. യു ആർ വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഹു ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി ടു ഇന്ററാക്ട് വിത്ത്. നമ്മുടെ സ്കൂളിലേക്കല്ലേ ഒരു വുമൺ ആക്ടിവിസ്റ്റ് വരികയാണ്, അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ നമുക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ഫ്രെയിം 4 questions on the need of women empowerment that you wish to ask. ഇന്റർവ്യൂ ക്വസ്റ്റ്യനർ, ക്വസ്റ്റ്യൻ മാത്രം എഴുതിയാൽ മതി, അതിന്റെ ഉത്തരം ഒന്നും എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. നമ്മുടെ സ്കൂളിലേക്ക് ഒരു ഇമാജിനറി, ഇവിടെ ആരാണെന്ന് പറഞ്ഞിട്ടില്ല, ഏത് വുമൺ ആക്ടിവിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ വിചാരിക്കുകയാണ് അതൊരു വന്ദന ശിവ ആണ്. ഒരു വന്ദന ശിവ അല്ല, വന്ദന ശിവ എന്ന് പറയുന്ന ഒരാളേ ഉള്ളൂ. വന്ദന ശിവ എന്ന് പറയുന്ന ഒരു വുമൺ ആക്ടിവിസ്റ്റ് ആണ് നമ്മുടെ സ്കൂളിലേക്ക് വന്നത് എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് വിചാരിക്കുകയാണ്. എന്നിട്ട് അവരോട് നമുക്കൊരു 4 കിടിലൻ ചോദ്യം ചോദിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കോണ്ടെക്സ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണം. കോണ്ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസ്. എന്താണ് കോണ്ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, എന്തിനെ കുറിച്ചാണ് ചോദിക്കേണ്ടത് എന്നുള്ള ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നീഡ് ഓഫ് വുമൺ എംപവർമെന്റ്. അപ്പൊ അത് മാത്രമായിരിക്കണം നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത്. നിങ്ങൾ രാവിലെ എന്താ കഴിച്ചത്, നിങ്ങൾക്ക് പുട്ടും കടലയാണോ അതോ പഴങ്കഞ്ഞിയും പൊരിച്ച മീനുമാണോ ഇഷ്ടം എന്നുള്ള ഇത്തരം വില കുറഞ്ഞ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കാൻ പോകരുത്, മാർക്ക് പോകും. നിങ്ങളുടെ സുഖമാണോ, വീട്ടിൽ ആരൊക്കെയുണ്ട്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളല്ല, നമ്മൾ കോണ്ടെക്സ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം നമ്മൾ ചോദിക്കേണ്ടത്. ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം നമ്മൾ ചോദിക്കേണ്ടത്. എന്ന് വെച്ചാൽ എന്താ, നമ്മളിപ്പോ ഞാൻ കഴിഞ്ഞ ലൈവിൽ ഞാൻ ഇതേ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് രാവിലെ പുട്ടും കടയിലാണോ കഴിക്കാൻ ഇഷ്ടം? ഇങ്ങനെ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്താ? അതെ അല്ലെങ്കിൽ അല്ല എന്നായിരിക്കും അല്ലെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കഴിക്കാൻ ഇഷ്ടം? എനിക്ക് ദോശയാണ് കഴിക്കാൻ ഇഷ്ടം. അതൊരൊറ്റ വാക്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാവുന്നതാണ്. അത് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് അല്ല. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അല്ലേ, അവിടെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആൻസർ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിക്കോ. ഹൗ ഹാസ് ദ ഗവൺമെന്റ് കൺസീവ് ദി ഐഡിയ ഓഫ് വുമൺ എംപവർമെന്റ്? അതിന് അതെ അല്ല, യെസ് ഓർ നോ എന്ന് അതിന് ഉത്തരം പറയാൻ വേണ്ടി പറ്റുമോ? ഗവൺമെന്റ് എങ്ങനെയാണ് വുമൺ എംപവർമെന്റിനെ കൺസീവ് ചെയ്തിരിക്കുന്നത്, അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നതാണ് അവിടെ, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് അവർ ഉൾക്കൊള്ളുന്നതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഒറ്റ വാക്കിൽ പറയാൻ പറ്റുമോ? ഇല്ല. അതൊരു ഡിസ്ക്രിപ്റ്റീവ് ആൻസർ ആണ്. ആ ആൻസർ നിങ്ങൾ എഴുതിയില്ലെങ്കിലും ഇല്ലേ, അതാണ് ഇവിടെ പ്രതീക്ഷിക്കേണ്ടത്. അതാണ് നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന തരം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കോണ്ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻ ആയിരിക്കണം, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് എനി വുമണിലേക്ക് പോകാം. കാതറിൻ ടൈനന്റെ പോയമാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടോ? നമ്മൾ 11K അടിച്ചിട്ടുണ്ടാ? കൊള്ളാം. പരമാവധി ലൈക്ക് ചെയ്താ. ഇനി ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പരമാവധി പേരിലേക്ക് ഇതൊന്ന് അയച്ചു കൊടുത്തേ. കംപ്ലൈന്റ് ലെറ്റർ ഈസ് എ പാർട്ട് ഓഫ് ഫോർമൽ ലെറ്റർ ആണോ? അപ്പൊ ഫോർമൽ ലെറ്റർ ഫോർമാറ്റ് ആണോ റൈറ്റ് ചെയ്യുന്നത്? അതെ, കംപ്ലൈന്റ് ലെറ്റർ എന്ന് പറയുന്നത് ഒരു ഫോർമൽ ലെറ്റർ ആണ്. നമ്മൾ ഒരു കംപ്ലൈന്റ് അറിയിക്കുകയാണ്, നമ്മളൊരു എന്താ പറയാ, ഗവൺമെന്റ് ഒഫീഷ്യലിന് നമ്മൾ അയക്കുന്ന ഒരു ലെറ്റർ ആണ്. സോ ഇറ്റ് ഈസ് ഓഫ് കോഴ്സ് എ കംപ്ലൈന്റ് ലെറ്റർ ഈസ് എ ഫോർമൽ ലെറ്റർ. അത് നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, അതിന് വേറെ പ്രത്യേകിച്ച് അതിന് ഫോർമാറ്റ് ഒന്നുമില്ല കേട്ടോ. ഒരു സ്ത്രീയുടെ ദ റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് എ മദർ ആൻഡ് എ വുമൺ ഇൻ ദർ ഹൗസ് ഹോൾഡ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് സോ ക്രൂഷ്യൽ ഇൻ എ ചിൽഡ്രൻസ് ഗ്രോത്ത്. ഓക്കെ, അതാണ് നമ്മൾ ഈ കവിതയിൽ പഠിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അമ്മ എന്ന് പറയുന്നതും വീട് എന്ന് പറയുന്നതും, വീട് എന്ന ഒരു കൺസെപ്റ്റില് ആ വുമൺ എന്ന് പറയുന്ന, മദർ എന്ന് പറയുന്ന കൺസെപ്റ്റ് എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളതും എത്രത്തോളം നീഡഡ് ആണെന്നും നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കവിതയാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് ഇതിലുള്ള കുറച്ച് കിഡ്ലോസ്കി ക്വസ്റ്റ്യൻസ് നോക്കാം. റീഡ് ദ ലൈൻസ് ഫ്രം ദ പോയം എനി വുമനിലുള്ള ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണഗതിയിൽ വരാറുള്ളത്. നമുക്കൊരു 4 വരിയൊക്കെ തന്നിട്ട് ഇതിന്റെ ഏതെങ്കിലും 2 വരിയുടെ അർത്ഥമൊക്കെ ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ ഇതിലുള്ള എന്തെങ്കിലും പോയറ്റിക് ഡിവൈസുകളൊക്കെ ചോദിക്കാം. ഐ ആം ദ ട്വിസ്റ്റ് ദാറ്റ് ഹോൾഡ്സ് ടുഗദർ ദ ചിൽഡ്രൻ ഇൻ സീക്രട്ട് റിംഗ്. They are not of love, from whose close tether no lost child goes a wandering. Elaborate the meaning of the above lines. ഈ 4 വരികളുടെ അർത്ഥം എന്താണെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. Children most often tend to approach their mother to seek comfort. They like to play with them and grow under their care. There is no love like mother's love, and under care no child loses his way. എന്ന് വെച്ചാൽ ഈ സ്നേഹത്തിന്റെ കെട്ടില്, നോട്ട് ഓഫ് ലവ് എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ഒരു കെട്ടാണ്. ആ കെട്ടിലാണ് ഈ കുട്ടികളെ ഒരു സേക്രഡ് റിങ്ങിൽ, അതായത് സേക്രഡ് റിങ് എന്ന് പറയുന്നതിലെ ഫാമിലിയാണ്. ഫാമിലി എന്ന് പറയുന്ന ആ സേക്രഡ് റിങ്ങില് അവരെ ഹോൾഡ് ടുഗദർ, അവരെ ചേർത്ത് നിർത്തുന്നത് ആരാ?
അമ്മയാണ്. ഓക്കെ, ആ ഒരു ചേർത്ത് നിർത്തുന്ന ആ ഒരു വലയത്തില് ഒരു കുട്ടിയും വഴി തെറ്റി പോകുന്നില്ല എന്നാണ് പറയുന്നത്. ഗോസ് വാണ്ടറിങ് എന്നാണ് പറയുന്നത്. നോ മാറ്റർ ഹൗ ഓൾഡ് എ ചൈൽഡ് വിൽ ഓൾവേസ് വാണ്ട് ഹിസ് മദർ ടു കൗൺസിൽ ആൻഡ് കംഫർട്ട് ഹിം. ആ മദറിൽ നിന്നും ആ അമ്മയിൽ നിന്നും ദ പേഴ്സൺ നീഡ്സ് ഓർ ദ ചൈൽഡ് നീഡ്സ് കംഫർട്ട് ആൻഡ് കൗൺസിൽ. കൗൺസിൽ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ആ അമ്മയിൽ നിന്ന് ഉപദേശങ്ങളും നമുക്ക് അവസരോചിതമായിട്ടുള്ള കാര്യങ്ങളും അവസരോചിതമായിട്ടുള്ള ഉപദേശങ്ങളും നമുക്ക് ആവശ്യമാണ്. സോ ദ പേഴ്സൺ ഓർ ദ ചൈൽഡ് നീഡ്സ് counsel and comfort him or her. She is the knot that lovingly binds everyone together. ആ ഫാമിലിനെ ഫാമിലി ആക്കി മാറ്റുന്നത് ആ അമ്മയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് നോക്കാം? ഇനി നമുക്ക് ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ പഠിച്ചാലോ? സാർ ഒരു ഹായ് തരുമോ മുഷ്രിഫ? ഓക്കെ, ഹായ് ചോദിക്കാൻ പറ്റിയ സമയം. സെറ്റല്ലേ? അപ്രിസിയേഷൻ നോട്ട് എടുക്കട്ടെ. ഈ പറഞ്ഞതിൽ ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പറയടാ. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പറയടാ. ഞാൻ മുന്നിലേക്ക് പോട്ടെ. സെറ്റല്ലേ? എടാ എന്താ നിങ്ങളുടെ റെസ്പോൺസ് ഒന്നും ഇല്ലാത്ത? ഓക്കെ, അപ്രിസിയേഷൻ മദർ ടു സൺ ആണോ വന്നേ? ഒന്ന് പറയാമോ സാർ? ഏതും വരാം നമ്മുടെ അപ്രിസിയേഷൻ. അപ്പൊ അപ്രിസിയേഷൻ ഏത് വന്നാലും അല്ലേ എങ്ങനെ എഴുതാന്നുള്ളതാണ്. അപ്രിസിയേഷനിലെ 2 തരം ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാം. ചിലപ്പോൾ നമുക്കില്ലേ ഈ പോയത്തിനെ കുറിച്ച് നല്ല ധാരണയുണ്ടാവും. ചിലപ്പോൾ നമ്മളോട് കമ്പയർ ചെയ്യാനായിരിക്കും പറയാം, കമ്പാരിസൺ നോട്ട്. അതായത് 2 പോയത്തിന്റെ സിമിലർ തീമിലായിരിക്കും വരുന്നത്. ഇപ്പൊ മദർ ടു സൺ അല്ല, ഇപ്പൊ നമ്മുടെ എനി വുമൺ പോലത്തെ ഒരു പോയം തന്നിട്ട് അതിനുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു പോയം നമുക്ക് ക്വസ്റ്റ്യന്റെ അവസാനത്തിൽ കാണാം. എന്നിട്ട് നമ്മളോട് 2 പോയം കമ്പയർ ചെയ്യാൻ വേണ്ടി ചോദിക്കും. അതും നമുക്ക് ഇന്ന് പഠിക്കാം. ആദ്യമല്ലേ നമ്മളൊരു അപ്രിസിയേഷൻ നോട്ട് എഴുതേണ്ട സ്ട്രക്ചർ നമുക്ക് നോക്കാം. ഇതിനൊരു ഇൻട്രൊഡക്ഷൻ വേണം. ഈ ഇൻട്രൊഡക്ഷൻ എന്തൊക്കെ ആവാന്നറിയോ? വളരെ റിജിഡ് ആയ സ്ട്രക്ചർ ഒന്നുമല്ല. ഇങ്ങനെ എഴുതാൻ പാടുള്ളൂ, നമ്മൾ കത്ത് എഴുതുന്ന പോലെയോ ഡയറി എഴുതുന്ന പോലെയോ ഇങ്ങനെ പാടുള്ളൂ എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇങ്ങനെ എഴുതിയാൽ ഒരു ഇംപ്രസീവ് ആൻസർ ആവും. അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ അപ്രിസിയേഷനിൽ വരേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാം. ഒന്ന് ബ്രീഫ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ പരിപാടി എന്ന് പറയുന്നത്. എന്താണ് പോയത്തിന്റെ പേര്, പോയത്തിന്റെ ടൈറ്റിൽ എന്താ, പോയറ്റ് ആരാ, ഇത്രയും കാര്യങ്ങൾ ആദ്യം ഒന്ന് പറയാം. പിന്നെ ബ്രീഫ്ലി മെൻഷൻ ദ സെൻട്രൽ തീം ഓർ ദ ഫീലിംഗ് കൺവേഡ്. നമുക്കത് വായിച്ച സമയത്ത് ഒരൊറ്റ സെന്റൻസിൽ ഈ കവിത എന്തിനെ കുറിച്ചാണോ അത് ഒന്നാമത്തെ സെന്റൻസിൽ നമ്മൾ എഴുതുക. ഇനി ആ ഒന്നാമത്തെ സെന്റൻസ് പറയുന്ന സമയത്തല്ലേ എന്തെങ്കിലും ഒരു വാചകം അടിക്കട്ടോ, ഇത് പവർഫുൾ ആണോ, തോട്ട് പ്രൊവോക്കിംഗ് ആണോ, മൂവിങ് ആണോ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. ഇനി രണ്ടാമത്തെ ഏരിയയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, അനാലിസിസ് എന്നാണ് ഇതിന് പറയാം. ഇവിടെയാണ് നമ്മൾ കവിതയുടെ അപ്രിസിയേഷന്റെ മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത്. ഇത് പഠിച്ചാൽ മതി കേട്ടോ. ഇത് നിങ്ങൾ ഏത് അപ്രിസിയേഷൻ ചോദിച്ചാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് കവിതയുടെ തീംസ് ആൻഡ് ഐഡിയാസ് പറയാം. ലാംഗ്വേജ്, അതിൽ യൂസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് എങ്ങനെയാണെന്ന് പറയാം. സ്റ്റൈല്, എന്ത് കവിത ക്വാട്രെയിൻസ് ആണോ അത് അല്ലെങ്കിൽ ഒക്ടേവ്സ് ആണോ, അല്ലെങ്കിൽ 4 വരികളിലാണോ കവിത പോകുന്നത്, 8 വരികളിലാണോ കവിത പോകുന്നത്, അതോ റൈം ഒന്നും ഇല്ലാത്ത കവിതയാണോ, അങ്ങനെ പറയാം. താളൊന്നും ഇല്ലാത്ത കവിതയാണോ. പിന്നെ അവസാനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ അതിൽ യൂസ് ചെയ്തിട്ടുള്ള പോയറ്റിക് ഡിവൈസുകൾ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആ കവിത വലിയ പരിചയം ഇല്ലെങ്കിലും അല്ലേ ഒന്നിങ്ങനെ നോക്കുക, അപ്പൊ നമുക്ക് ഏകദേശം കിട്ടും. അപ്പൊ ആ ലാംഗ്വേജ് എങ്ങനെയാണെന്നൊക്കെ തട്ടി വിടുക, അതിന്റെ സ്റ്റൈൽ എങ്ങനെയാണെന്നൊക്കെ തട്ടി വിടുക. പിന്നെ പോയറ്റിക് ഡിവൈസുകളൊക്കെ അപ്പൊ കാണുന്ന പോയറ്റിക് ഡിവൈസുകളൊക്കെ എടുത്ത് എഴുതുക. ഓക്കെ, പേഴ്സണൽ റെസ്പോൺസ് ആണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഈ കവിത വായിച്ചപ്പോൾ എന്താണ് ഫീൽ ചെയ്തത്? 1 or 2 വരി, ഒരു വരി എഴുതിയാലും മതി. ഓക്കെ, അവസാനത്തിലേക്ക് കൺക്ലൂഷൻ, അതും 1 or 2 വരി എഴുതിയാൽ മതി. ഇനി നമുക്ക് എനി വുമന്റെ അപ്രിസിയേഷൻ എങ്ങനെയാണ് ഞാൻ എഴുതിയതെന്ന് നോക്കാം. ഇത് കംപ്ലീറ്റ് അല്ല. ഇത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു പണിയില്ലാതോ. നിങ്ങൾ ഇതുപോലെ ഒരു സാധനങ്ങൾ നാളെ എഴുതി വെക്കും. അപ്പൊ ചിലപ്പോൾ ഈ എനി വുമൺ ആയിരിക്കില്ല വരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇതിൽ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങൾ നോക്കുക. ഇത് ഞാനൊന്ന് വായിച്ചുതരാം. The poem Any Woman by Catherine Tynan speaks of the importance of women in the family. അപ്പോൾ ഇത് ആരാണ് എഴുതിയതെന്ന് ഞാൻ പറഞ്ഞു, എന്താണ് കവിതയുടെ പേരെന്ന് ഞാൻ പറഞ്ഞു. ഇത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, this is a powerful poem talks about how a mother protecting her household
പ്രൊട്ടക്ടിങ് ഹെർ ഹൗസ് ഹോൾഡ് ആൻഡ് ഹെർ ചിൽഡ്രൻ വിത്ത് വാംത്ത് ആൻഡ് കെയർ. ഇത്രയും കാര്യങ്ങൾ ഞാൻ അവിടെ പറഞ്ഞു അല്ലേ. എനി വുമൺ എന്ന് പറയുന്നിടത്ത്, എനി വുമൺ എന്ന് പറയുന്ന കവിത ഒരൊറ്റ സെന്റൻസിൽ അതിന്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു വരിയിൽ അത് എന്താണെന്നുള്ളത് അവിടെ മനസ്സിലായി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് അത്രയില്ലേ, ആ കവിതയിൽ വരേണ്ട ഐഡിയാസ് ആണ്. ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ കഴിഞ്ഞു, ഇൻട്രൊഡക്ഷൻ പാർട്ട് കഴിഞ്ഞു. ഇനി അനാലിസിസ് പാർട്ടാണ് വരേണ്ടത്. അനാലിസിസ് പാർട്ടിലാണ് നമ്മൾ കവിതയെക്കുറിച്ച് വിശദമായിട്ട് എഴുതുന്നത്. അവിടെ വിശദമായിട്ട് പറയുമ്പോൾ വലിച്ച് വാരി എഴുതൊന്നും വേണ്ട, തട്ടിവിടൊന്നും വേണ്ട, നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ മതി. ഷീസ് ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്, ഷീസ് ദ കീസ്റ്റോൺ ഓഫ് ദ ആർച്ച്, ഷീസ് ദ റൂഫ് ആൻഡ് വാൾസ്, ഷീസ് ദ ഫയർ അപ്പോൺ ദ ഹാർട്ട്. വിത്തൗട്ട് ഹെർ ദ ഹോം വുഡ് ബി കോൾഡർ ദാൻ സ്റ്റോൺ. ആ അമ്മേനെ അവിടുന്ന് മാറ്റിക്കഴിഞ്ഞാലല്ലേ തണുത്തുറഞ്ഞു പോയൊരു കല്ല് പോലെ ആയി പോകുന്ന പറയുന്നത്. ദ ചിൽഡ്രൻ കം. അയ്യോ, സ്റ്റക്കായി പോയല്ലോടാ, സ്റ്റക്കായി പോയല്ലോ. ഒരു മിനിറ്റ്. അപ്പൊ ഞാൻ പഠിപ്പിക്കാം. സ്റ്റേ കൂൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേ പോസിറ്റീവ്, വർക്ക് ഹാർഡ്, മേക്ക് ഇറ്റ് ഹാപ്പൻ എന്നാണ്. അങ്ങനെ ചെയ്തില്ലേ പണിവാൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. റെഡി. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ബ്ലോഗ്, ബ്ലർബ്. ബ്ലർബ് എന്താടാ പഠിച്ചോനെ? എനിക്കറിയില്ല, ഞാൻ പഠിക്കാൻ പറ്റും. ബ്ലർബ് ഒന്നുമില്ല. എന്താണ് ഈ ബ്ലർബ്? ബ്ലർബ് എന്താ? കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്, കമ്പേഴ്സൺ, ബേസിക്കലി അപ്രീസിയേഷൻ, ജോബ് അപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂം. എടാ ഞാൻ വന്നാലോ, ജസ്റ്റ് ഞാൻ മിസ് ചെയ്തപ്പോൾ പാഞ്ഞെന്തോ മികവ് വരുന്നുണ്ട്, അതിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ വന്നതാണ്. സോ ബേസിക്കലി ഇതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫോർമാറ്റുകൾ. അത് എനിക്കറിയാം. അപ്പോൾ കുറെ ഫോർമാറ്റുകൾ ഉണ്ട്. ഈ ഫോർമാറ്റുകൾ എല്ലാത്തിൻ്റെയും ബേസിക്സ് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും. ഇതിൽ ഏറ്റവും ഇഷ്ടം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫോർമാറ്റ് ഏതാ? ഇതിൽ എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള കേസ് എന്ന് പറഞ്ഞാൽ ഈ ഫിലിം റിവ്യൂ എനിക്ക് ഇഷ്ടമാണ്. എന്തെങ്കിലുമൊക്കെ കാരണം നമ്മുടെ ഇഷ്ടത്തിനാണ്. അപ്പോൾ നമുക്ക് എന്തും തള്ളാം അല്ലേ. പിന്നെ ഈ ന്യൂസ് റിപ്പോർട്ട് കുഴപ്പമില്ല, നല്ല രസമുള്ള ഹെഡിങ് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ക്യാരക്ടർ സ്കെച്ച്, ഇമെയിൽ ലെറ്റർ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. റെഡി. അപ്പോൾ ബ്ലോഗ് റൈറ്റിങ്ങിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ കാച്ചി ഹെഡിങ് വേണം. ഹെഡിങ് അടിപൊളിയാക്കണം, മസ്റ്റാണ്. എടാ ഇത് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ പേപ്പറിൽ വളരെ ക്ഷീണം, വളരെ മോശപ്പെട്ട ഒരു ഹെഡിങ് ഉണ്ടെങ്കിൽ, ഒരു കഞ്ഞിവെള്ളം കുടിക്കാത്തൊരു ഹെഡിങ് കണ്ടാൽ നിങ്ങൾ തുറന്നു നോക്കും ഇല്ല. അപ്പോൾ ആ ഹെഡിങ് ആയിരിക്കണം മസ്റ്റ്. സോ ഹെഡിങ് നല്ല ആലോചിച്ച് ക്രിയേറ്റീവ് ആയിട്ട് കാച്ചി ആയിട്ട് ഷോർട്ട് ആയിട്ടുള്ള സാധനം ഇടണം. ആൻഡ് നെയിം ഓഫ് ദ ബ്ലോഗർ മെൻഷൻ ചെയ്യണം, ഡേറ്റ് മെൻഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, അയ്യോ ഇത് എനിക്കറിയില്ല. അപ്പൊ ഇതേപോലെ ചോദ്യം. അപ്പൊ നിങ്ങളോട് പറയാണ് ക്രിസ്മസ് ഗിഫ്റ്റും ഗ്രീറ്റിംഗ്സും എന്താണ്, അതുമായി ബന്ധപ്പെട്ട് എന്തോ ആണ് ക്വസ്റ്റ്യൻ. ഒന്നൊരു വായിച്ചോട്ടെ. ലാസ്റ്റ് മിനിറ്റ് റഷ് ദ പോസ്റ്റ് ഓഫീസ് ഫോർ സെൻഡിങ് ക്രിസ്മസ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു ബ്ലോഗ് ഉണ്ടാക്കാനാണ്. അപ്പൊ അവിടെ എന്താ ബ്ലോഗിൽ എന്താണ് കാര്യമായിട്ട് വേണ്ടത് അവരെന്നെ പറഞ്ഞിട്ടുണ്ട്. മക്കളെ ഇതില്ലെങ്കിൽ കാര്യമില്ല. ഡിഫറൻസ് ബിറ്റ്വീൻ പാസ്റ്റ് ആൻഡ് പ്രസന്റ് മോഡ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗ്രീറ്റിംഗ്സ് ആൻഡ് ഗിഫ്റ്റ്. ഇപ്പൊ പണ്ടും ഇന്നും തമ്മിൽ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്തുള്ള എന്ത് വേണടാ, ആ കോൺട്രാസ്റ്റ്, ആ ഡിഫറൻസ് വേണം. ആ ഡിഫറൻസ് എഴുതിയില്ലെങ്കിൽ കാര്യമില്ല കേട്ടോ. സോ ഇവിടെ ആയിരിക്കും നിങ്ങളെ കാര്യങ്ങൾ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പണ്ട് പോസ്റ്റ് കാർഡ് ആയിരുന്നു, പാർസൽ ആയിരുന്നു, ഇപ്പൊ സോഷ്യൽ മീഡിയ ആണ്, ഓൺലൈൻ ഗിഫ്റ്റുകളാണ്. ആമസോൺ വൗച്ചറൊക്കെ, എജുപോർട്ടിന് സ്ഥിരമായിട്ട് ആമസോൺ വൗച്ചറൊക്കെ തരാറില്ലേ, അതന്നെ പരിപാടി. അപ്പൊ 6 മാർക്കാണ് മക്കളെ. സോ ആദ്യത്തെ ഹെഡിങ് എന്തായിരിക്കും? ഓഹോ, ഉത്തരം ഉണ്ട്, ഞാൻ രക്ഷപ്പെട്ട്. അപ്പൊ എന്താണ്, ഇതാ കണ്ടോ, ഇത് കാച്ചി ഹെഡിങ് അങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് എവല്യൂഷൻ ഓഫ് സെൻഡിങ് ക്രിസ്മസ് ഗ്രീറ്റിംഗ്. ഈ പോയിക്കോ, ഞാൻ പഠിപ്പിക്കാം. എവല്യൂഷൻ ഓഫ് സെൻഡിങ് ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ്, പാസ്റ്റ് വേഴ്സസ് പ്രസന്റ് വേഴ്സസ് അങ്ങനെ കേട്ടോ, ഇൻഡോ കേട്ടോ, നമ്മൾ ഫുള്ളും ന്യൂജൻ, നമ്മളൊക്കെ ഇൻഡോ കേട്ടോ. പിന്നെ ഡേറ്റ് വേണം എന്ന് പറയാം, ഡേറ്റ് വേണം. ഈ ടോം എന്ന് പറഞ്ഞാൽ എഴുതുന്ന വരല്ലേ. സോ ടോമിന് വരെ നിങ്ങളെ പേര് എഴുതി വെക്കുക കേട്ടോ. നിങ്ങളെ പേരിന് വരെ കുറച്ച് വെറൈറ്റി പേരൊക്കെ എഴുതി വെച്ചിരിക്കോ. അപ്പൊ സ്റ്റാർട്ടിങ് തന്നെ ഒരു ചോദ്യമായിട്ട് അവർ തുടങ്ങിയത്. ആ ഒരു ചോദ്യമായിട്ട് തുടങ്ങുമ്പോൾ ഒരു അടിപൊളി. അതെപ്പോഴും അങ്ങനെയാണ്. ഏതൊരു കാര്യവും ഒരു ചോദ്യമായിട്ട് മനസ്സിൽ ഒരു ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്താൽ തുറന്നു കാണാനും വായിക്കാനും എന്തുണ്ടാവും, ഒരു സംഭവം ഉണ്ടാവും. അപ്പൊ ക്യാൻ യു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടി തുടങ്ങി. ബാക്കി എന്തൊക്കെ പറയണം, അത് നമ്മൾ പറയും, എനിക്കറിയില്ല. ഇത് വായിക്കാൻ എനിക്കറിയാം, പക്ഷെ ചുരുക്കി പറഞ്ഞാൽ ഇതാ ഈ ഹെഡിങ്ങും ഈ സാധനം ഉണ്ടെങ്കിൽ ഓരോ ഫോർമാറ്റായി. സ്റ്റാർട്ടിങ്ങും അടിപൊളിയാക്കി. ഇതാ ബാക്കി തള്ളാൻ എന്തെങ്കിലും കയ്യിൽ വേണം. അപ്പൊ അതിന് ഇതാ ഇവര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഡിഫറൻസ് ആണ്. അല്ല വെറുതെ നിങ്ങൾ കഴിഞ്ഞ വീട്ടിൽ അമ്മായിന്റെ വീട്ടിൽ പോയ കഥ ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ഈ ഡിഫറൻസ് വെച്ചിട്ട് കുറച്ച് തള്ളുക. ഒരു മിനിമം 6 മാർക്കിന് എത്ര പേജ് വേണം? ഒരു പേജാ? 6 മാർക്കിന് 1.25 പേജോ? കൂടുതലാണല്ലോ. അപ്പൊ കുറച്ച് സ്പെല്ലൊക്കെ വിട്ടിട്ട് ചെയ്താട്ടോ, കുറച്ച് ലൈൻ വിട്ട് ചെയ്താൽ 1.25 പേജ് ആക്കാം. റെഡി. അപ്പൊ ടാറ്റ. യെസ്, ഹലോ ഹായ് 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 ഹായ്. എടാ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? യെസ്. നിങ്ങളെ കയറിയിട്ട് എനിക്ക് തോന്നുന്നു ഞാനൊന്ന് വരാൻ വൈകിയപ്പോത്തിന് നിങ്ങളെ കയറിയിട്ട് ബ്ലോഗൊക്കെ എഴുതാൻ വേണ്ടി സുഹേൽ സർ പഠിപ്പിച്ചിരുന്ന എനിക്ക് തോന്നുന്നത്. ആക്ച്വലി പഠിപ്പിച്ചിട്ടുണ്ടോ? യെസ്, ഓക്കെ, യാ. എടാ അപ്പോൾ നെയിം സാറ് ജോയിൻ ചെയ്യും കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നെയിം സാറ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, യെസ്. ഗുഡ് ഈവനിങ് ആൾ. ഗുഡ് ഈവനിങ്. യെസ്, നമ്മുടെ ലാസ്റ്റിലെ ലൈവാണ് അല്ലേ. എനിക്ക് തോന്നുന്നത് ഞാൻ തുടങ്ങിയിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ലൈവ് എന്ന് പറയുന്നത് നിങ്ങളിൽ തന്നെ ആയിരുന്നു. സൗണ്ട് ഇല്ലേ മിസ് എന്ന് പറയുന്നുണ്ട്. എടാ സൗണ്ട് ഇല്ലേ? കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കുന്നില്ല?
യെസ്, ഇപ്പൊ കേൾക്കുന്നുണ്ടടാ? യെസ് യെസ്, കേൾക്കുന്നില്ലേ? ഹലോ ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടടാ? ഒന്ന് കമന്റ് ചെയ്യ്. ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണോ? ഓഡിബിൾ അല്ലേ? യെസ് ഉണ്ട്. ഓക്കെ, യാ. അപ്പോൾ എല്ലാ ആൾക്കാരും അല്ലേ, അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ലാസ്റ്റ് ലൈവ് ആണ്. കുറേ പേർക്ക് ഭയങ്കര പ്രശ്നങ്ങളുണ്ട്, കാരണം ലാസ്റ്റ് എക്സാം ആണ്. ആൻഡ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അല്ലേ +1 കഴിഞ്ഞു, +2 ആണ്. അപ്പോൾ ഈ ഇംഗ്ലീഷിലും കൂടി നല്ല മാർക്ക് വാങ്ങണം എന്നുള്ളത് പല ആൾക്കാരുടെയും ആവശ്യം തന്നെയാണ്. അപ്പോൾ നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഭയങ്കര പ്രശ്നമുള്ള ഇംഗ്ലീഷ് ഭയങ്കര പ്രശ്നമായിട്ട് പാസ് മാർക്ക് അല്ലെങ്കിൽ ഡബിൾ പാസ് എന്നുള്ളതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി കാണുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ ആൾക്കാരോടും എനിക്ക് ഒരൊറ്റ കാര്യം തന്നെ പറയാനുള്ളൂ, സ്റ്റേ കൂൾ എന്നുള്ളത്. കാരണം ഇനിയിപ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല അല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു കോൺഫിഡൻസ് ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മൾ ഇന്നലെയും ചാപ്റ്റേഴ്സ് പഠിച്ചു, ഇന്ന് രാവിലെ നമ്മൾ ഗ്രാമർ പഠിച്ചു. ഇനിയിപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും, ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമാറ്റ്സ് അല്ലേ. ആൻഡ് ഞാൻ നിങ്ങളുടെ എല്ലാ കമന്റ്സിലൂടെയും ഞാൻ പോയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ വീഡിയോസിന്റെ അടിയിലൊക്കെ നിങ്ങൾ ഇട്ട കമന്റ്സ് അല്ലെ, ലൈവിന്റെ അടിയിൽ നിങ്ങൾ തന്നിട്ടുള്ള കമന്റ്സ് ഒക്കെ നോക്കിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് മിസ്സിന് അറിയാം. അപ്പോൾ മിസ് ഇന്ന് ആദ്യം തന്നെ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ്. പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്ലോഗ് എന്താ, ബ്ലബ് എന്താ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അല്ലേ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ യെസ്. അപ്പൊ എന്ത് ചെയ്യണം, ഇനിയിപ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ കൂളായിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് നല്ലപോലെ എക്സാം എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്നറിയോ, നമുക്കൊന്നും വരൂല. നമ്മൾ നെർവസ് ആയാലും നമുക്ക് എക്സാം ഹാളിൽ നിന്ന് എന്തെങ്കിലും നല്ല രീതിയിൽ വരുമോ? ഇല്ല. അത് നമുക്ക് തന്നെ കറക്റ്റ് മനസ്സിലാവും. നമ്മൾ കൂളായിട്ട് എഴുതിയ എക്സാമിന് നമുക്ക് നല്ല മാർക്കും ഉണ്ടാവും. പക്ഷെ അതല്ല, ഇത് എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് വേണം എന്ന് വിചാരിക്കുന്ന സബ്ജക്റ്റുകളാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് നല്ലപോലെ എക്സാമിന് എഴുതാൻ വേണ്ടി പറ്റൂല. എനിക്കൊക്കെ അനുഭവം ഉണ്ട്. എനിക്കൊക്കെ ആകെ പേടിയുണ്ടായിരുന്നത് മാത്സ് മാത്രമാണ്. സോ ഞങ്ങളെ സ്കൂളിലൊക്കെ ആ സമയത്ത് റിസൾട്ട് വന്നപ്പോൾ 22 ആൾക്കാർക്ക് 5 A+ ഉള്ളതിൽ 21 ആൾക്കാർക്കും A+ പോയത് ഇംഗ്ലീഷിലും, ഞാൻ ഒഴികെ എനിക്ക് പോയത് മാത്സിലായിരുന്നു. അപ്പൊ ആ സമയത്ത് എന്താ, മാത്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് മാത്സ് എനിക്ക് കുറച്ച് ടഫാണ്. അപ്പോൾ മാത്സ് അടിപൊളിയാവണേ എന്ന് വെച്ച് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇങ്ങനെ അങ്ങോട്ട് വാങ്ങി ആദ്യത്തെ ചോദ്യം കണ്ടപ്പോൾ തന്നെ എന്ത് ചെയ്തു, എനിക്ക് കുറച്ച് ടഫായി ഫീൽ ചെയ്തു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ എനിക്ക് എന്തൊക്കെ ചെയ്തിട്ടും മൊത്തത്തിൽ എന്ത് ചെയ്യുക, കയ്യിൽ നിന്ന് പോയൊരു ഫീൽ ആയിരുന്നു. ഓക്കെ, അപ്പൊ അത് ചെറിയൊരു മാർക്കിന് എന്ത് ചെയ്തത്, അത് A+ പോയി. അപ്പൊ ഇത് നിങ്ങളെ ലൈഫിലൊക്കെ വരും. അതുകൊണ്ട് കൂൾ ആവുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷിൽ അത്രയും പേജസ് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മുടെ മൈൻഡ് നന്നായിട്ട് വർക്ക് ചെയ്യണം. നല്ല പോലെ നമ്മുടെ തോട്ട് അല്ലേ, നല്ല പോലെ നമുക്ക് ആ ഒരു ചിന്തയും കാര്യങ്ങൾ വന്നാലേ ഇംഗ്ലീഷ് അടിപൊളിയായിട്ട് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും എന്ത് ചെയ്യാം, നന്നായിട്ട് നിങ്ങൾ ആലോചിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ കൂൾ ആവുക എന്നുള്ളത് തന്നെയാണ് നിങ്ങളിപ്പോൾ ഈ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇന്ന് ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നോക്ക്, ബ്ലോഗ്, ദെൻ അതേപോലെ തന്നെ അല്ലെ എങ്ങനെയാണ് യെസ്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ബ്ലോഗ്, ബ്ലബ്, ദെൻ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അത് പല ആൾക്കാരുടെയും ഭയങ്കര സംശയമാണ് അല്ലെ, ഇത് എങ്ങനെയാണ് എഴുതുക എന്നുള്ളത്. യെസ്, ഇത് വർക്കിംഗ് അല്ലടാ. ഓക്കെ, യെസ് ഓക്കെ, ഓക്കെ. സോ ബ്ലോഗ്, വെർബ്, അതേപോലെ തന്നെ നമുക്ക് +2 വരെ ഇതാണ് ജസ്റ്റ് അപ്രിസിയേഷൻ അല്ല വരിക. നമുക്ക് ഒരു ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരു പോം തരും അല്ലെ, ഒരു അൺനോൺ ആയിട്ടുള്ള പോം തരും. എന്നിട്ട് ടെക്സ്റ്റിൽ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പോമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കമ്പയറും അതിന്റെ ഡിഫറൻസും ഒക്കെ നമ്മൾ എഴുതണം എന്നില്ല. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ അറിയണം കേട്ടോ. അപ്പൊ ഇന്ന് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പോയിന്റ്സ് ആണ് ഇന്ന് കേട്ടോ, പുതിയ കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൊത്തം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓടി കയറിയതാണ് ഇന്ന് ലൈവിലേക്ക്. കാരണം കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യായിരുന്നു എന്നുള്ള പുതിയ കുറേ സംഭവങ്ങൾ കേട്ടോ. ഓക്കെ, സോ നോക്കുക, അതേപോലെ തന്നെ അപ്രിസിയേഷൻ എങ്ങനെ എഴുതുക എന്നുള്ളതും കൂടി നമ്മൾ അറിയണം. എന്നാലാണ് നമുക്ക് ഈ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റിന്റെ ആൻസർ നന്നായിട്ട് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. ദെൻ നെക്സ്റ്റ്, ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമേ. അതിൽ ഒരുപാട് ഡൗട്ട് ഉണ്ട് അല്ലെ, ഇനിയും കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, അതിലെല്ലാം ബോക്സിലാക്കണോ, അങ്ങനെ കുറേ സംശയങ്ങൾ. ആ സംശയങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഈ ലൈവിൽ നമ്മൾ ക്ലിയർ ചെയ്യും. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആൻഡ് അത് ഏതൊക്കെ ചാപ്റ്ററിനാണ് വരാൻ സാധ്യത. പിന്നെ പല കുട്ടികളുടെയും സംശയമാണ് ആർട്ടിക്കിൾ എങ്ങനെ എഴുതുക എന്നുള്ള അല്ലെ. ഈ ആർട്ടിക്കിൾ എഴുതുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, ദെൻ സ്പീച്ച്, അനൗൺസ്മെന്റ്, ദെൻ അതേപോലെ തന്നെ ഫിലിം റിവ്യൂ. കഴിഞ്ഞ മോഡൽ എക്സാമിന് ഇങ്ങനെ ഒരു ചോദ്യം കണ്ടപ്പോൾ പല ആൾക്കാരുടെയും കിളി പോയിക്കുന്നത് അല്ലെ. പക്ഷേ ഇത് നിങ്ങൾ ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ കൃത്യമായിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ അതിൽ ആലോചിക്കേണ്ടത്, കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ഫിലിം റിവ്യൂവിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം, മാം എന്ന് പറഞ്ഞു തരും. ഓക്കെ, ദെൻ അതേപോലെ തന്നെ
റൈറ്റ് അപ്പ്, ന്യൂസ് റിപ്പോർട്ട്, ക്യാരക്ടർ സ്കെച്ച്, ഇമെയിൽ, ലെറ്റർ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യും നമ്മൾ ഇന്ന് ചാപ്റ്റേഴ്സിന്റെ ഉള്ളിലും നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. ചാപ്റ്റേഴ്സിന്റെ കൂടെ ഇങ്ങനെയുള്ള ഫോർമാറ്റ്സ് ഒരുപാടെണ്ണം ഇനി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിൽ കൊടുക്കാത്തതും പലതും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് ആദ്യം തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ റെഡി ആണല്ലോ മക്കളെ? റെഡി ആണല്ലോടാ? റെഡി അല്ലേ? ഓക്കെ, സോ നോക്കാം കേട്ടോ. ആദ്യം തന്നെ പറയുന്നത് യെസ്, ബ്ലോഗ് റൈറ്റിംഗ് ആണ്. നമ്മൾ നേരെ കാര്യത്തിലേക്ക് പോകണം കേട്ടോ, കാരണം ഇന്ന് നമുക്ക് സമയമില്ലേ അല്ലേ? നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ തീർത്തിട്ടേ നിങ്ങൾക്കൊന്ന് പഠിക്കൊക്കെ വേണ്ടേ? ഓക്കെ, സോ മിസ് കുറച്ച് ചിലപ്പോൾ ഒന്ന് സ്പീഡിൽ പോകും, പക്ഷെ എന്ത് ചെയ്യാം, ശ്രദ്ധിച്ച് നിൽക്കണം എന്നുള്ളതാണ്. കാരണം PPTയിലുള്ള അതേപോലെ മാത്രമല്ല, നമ്മൾ എക്സ്ട്രാ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ച് കേൾക്കണം നമ്മൾ എന്താ പറയുന്നേ എന്നുള്ളതും കൂടി. ഓക്കെ, സോ നോക്കാം, ബ്ലോഗ് റൈറ്റിംഗ് അല്ലെ? ബ്ലോഗ് റൈറ്റിംഗ്, ഒരു ബ്ലോഗിന്റെ ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു കാച്ചി ആയിട്ടുള്ള ഹെഡിങ് നമ്മൾ കൊടുക്കുക എന്നുള്ള. അതായത് ബ്ലോഗിന്റെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് എന്താ, അതിന്റെ ഫോർമാറ്റ് ശരിയാന്നുള്ള. അപ്പൊ ആദ്യം വേണ്ടത് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെഡിങ് നിങ്ങൾ കൊടുക്കണം. ഓക്കെ, ദെൻ അതേപോലെ തന്നെ എന്നിട്ട് ഒരു സ്ലാഷ് ഇട്ടിട്ട് എന്ത് കൊടുക്കുക, ആരാണോ ഈ ബ്ലോഗ് എഴുതുന്ന ആള് അല്ലെ, നെയിം ഓഫ് ദ ബ്ലോഗർ നമ്മൾ എഴുതണം. അത് കഴിഞ്ഞിട്ട് എന്നാണോ അല്ലെ, അപ്പൊ അതിന്റെ ഡേറ്റും കൂടി എന്ത് ചെയ്യാം നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു ബ്ലോഗിൽ വേണ്ടത്. അതിനുശേഷം പിന്നെന്ത് ചെയ്യാം, ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പാരഗ്രാഫുകളാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യാം, അത് എന്തായാലും നിങ്ങൾക്ക് കോണ്ടന്റ് എഴുതാൻ അറിയാൻ മതിയാവല്ലോ. പക്ഷെ ആദ്യം തന്നെ നോക്കെന്താ, ഫോർമാറ്റ് കറക്റ്റ് അല്ലേ, ടൈറ്റിൽ ഉണ്ടോ, ബ്ലോഗറിന്റെ പേരുണ്ടോ, ഡേറ്റ് ഉണ്ടോ, ഇതാണ് ആദ്യം ചെക്ക് ചെയ്യാം. അതിനുശേഷമാണ് കണ്ടന്റിലേക്ക് വരാം. അപ്പം പാരഗ്രാഫ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ആയിട്ട് കണ്ടന്റ് എഴുതുക എന്നുള്ള. സോ ബ്ലോഗ് എന്ന് പറയുമ്പോൾ പലപ്പോഴും എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റിയിട്ടുള്ള നമ്മുടെ അഭിപ്രായങ്ങളായിരിക്കും നമ്മൾ അവിടെ രേഖപ്പെടുത്തുന്നത് ബ്ലോഗിൽ. അപ്പൊ ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിനെ കണ്ടന്റ് ഡെവലപ്പ് ചെയ്യാം. നിങ്ങളുടെ ഒപ്പീനിയൻസ് ആയിരിക്കും പലപ്പോഴും നിങ്ങൾ അവിടെ എഴുതുന്നത് എന്നുള്ള കേട്ടോ. ശ്രദ്ധിച്ചു കേട്ടോ ഈ കാര്യങ്ങളെല്ലാം. സോ നോക്കാം, ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ദ ലാസ്റ്റ് മിനിറ്റ് റഷ് ഇൻ ദ പോസ്റ്റ് ഓഫീസ് ഫോർ സെൻഡിങ് ക്രിസ്മസ് ഗിഫ്റ്റ് ആൻഡ് ഗ്രീറ്റിംഗ്സ് മേ സീം എ ഫാന്റസി ടു ദ ന്യൂ ജനറേഷൻ. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താ, നമ്മൾ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ദ പോസ്റ്റ് ഫോർ ഏർലി ക്രിസ്മസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്താണ്, ഒരു ലാസ്റ്റ് മിനിറ്റ് റഷിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ടല്ലേ. എല്ലാ ആൾക്കാരും നിരത്തി വരികയാണ് അവരുടെ പാർസൽ അയക്കാൻ വേണ്ടിയിട്ട്. കാരണം അതെന്താ, ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട്. അപ്പം ആ ഒരു ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ ഏതെങ്കിലും ഇതേപോലെയുള്ള ഫെസ്റ്റിവൽ ടൈമിലൊക്കെ ഗിഫ്റ്റ് അയക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കരമായിട്ടുള്ള റഷ് ക്രിയേറ്റ് ചെയ്യും അല്ലെ. സോ അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇന്നത്തെ ഈ ഒരു ജനറേഷൻ അത് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നും. കാരണം ഇപ്പൊ നമ്മൾ ആരും അങ്ങനെ പോസ്റ്റ് ഒന്നും ആ രീതിയിൽ നമ്മൾ അയക്കാറില്ല അല്ലെ. നമ്മൾ എന്ത് ചെയ്യും, ആർക്കെങ്കിലും ഒരു സംഭവം അയക്കണം എന്നുണ്ടെങ്കിൽ ആളുടെ അഡ്രസ്സ്, ആ അഡ്രസ്സിൽ എന്ത് ചെയ്യും, നമ്മൾ ഓൺലൈനിലായിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഓർഡർ ചെയ്യും. അപ്പം നേരെ എന്ത് ചെയ്യും, ആളുടെ അടുത്ത് അതെത്തും. അങ്ങനെയാണ് ഇന്ന് പലപ്പോഴും നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെ. ഇനി അതല്ലെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് മെസ്സേജ് ഒക്കെ അയക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആയിട്ടാണ് തോന്നുക. സോ ക്രിയേറ്റ് എ ബ്ലോഗ് പോയിന്റിംഗ് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പാസ്റ്റ് ആൻഡ് പ്രസന്റ് മോഡ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗ്രീറ്റിംഗ്സ് ആൻഡ് ഗിഫ്റ്റ്. അപ്പൊ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്, ഒരു ബ്ലോഗ് എഴുതാനാണ്. അതായത് പണ്ടത്തെ കാലത്തെയും ഇപ്പോഴത്തെ കാലത്തെയും അല്ലെ ഈ ഗ്രീറ്റിംഗ്സും ഗിഫ്റ്റും ഒക്കെ കൈമാറുന്നതിൽ ഈ ഒരു എക്സ്ചേഞ്ചിൽ വന്ന ഡിഫറൻസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, സോ ആ ഹിൻസ് ഇവിടെ തന്നത് എന്താ, പാസ്റ്റില് പോസ്റ്റ് കാർഡ്സും പാർസലൊക്കെ ആയിരുന്നു നമ്മൾ അയക്കാറ് അല്ലെ. ഒരുപാട് കത്തയക്കും, പാർസലൊക്കെ ആയിട്ട് ഗിഫ്റ്റ് ഒക്കെ അയക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് എന്താ, നമ്മൾ സോഷ്യൽ മീഡിയയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ മെസ്സേജ് ഒക്കെ നമ്മൾ കൺവേ ചെയ്യുന്നത് അല്ലെ. അതേപോലെ തന്നെ ഓൺലൈൻ ആയിട്ട് നമ്മൾ ഗിഫ്റ്റും ഓർഡർ ചെയ്യുന്നു. ഓക്കെ, സോ ഇത് 6 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. 6 മാർക്സിനാണ്. അപ്പൊ ഏകദേശം എത്ര എഴുതണം, 5 മാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പേജ് എഴുതണം. 6 മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു 1.25 നിങ്ങൾ എഴുതണം എന്നുള്ള. ഓക്കെ, ഒരു 1.25 എണ്ണ എഴുതാം 6 മാർക്കിനാണ് എന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി അതല്ല നല്ല അടിപൊളി കണ്ടന്റ് നിങ്ങൾക്ക് ആ ഒന്നാമത്തെ പേജിൽ തന്നെ 3 പാരഗ്രാഫിൽ സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഇനഫ് ആയിരിക്കും. ഓക്കെ, സോ നിങ്ങളെ കണ്ടന്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്രത്തോളം കോൺഫിഡൻറ്റ് ഉണ്ടോ അതനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പേജിന്റെ എണ്ണം കൂട്ടിയാൽ മതി. ഓക്കെ, സോ നോക്കാം. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു ഹെഡിങ് കൊടുത്തു അല്ലെ, ദ എവല്യൂഷൻ ഓഫ് സെൻഡിങ് ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് പാസ്റ്റ് വേഴ്സസ് പ്രസന്റ് അല്ലെ. അതായത് അതിൽ വന്നിട്ടുള്ള ഒരു മാറ്റം, പാസ്റ്റിന്റെയും പ്രസന്റിൽ നിന്നുള്ള അതിന്റെ ഒരു മാറ്റത്തെയാണ് ഇവിടെ പറയുന്നത്. അതാണ് ദ എവല്യൂഷൻ എന്ന് കൊടുക്കാൻ കാരണം. then എന്നിട്ട് ഡേറ്റും കൊടുത്തു, ആളുടെ പേരും കൊടുത്തു, ടോം എന്ന് നമ്മൾ എന്ത് ചെയ്തു, പേരും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നോക്കാം, ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അല്ലെ, ജസ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്തത് എന്താണ്, വിത്ത് എ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അല്ലെ. സോ ഇവിടെ എന്താ പറഞ്ഞത്, can you imagine a time when sending a holiday greeting or a gift meant heading to the post office with cards or parcel in hand? കാരണം എന്താ, ഇത് ബ്ലോഗാ. അപ്പൊ ബ്ലോഗ് പെട്ടെന്ന് ഒരാൾക്കല്ലേ വായിക്കുമ്പോൾ തന്നെ ഒരു ഇൻട്രസ്റ്റ് ഫീൽ ചെയ്യണം. സോ ഇവിടെ ഒരു ചോദ്യം കൊണ്ട് അത് സ്റ്റാർട്ട് ചെയ്തത്. എന്താ പറഞ്ഞേ, നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ വേണ്ടി പറ്റുമോ, പണ്ടത്തെ കാലത്ത് അല്ലെ, ആദ്യ കാലത്ത് ഈ ഹോളിഡേ
ഗ്രീറ്റിങ്ങും അതേപോലെ ഗിഫ്റ്റും ഒക്കെ ഇങ്ങനെ പോസ്റ്റ് ഓഫീസ് വഴി പാർസലായിട്ടും അതേപോലെ തന്നെ കാർഡൊക്കെ ആയിട്ട് കൊടുത്തത് നിങ്ങൾക്ക് ഇന്ന് ആലോചിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കാം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു തോട്ട് നമുക്ക് തന്നെ ശരിക്കും വരുന്നില്ല, പറ്റോ എന്നുള്ളത് അല്ലെ. നോക്കാം ഇവിടെ എന്താ പറഞ്ഞേ, ബാക്ക് ഇൻ ദ ഡേ ബിഫോർ ദ ഏജ് ഓഫ് ഇൻസ്റ്റന്റ് മെസ്സേജസ് ആൻഡ് ഓൺലൈൻ ഷോപ്പിംഗ് അല്ലെ. പണ്ടത്തെ കാലത്ത്, അതായത് ഇന്നത്തെ ഈ ഇൻസ്റ്റന്റ് മെസ്സേജും അതേപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗും എന്നല്ലാതെ ആദ്യ കാലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്ന എന്തൊക്കെയായിരുന്നു, പോസ്റ്റ് കാർഡും അതേപോലെ തന്നെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നുള്ള അല്ലെ. ആൻഡ് അന്നത്തെ ആ ഒരു സമയത്തെ പറ്റിയിട്ടൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കി എക്സ്ക്ലമേറ്ററി സൈൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ആശ്ചര്യ ചിഹ്നങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതേപോലെ തന്നെ യൂസ് ചെയ്തോ ബ്ലോഗില്. ഓക്കെ, ദെൻ നോക്കാം ഇവിടെ ഇന്നത്തെ കാലഘട്ടത്തെ പറ്റിയിട്ടാണ് പിന്നെ പറയുന്നത് രണ്ടാമത്തെ പാരഗ്രാഫിൽ. അത് കറക്റ്റ് നോക്കിക്കോ, നമ്മൾ എങ്ങനെയൊക്കെയാണ് പാരഗ്രാഫ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കേട്ടോ. ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞത് ആദ്യ കാലത്തെ പറ്റിയിട്ട് ജസ്റ്റ് ഒരു കണക്ഷൻ ഇട്ട് കൊടുക്കുക, എന്നിട്ട് നേരെ ഇന്നത്തെ കാലഘട്ടത്തെ പറ്റി പറഞ്ഞു. ഇന്നത്തെ കാലഘട്ടത്തിലെല്ലാം എന്താണ്, എവറിത്തിങ് ഈസ് അറ്റ് അവർ ഫിംഗർ ടിപ്സ്, എല്ലാ കാര്യങ്ങളും നമ്മുടെ വിരൽ തുമ്പിലാണ് എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, സോ വാണ്ട് ടു സെൻഡ് എ വാം ഗ്രീറ്റിംഗ്സ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ലൈക്ക് ഇന്ന് എന്തൊക്കെയുണ്ട്, നമുക്ക് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വിർച്വൽ പോസ്റ്റ് ഓഫീസ് ഒക്കെ ആയിട്ട് നമുക്ക് അല്ലെ ഓൺലൈൻ ഷോപ്പിംഗും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി പറ്റുന്നുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ഇന്ന് നമ്മൾ ഇമോജീസും എൻ്റെ ഓൺലൈനായിട്ട് വാട്സപ്പ് വഴിയൊക്കെ നമുക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് അങ്ങനെ മെസ്സേജ് അയക്കാം അല്ലെ. ബർത്ത്ഡേ ആയിക്കോട്ടെ, ആനിവേഴ്സറി ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നമുക്ക് പെട്ടെന്ന് തന്നെ ഇതാക്കാം. കാരണം അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഫ്യൂ ക്ലിക്സോട് കൂടിയിട്ട് തന്നെ നമുക്ക് എന്ത് സംഭവമാണ് നമുക്ക് ആവശ്യം, ഗാഡ്ജറ്റ്സ് ആണോ എന്തൊക്കെയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്യാനും വേണ്ടി പറ്റൂലേ. ഇപ്പൊ ഷോപ്പിലൊന്നും പോവണ്ട. അപ്പം ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ഒരു കാര്യം കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ഈസി ആയിട്ട് ഇന്ന് പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഷിഫ്റ്റ് ആണ് പറയുന്നത്. എന്തിൽ നിന്നുള്ള ഷിഫ്റ്റ്, ആദ്യം ഹാൻഡ് റിട്ടൺ നോട്ട്സ് ആണെങ്കിൽ അല്ലെ, നമ്മൾ എഴുതിയിട്ടാണ് പണ്ട് കാലത്ത് ലെറ്റർ ഒക്കെ അയക്കുക എന്നുള്ള. എന്നാൽ ഇന്ന് അതൊക്കെ എന്താണ്, ഡിജിറ്റൽ മെസ്സേജ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്ന് പറയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇവിടെ ബ്ലോഗ് എഴുതിയത്. സോ ഇവിടെ നിങ്ങൾ ഇത്ര ശ്രദ്ധിച്ചാൽ മതി, ബ്ലോഗിന്റെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഇങ്ങനെ പാരഗ്രാഫുകളായിട്ട് നിങ്ങൾ എന്തെങ്കിലും സ്പ്ലിറ്റ് ചെയ്യുക, ആൻഡ് ഒരു ടൈറ്റിലും കൊടുക്കുക, പേര് ചെയ്ത ഡേറ്റും കൊടുക്കുക എന്നുള്ള. ഓക്കെ, ഇവിടെ നോക്കുക, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്ക്, ദ പോം സ്റ്റാമർ ഇംപ്രസ്ഡ് യു. നമ്മളിപ്പോ പഠിച്ചിട്ടുള്ള പോം ആണ് അല്ലെ, സച്ചിദാനന്ദന്റെ വിക്ക് എന്ന് പറയുന്ന നമ്മൾ ആ ഒരു കവിത നമ്മൾ പഠിച്ചു, സ്റ്റാമർ. സോ അതിൽ എന്താ പറയുക, യു വുഡ് ലൈക്ക് ടു ഷെയർ യുവർ റീഡിംഗ് എക്സ്പീരിയൻസ് ത്രൂ എ ബ്ലോഗ്, പ്രിപ്പയർ ദ ബ്ലോഗ്. അപ്പൊ ഇവിടെ നോക്ക്, നമ്മൾ പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ് നമ്മളോട് ചോദിച്ചത് അല്ലെ. ഈ ഒരു കവിത വായിച്ചിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസ് ആണ് നമ്മളിവിടെ ബ്ലോഗ് ആയിട്ട് എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആ പോയത്തിനെ പറ്റിയിട്ടല്ലേ, സ്റ്റാമർ ബൈ സച്ചിദാനന്ദൻ നമ്മൾ ടൈറ്റിൽ കൊടുത്തു, അത് കഴിഞ്ഞിട്ടോ ഡേറ്റ് കൊടുത്തു, ദെൻ ഒരു പേരും കൊടുത്തു അല്ലെ, ഒരാളുടെ പേര് നമ്മൾ കൊടുത്തു, എഴുതിയ ആളുടെ പേര്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആ പോം വായിച്ചിട്ട് എന്തൊക്കെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. സോ നോക്ക്, ഐ റെഡ് ദ പോം സ്റ്റാമർ ബൈ സച്ചിദാനന്ദൻ അല്ലെ. ഞാൻ ഈ ഒരു പോം വായിച്ചിട്ടുണ്ടായിരുന്നു, അത് എന്നെ ഭയങ്കര ഇംപ്രസ്ഡ് ആക്കി. ആൻഡ് ഇതിന്റെ അല്ലെ, ഇതിന്റെ ഡിഫറെന്റ് ആംഗിൾ എന്നുള്ള അതിന്റെ വ്യൂസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. കാരണം അതല്ലേ അതിൽ പറയുന്നത് എന്താ, ജസ്റ്റ് സ്റ്റാമർ എന്ന് പറഞ്ഞാൽ അതൊരു ഹാൻഡിക്യാപ്പ് അല്ല, അതൊരു മോഡ് ഓഫ് സ്പീച്ച് ആണ്. പിന്നെയും പല രീതിയിലുള്ള സ്റ്റാമറിന് നമുക്ക് അതിൽ കാണാൻ വേണ്ടി പറ്റും അല്ലെ. ഗോഡ് സ്റ്റാമർ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ സോഷ്യൽ ലെവൽസ് നടക്കുന്ന സമയത്ത് നമ്മൾ ബ്ലൈൻഡ് ആയി കീപ്പ് ചെയ്യുന്ന അതിന് ഇവിടെ സ്റ്റാമർ ആയിട്ടാ പറയുന്നത്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളല്ലേ, വ്യത്യസ്തമായിട്ടുള്ള സ്റ്റാമറിനെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പരിചയപ്പെടുന്നുണ്ട് എന്നുള്ള. അതാണ് ഡിഫറെന്റ് ആംഗിളിലൂടെ നമുക്ക് സ്റ്റാമറിനെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ള ഇവിടെ പോയിട്ട് പറഞ്ഞു. ഓക്കെ, സോ നോക്ക്, ടു ദ പോയിന്റ്, സ്റ്റാമർ ഈസ് നോട്ട് എ ഹാൻഡിക്യാപ്പ് ബട്ട് എ മോഡ് ഓഫ് സ്പീച്ച്. പോയിന്റിന്റെ അഭിപ്രായത്തിൽ അതെന്താണ്, ജസ്റ്റ് അല്ലെ ഒരു സ്പീച്ചിന്റെ ജസ്റ്റ് ഒരു മോഡ് മാത്രമാണ് എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് ഈസ് സൈലൻസ് ദാറ്റ് ഫാൾസ് ബിറ്റ്വീൻ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്. അതായത് എന്താണ്, വാക്കുകളുടെയും അതിന്റെ അല്ലെ മീനിങ്ങിന്റെ ഇടയിൽ വരുന്ന ഒരു പോസാ. കാരണം വിക്ക് എന്ന് പറഞ്ഞാൽ അതല്ലേ, വിക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ എന്താണ് പറയുന്നത്, ആ പറയുന്നതിന്റെ ഇടയിൽ ഒരു പോസ് വരുന്നുണ്ട്, അതാണ് ഈ വിക്ക് എന്ന് പറഞ്ഞാല്. അപ്പൊ അതേപോലെ വിക്കിലും പിന്നെ ഇവിടെ എന്താ പറയുന്നത് എന്നുള്ളതാണ്, ആ ഓരോ പ്രാവശ്യം വിൽക്കുമ്പോഴും അത് ഗോഡ് ഓഫ് മീനിങ്ങിന് നമ്മൾ കൊടുക്കുന്ന സാക്രിഫൈസ് ആണ് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ കുറച്ച് പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ ജസ്റ്റ് നോക്കാം. എന്നിട്ട് പിന്നെ എന്തൊക്കെ പറയണം, ഇപ്പൊ ഒരു പോയത്തിനെ പറ്റിയിട്ടുള്ള തീമാണെങ്കിൽ ജസ്റ്റ് ആളെ പറ്റിയിട്ട് പറയാം, അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം, എന്നിട്ട് അതിന്റെ തീമിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുക കേട്ടോ. കാരണം ബ്ലോഗ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ, നമ്മുടെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ എഴുതുന്നത് ഈ പോയത്തിനെ പറ്റി. അപ്പൊ അതിന്റെ തീമിനെ പറ്റി നമുക്ക് സംസാരിക്കാം, അതിൽ എന്തൊക്കെയാ പറയുന്നത് എന്നുള്ളതൊക്കെ കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്ക്, നമ്മൾ ഒരു 3 പാരഗ്രാഫ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇങ്ങനെ എന്ത് ചെയ്യുക, ഒരു ബോക്സിലൊക്കെ ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബ്ലോഗ് എഴുതാം. ഓക്കെ, സോ ബ്ലോഗ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ. ഇനി ബ്ലോഗ് ഒരു കുഴപ്പമില്ലല്ലോ, ബ്ലോഗ് ഓക്കെ ആണോ, ബ്ലോഗ് ഓക്കെ ആണോ? യെസ്, ഡേറ്റ് യെസ്, എന്താണ് പറഞ്ഞിട്ടുള്ളത്, യെസ് യെസ്,
ആരോ എന്തോ ചോദിച്ചിട്ടുണ്ടല്ലോ. മിന്നിപ്പൂണെ ഡേറ്റ് എന്താ കൊടുക്കാന്നുള്ളതാണോ? ഡേറ്റ് ഏകദേശം നിങ്ങൾ എക്സാം എഴുതുന്ന ഡേറ്റ് നോക്കിയിട്ട് കൊടുത്താൽ മതി. ഓക്കെ, അതൊന്നും സീനില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോടാ. ഓക്കെ, ഇനി അടുത്തത് നിങ്ങളുടെ ഭയങ്കര സംശയമാണ് അല്ലെ, ഈ ബ്ലബ് എന്താ എന്നുള്ളത്. പൊതുവേ നമുക്ക് എക്സാമിന് അങ്ങനെ ബ്ലബിന്റെ ക്വസ്റ്റ്യൻസ് വരാറില്ല. പക്ഷെ എന്ത് ചെയ്യണം, നമ്മൾ ക്ലിയർ ചെയ്യണം കേട്ടോ. ഒരു സംശയം വെച്ചിട്ട് എന്ത് ചെയ്യരുത്, നാളെ നമ്മുടെ മാർക്ക് പോവരുത്. നമ്മൾ നാളെ ഇംഗ്ലീഷ് എക്സാം എഴുതാൻ വേണ്ടി പോകുമ്പോൾ എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യണം എന്നുള്ള. സോ നോക്കാം, ബ്ലബ് എന്നുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി പോവാം. അപ്പൊ ബ്ലോഗ് കഴിഞ്ഞു. അപ്പൊ ഇനി ബ്ലബ് എന്താണ് എന്നുള്ള അല്ലെ. എടാ, ബ്ലബ് എന്ന് പറഞ്ഞാലേ, നിങ്ങൾ എല്ലാ ആൾക്കാരും ലൈബ്രറി ബുക്ക് ഒക്കെ കാണുന്ന ആൾക്കാരല്ലേ അല്ലെ. ബുക്സ് ഒക്കെ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവുമല്ലോ. ലൈബ്രറി ബുക്സ് ഒക്കെ നിങ്ങൾ എടുക്കുന്നല്ലേ. ഇതിന്റെ ബാക്കിൽ ഒരു സംഭവം എഴുതി കാണുന്നുണ്ടോ? നിങ്ങളൊരു ലൈബ്രറിയിൽ പോയിട്ട് ബുക്ക് വായിക്കുമ്പോൾ, ബുക്ക് എടുക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ആദ്യം നിങ്ങൾ എന്താ ചെയ്യുക ശരിക്കും? ഫസ്റ്റ് തന്നെ അതിന്റെ ഉള്ളൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് നമ്മൾ വായിച്ചു വെക്കോ? ഇല്ല, നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, അതിന്റെ പേര് നോക്കും. ഓക്കെ, കൊള്ളാലോ. എന്നിട്ട് നേരെ അതിന്റെ ബാക്ക് ഭാഗം ഒന്ന് എടുത്ത് നോക്കും അല്ലെ. പലപ്പോഴും നമ്മൾ നന്നായിട്ട് വായിക്കുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യുക. അതായത് അതിന്റെ ബാക്ക് ഭാഗം എടുക്കുമ്പോൾ അതിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, ഇതാരാ എഴുതിയിട്ടുള്ളത്, ഇതിൽ എന്താ അല്ലെ, ഇത് ഏത് ഇയറിലാണ് ഇത് പബ്ലിഷ് ആയിട്ടുള്ളത്, ഈ ഓദർ ഇതിൽ എന്തിനെ പറ്റിയിട്ടാ പറയുന്നത്, ആരാ ഇതിലെ നായകൻ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു എന്താണ് ചെറിയൊരു ഐഡിയ കിട്ടും നമുക്ക് ഈ ഒരു ബ്ലബ് വായിക്കുന്ന സമയത്ത്. അപ്പൊ താഴെ അതിന്റെ പ്രൈസും അതിന്റെ പബ്ലിഷറിന്റെ പേരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് തന്നെയാണ് നമ്മൾ ഈ ബ്ലബിൽ എഴുതാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കേട്ടോ. അപ്പൊ ഇനി ബ്ലബിന്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സോ നോക്ക്, എ ബ്ലബ് ഈസ് ദ ടെക്സ്റ്റ് ഓൺ ബാക്ക് കവർ ഓഫ് എ ബുക്ക്. ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ദ സ്റ്റോറി അല്ലെ. അപ്പൊ അതിൽ നിന്ന് തന്നെ ആ കഥയിൽ മൊത്തത്തിൽ ആ ബുക്കിൽ എന്താണോ പറയുന്നത് അതിന്റെ ചെറിയൊരു സമ്മറിയാണ് അവിടെ കൊടുത്തിട്ടുണ്ടാവുക എന്നുള്ള. സോ ഇറ്റ് എയിംസ് ടു ഗെറ്റ് ദ റീഡർ ഇൻട്രസ്റ്റ് ഇൻ ബൈയിങ് ഓർ റീഡിങ് ദ ബുക്ക്. അപ്പം ആ എഴുത്ത് എന്താവണം, അത് കണ്ടിട്ട് ഒരാളത് വായിക്കണം, അല്ലെങ്കിൽ ഒരാളത് വാങ്ങണം. അപ്പൊ ആ സ്റ്റൈല് വേണം നമ്മൾ എഴുതാൻ എന്നുള്ള. ഓക്കെ, സോ അതിൽ എന്ത് ചെയ്യാം, നല്ലൊരു കാച്ചി സ്റ്റേറ്റ്മെന്റോട് കൂടിയിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, ബ്ലോഗൊക്കെ പറഞ്ഞ പോലെ തന്നെ. പക്ഷെ ഇവിടെ എന്ത് ചെയ്യാം, ഒരുപാട് ലെങ്ത് ആയിട്ടൊന്നും എഴുതരുത്. ബുക്കിന്റെ ബാക്കിൽ കുറെ എഴുത്തുണ്ടാവും, ഇല്ല കുറച്ചേ ഉണ്ടാവുള്ളൂ അല്ലെ. കുറെ എഴുതിയാൽ ആരത് വായിക്കൂല എന്നുള്ളതാണ്. കുറച്ചാവുമ്പോൾ അതേക്കും ഏറ്റവും അടിപൊളി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, മാക്സിമം ഷോർട്ട് ആക്കിയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് എഴുതുക എന്നുള്ള. ആൻഡ് ദ നെയിം ഓഫ് ദ ബുക്ക്, ബുക്കിന്റെ പേര് എഴുതണം അവിടെ, ഓദറിന്റെ പേര് വേണം, പബ്ലിഷറിന്റെ പേര്, അതിന്റെ ലാംഗ്വേജിനെ പറ്റി, ഇതിലെ ഏത് ജോണർ ആണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ അവിടെ കൊടുക്കണം. അതിന്റെ പ്രൈസ് ആൻഡ് അല്ലെ, അതൊക്കെ എന്ത് ചെയ്യണം, ആ ബ്ലബിൽ ജസ്റ്റ് ഒരു ബോക്സ് ആക്കിയിട്ട് കൊടുക്കുക. ഓക്കെ, ഒരു ബോക്സ് വരക്കുക, ഈ ബുക്കിന്റെ പേര് എഴുതുക, ഓദറിന്റെ പേര് എഴുതുക, എന്നുള്ള ബുക്കിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒരു സമ്മറൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതുക. ഇതിലെന്താ എങ്ങനെ പറയുന്നത് എന്നുള്ളത് കേട്ടോ, ഒരു ഷോർട്ട് സമ്മറി പോലെ ജസ്റ്റ് ഒരു കാര്യങ്ങൾ എഴുതാം. ഓക്കെ, എന്നിട്ട് താഴെ ഒരു സ്ഥലത്ത് അതിന്റെ പ്രൈസും കാര്യങ്ങളും അതിന്റെ പബ്ലിഷറിന്റെ പേര് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം, എഴുതാം. ഇത്രയേ ഉള്ളൂ ബ്ലബ് കേട്ടോ. ഇനി ബ്ലബിന്റെ കാര്യത്തിൽ നിങ്ങൾ ആരും കൺഫ്യൂഷൻ അടിക്കേണ്ട. ഓക്കെ ആണല്ലോ? യെസ്, യാ, ബ്ലബും എന്ത് ചെയ്യാ, ബോക്സിൽ വരച്ചോട്ടോ, കാരണം അത് ലാസ്റ്റിലെ കാര്യമല്ലേ. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യാ, ഒരു ബോക്സിലാക്കുന്നതാണ് അതിന്റെ വൃത്തി. ബുക്കിന്റെ ബാക്കിൽ കാണുമ്പോൾ നമുക്ക് എപ്പോഴും അങ്ങനെയല്ലേ ഫീൽ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് അത് ബോക്സിലാക്കിക്കോ. ഓക്കെ, യെസ്, ഓക്കെ, സെറ്റ്. സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് പല ആൾക്കാർക്കുള്ള ഒരു സംശയമാണ്, ഈ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുക എന്നുള്ളത് അല്ലെ. അപ്രിസിയേഷൻ എഴുതാൻ നമുക്കൊക്കെ അറിയാം. പക്ഷെ ഈ രണ്ട് പോം തരുമ്പോൾ, അതായത് ഒന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതും ഒന്ന് നമ്മൾ പഠിക്കാത്തത് അല്ലെ, ഇത് രണ്ടും തരുമ്പോൾ എങ്ങനെയാണ് ഇപ്പൊ ഇതിനെ കമ്പയർ ചെയ്യുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് ഇതിനെ ഡിഫറൻസ് ചെയ്തേണ്ടത്? ആദ്യം നമ്മൾ ഒരു പോയത്തിനെ പറ്റി കംപ്ലീറ്റ് ചെയ്തണോ, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തേനെ പറ്റിയിട്ട് എഴുതിയാൽ മതിയോ? അതല്ല, ആദ്യം തന്നെ നമ്മൾ കമ്പയർ ചെയ്യണോ? ഇങ്ങനെയുള്ള കുറെ സംശയമായിരിക്കും നിങ്ങൾക്ക് അല്ലെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചോട്ടോ. ഇതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക നമുക്ക് എക്സാമിന് മക്കളെ? നോക്ക്, റീഡ് ദ ഗിവൻ പോം ആൻഡ് കമ്പയർ ഇറ്റ് വിത്ത് ദ പോം മെൻഡിങ് വാൾ അല്ലെ. ഇതൊരു ചോദ്യമാണ് കേട്ടോ. ജസ്റ്റ് എന്നിട്ട് എന്തുണ്ടാവും, നമുക്ക് പുതിയൊരു പോം ഇവിടെ തന്നിട്ടുണ്ടാവും അല്ലെ. ഇവിടെ പറഞ്ഞ തന്നിരിക്കുന്ന പോം വായിച്ചാൽ മാത്രം പോരാ, നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുള്ള മെൻഡിങ് വാൾ എന്ന് പറയുന്ന പോം ആയിട്ട് ഇത് എന്ത് ചെയ്യണം, ഇത് കമ്പയർ ചെയ്യണം എന്നാണ് അല്ലെ. അപ്പൊ അതിന് തൊട്ടതായി എന്നിട്ട് എന്ത് ചെയ്യും, ഒരു പോം തന്നിട്ടുണ്ടാവും, ഒരു ഓദറിന്റെ പേരൊക്കെ തന്നിട്ടുണ്ടാവും. സോ അത് നമ്മൾ എങ്ങനെയാ എഴുതേണ്ടത് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ശ്രദ്ധിച്ചു കേട്ടോ മക്കളെ, ശ്രദ്ധിച്ചോട്ടോ. ഇനി ഒരു സംശയം ഉണ്ടാവരുത്. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യണം. നമുക്ക് ഇത് 8 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 8 മാർക്സ് ആണ് നമ്മൾ ഇപ്പൊ സെറ്റ് ആക്കാൻ വേണ്ടി പോകുന്നത്. സോ ശ്രദ്ധിച്ചു കേട്ടോ. ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, പോയത്തിന്റെ കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് അല്ലെ, ഇത് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നാണ്, ആദ്യത്തെ ആണ് ഞാനിപ്പോ പറയാൻ വേണ്ടി പോകുന്നത്. ഒന്ന് എന്താന്ന് വെച്ചാൽ, നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ആൻ അപ്രിസിയേഷൻ ഓഫ് ദ പോം ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പർ. ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ടാവും, ഒരു പോം തന്നിട്ടില്ലേ, അതിന്റെ അപ്രിസിയേഷൻ എഴുതാൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ. നമ്മൾ മോഡൽ എക്സാമിനും അതിന് മുന്നുള്ള എക്സാമിനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഒരു അപ്രിസിയേഷൻ എഴുതേണ്ടത് എന്നുള്ളത് നമ്മൾ കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമ്മൾ അതിന്റെ ആ ഒരു റൈറ്ററിന്റെ പേര്, തീമിന്റെ പേര്, പാർട്ടി ഡിവൈസസ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ എഴുതണം എന്ന് പറഞ്ഞിട്ട് ഒരു ഈസി ആയിട്ടുള്ള ഫോമാറ്റ് ഞാൻ ഒരുപാട് തവണ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും അപ്രിസിയേഷൻ എഴുതാൻ അറിയാം. അപ്പം ഏറ്റവും സിമ്പിൾ ആയിട്ട് എന്ത് എഴുതാം, നമുക്ക് തന്നിരിക്കുന്ന പോയത്തിന്റെ അപ്രിസിയേഷൻ അങ്ങനെ പെട്ടെന്ന് എടുത്ത് എഴുതാം. എന്നിട്ടോ നമുക്ക് പിന്നെ എന്ത് ചെയ്യണം, യെസ്, ടെക്സ്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുള്ള
ആ ഒരു പോയത്തിന്റെ അപ്രിസിയേഷൻ എന്ത് ചെയ്യാം നമുക്ക് എഴുതാം. അത് കഴിഞ്ഞിട്ട് കേട്ടോ അടുത്ത പാരഗ്രാഫ് ആയിട്ട് എന്ത് ചെയ്യാം ഇൻ ദ കേസ് ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇൻ ദ പോം ഡാഷ് എന്ന് പറഞ്ഞിട്ട് അല്ലെ ഇതാരാണ് എഴുതിയിട്ടുള്ളത് അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണോ അറിയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ എന്തായാലും അതിനെ പറ്റി കുറെ പോയിന്റ്സ് നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പൊ അതൊക്കെ എടുത്തിട്ട് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യാം അവസാനത്തെ പാരഗ്രാഫിൽ ഈ രണ്ടിനെ പറ്റിയിട്ടും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. അതായത് ഈ പോയത്തിൽ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഒരു കോമൺ ആയിട്ട് കുറച്ചൊരു കമ്പാരിസൺ കൊടുത്തിട്ട് നിങ്ങൾക്ക് നിർത്താം. അപ്പൊ ഈ രീതി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നോക്കാം ശ്രദ്ധിച്ചോട്ടോ എങ്ങനെയും നമുക്ക് കൊടുക്കാം. ഇത് രണ്ടും പോസിബിൾ ആണ് കേട്ടോ. ഓക്കെ ഇത് രണ്ടാമത്തെ കാര്യമാണ്. എന്ത് ചെയ്യാന്ന് വെച്ചാൽ എന്ത് ചെയ്യാം ഇൻട്രൊഡക്ഷൻ ഓഫ് ദ പോം എ ആൻഡ് ബി അതായത് നമുക്ക് തന്നിരിക്കുന്ന പോയത്തിനെ പറ്റിയിട്ടും നമ്മൾ ഓൾറെഡി പഠിച്ച പോയത്തിനെ പറ്റിയിട്ടും രണ്ടിനെ പറ്റിയിട്ട് എന്ത് ചെയ്യാം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. അതായത് എന്തൊക്കെ പറയാം ഈ പോയം ഇന്ന ആളാണ് എഴുതിയിട്ടുള്ളത് ഇതിൽ ഇന്ന കാര്യങ്ങളാണ് പറയുന്നത് ഇതിന്റെ തീം ഇതൊക്കെയാണ് ആൻഡ് ജസ്റ്റ് ഇല്ല. അതേപോലെ തന്നെ നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുള്ള മെൻഡിങ് വാൾ ആണെങ്കിൽ മെൻഡിങ് വാൾ അല്ലെ മെൻഡിങ് വാൾ ബൈ റോബർട്ട് ഫ്രോസ്റ്റ്. അപ്പൊ അതിൽ ഇന്ന കാര്യങ്ങൾ അങ്ങനെ കുറച്ചൊരു ആദ്യത്തെ പാരഗ്രാഫിൽ എന്ത് ചെയ്യാം രണ്ടിനെയും പറ്റി ചെറിയൊരു ഐഡിയ കൊടുക്കുക. ഒന്നിലെ ഒരു നൈബറിനെ പറ്റിയിട്ടൊക്കെ അല്ലെ അതിൽ ഫെൻസിന്റെ പോസിബിലിറ്റി അത് വേണോ വേണ്ടേ ഇതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നത് അങ്ങനെ ജസ്റ്റ് എന്ത് ചെയ്യാം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക ആദ്യത്തെ പാരഗ്രാഫിൽ. എന്നിട്ട് എന്ത് ചെയ്യാം രണ്ടാമത് പിന്നെന്താ വെച്ചാല് ഇതിന് കംപ്ലീറ്റ് ആയിട്ടുള്ള സമ്മറി നമ്മൾ എന്തായാലും നമുക്കറിയാലോ രണ്ടാമത്തേന്റെ അതായത് നമ്മൾ പഠിച്ചിട്ടുള്ളതിന്റെ പോയിന്റ്സ് നമുക്കറിയാലോ. അപ്പൊ അത് എടുത്തിട്ട് എഴുതാ. എന്നിട്ട് അതേപോലെ തന്നെ തന്നിരിക്കുന്ന പോയിന്റ്സ് പോം വായിച്ചിട്ട് അതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലായത് അത് കൊടുത്ത് ചെയ്താ രണ്ടിന്റെയും സമ്മറി അനാലിസിസ് ചെയ്യുക എന്നില്ല. ഓക്കെ ദെൻ അത് കഴിഞ്ഞിട്ട് അല്ലെ നോക്ക് പോം എന്റെ എഴുതാ ദെൻ അതേപോലെ തന്നെ പോയം ബിന്റെ അങ്ങനെ എഴുതാന്നില്ല ഒന്നിന്റെ സമ്മറിയും കാര്യങ്ങൾ എഴുതാ അടുത്ത പാരഗ്രാഫിൽ തന്നിരിക്കുന്നതിന്റെ എഴുതാ അങ്ങനെ രണ്ടെണ്ണം അങ്ങനെ സ്പ്ലിറ്റ് ആക്കിയിട്ട് എഴുതാം. ദെൻ അത് കഴിഞ്ഞിട്ടോ ഇനി രണ്ടിലും കുറെ സിമിലാരിറ്റീസ് ഉണ്ടാവും. അതായത് എന്തൊക്കെയാന്ന് അറിയോ ഇതില് സിമിലി യൂസ് ചെയ്തിട്ടുണ്ട് ചിലപ്പോ ഇതിലും സിമിലി കാണാം ഇതിലും മെറ്റാഫർ ഉണ്ട് ഇതിലും മെറ്റാഫർ ഉണ്ട്. അങ്ങനെ എന്ത് ചെയ്യാം ഏതൊക്കെ പോയറ്റിക് ഡിവൈസസ് ആണ് രണ്ടിലും ഒരേപോലൊക്കെ ഉണ്ടോ അങ്ങനെയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ എഴുതാം. ഒരുപാട് ഇമേജറി ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക എടുത്ത് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ സിമിലാരിറ്റീസ് കണ്ടിട്ടുണ്ട് എങ്കിൽ ഇനി അതേപോലെ തന്നെ സിമിലാരിറ്റീസ് നമുക്ക് ഇങ്ങനെയും പറയാം അല്ലെ ചിലപ്പോൾ തീം ഒരേപോലൊക്കെ ആയിരിക്കും. ഇപ്പം ഒന്ന് ഓൾറെഡി തന്നിട്ടുള്ളത് എന്തായിരിക്കും ഇപ്പൊ ഡെത്തിനെ പറ്റിയോ അല്ലെങ്കിൽ മദറിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ വിമനെ പറ്റിയിട്ടോ ഒക്കെ ആയിരിക്കും. ഓക്കെ അപ്പൊ രണ്ടിൽ ഏകദേശം അത് തീമൊക്കെ സിമിലർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ആ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് എടുത്ത് എഴുതാം. ഓക്കെ ദെൻ അതേപോലെ തന്നെ പിന്നെ ഡിഫറൻസ് ഉണ്ടാവും. ഒന്നിന്റെ റൈം സ്കീം ഇങ്ങനെയാണെങ്കിൽ അടുത്തതിന്റെ റൈം സ്കീം വേറെ ആയിരിക്കും അല്ലെ അങ്ങനെ കുറെ ഡിഫറൻസ് ഉണ്ടാവും രണ്ടിലും. അപ്പൊ എന്ത് ചെയ്യാം ആ ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യാം എടുത്ത് എഴുതാം. ഓക്കെ ദെൻ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ നിർത്താം. അതായത് ഈ രണ്ട് പോയം വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ഈ രണ്ട് പോയം ഇതിന് സോഷ്യൽ റെലവൻസ് ഉണ്ടോ അടിപൊളി പോമാണോ പോയത്ത് അല്ലെ ആ പോയത്തിൽ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള മെസ്സേജ് കൺവേ ചെയ്യാൻ പോയറ്റിന് പറ്റിയിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറയാം. ഓക്കെ അപ്പൊ ഇതെന്ത് ചെയ്യാം ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോട്ടോ. ഇനി ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യരുത് സംശയം ഉണ്ടാവരുത് ഇത് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോ ആൻഡ് ഇതൊന്നും കൂടി നോക്കിക്കോണ്ടിട്ടോ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു പാരഗ്രാഫ് നമ്മൾ ഓർഗനൈസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ സോ ഇനി അതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രൂപം ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അതായത് ഇപ്പൊ ഇതൊക്കെ കേട്ടിട്ടും ചിലപ്പോൾ ഇനി ഒരു ഐഡിയ കിട്ടാത്ത കുറെ ആൾക്കാരുണ്ടാവും അല്ലെ എങ്ങനെ ഇതിപ്പോ രണ്ട് പോം തന്നാൽ നമ്മൾ എഴുതാം അറിയാത്തതും ദെൻ പഠിച്ചതും തമ്മിൽ നമ്മൾ എങ്ങനെ എഴുതേണ്ടത്. സോ ശ്രദ്ധിച്ചു കേട്ടോ അതിനുള്ള പോയിന്റ്സ് ആണ് ഇനി ഞാൻ തരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ അപ്പൊ ഏതൊരു പോം തന്നാലും നമുക്ക് എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് ആണ് ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. സോ വളരെ കെയർഫുൾ ആയിട്ട് എന്ത് ചെയ്യണം മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ യെസ് എടാ ഫിലിം റിവ്യൂ വരുന്നുണ്ടോ എന്നൊക്കെ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ ഫിലിം റിവ്യൂ ചോദിച്ചിട്ട് നിങ്ങളെ മോഡൽ എക്സാമിനൊന്ന് പേടിപ്പിച്ചതാണ്. അപ്പോ പബ്ലിക് എക്സാമിന് വരാതിരിക്കാം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്തായാലും നമ്മളത് പഠിച്ചിരിക്കണം. ഓക്കെ അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് ഡിസ്കസ് ചെയ്യും കേട്ടോ. ഓക്കെ സോ നോക്ക് ഇവിടെ പറയുന്നത് കേട്ടോ കോമൺ എക്സ്പ്രഷൻ പറയാണ് ദിസ് ബ്യൂട്ടിഫുൾ പോം ഈസ് റിട്ടൺ ബൈ ഫേമസ് റൈറ്റർ ഡാഷ് അല്ലെ നമുക്ക് തന്നിരിക്കുന്ന പോയത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത് കേട്ടോ. അത് ആരാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ള പോയിന്റ്സ് പറയാം. ദെൻ അത് കഴിഞ്ഞിട്ട് നോക്ക് ദിസ് പോം ഈസ് സിമ്പിൾ വിത്ത് എ റെലവന്റ് തീം. ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം പറഞ്ഞൂടെ ഏതൊരു പോം തന്നാലും നമുക്ക് അങ്ങനെയൊക്കെ പറയാം. ഇതൊരു റെലവന്റ് തീം ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര സിമ്പിൾ ആണ് എന്നുള്ള കാര്യം പറയാം. ആൻഡ് ദിസ് പോം ഈസ് തോട്ട് പ്രൊവോക്കിംഗ് നമ്മളല്ലേ ഭയങ്കര ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇതിൽ കൺവേ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇറ്റ് ഹാസ് എ പവർഫുൾ മെസ്സേജ് നല്ലൊരു പവർഫുൾ മെസ്സേജ് ഉണ്ട്. The whole poem is fantastic and super. The theme of the poem has current relevance. ഇതിന്റെ തീമിന് കറന്റ് റെലവൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ സോ നോക്ക് the poem is really enduring. Language of the poem is befitting to the theme of the poem. ഓക്കെ അപ്പൊ ഇതൊക്കെ നമ്മൾ എന്നിട്ട് എന്ത് ചെയ്തു നമ്മൾ ആദ്യത്തെ പോയത്തെ പറ്റി പറയാണ് കേട്ടോ. എന്നിട്ട് നോക്ക് this poem has close connection with the great poem written by dash.
അതായത് ഏത് പോം അല്ലെ. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന പോയത്തിനെ പറ്റിയിട്ട് ഒരു കണക്ഷൻ ഇട്ട് കൊടുക്കണ്ടേ. അതായത് ജസ്റ്റ് നമ്മൾ എക്സാമിന് എഴുതുമ്പോൾ ആദ്യത്തെ പോയത്തെ പറ്റി എഴുതി, പിന്നെ ഒരു കണക്ഷൻ ഇല്ലാത്ത രണ്ടാമത്തെ പോയത്തിനെ പറ്റിയിട്ട് നമ്മൾ എഴുതാൻ വേണ്ടി പാടില്ല. അപ്പം ആദ്യത്തെ പോം അതിനെ പറ്റി പറഞ്ഞു, എന്നിട്ട് ഒരു കണക്ഷൻ കൊടുത്ത് ഒരു ലിങ്ക് കൊടുക്കണം. അത് കൊടുത്തിട്ട് വേണം രണ്ടാമത്തെ പോയത്തിനെ പറ്റിയിട്ട് നമ്മൾ പറയാൻ. ഓക്കെ, അപ്പൊ നോക്കാം, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു തുടങ്ങാം. എന്നിട്ട് എന്ത് ചെയ്യാം, ടെക്സ്റ്റിലുള്ള നമ്മൾ പഠിച്ചിട്ടുള്ളതിന്റെ സമറിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതാം കേട്ടോ. അതിലിങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്ന പോയിട്ട് അതിന്റെ പോയിന്റ്സ് ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെയുള്ള അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങൾ പഠിച്ചത് അത് യൂസ് ചെയ്യണ്ടേ, അതൊക്കെ ഇവിടെ അങ്ങോട്ട് കൊടുക്കാം. കാരണം നമുക്ക് 8 മാർക്കിന് എന്ത് ചെയ്യണം, 2.5 പേജ് നമുക്ക് ഉണ്ടാക്കണം. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അപ്പം ഓൾറെഡി ഇവിടെ കുറച്ച് പോയിന്റ്സ് നമ്മൾ കൊടുത്തു. അപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നത് ഇതൊരു പാരഗ്രാഫിന്റെ മുകളിൽ നിങ്ങൾക്ക് എന്തായാലും എഴുതാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റിലുള്ളതിനെ പറ്റിയിട്ടും കൂടി എഴുതുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് 2 പാരഗ്രാഫിന്റെ മുകളിൽ നിങ്ങൾക്ക് ഉണ്ടാക്കും അല്ലെ. അപ്പം തന്നെ ഏകദേശം ഒരു 1.5 നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. എന്നാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യാം, നോക്ക്, നമുക്ക് എന്തൊക്കെയോ കൊടുക്കാം. Both the poems have musical quality and the poets employed many parting devices അല്ലെ. രണ്ടിലും ഒരുപാട് parting devices ഉണ്ട്. അതൊക്കെ എന്തിനാണ് എന്നുള്ള to make the poems very effective. പോം ഭയങ്കര എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. The word pictures in both the poems are wonderful. Everyone can enjoy the two poems. നോക്ക്, compare and contrast ആണ് കേട്ടോ. അപ്പൊ ഇതേപോലെയുള്ള ലൈൻസ് നിങ്ങൾ കൊണ്ടുവരണം എന്നുള്ള. സോ ഇവിടെ നോക്ക്, 2 പോയം എന്താണ് നമുക്ക് ഭയങ്കര അല്ലെ ആ എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ആൻഡ് there is no definite rhyme scheme. അതായത് റൈം സ്കീം ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. ഓർ നോക്കട്ടോ, ഈ ഓറൊക്കെ ശ്രദ്ധിച്ചോ. ഇതേപോലെ തന്നെ വെറുതെ എന്ത് ചെയ്യണ്ട, പോയി പഠിച്ചിട്ട് തെറ്റ് എഴുതി വെക്കരുത്. ഈ ഓറൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ശ്രദ്ധിച്ചോ. ഓ ദ റൈം സ്കീം ഓഫ് ദ പോം ഈസ് എന്ന് പറഞ്ഞിട്ട് റൈം സ്കീം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് എടുത്തിട്ട് എഴുതാം. ഓക്കെ, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് അവിടെ കൊടുക്കാം. Then next we can also see many contrast. അതായത് കമ്പാരിസൺ മാത്രം പറഞ്ഞിട്ട് മതിയോ, പോരാ, നമ്മൾ ഡിഫറൻസും കൂടി പറയണം അല്ലെ. അപ്പൊ വി ക്യാൻ ഓൾസോ സീ മെനി കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഡിഫറൻസ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എഴുതി വെക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഫീൽ ചെയ്യും, എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും, കുറച്ചൊരു ഐഡിയ നിങ്ങൾക്ക് എന്തായാലും അത് കിട്ടും. അപ്പൊ എന്തെങ്കിലും 2-3 ലൈൻ എന്ത് ചെയ്യുക, ഡിഫറൻസ് ആയിട്ട് നിങ്ങൾ അവിടെ എഴുതി വെക്കാം. ഓക്കെ, സോ നോക്ക്, both the poems are a visual feast to the readers. They are a musical treat to the ears. The poems showcase the beauty of language in its perfect form അല്ലെ. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുന്നത് ഏകദേശം നിങ്ങളൊന്ന് പഠിച്ചു വെക്കാം കേട്ടോ. അപ്പൊ ഇനി എന്ത് ചെയ്യരുത്, ഇതേപോലെയുള്ള ഒരു കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റിന്റെ ക്വസ്റ്റ്യൻ കണ്ടാൽ, ഒരു ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ എഴുതാനുള്ള ചോദ്യം കണ്ടാൽ ഇനി സംശയം ഉണ്ടാവരുത്, മാർക്ക് പോവരുത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇത് എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക കേട്ടോ, നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത് എന്നല്ലേ. ആൻഡ് ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അപ്രിസിയേഷൻ എഴുതുന്നതിനെ പറ്റിയിട്ടാണ്. അതായതെടാ, ഇവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരു പോയത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. ദെൻ ഇവിടെ എന്താണ് 2 നമ്മൾ എങ്ങനെയൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. എന്നാൽ ഒരൊറ്റ പോയത്തിനെ പറ്റി എഴുതേണ്ടത് എങ്ങനെയെന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. കാരണം എന്താ, നമുക്ക് 2 പോയല്ലേ തരാ. അപ്പൊ ഒരു പോയത്തിനെ പറ്റിയിട്ട് ഒരു കാര്യങ്ങൾ എഴുതാ, കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, അടുത്ത പോയത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും എഴുതാം. അപ്പൊ എന്തായാലും ഒരു പോയത്തിന്റെ അപ്രിസിയേഷനിൽ നമ്മൾ എന്തൊക്കെയാ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നല്ല ധാരണ വേണ്ടേ. നമ്മളിപ്പോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓരോന്നിന്റെയും സമ്മർ ഇൻക്ലൂഡ് ചെയ്യാന്നല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, ജസ്റ്റ് പഠിച്ചു വെക്കുക ഓരോ പോയത്തിനെ പറ്റിയിട്ടും, അതിന്റെ ഇൻട്രൊഡക്ഷൻ, അതിന്റെ സമ്മറി, അതിന്റെ പോയറ്റിക് ഡിവൈസസ് അല്ലെ, അലിട്രേഷൻ ഉണ്ടോ, ആൻഡ് ദെൻ അസണൻസ് ഉണ്ടോ, റൈം സ്കീം ഉണ്ടോ, ഇതൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എന്താണ്, ഇമേജസ് ഉണ്ടെങ്കിൽ ഓഡിറ്ററി ഇമേജറി ഉണ്ടോ, ദെൻ അതേപോലെ തന്നെ അല്ലെ വിഷ്വൽ ആയിട്ടുള്ള ഇമേജറി ഉണ്ടോ, ഓൾ ഫാക്ടറി ഇമേജറി ഉണ്ടോ, ടാക്ടൈൽ ആയിട്ടുള്ള ഇമേജറി ഉണ്ടോ, ഇതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, അതേപോലെ തന്നെ അതിന്റെ ലാംഗ്വേജിനെ പറ്റിയിട്ട് അത് ഭയങ്കര ഈസി ആണോ, ഈ രീതിയിലുള്ള കാര്യങ്ങൾ, ദെൻ അതിന്റെ മൂഡ്, അതിന്റെ ഫിഗർ ഓഫ് സ്പീച്ചുകളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ എടുത്ത് എഴുതുക എന്നല്ല. ഓക്കെ, ദെൻ അതേപോലെ തന്നെ കൺക്ലൂഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ആദ്യത്തെ പോയത്തിൽ അല്ലെ ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പോയിട്ട്, ആൻഡ് എനിക്കിത് വായിച്ചിട്ട് തോന്നിയിട്ടുള്ള അഭിപ്രായങ്ങൾ എന്താണ് അല്ലെ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എഴുതണേ. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് കണ്ടാലും, അപ്രിസിയേഷൻ കണ്ടാലും, ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ കണ്ടാലും ഒക്കെ അവസാനത്തെ പാരഗ്രാഫ് എന്ന് പറഞ്ഞാല് യുവർ ഒപ്പീനിയൻ എഴുതാനുള്ള പാരഗ്രാഫ് ആണ്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതാം. നിങ്ങൾക്ക് അപ്പം ഇഷ്ടമായോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ എടുത്ത് എഴുതാം എന്നുള്ള. അതില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഫുൾ മാർക്ക് കിട്ടൂല കേട്ടോ. ജസ്റ്റ് പോയത്തിനെ പറ്റി മാത്രം എഴുതിയിട്ട് കാര്യമില്ല, നിങ്ങളുടെ അഭിപ്രായം കൂടി ഒരു അനാലിസിസ് അല്ലേ നമ്മൾ അവിടെ നടത്തുന്നത് അല്ലെ. അപ്പം നമ്മുടെ അഭിപ്രായം നമ്മൾ എന്തായാലും എഴുതണം എന്നുള്ള കേട്ടോ. ഓക്കെ ആണല്ലോ. സോ നോക്കാം, ദ പോം ഡാഷ് ഇസ് റിട്ടൺ ബൈ ഫേമസ് പോയറ്റ് ഡാഷ് എന്നൊക്കെ പറയാം അല്ലെ. നമുക്ക് ഏതൊരു പോയം തന്നാലും എഴുതാൻ പറ്റുന്ന അപ്രിസിയേഷന്റെ ഫോമാറ്റ് ആണ്. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഓക്കെ, സോ നോക്ക്, ദിസ് പോം ഈസ് എ ഡാഷ് ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ വണ്ടർഫുൾ പോം എന്നൊക്കെ പറയാം. ആൻഡ് അതിന്റെ സെൻട്രൽ ഐഡിയ എന്താ എന്നുള്ളത് പറയാം. അത് വായിച്ചിട്ട് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. സോ അതിൽ എന്നെ എന്ത് പറയാം, ഇൻ ദിസ് പോം
പോയറ്റ് സ്പീക്സ് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് എന്തിനെ പറ്റിയിട്ടാണ് അല്ലെ പോയറ്റ് പറയുന്നത്. ആ ഇമ്പോർട്ടൻസ് ഇവിടെ ഓൾറെഡി പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് സെന്റൻസ് അങ്ങോട്ട് കൂട്ടണം. അപ്പൊ ഏകദേശം ഈ കാര്യങ്ങൾ നമുക്ക് അവിടെയും എഴുതാം. സോ ദ പോയറ്റ് ഹാസ് യൂസ്ഡ് മെനി തോട്ട്സ് ആൻഡ് ഇൻസ്പയറിംഗ് ലൈൻസ് ഇൻ ദിസ് പോം. എന്തായാലും അത് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ എഴുതാൻ വേണ്ടി പറ്റും. പോയറ്റ് ഒരുപാട് തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല തോട്ട്സും നല്ല ഇൻസ്പയറിംഗ് ലൈൻസ് ഒക്കെ പോയത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. ആൻഡ് പോയറ്റിക് ഡിവൈസസ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ്? ടു ഇൻക്രീസ് ദ ബ്യൂട്ടി ഓഫ് ദ പോം അല്ലെ. പോയറ്റിക് ഡിവൈസസ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? പോയത്തിന്റെ ബ്യൂട്ടി കൂട്ടാൻ വേണ്ടിയിട്ടാ. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് സിമിലും മെറ്റഫറും അലിട്രേഷനും ഒക്കെ കണ്ടെത്താൻ പറ്റുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഓരോന്ന് എടുത്തിട്ട് ഓരോ ലൈൻ അങ്ങോട്ട് കൊടുക്കുക. ഈ ലൈനിൽ ഇന്ന കാര്യങ്ങളുണ്ട്, അപ്പൊ തന്നെ എത്ര ലൈൻ നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റും. എടുത്തങ്ങോട്ട് എഴുതുക, അത് തന്നെ. പക്ഷെ തെറ്റാണെങ്കിൽ എടുത്ത് എഴുതാൻ വേണ്ടി പറ്റൂല കേട്ടോ. അതായത് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ, വ്യക്തമായിട്ട് അറിയില്ലെങ്കിൽ എഴുതിയിട്ട് തെറ്റിക്കാതിരിക്കുക. അറിയെങ്കിൽ മാത്രം എഴുതുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരൊറ്റ ലൈൻ മതി കേട്ടോ. ഈ ഒരൊറ്റ ലൈൻ മതി. ഓരോന്ന് എടുത്ത് എഴുതിയിട്ട് വെറുതെ നമ്മളെ കിട്ടണ മാർക്ക് പോക്കരുത്. ഓക്കെ, സോ ശ്രദ്ധിച്ചു കേട്ടോ. അപ്പൊ റൈം സ്കീം എന്ത് ചെയ്യാം, റൈം സ്കീം ഉണ്ടെങ്കിൽ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. ഓരോന്നിന്റെ എൻഡ് നോക്കിയിട്ടല്ല നമ്മൾ റൈം സ്കീം കണ്ടുപിടിക്കുക. അതായത് ഇപ്പൊ ഒരു വരി ഇങ്ങനെ നിർത്തുമ്പോൾ അല്ലെ ഇങ്ങനെ പോയിട്ട് ഇപ്പൊ ഇത് കാറ്റ്സ്, ഇതിപ്പോ റാറ്റ്സ് ആണെന്ന് വിചാരിച്ചു അല്ലെ. രണ്ടാമത്തെ ലൈനിൽ റാറ്റ്സ് ആണ്, ഇത് കീപ്പാണ് അല്ലെ, ഇത് ഷീപ്പാണ്. അപ്പൊ ഇങ്ങനെയാണ് ഓരോ വരി നിൽക്കണെന്ന് വിചാരിച്ചോ എൻഡില്. അപ്പൊ ഇത് കാറ്റ്സ് ഒരേപോലെ ഉണ്ട്. അപ്പൊ ഇതിനെ ഇത് റാറ്റ്സ്, അപ്പൊ അതും ഒരേപോലെ ഉണ്ട്. അപ്പൊ ഇതിന് കീപ്പ്, ഷീപ്പ് അല്ലെ. അപ്പൊ ഇതും ഇത് എ ബി ബി. അപ്പൊ അതിന്റെ റൈം സ്കീം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? എ ബി ബി ആണ് ഇതിന്റെ റൈം സ്കീം അല്ലെ. അപ്പൊ ആ രീതിയിൽ എന്താണ് റൈം സ്കീം ഒക്കെ നിങ്ങൾ ഫൈൻഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, ദെൻ അതിന്റെ ലാംഗ്വേജിനെ പറ്റി പറയാം. സിമ്പിൾ ലാംഗ്വേജ് ആണ് എന്നൊക്കെ, അതിന്റെ സ്റ്റൈൽ സ്മൂത്ത് ആൻഡ് ക്ലിയർ ആണെന്ന് പറയാം. നമ്മുടെ ഒപ്പീനിയനും കൂടി പറയാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അഭിപ്രായത്തിന് വിലയുണ്ട്. സോ ഈ പോം നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായോ, അതിന് ഭയങ്കര ചാമിങ് എഫക്റ്റ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫ്രഷ്നെസ് ഔട്ട്ലുക്ക് ഉണ്ട് എന്ന് പറയാം. ആൻഡ് ഇതിൽ വിഷ്വൽ ഇമേജറി ഉണ്ട്. ഇറ്റ് മേക്സ് എ ഫാസിനേറ്റിംഗ് അപ്പീൽ ഇൻ ദ മൈൻഡ് ഓഫ് റീഡേഴ്സ്. ഇതൊക്കെ എന്ത് ചെയ്യാം, അങ്ങനെ തള്ളാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് എന്ത് ചെയ്യാം, ഇതേപോലെയുള്ള തള്ളലും കൂടി നിങ്ങൾ യൂസ് ചെയ്യാം. ആണല്ലോ, ക്ലിയർ ആണല്ലോ മക്കളെ, ക്ലിയർ ആണല്ലോ. യെസ്, ഇനി അടുത്ത നിങ്ങളെ വളരെ അല്ലെ ഒരുപാട് ആൾക്കാർക്ക് ആൻഡ് യെസ് 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 ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോടാ, ഓക്കെ ആണല്ലോ. യാ യാ സോ ഓക്കെ കേട്ടോ. അടുത്ത നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഷിയർ ക്വസ്റ്റ്യൻ ആണ്. ഇത് എത്ര മാർക്കിനാണ് വരുന്നത് എന്നുള്ളത് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. ഇതും 8 മാർക്സിനാണ് കേട്ടോ മക്കളെ. സോ നോക്ക്, ഒന്ന് ശ്രദ്ധിച്ചാൽ എളുപ്പത്തിൽ 8 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമേ എന്ന് പറഞ്ഞാല്. വളരെ സിമ്പിൾ ആണ് ശരിക്കും. നിങ്ങൾക്ക് ഇതിന്റെ ആ കാര്യം മനസ്സിലായല്ലോ അല്ലെ. അല്ലെങ്കിൽ പെട്ടെന്ന് കാണുമ്പോൾ ഇത് കുറേ ഉണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇത് സിമ്പിൾ ആണ് എന്നുള്ളതാണ് ഞാൻ പറയാം. കാരണം എന്താണ്, ഇത് അത്രയും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയോ, ഈ ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമേ എന്ന് കാണുമ്പോൾ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ നോക്കുക, പേരിൽ തന്നെ ഉണ്ട് ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമേ അല്ലെ. അതായതെടാ ഒരു ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെ, നമ്മൾ ആർക്കാണ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നേരെ പോയിട്ട് ഇപ്പൊ നമ്മൾ ഒരു ജോലിക്ക് ഇന്റർവ്യൂവിന് പോലെ നമ്മൾ ആപ്ലിക്കേഷൻ ലെറ്റർ അല്ലേ നമ്മൾ അയക്കും പലപ്പോഴും. ഇപ്പൊ എവിടെയെങ്കിലും ഒരു വാക്കൻസി കണ്ടു, ഒരു പോസ്റ്റ് നമ്മൾ കണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഒരു പോസ്റ്റ് കാണുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ അതിലുണ്ടാവും ഒരു മെയിൽ ഐഡിയോ ഒരു വാട്സ്ആപ്പ് നമ്പർ എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ നമ്മൾ അവരെ ബന്ധപ്പെടണം അല്ലെ. ബന്ധപ്പെടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഒരു ആപ്ലിക്കേഷൻ ലെറ്റർ നമ്മൾ അവർക്ക് അയക്കും. അതായത് ഇന്ന രീതിയിൽ ഞാൻ പരസ്യം കണ്ടിട്ടുണ്ടായിരുന്നു, ഇന്ന ദിവസമാണ് കണ്ടത്, ആൻഡ് എന്റെ ക്വാളിഫിക്കേഷൻ ഇതൊക്കെയാണ്, സോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഐ വുഡ് ലൈക്ക് ടു അപ്ലൈ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ പോസ്റ്റ് ഒക്കെ നമ്മൾ അവിടെ മെൻഷൻ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അതിന്റെ കൂടെ നമ്മൾ നമ്മുടെ സിവിയും കൂടി വെക്കും. കാരണം എനിക്ക് താല്പര്യം ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇല്ല, കുഴപ്പമില്ല. അപ്പോ ആ കാര്യങ്ങൾ മാത്രം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് എന്താ ക്വാളിഫിക്കേഷൻ, എനിക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ അത് നോക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവണം അല്ലെ. അപ്പൊ അതിനാണ് നമ്മുടെ ഡീറ്റെയിൽസ് ആണ് എന്തിലുണ്ടാവുന്ന, ഈ റെസ്യൂമേൽ ഉണ്ടാവുന്നേ എന്നുള്ളത് കേട്ടോ. അപ്പൊ അത് മറക്കരുത്. എന്നിട്ട് അപ്പൊ ആ റെസ്യൂമേന്റെ താഴെയാണ് എന്തുണ്ടാവുക, ഡിക്ലറേഷൻ ഉണ്ടാവുക. അതായത് മുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സത്യമാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമേ എന്ന് കാണുമ്പോൾ ആദ്യം എന്താണ് നമ്മൾ അയക്കുന്ന ലെറ്റർ എന്ന് പറയുമ്പോൾ അപ്പൊ എന്താ, അത് ഫോർമൽ ലെറ്റർ ആണ് എന്നല്ല. കാരണം അധികാരികൾക്ക് നമ്മൾ അയക്കുന്ന ലെറ്റർ അല്ലേ, സോ അത് ഫോർമൽ ലെറ്റർ ആണ് മക്കളെ. പിന്നെ ആ ഫോർമൽ ലെറ്ററിന്റെ കൂടെ നമ്മൾ റെസ്യൂമേ അറ്റാച്ച് ചെയ്യും. എന്നിട്ട് ഒരു ഡിക്ലറേഷൻ അതിന്റെ താഴെ നമ്മൾ എഴുതി കൊടുക്കും എന്നുള്ള. ഓക്കെ, സോ നോക്കാം, പല കുട്ടികളുടെയും സംശയമാണ് ഇതെല്ലാം ബോക്സിലാക്കണോ എന്നുള്ളല്ലേടാ. എടാ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല്, അതായത് വൃത്തിക്ക് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഈ ഫോർമൽ ലെറ്റർ ഒക്കെ നമ്മൾ ബോക്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ എക്സാമിന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ റെസ്യൂമേ മാത്രം ബോക്സിലാക്കിയാലും മതി. ഓക്കെ, ഡിക്ലറേഷൻ ഒക്കെ നിങ്ങൾ ബോക്സിലാക്കണം എന്നൊന്നുമില്ല. ഡിക്ലറേഷൻ പ്ലെയിൻ ആയിട്ട് എഴുതിയാൽ മതി. അതിന്റെ മുന്നുള്ള ഈ ലെറ്റർ നിങ്ങൾ ബോക്സിലാക്കിയാൽ നല്ലത്. ബോക്സിലാക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ എന്ത് ചെയ്യണം, വൃത്തി ഉണ്ടാവണം കാണുന്ന ആൾക്കാർക്ക്. കറക്റ്റ് ഫ്രം, ഡേറ്റ്, അതേപോലെ തന്നെ ടു അഡ്രസ്, സബ്ജക്ട്, ഇതൊക്കെ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് കാണണം എന്നുള്ളതാണ്. പിന്നെ പല ആൾക്കാരുടെയും സംശയമാണ്
നമ്മൾ ഈ ഫോമൽ ലെറ്റർ നമ്മൾ സ്പ്ലിറ്റ് ആക്കണ്ടേ, പാരഗ്രാഫ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ആക്കണ്ടേ എന്നുള്ളതാണ് പല കുട്ടികളും ചോദിക്കുന്നത്. സോ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഫോമൽ ലെറ്റർ ആണ്. സോ മാക്സിമം നമ്മൾ എന്ത് ചെയ്യാണ്, കണ്ടന്റ് അവിടെ നമ്മൾ ചുരുക്കുക ചെയ്യുന്നത് അല്ലെ. നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നല്ല പറയാനുള്ളത്, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സ്ട്രേറ്റ് ടു ദ പോയിന്റ് ആണ് അവിടെ. അപ്പം ആ ഒരു പാരഗ്രാഫിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മൾ അതിൽ കുറെ സ്പ്ലിറ്റ് ആക്കണം എന്നുള്ളതല്ല, ഉള്ള പാരഗ്രാഫ് മാക്സിമം അടിപൊളിയാക്കിയിട്ട് ചെയ്യാം. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 8 മാർക്കിനാ വരിക. അപ്പൊ എന്ത് ചെയ്യാന്നറിയാം, ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഫോമൽ ലെറ്റർ തന്നെ നമ്മൾ അങ്ങോട്ട് സെറ്റ് ആക്കുക. ഓക്കെ, ഒരു ഭാഗത്ത് നമ്മൾ ഈ ഫോമൽ ലെറ്റർ സെറ്റ് ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ ഈ റെസ്യൂമേന്റെ കാര്യങ്ങളും സെറ്റ് ആക്കുക. മൂന്നാമത്തെ, അതായത് പിന്നെ ചെറിയൊരു ഭാഗം കൂടി എഴുതിയാൽ മതിയല്ലോ, അല്ലെങ്കിൽ ഈ 2 ഭാഗത്തിൽ തന്നെ ഇത് കംപ്ലീറ്റ് ആവും. പല കുട്ടികളുടെ 2 ഭാഗത്ത് തന്നെ കംപ്ലീറ്റ് ആക്കാം. ഇനി അതല്ല, നേരെ കുറച്ചപ്പുറത്ത് എന്ത് ചെയ്യാം, ആ ഒരു ചെറിയ ഭാഗം എടുത്തിട്ട് അവിടെ ഡിക്ലറേഷനും കൂടി കൊടുത്താൽ നമുക്ക് കണ്ടന്റ് സെറ്റ് ആയി. ഓക്കെ, അപ്പൊ ആ വൃത്തിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് എഴുതണം കേട്ടോ. സോ നോക്കാം ഇവിടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നതെന്നില്ല. യു ഹാപ്പൻ ടു സീ an advertisement in the Indian Express daily seeking qualified hands for the post of accountant in a reputed firm. You wish to apply for the job, prepare an application with a resume അല്ലെ. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടില്ല എന്താ, നിങ്ങളൊരു അഡ്വർടൈസ്മെന്റ് കണ്ടു, പരസ്യം കണ്ടു, ഇന്ത്യൻ എക്സ്പ്രസ് ഡെയിലിയിലാണ് കണ്ടത്. അപ്പം അക്കൗണ്ടന്റ് പോസ്റ്റിലേക്കാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ആളെ ഹയർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിലേക്ക് അപ്ലൈ ചെയ്യാണ്. സോ പ്രിപ്പയർ ആൻ ആപ്ലിക്കേഷൻ വിത്ത് റെസ്യൂമെ നമ്മൾ അറ്റാച്ച് ചെയ്യണം എന്നാ പറഞ്ഞത്. സോ ഇവിടെ പല ആൾക്കാരുടെയും സംശയമാണ്, ഇവിടെ പേര് എന്ത് പേരാ കൊടുക്കേണ്ടത് അല്ലെ. നിങ്ങളെ സംശയമൊക്കെ ഞാൻ വായിക്കലുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ശ്രദ്ധിച്ചു കേട്ടോ. എന്തൊക്കെയാണ് എല്ലാം ഇപ്പൊ ഇവിടെ ക്ലിയർ ചെയ്യും. ഓക്കെ, സോ ശ്രദ്ധിച്ചു കേട്ടോ. പല കുട്ടികളുടെയും സംശയമാണ് ഇവിടെ നമ്മൾ ഫ്രമ്മല് നമ്മൾ പേര് കൊടുക്കണോ, ആരെ പേരാ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം. അപ്പൊ ഇവിടെ നോക്ക്, ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്, യു വിഷ് ടു അപ്ലൈ എന്നാ പറഞ്ഞത് അല്ലെ. ജസ്റ്റ് ഇവിടെ ക്യാരക്ടറിന്റെ പേര് അങ്ങനെ ഒന്നുമല്ല, നമ്മൾ എന്താ അപ്ലൈ ചെയ്യാം, വിഷ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇവിടെ ചോദ്യം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ജസ്റ്റ് ഒരു അൺനോൺ ആയിട്ടുള്ള നെയിം കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ പൊതുവെ നമ്മൾ എന്താ പറയാ ABC എന്നുള്ള രീതിയിലൊക്കെ കൊടുക്കാനാണ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ കൊടുത്താലും മതി. ഓക്കെ, അപ്പൊ അതിലൊന്നും വലിയ പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ കറക്റ്റ് എന്ത് ചെയ്യുക, ഒരു ഫ്രം അഡ്രസ് നിങ്ങൾ അവിടെ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ നേരെ എന്ത് ചെയ്യുക, ഒരു ഫ്രം അഡ്രസ് നമ്മൾ കൊടുത്തു. ദെൻ ഡേറ്റ് ഒന്നും തെറ്റിക്കരുത്, ഈ ഒരു ഫോമാറ്റിൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഡേറ്റ് കൊടുക്കുക. പിന്നെ ടു എന്ന് പറഞ്ഞിട്ട് ആർക്കാ അല്ലെ. ദെൻ നേരെ എന്ത് ചെയ്യും, ദ മാനേജർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു 2 അഡ്രസ് കൊടുത്തു, കാരണം ഇത് അക്കൗണ്ടന്റ് ജോബിലേക്കാണ്. അപ്പം ഏകദേശം എന്ത് ചെയ്തു, ഒരു കമ്പനീന്റെ പേര് നമ്മൾ കൊടുത്തു. നോക്ക് ഇവിടെ കമ്പനീന്റെ പേര് എങ്ങനെ കൊടുത്തേ, ABC എന്നാണ് കൊടുത്തത് അല്ലെ. ഇവിടെ വ്യക്തമാക്കിയിട്ടില്ല, ABC പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കൊടുത്തത്. ഓക്കെ, ദെൻ എന്ത് ചെയ്യാ, സല്യൂട്ടേഷൻ വേണം, നിർബന്ധമാണ് അല്ലെ. ഫോമൽ അഡ്രസ്സിൽ ഇത് നിർബന്ധമാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് നോക്ക്, സബ്ജക്റ്റിൽ നമ്മൾ എങ്ങനെ കൊടുത്തേ, ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് അക്കൗണ്ടന്റ് അല്ലെ. അക്കൗണ്ടന്റ് പോസ്റ്റിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ ഇനി നമ്മൾ എന്ത് ചെയ്യണം, കാര്യങ്ങൾ പറയണം. ഓക്കെ, സോ നോക്ക്, ഇൻ റെസ്പോൺസ് ടു യുവർ അഡ്വർടൈസ്മെന്റ് ഇൻ ദ അല്ലെ ഇന്ത്യൻ എക്സ്പ്രസിലാണ് കണ്ടത്. ഡേറ്റ് എന്നാ കണ്ടത് എന്ന് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നോക്ക് 25 അല്ലെ, അന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സോ ഞാൻ ഐ വുഡ് ലൈക്ക് ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ് ഓഫ് അക്കൗണ്ടന്റ് ജോബിലേക്ക് അല്ലെ ഞാൻ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സോ എന്തൊക്കെയാണ് എന്റെ എന്തൊക്കെയാണ് എന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയണം. ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ ഇൻ കൊമേഴ്സ് വിത്ത് 80% മാർക്ക് അല്ലെ, 80% മാർക്കോട് കൂടി ഗ്രാജുവേഷൻ ഉണ്ട് ഈ കൊമേഴ്സിൽ. ആൻഡ് അതേപോലെ തന്നെ എന്താണ്, യെസ് ഐ ഹാവ് ഓൾസോ കംപ്ലീറ്റഡ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ CA അല്ലെ. ദെൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്ലോമ ഉണ്ട്. ആൻഡ് അതേപോലെ തന്നെ വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, വർക്കിംഗ് ആസ് എ ക്ലർക്ക് ഇൻ എ പ്രൈവറ്റ് കമ്പനി ഫോർ ദ ലാസ്റ്റ് 3 years. കഴിഞ്ഞ 3 വർഷമായിട്ട് ഇവിടെ ക്ലർക്ക് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ, ഏത് പത്രത്തിലാ, എന്നാ കണ്ടത്, ഏത് പോസ്റ്റിലേക്കാ, എന്താ എന്റെ ക്വാളിഫിക്കേഷൻ, എന്താ എന്റെ എക്സ്പീരിയൻസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സോ ഇനി എന്താണ് നമുക്ക് പറയാനുള്ള ആളോട്, ഇഫ് ഐ ആം സെലക്ടഡ്, ഞാൻ സെലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ ഐ വിൽ വർക്ക് ഹാർഡ് ഫോർ ദി ഗ്രോത്ത് ഓഫ് യുവർ കമ്പനി. മൈ റെസ്യൂമേ ഈസ് എൻക്ലോസ്ഡ് ഹിയർ വിത്ത് അല്ലെ. ഞാൻ നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും, ഹാർഡ് വർക്ക് ചെയ്യും എന്ന് പറഞ്ഞു എന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ. സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യണം, എന്റെ റെസ്യൂമേ അല്ലെ, എന്റെ ബയോഡാറ്റ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു അറ്റ് ഏർലിയസ്റ്റ് അല്ലെ. റിപ്ലൈ നമ്മൾ പ്രതീക്ഷിക്കും, മറുപടി പ്രതീക്ഷിക്കും എന്നുള്ള. എന്നിട്ട് എന്ത് ചെയ്യാം, ഇത് ഫോമൽ ലെറ്റർ ആയതുകൊണ്ട് യുവർ സിൻസിയർലി അല്ലെങ്കിൽ യുവർ ട്രൂലി, ദെൻ സൈൻ അല്ലെ, SD എന്ന് കൊടുക്കുക. ദെൻ ഇവിടെ എന്താണോ പേര് കൊടുത്തത് ആ പേരാണ് നമ്മൾ ഇവിടെ കൊടുത്തത്. അപ്പൊ ഒരു ഏകദേശം നെയിം എന്ന് ബ്രാക്കറ്റിലോട്ട് ഒരു ABC കൊടുത്താലും മതി. ഓക്കെ, അപ്പൊ അതിലൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, വലിയ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ നിങ്ങളുടെ പേരൊന്നും കൊണ്ടുപോയി കൊടുക്കണ്ട എന്നുള്ളത് കേട്ടോ. മാക്സിമം ഇതേപോലെ തന്നെ അൺനോൺ ആയിട്ടുള്ളത് ഒന്ന് കൊടുക്കാൻ ഏറ്റവും നല്ല ABC എന്നുള്ള രീതിയിൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്ത് എന്താ വെച്ചാല് ഈ റെസ്യൂമേ അല്ലെ.
അപ്പൊ ഇത് പല കുട്ടികളുടെയും സംശയമാണ്. റെസ്യൂമേ എന്ന് നമ്മൾ അവിടെ എഴുതണോ എന്നുള്ള എഴുതണം. കാരണം എന്താ, ഇത് നമ്മൾ അവിടെ റെസ്യൂമേ അറ്റാച്ച് ചെയ്യണം. അപ്പൊ നിങ്ങൾ അത് എഴുതിക്കോ. ഓക്കെ, അത് എഴുതണം. അത് എഴുതിയാൽ തന്നെയാണ് ആ കാണുമ്പോൾ ആ കറക്റ്റ് ആയിട്ട് നോക്കുന്ന ആൾക്കാർക്ക് യെസ് ലെറ്റർ ഉണ്ട്, റെസ്യൂമേ ഉണ്ട്, ഈ ഒരു സംഭവം അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, വൃത്തിക്ക് റെസ്യൂമേ എന്നൊരു സൈഡിൽ എഴുതിയിട്ട് എന്ത് ചെയ്യുക, അതിലെന്താ റെസ്യൂമേ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ പറയുന്നത് എന്താണ്, നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, സോ നോക്ക്, നെയിം അല്ലെ, കുമാർ എസ് എന്ന് പറഞ്ഞിട്ട് അല്ലെ ഒരു പേര് കൊടുത്തു. ഓക്കെ, സോ നെയിം എന്ന് കൊടുത്തിട്ട് പിന്നെന്താണ്, യെസ് ഏജ് കൊടുക്കണം, പ്രസന്റ് അഡ്രസ് അല്ലെ, ജസ്റ്റ് ഒരു അഡ്രസ് ഒക്കെ കൊടുക്കുക, ഏതെങ്കിലും ന്യൂഡൽഹി അമേരിക്ക എന്തെങ്കിലും ഒക്കെ കൊടുക്കുക. ദെൻ ഫോൺ നമ്പർ ദെൻ അതേപോലെ തന്നെ ഇമെയിൽ കൊടുക്കണേ. പിന്നെ ഒബ്ജക്റ്റീവ് ശ്രദ്ധിക്കണം. ഓക്കെ, ഇവിടെ ഒബ്ജക്റ്റീവിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഏത് ജോബിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ ജോബുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒബ്ജക്റ്റീവ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ ഞാൻ ടു ബിക്കം ആൻ എക്സ്പെർട്ട് അക്കൗണ്ടന്റ് എന്നാണ് കൊടുത്തത്. നാളെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഒരു ടീച്ചർ പോസ്റ്റിലേക്കുള്ള ഒരു ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് ടു ബിക്കം ആൻ എക്സ്പെർട്ട് അക്കൗണ്ടന്റ് എന്ന് എഴുതി വെക്കരുത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, അതിനനുസരിച്ചിട്ട് മാറ്റി കൊടുക്കണം കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസ് മറക്കരുത് കേട്ടോ. അപ്പൊ അത് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ജോലിക്ക് അനുസരിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, സോ എന്നിട്ട് ഒബ്ജക്റ്റീവ് കൊടുത്തിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കും എന്തൊക്കെയാണ് നമ്മൾ എഴുതുന്നത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ള അല്ലെ, M.Com ഡിപ്ലോമ ഉണ്ട്. ദെൻ അതേപോലെ തന്നെ എക്സ്പീരിയൻസ് 3 years എക്സ്പീരിയൻസ് ഒരു പ്രൈവറ്റ് ഫേമിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ അല്ലെ എന്തൊക്കെ സ്കിൽസ് ആണ് ഉള്ളത്, നമ്മുടെ സ്കിൽസ് നമ്മൾ അവിടെ പറയണം. ഏതൊക്കെ ഭാഷകൾ അറിയാം, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. ദെൻ എന്തൊക്കെയാണ് നമ്മുടെ താല്പര്യങ്ങൾ അല്ലെ, അപ്പൊ താല്പര്യങ്ങൾ റീഡിങ്, ക്രിക്കറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി. ദെൻ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഡിക്ലറേഷൻ കൊടുക്കുക. ഡിക്ലറേഷൻ കൊടുക്കുമ്പോൾ ഐ hereby declare that the details given above are true to the best of my knowledge and belief അല്ലെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാതെ ഇപ്പോ ഡീറ്റെയിൽസ് ബെസ്റ്റ് ഓഫ് എന്താ പറയാ, നമ്മളിപ്പോ ട്രൂ ആണ് അല്ലെ, അപ്പൊ ഇത് ട്രൂത്ത് ആണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, നമ്മളൊന്ന് ഡിക്ലെയർ ചെയ്യാം. അപ്പൊ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ബോക്സിൽ കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾ പക്ഷെ എന്ത് ചെയ്യണം, ഈ ഡിക്ലറേഷൻ എന്നൊക്കെ കൊടുത്തിട്ട് ഒരു അണ്ടർലൈൻ ഒക്കെ കൊടുക്കണം കേട്ടോ. ഒരു അടിപൊളിയായിട്ട് ഫീൽ ചെയ്യണം നോക്കുന്ന ആൾക്കാർക്ക്. ഓക്കെ, അപ്പൊ മുകളിൽ ഇതൊക്കെ ബോക്സിലാക്കുക. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഡിക്ലറേഷൻ എന്ന് തൊട്ട് അതിന്റെ താഴെ എഴുതിയിട്ട് ഒരു അണ്ടർലൈൻ ഒക്കെ കൊടുത്തിട്ട് വൃത്തിക്ക് എഴുതുക കേട്ടോ. താങ്കിങ് യു സിഗ്നേച്ചർ എന്നൊക്കെ പറഞ്ഞ് ഇത്രയും എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്തു, അതിന്റെ 8 marks നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ ഇത് അല്ലെ നമ്മുടെ ഷഹീൻ മിസ്ത്രിയുടെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടീച്ച് ഫോർ ഇന്ത്യയിൽ ഒരു വാക്കൻസി കണ്ടു. അങ്ങനെയാണെങ്കിൽ അല്ലെ അതിലേക്ക് നമ്മളിപ്പോ വളണ്ടിയർ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാണെന്ന് വിചാരിച്ചോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ അയക്കുന്ന ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമേ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ പത്രത്തിന്റെ പേരൊന്ന് മാറ്റി കൊടുക്കണം അല്ലെ. ഇവിടെ ഹിന്ദു ആണ്, ഇത് ടീച്ച് ഫോർ ഇന്ത്യയിലേക്കാണ്. സോ ഷഹീൻ മിസ്ത്രി ആണ് അല്ലെ അതിന്റെ ആള് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് കുട്ടികളെ പഠിപ്പിക്കാനാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അക്കൗണ്ടൻസിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ കൊടുത്തിട്ട് കാര്യമില്ല. ഓക്കെ, സോ നോക്കുക, യെസ് ഇവിടെ നോക്കുക, നമ്മൾ നേരെ അല്ലെ അഡ്രസ് കൊടുത്തു, ഡേറ്റ്, ദെൻ ഷഹീൻ മിസ്ത്രി ടീച്ച് ഫോർ ഇന്ത്യ മുംബൈ, ദെൻ ഡിയോസ് സല്യൂട്ടേഷൻ കൊടുത്തു, സബ്ജക്ട് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ടീച്ചേഴ്സ് അല്ലെ, ടീച്ചേഴ്സിന്റെ പോസ്റ്റിലേക്കാണ്. സോ നോക്കുക, യാ വിത്ത് റെഫറൻസ് ടു യുവർ അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ഇൻ റെസ്പോൺസ് ടു അല്ലെ ആ രീതിയിൽ നമുക്ക് കൊടുക്കാം. എന്നിട്ട് എന്നാ അഡ്വർടൈസ്മെന്റ് കണ്ടത്, ഏത് പത്രത്തിലാണ്, ഏത് പോസ്റ്റിലേക്കാണ്, ടീച്ചിങ് ഫാക്കൽറ്റിയിലേക്കാണ്, ഐ വുഡ് ലൈക്ക് ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ്. ഒക്കെ ശ്രദ്ധിച്ചോട്ടോ മക്കളെ, ശ്രദ്ധിച്ചോട്ടോ. ഓക്കെ, യെസ് ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മുടെ ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമേ എന്ന് പറഞ്ഞാല് അപ്പൊ എന്ത് ചെയ്യാ, അത് കഴിഞ്ഞിട്ട് യെസ് എന്തൊക്കെയാണ് എന്റെ പാഷൻ ആ രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് അല്ലെ, MA ഇംഗ്ലീഷ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, PG ഡിപ്ലോമ ഉണ്ട്. ആൻഡ് അതേപോലെ തന്നെ എക്സ്പീരിയൻസ് പറയണേ. എക്സ്പീരിയൻസ് നോക്ക് എന്തൊക്കെയാണ് ഇവിടെ എക്സ്പീരിയൻസ് ഉള്ളത് എന്ന് പറയുന്നുണ്ട് അല്ലെ, 5 years എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. സോ ഇവിടെ നോക്ക് റെസ്യൂമേ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആൻഡ് സർ ഐ അഷ്യൂർ യു, ഞാൻ ഉറപ്പ് തരാണ്, വാക്കുകൾ ശ്രദ്ധിച്ചോ, ഇഫ് സെലക്ടഡ് ഐ വിൽ ഡു മൈ ബെസ്റ്റ് ടു യുവർ എൻറ്റയർ സാറ്റിസ്ഫാക്ഷൻ അല്ലെ. എന്നിട്ട് നേരെ എന്ത് ചെയ്തു, റെസ്യൂമേ അറ്റാച്ച് ചെയ്തു. അപ്പൊ റെസ്യൂമേൽ നോക്ക് നെയിം, അഡ്രസ്, ഇമെയിൽ ID, ഫോൺ നമ്പർ. ഒബ്ജക്റ്റീവ് ഇവിടെ എന്താ നോക്ക്, ടു നർച്ചർ ദ ടാലന്റ് ആൻഡ് കോഗ്നിഷൻ ഓഫ് ഈച്ച് സ്റ്റുഡൻസ്. കാരണം ഒരു അധ്യാപികയാണല്ലോ അല്ലെ, ഒരു അധ്യാപിക ആകുമ്പോൾ ആ ആളുടെ ഒരു എന്തായിരിക്കും ഒബ്ജക്റ്റീവ്, അതാണ് ഇവിടെ നമ്മൾ കൊടുത്തത്. ദെൻ എഡ്യൂക്കേഷണൽ എന്തൊക്കെയാണ് എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ്, PG ഡിപ്ലോമ അല്ലെ, ദെൻ ഇംഗ്ലീഷ്, BA ഇംഗ്ലീഷ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ അറിയോ, മുകളിന് താഴേക്കാണ് വരേണ്ടത്. ഓക്കെ, ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് നമ്മൾ എന്താ കഴിഞ്ഞ അല്ലെ, ഇപ്പൊ ഞാൻ ലാസ്റ്റ് ആയിട്ട് ഇതാണ് B.Ed ആണ്. അപ്പൊ B.Ed, അത് കഴിഞ്ഞിട്ട് PG, അത് കഴിഞ്ഞിട്ട് അതിന്റെ താഴെ ഡിഗ്രി, അത് കഴിഞ്ഞിട്ട് +2, അത് കഴിഞ്ഞിട്ട് SSLC അല്ലെ. ഈ ഒരു ഓർഡറിലാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ, ശ്രദ്ധിച്ചോ കേട്ടോ. ഓക്കെ, ആദ്യം തന്നെ പോയിട്ട് SSLC അല്ല,
മുകളിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ക്വാളിഫിക്കേഷൻ ആദ്യം കൊടുത്തിട്ട് താഴേക്കാണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ അത് മറക്കരുത് കേട്ടോ. ദെൻ എക്സ്പീരിയൻസ് കൊടുക്കുക, എന്തൊക്കെയാണ് അല്ലെ റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ ഇത് മൊത്തം നോക്കുക ഒരു ടീച്ചിങ് എക്സ്പീരിയൻസ് ആ, ലെക്ചറർ എന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചിങ് എക്സ്പീരിയൻസ് അവിടെ കൊടുത്തത്. ദെൻ ആക്ടിവിറ്റീസ്, ഒരു ജസ്റ്റ് എന്തെങ്കിലും എക്സ്ട്രാ നമ്മൾ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ എഴുതുക. അച്ചീവ്മെന്റ്സ് നമുക്ക് എഴുതാം, നേട്ടങ്ങൾ, നമുക്ക് അവാർഡുകൾ കിട്ടിയിട്ടുണ്ടോ, നമുക്ക് റാങ്ക് കിട്ടിയിട്ടുണ്ടോ, നമുക്ക് ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ടോ, എന്തെങ്കിലുമൊക്കെ ഫസ്റ്റ് പ്രൈസോ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നമുക്ക് എഴുതാം. ഓക്കെ, ഇതൊക്കെ എഴുതാം. നമ്മുടെ CV എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അങ്ങോട്ട് ഹൈലൈറ്റ് ചെയ്യലാണ് നമ്മുടെ CV. ഓക്കെ, അപ്പം ഒരാളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇത് ഇങ്ങോട്ട് കണ്ടിട്ട് ആളങ്ങോട്ട് ജോലിക്ക് എടുക്കാൻ തോന്നണം. ആ ലെവൽ എന്ത് ചെയ്യാം, നിങ്ങൾ സെറ്റ് ആക്കാം. ഓക്കെ, സ്കിൽസ്, ലാംഗ്വേജ്, ദെൻ അതേപോലെ തന്നെ ഇൻട്രസ്റ്റ്, ഇതിനെ പറ്റിയിട്ട് ചെയ്താൽ. ദെൻ ഡിക്ലറേഷനിൽ നോക്ക്, യെസ് മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലെ, above information are true and correct to the best of my knowledge and if found otherwise I alone shall be responsible, thanking you, signature എന്ന് പറഞ്ഞിട്ട് നിർത്തി. ഓക്കെ, ഇനി ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ സെറ്റ് ആണല്ലോ മക്കളെ. അപ്പൊ എക്സാമിന് ഇങ്ങനെയൊക്കെയാണ് ചോദ്യം വരാം. നേരെ എന്ത് ചെയ്യും, പോസ്റ്റർ ഒക്കെ എടുത്ത് തരും. പോസ്റ്റർ എടുത്ത് തന്നിട്ട് അതിൽ നിന്നൊരു ചോദ്യം ചോദിക്കും. ഇവിടെ നമുക്ക് എന്താ പറഞ്ഞത്, യു വിഷ് ടു അപ്ലൈ ഫോർ ദ ജോബ്, prepare an application letter and a resume to be attached with the application അല്ലെ. അപ്പം ഇത്രയും കാര്യങ്ങൾ തന്നിട്ട് നമ്മളോട് എന്താ പറഞ്ഞത്, ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഇത് ഏത് ജോലിക്കാണ് അല്ലെ, ഏത് ജോലിയിലാണ് ഇവരെ ഹയർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ അതേപോലെ തന്നെ എന്താണ്, യെസ് ഇതിന്റെ അഡ്രസ് ഒക്കെ അപ്പൊ ഇവിടെ തന്നെ കിട്ടി അല്ലെ, സമ്മാൻ ഫൗണ്ടേഷനിലേക്കാണ് നമ്മൾ അയക്കേണ്ടത്. അപ്പോൾ അഡ്രസ് എല്ലാം ഇവിടെ പറയുന്നുണ്ട്. എന്താ അവരുടെ ആവശ്യം, അക്കൗണ്ടന്റ് അല്ലെ പോസ്റ്റിലേക്കാണ് ആവശ്യം. അപ്പൊ ക്വാളിഫിക്കേഷൻ ഏത് ഗ്രാജുവേഷൻ ആയാലും കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ ക്വാളിഫിക്കേഷനിൽ എന്ത് വേണം, ഒരു ഡിഗ്രി കൊടുക്കാൻ മറക്കരുത്. നോക്ക്, എനി ഗ്രാജുവേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ കറക്റ്റ് ക്വാളിഫിക്കേഷൻ ഒക്കെ വായിച്ചു നോക്കുക കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് ചെയ്യാൻ തന്നിരിക്കുന്ന ഇതേപോലെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താം, എഴുതാം. ഓക്കെ ആണല്ലോ. യെസ്, അങ്ങനെയാണെങ്കിൽ അടുത്തത് മക്കളെ ഞാൻ ഇന്റർവ്യൂ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സെറ്റ് ആണോ മക്കളെ, സെറ്റ് ആണോടാ, സെറ്റ് ആണോ? യെസ്, സെറ്റ് ആണോ, സെറ്റ് ആണോ, സെറ്റ് ആണോടാ, സെറ്റ് ആണോ? യെസ്, ഓക്കെ ആണല്ലോ, ഓക്കെ ആണോ? യെസ്, സെറ്റ് അല്ലടാ, ഓക്കെ, യാ. സോ അടുത്തത് കേട്ടോ, അടുത്തത് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ മക്കളെ, ഇന്റർവ്യൂ ഉണ്ടാവുക ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീനെ, അഥവാ നമ്മൾ ടെക്സ്റ്റിൽ പഠിക്കാത്ത പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഒരാളെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നതായിരിക്കും ഒന്നല്ലെങ്കിൽ ചോദിക്കുക. അല്ലെങ്കിൽ സെക്കൻഡ് അല്ലെ, രണ്ടാമത് ചാൻസ് വരുന്നത് ഇന്റർവ്യൂ വിത്ത് എ ക്യാരക്ടർ ഇൻ യുവർ ലെസൺ. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരാളെ പറ്റിയിട്ട് നിങ്ങളൊരു ഇന്റർവ്യൂ ചെയ്യുന്നതായിരിക്കും ക്വസ്റ്റ്യനിൽ വരാം. ഓക്കെ, അപ്പം ശ്രദ്ധിക്കേണ്ടത് നോക്ക്, ഇതിൽ രണ്ടിൽ ഏത് വന്നാലും നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും അല്ലെ. അപ്പൊ പുറത്തുനിന്ന് ഒരാൾ വന്നാൽ നമ്മൾ എന്തൊക്കെയാണ് ആളോട് ചോദിക്കേണ്ടത് എന്നുള്ളത് അല്ലെ. എക്സ്റ്റേണൽ ആയിട്ട് കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളത് പുറത്തുനിന്നാണ് ചോദിച്ചത്. ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള അല്ലെ ഒരു ഓൺട്രപ്രീനറെ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ അവരെ ഇന്റർവ്യൂ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് മോഡൽ എക്സാമിന് ചോദിച്ചത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പുറത്തുനിന്നുള്ള കാര്യങ്ങൾ വന്നാലും നമുക്ക് എഴുതാൻ പറ്റണം. ടെക്സ്റ്റ് നിന്നാണെങ്കിൽ സാധ്യത ഇർഫാൻ ആലം സാധ്യതയുണ്ട്, ദീദി സാധ്യതയുണ്ട്, വാങ്കരി മാതേ സാധ്യതയുണ്ട്. ഇനി വല്ല അല്ലെ കുസൃതി തോന്നിയിട്ട് ഇവര് ചിലപ്പോൾ എന്ത് ചെയ്യും, 3 L's ഓഫ് എംപവർമെന്റ്, ഐ മീൻ നമ്മുടെ ആ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് തന്നെയുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിക്കാം. രത്നനെ നിങ്ങൾ ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യാം അല്ലെ, ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ക്യാരക്ടറിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ധാരണ വേണം. അവരോട് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചോദിക്കും. ഇനി നോക്ക്, റോബർട്ട് ബാൾവിന് അടിപൊളിയായിട്ടുള്ള ആളല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ദ ഹവർ ഓഫ് ട്രൂത്തിൽ പറഞ്ഞിട്ടുണ്ട്. സത്യസന്ധനായിട്ടുള്ള മനുഷ്യരാണ്, ട്രൂത്തും കാര്യങ്ങളൊക്കെ അല്ലെ, ജസ്റ്റിസിന് വേണ്ടിയിട്ട് ഫെയർ ആയിട്ട് നിന്ന ഒരാളാണ്. സോ ആ ഒരാളെ നമ്മളിപ്പോ ഇന്റർവ്യൂ ചെയ്യാന്ന് വിചാരിച്ചോ, എങ്ങനെ ഉണ്ടാവും? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം പഠിക്കുമ്പോൾ. ഓക്കെ, അപ്പൊ നോക്ക്, ആ ആളിപ്പോ നമ്മൾ ഇന്റർവ്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാം. യെസ്, അപ്പൊ നമ്മളിങ്ങനെ റെഡി ആയിട്ട് നിൽക്കണം, എവിടുന്ന് ചോദ്യം വന്നാലും എഴുതാൻ പറ്റുന്ന രീതിയിൽ കേട്ടോ. ഓക്കെ, സോ നോക്ക്, വാട്ട് പ്രോംപ്റ്റഡ് യു ടു സെലക്ട് ദിസ് ഫീൽഡ് അല്ലെ, എന്താ ഈ ഒരു മേഖല സെലക്ട് ചെയ്യാൻ നിങ്ങൾ എന്താ പ്രേരിപ്പിച്ചത്, ആൻഡ് നിങ്ങൾ ഈ ഒരു കരിയർ എൻജോയ് ചെയ്യുന്നുണ്ടോ, ആ കാര്യങ്ങളൊക്കെ പറയാം. ഇത് നോക്ക്, ഇത് എല്ലാവരോടും ചോദിക്കാൻ പറ്റുന്ന ചോദ്യം അല്ലെ. യു മൈറ്റ് ഹാവ് ഫേസ്ഡ് ഡിഫിക്കൽട്ടീസ് ആൻഡ് ഫെയിലേഴ്സ് ഇൻ യുവർ ലൈഫ്, ഹൗ ഡിഡ് യു ഓവർകം ഫെയിലേഴ്സ്, നിങ്ങൾ എങ്ങനെയാണ് പരാജയങ്ങൾ നിങ്ങൾ ഓവർകം ചെയ്യുന്നത് അല്ലെ. എന്തായാലും പരാജയങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവുമല്ലോ ലൈഫിൽ. ആൻഡ് നോക്ക്, what is your greatest professional achievement and what are your future plans, എന്താ ഭാവി പരിപാടി അല്ലെ. what advice would you like to give to the present generation, ഇന്നത്തെ അല്ലെ ഈ ഒരു പ്രസന്റ് ജനറേഷന് കൊടുക്കാൻ പറ്റുന്ന എന്ത് അഡ്വൈസ് ആണ് അല്ലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ, കഴിഞ്ഞ എക്സാമിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോഡൽ എക്സാമിന് അല്ലെ, ഇർഫാൻ ആലത്തിന്റെ ആ ഒരു ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ വരുന്ന അതിന്റെ പോസിബിലിറ്റി ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ ചിലപ്പോൾ അതിൽ നിന്നൊരു സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതൊക്കെ. അപ്പൊ അതൊക്കെ അതേപോലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ സാധ്യതകൾ പറയുന്നതൊക്കെ എന്ത് ചെയ്യാം,
കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം കേട്ടോ. സോ ഇവിടെ നോക്ക്, ഇർഫാൻ ആലത്തിനോടുള്ള ഒരു ഇന്റർവ്യൂ ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചോദിക്കാം അല്ലെ. ഇർഫാൻ ആലം ഒരു സോഷ്യൽ ഓൺടർപ്യൂണർ ആണെന്നുള്ളത് നമുക്കറിയാം. സോ അതുകൊണ്ട് തന്നെ ചോദിക്കാം, വാട്ട് ഇൻസ്പയർഡ് യു ടു ബിക്കം എ സോഷ്യൽ ഓൺടർപ്യൂണർ ആൻഡ് ഹു ഈസ് യുവർ റോൾ മോഡൽ, ആരാ നിങ്ങളുടെ റോൾ മോഡൽ, ആൻഡ് ക്യാൻ യു ഷെയർ എനി സ്പെഷ്യൽ എക്സ്പീരിയൻസ് ഇൻ യുവർ ലൈഫ് അല്ലെ, നിങ്ങളുടെ ജീവിതത്തിലെ സ്പെഷ്യൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യോ. ആൻഡ് ഹൗ ഡിഡ് സമ്മാൻ ബൂസ്റ്റ് ദ സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ദ റിക്ഷ പുള്ളേഴ്സ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. അതായത് സമ്മാൻ എന്തായാലും ഇവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചൂടെ, എങ്ങനെ ഇത് ബൂസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് അല്ലെ. അപ്പൊ റെസ്പോൺസ് നമ്മളോട് ചോദിച്ചെന്ന് വിചാരിച്ചോ, ഇന്റർവ്യൂ ക്വസ്റ്റനിൽ അതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒന്നല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും നമ്മൾ എഴുതേണ്ടത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വേണം റെസ്പോൺസ് വേണ്ടി വരും, അല്ലെങ്കിൽ ഇന്റർവ്യൂ എന്നങ്ങോട്ട് പറയും. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ചോദ്യം വേണം, അതിന്റെ റെസ്പോൺസും കൊടുക്കണം താഴെ. അപ്പൊ ഇവിടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സമ്മാനിലെ കുറച്ച് അല്ലെ ആ ഒരു ഇർഫാൻ ആലത്തിന്റെ ഇന്റർവ്യൂലുള്ള കുറച്ച് പോയിന്റ്സ് ഇവിടെ നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ ഡു യു തിങ്ക് യു ഹാവ് ഫുൾഫിൽ യുവർ ഡ്രീംസ് ഇൻ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിലെ അല്ലെ സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? വാട്ട് ഈസ് യുവർ മെസ്സേജ് ടു സ്റ്റുഡൻസ് അല്ലെ, വിദ്യാർത്ഥികളോടുള്ള നിങ്ങളുടെ സന്ദേശം എന്താണ് എന്നുള്ളത് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഇർഫാൻ ആലത്തിനോട് എന്തായാലും ഒരു 4-5 ചോദ്യം ചോദിക്കാൻ വേണ്ടി പറയുള്ളൂ. അപ്പം തന്നെ എന്ത് ചെയ്യും, നമുക്ക് ഇത് സെറ്റായി. ഓക്കെ, യെസ്. സോ അടുത്തത് ഇനി ദീദിനെ പറ്റിയിട്ടാണെങ്കിലോ, ദീദിനോടുള്ള റെലവെന്റ് ആയിട്ട് ഇത് ചില ആൾക്കാർ ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് കമന്റ് ബോക്സിൽ. അതായത് റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ മാത്രമാണോ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റും അതിനുശേഷം ഒരു ക്വസ്റ്റ്യനും അല്ലെ, ഈ രീതിയിൽ നമ്മൾ ചോദിക്കേണ്ടി എന്നുള്ള പല കുട്ടികളും ചോദിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് കാണുമ്പോൾ മാത്രമല്ല, നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളത്. നമ്മളിപ്പോൾ ആ ഫുൾ മാർക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അല്ലെ, നമുക്ക് 4 മാർക്ക് നമുക്ക് കിട്ടണം. അപ്പൊ ആ രീതിയിലൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഇതേപോലെയുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞിട്ട് അതിനുശേഷം ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് ആ ഒരൊറ്റ ക്വസ്റ്റ്യനെ അടിപൊളിയായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ അങ്ങനെയും എഴുതാം. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഇനി വേണമെന്നുണ്ടെങ്കിൽ മിക്സ് ആക്കിയിട്ട് എഴുതിക്കോ. എല്ലാം എന്ത് ചെയ്യണ്ട, സ്റ്റേറ്റ്മെന്റ് അതിനുശേഷം ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ആക്കണമെന്നില്ല. ഒന്ന് എന്ത് ചെയ്യുക, ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ക്വസ്റ്റ്യൻ, പിന്നെ അടുത്ത രണ്ടാമത് കുറച്ചും കൂടി അടിപൊളിയായിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ മാത്രം ആക്കാം, പിന്നെ വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആക്കാം. ഓക്കെ, ആ രീതിയിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മാർക്കിനനുസരിച്ചിട്ട് അടിപൊളിയാക്കി നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് നിങ്ങൾ കണ്ടന്റ് അവിടെ ഒക്കെ ഡെലിവർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, സോ ആളെ പറ്റിയിട്ട് അല്ലെ, ആളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചോദിക്കാം, ആൾ വളർന്നതൊക്കെ, യുവർ ഇന്റർനാഷണൽ upbringing exposed you to diverse cultures. How did this experience influence your passion for education and the founding of Agansha Foundation in India? അല്ലെ, യെസ്, ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. താൻ ഇതുവരെ വളർന്നതൊക്കെ അല്ലെ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ആയിരുന്നു. ഇന്റർനാഷണൽ അപ്ബ്രിംഗ് ആണ്, വളർന്നതും ജീവിച്ചതൊക്കെ മറ്റുള്ള രാജ്യത്താണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് കിട്ടിയിട്ടുള്ള എക്സ്പോഷേഴ്സ്, ഓക്കെ, അപ്പൊ അത് എത്രത്തോളം ഈ ടീച്ച് ഫോർ ഇന്ത്യയുടെ അതിന്റെ അല്ലെ അതിന്റെ ആ ഒരു എസ്റ്റാബ്ലിഷും കാര്യങ്ങളിലൊക്കെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ടീച്ചിങ്ങിന്റെ ഈ ഒരു പാഷൻ, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. അതേപോലെ തന്നെ could you share some key milestone അല്ലെ, ഒരുപാട് കീ മൈൽസ്റ്റോൺ അതേപോലെ തന്നെ ചാലഞ്ചസ് ഒക്കെ ഉണ്ടാവും എന്തായാലും ലൈഫിൽ ഈ അഗാൻഷ ഫൗണ്ടേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്തൊക്കെ. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാ അല്ലെ, ഹൗ ഡിഡ് യു ഓവർകം ദം ടു പ്രൊവൈഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ടു പ്രൊവൈഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ടു അണ്ടർ പ്രിവിലേജ്ഡ് ചിൽഡ്രൻ, അതായത് പാവപ്പെട്ട കുട്ടികൾക്ക് ഈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ നിങ്ങൾ ഈ ചാലഞ്ചസ് ഒക്കെ ഓവർകം ചെയ്തു വന്നത്. ഓക്കെ, അപ്പൊ നോക്ക്, ഇനി വലിയ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങടെ കട്ട് ചെയ്തൂടെ, ഇത് മാത്രമൊക്കെ ചോദിക്കുക അല്ലെ. ഹൗ ഡിഡ് യു ഓവർകം, എടാ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് സ്മാർട്ട് വർക്ക് ചെയ്യട്ടോ, ഇത് മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ചോദ്യമാക്കാം. ഓക്കെ, അപ്പൊ ആ ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അടിപൊളിയാക്കാം. നോക്കും, അടുത്ത നോക്ക്, ആസ് എ CEO of Teach for India, you have been a driving force and the organization mission to bridge educational inequities. വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരുപാട് അസമത്വങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഇല്ലാതാക്കാനുള്ള അല്ലെ, അതിലൊക്കെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആണ് ശരിക്കും ഈ ടീച്ച് ഫോർ ഇന്ത്യ ഒക്കെ. കാരണം ഒരുപാട് അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് സോ ഹൗ ഹാസ് ദിസ് ജേർണി ഇവോൾവ്ഡ് സിൻസ് 2008 and what impact has it had on the Indian education system? ഈ 2008 മുതലുള്ള ഈ ടീച്ച് ഫോർ ഇന്ത്യ അല്ലെ, ടീച്ച് ഫോർ ഇന്ത്യ എന്താന്നൊക്കെ അറിയില്ലടാ, അറിയില്ലേ, ഇതൊന്നും അറിയാത്ത ആൾക്കാരില്ലല്ലോ. ഓക്കെ, സോ നോക്ക്, ടീച്ച് ഫോർ ഇന്ത്യയുടെ ഇതിന്റെ ഒരു ജേർണി അല്ലെ എത്രത്തോളമാണ് ഈ ഇന്ത്യൻ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ അല്ലെ ഇതിന് ചേഞ്ചസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിക്കാം. അതേപോലെ തന്നെ ഇൻ യുവർ എക്സ്പീരിയൻസ് വാട്ട് ആർ ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് സിസ്റ്റമിക് ചേഞ്ചസ് നീഡഡ് ഇൻ ദ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സെക്ടർ, ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചേഞ്ചസ്, മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ആൻഡ് ഹൗ ക്യാൻ ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻ കോൺട്രിബ്യൂട്ട് ടു മേക്കിംഗ് ദീസ് ചേഞ്ചസ് എ റിയാലിറ്റി അല്ലെ. ഈ ചേഞ്ചസ് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ വ്യക്തികൾക്കും അതേപോലെ തന്നെ സംഘടനകൾക്കും ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള ചോദ്യം. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് ചോദിക്കാം. അതേപോലെ തന്നെ പിന്നെ സാധ്യത ഉള്ളത് വാങ്കരി മാതയോടുള്ള
ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ആൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ശരിക്കും നോബൽ പീസ് പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആളോട് നമ്മൾ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തൊക്കെ ചോദിക്കാം? ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിനെ പറ്റി ചോദിക്കാം. കാരണം ആളാണ് അതിന് എന്ത് കൊടുത്തിട്ടുള്ളത്, നേതൃത്വം കൊടുത്തത് അല്ലെ. അപ്പൊ നോക്ക്, വാട്ട് മെയ്ഡ് യു സ്റ്റാർട്ട് ദ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്, എന്തുകൊണ്ടല്ലേ നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള. വാട്ട് ആർ സം ഓഫ് ദ ബെസ്റ്റ് തിങ്സ് ദാറ്റ് ഹാവ് ഹാപ്പൻഡ് ബിക്കോസ് ഓഫ് ഇറ്റ്. അപ്പൊ അതിനാൽ പിന്നെ അവിടെ സംഭവിച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് പറയാം. അപ്പൊ നോക്ക്, യെസ്, ഐ സ്റ്റാർട്ടഡ് ദ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് ബിക്കോസ് ഐ സോ ദാറ്റ് പ്ലാന്റിംഗ് ട്രീസ് കുഡ് ഹെൽപ്പ് ബോത്ത് ദ എൻവയോൺമെന്റ് ആൻഡ് വിമൻസ് ലൈഫ് അല്ലെ. ഈ മരങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രകൃതിനെയും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേസമയം അത് വിമനെയും സ്ത്രീകളെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നല്ല. ആൻഡ് ഇതിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള തിങ് എന്ന് പറഞ്ഞാൽ എന്താ, വിമൻ ബിക്കം ലീഡേഴ്സ് ഇൻ ദെയർ കമ്മ്യൂണിറ്റീസ് ആഫ്റ്റർ പ്ലാന്റിംഗ് ട്രീസ്. മരങ്ങളല്ലേ ഈ പ്ലാന്റ് ചെയ്തതിന് ശേഷം സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ കമ്മ്യൂണിറ്റിയിൽ അവരെ നേതാക്കന്മാരായിട്ട് എന്ത് ചെയ്തു, ഉയർന്നു വരാൻ വേണ്ടി തുടങ്ങി എന്നല്ല. പിന്നെ ഒരു ചോദ്യം നോക്ക്, യു കെയർ അബൌട്ട് ദ എൻവയോൺമെന്റ് ആൻഡ് ഡെമോക്രസി, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഫെയർനെസ് അല്ലെ. ഡെമോക്രസിയും അതേപോലെ തന്നെ എൻവയോൺമെന്റും ദെൻ ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങൾക്കും ന്യായത്തിനും വേണ്ടിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, യെസ്, നിങ്ങൾ കെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു കണക്ഷൻ എന്താ, ഒന്ന് പരിസ്ഥിതി ആണ്, ഒന്ന് ജനാധിപത്യമാണ് അല്ലെ, ഒന്ന് മനുഷ്യാവകാശമാണ്, ഒന്ന് ന്യായമാണ്. ഇതൊക്കെ തമ്മിലുള്ള ഒരു കണക്ഷനെ പറ്റിയിട്ടാ ചോദിച്ചത്. ഹൗ ദീസ് തിങ്സ് കണക്ട്, എങ്ങനെയാണ് ഇതൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ളത്? വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടന്റ് ടു പ്രൊട്ടക്ട് ദ എൻവയോൺമെന്റ് ഫോർ പീസ് ആൻഡ് ഫെയർനെസ്? സമാധാനം കിട്ടാന്, ന്യായത്തിനും വേണ്ടിയിട്ട് ഈ എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അല്ലെ, എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് ഇമ്പോർട്ടന്റ് ആവുക എന്നുള്ളതാണ് ചോദിച്ചത്. അതിന്റെ ഒരു കണക്ഷൻ ആണ് ചോദിക്കുന്നത്. സോ നോക്ക് എന്താ പറഞ്ഞത്, ദീസ് തിങ്സ് ആർ കണക്റ്റഡ്. ഇത് കണക്റ്റഡാ, എൻവയോൺമെന്റും നമ്മുടെ പീസും സമാധാനമൊക്കെ കണക്റ്റഡാ. എന്തുകൊണ്ടാണ്? when the environment suffers, ഇവിടെ പ്രകൃതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്താവും, it can lead to fight over resources and harm people's right അല്ലെ. ഇവിടെ നോക്ക്, നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്, ഇനി ഭൂമിയിൽ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ, ഒരു വാർ ഉണ്ടാവുകയാണെങ്കിൽ അത് ജലത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, ഭൂമിയിലുള്ള എല്ലാ ആൾക്കാർക്കും എന്ത് കിട്ടണം എന്നുള്ളതാണ്, അത് എൻവയോൺമെന്റ് ആയിട്ട് ബന്ധപ്പെട്ടല്ലേ. അപ്പൊ വായു കിട്ടണം, അതേപോലെ തന്നെ വെള്ളം കിട്ടണം, ഇതൊക്കെ വേണം. ഇതൊന്നും ഇല്ലെങ്കിൽ എന്തേ മനുഷ്യന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ വരും. ഇപ്പൊ നമ്മൾ മുല്ലപ്പെരിയാറിന്റെ പ്രശ്നമൊക്കെ നമ്മൾ കുറെ കേട്ടതാ അല്ലെ. അപ്പൊ അതൊക്കെ എന്താ, അതൊക്കെ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അറ്റ് ദ സെയിം ടൈം അത് മനുഷ്യന്മാരെ ബാധിക്കുന്നുണ്ട്, മനുഷ്യന്മാരുടെ പീസിന് അത് ബാധിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇത് കണക്റ്റഡ് ആണ് എന്നാ പറഞ്ഞ. അപ്പം ഇവിടെ പീസ് വേണോ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, എൻവയോൺമെന്റിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ വാങ്കർമാരെ പറയുന്നത് കേട്ടോ. പ്രൊട്ടക്ടിങ് ദ എൻവയോൺമെന്റ് ഈസ് കീ ടു ഹാവിംഗ് പീസ് ആൻഡ് ഫെയർനെസ് ഫോർ എവ്രി വൺ. ശ്രദ്ധിക്കുക കേട്ടോ. ദെൻ അതേപോലെ തന്നെ നോക്ക്, ഈ നോബൽ പീസ് പ്രൈസ് കിട്ടിയത് ഇത് എങ്ങനെയാണ് അല്ലെ, ബാക്കിയുള്ള ആൾക്കാരെ ശരിക്കും ഇത് നോക്ക്, ഹൗ ഡു യു തിങ്ക് ദിസ് വിൽ ഹെൽപ്പ് ദ എൻവയോൺമെന്റ്? തനിക്ക് ഈ ഒരു നോബൽ പീസ് പ്രൈസ് കിട്ടിയത് എങ്ങനെയാണ്, എൻവയോൺമെന്റിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ആൻഡ് വാട്ട് ഡു യു വാണ്ട് പീപ്പിൾ ടു നോ ബിക്കോസ് യു വാണ്ട് അല്ലെ. അപ്പം അതിനുള്ള മറുപടി ആയിട്ട് എന്താ പറഞ്ഞത്, എനിക്ക് നോബൽ പ്രൈസ് കിട്ടിയത് എന്ന് വെച്ചാൽ എന്താണ്, അത് അമേസിംഗ് ആണ്. പക്ഷെ അത് മാത്രമല്ല, ഇത് നോക്കി ഇവിടെ പറഞ്ഞെന്താ, ഇറ്റ് മേക്സ് മോർ പീപ്പിൾ കെയർ അബൌട്ട് ദ എൻവയോൺമെന്റ്. ആളുകൾ ഇത് ഭയങ്കരമായിട്ടല്ലേ ശ്രദ്ധ ആളുകളിൽ ഉണ്ടാക്കും, എൻവയോൺമെന്റ് കീപ്പ് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള ചിന്ത ആൾക്കാരെല്ലാം ഉണ്ടാവില്ലേ ഇങ്ങനെ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത്. സോ ഐ വാണ്ട് എവരി വൺ ടു നോ ദാറ്റ് വി ഓൾ ഹാവ് എ role in protecting our planet and making a better world for the future അല്ലെ. എല്ലാ ആൾക്കാരെയും ആ ഒരു ബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ഭൂമി നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം ഭാവിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. നേരത്തെ ഞാൻ ക്വസ്റ്റ്യൻസ് മാത്രമേ പറഞ്ഞ, ഇപ്പൊ നോക്ക് ചോദ്യം അതിനുള്ള ഒരു ആൻസർ അല്ലെ. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, തയ്യാറാക്കണം കേട്ടോ. ഇനി പല ആൾക്കാരുടെയും സംശയമാണ് ആർട്ടിക്കിൾ റൈറ്റിംഗ്, എങ്ങനെയാണ് നമ്മൾ ആർട്ടിക്കിൾ എഴുതുക എന്നുള്ളത് അല്ലെ. പല കുട്ടികളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ ആർട്ടിക്കിൾ എന്താ എഴുതുക, ആർട്ടിക്കിൾ നമ്മൾ എന്താ ടൈറ്റിൽ കൊടുത്തിട്ട് കുറച്ച് പോയിന്റ്സ് അല്ലേ എഴുതുക, എസ്സേ ഇപ്പൊ എങ്ങനെയല്ലേ, എന്താ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അല്ലെ. ഇത് പല ആൾക്കാരുടെയും സംശയമാണ്. സോ ശ്രദ്ധിച്ച് കേട്ടോ. ഈ ആർട്ടിക്കിളും എസ്സേയും തമ്മിലുള്ള ഡിഫറൻസ് ആ പറയുന്നത്. സോ ഇവിടെ ആർട്ടിക്കിൾ എഴുതുന്നതിനെ പറ്റി നോക്ക്. ആർട്ടിക്കിൾ നമ്മൾ എഴുതുന്നതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് അറിയോ? മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാല് ടു എക്സ്പ്രസ് പേഴ്സണൽ ഒപ്പീനിയൻ. ചിലപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ എഴുതുന്ന എന്താ, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാ. ഓക്കെ, അല്ലെങ്കിലോ നമ്മൾ ഏതെങ്കിലുമൊക്കെ അല്ലെ ന്യൂസ് പേപ്പറിലോ മാഗസിൻ ആർട്ടിക്കിൾസിലോ അല്ലെ മാഗസിനിലൊക്കെ എന്ത് ചെയ്യാം, ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് കുറച്ച് അറിവ് ബാക്കിയുള്ള ആൾക്കാർക്ക് പറയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എഴുതും. അപ്പൊ നോക്ക്, ഒന്നല്ലെങ്കിൽ പേഴ്സണൽ ഒപ്പീനിയൻ പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്നുള്ള. ഓക്കെ, അപ്പൊ ഈ രണ്ട് രീതിയിലാണ് നമ്മൾ പൊതുവെ ആർട്ടിക്കിൾ എഴുതാം. അപ്പൊ നിങ്ങളെല്ലാ ആൾക്കാരും എന്തായാലും മാഗസിനൊക്കെ കാണുന്ന ആൾക്കാരല്ലേ, അതിലൊക്കെ ആർട്ടിക്കിൾ നിങ്ങൾ കാണാറുണ്ടാവും അല്ലെ. അപ്പൊ പല സംഭവത്തെ പറ്റിയിട്ടൊക്കെ ഉള്ള ആർട്ടിക്കിൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. സോ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ആർട്ടിക്കിൾ എസ്സേയും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള മാറ്റം എന്താണെന്ന് അറിയോ? എസ്സേ നമ്മൾ എഴുതുമ്പോൾ
അതിൻ്റെ ഒരു ടൈറ്റിൽ, ദെൻ ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ബോഡി, ഒരു കൺക്ലൂഷൻ എന്നുള്ള ലെവലല്ല നമ്മൾ എഴുതാം. അതായത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് നമ്മൾ എഴുതി പോവുക ചെയ്യുക ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട്, ആ ഒരു വിഷയത്തെ പറ്റിയിട്ട്. പക്ഷെ ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ അതിലെന്ത് ചെയ്യും, ആ വിഷയത്തെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് കൊടുക്കാം, എന്താണ് പ്രശ്നങ്ങൾ ആ കാര്യങ്ങൾ നമുക്ക് പറയാം. ഇനി അതല്ല, ഇനി എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടോ അല്ലെ, മീഡിയക്കും ഗവൺമെന്റിനൊക്കെ ചെയ്യേണ്ട എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ പറയാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആർട്ടിക്കിളിൽ നമുക്ക് സബ് ഹെഡിങ് കൊടുക്കാം എന്നുള്ളതാണ്. അതാണ് ഏറ്റവും മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളൊരു ഡിഫറൻസ്. ഓക്കെ, രണ്ട് നമുക്ക് സിമിലർ ആയിട്ട് തന്നെ തോന്നുക, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ആർട്ടിക്കിൾ ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ സബ് ഹെഡിങ്ങും കൊടുക്കാം. അതായത് ഇപ്പോൾ ഒരു ടൈറ്റിൽ കൊടുത്തു അല്ലെ, അതിലിപ്പോ ഇൻട്രൊഡക്ഷനിൽ കുറച്ച് പോയിന്റ്സ് ഇങ്ങനെ പറഞ്ഞു, എന്നിട്ട് ഒരു 1 എന്നിട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ, 2 എന്നിട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ അല്ലെ. അപ്പൊ ഈ രീതിയിലൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് സബ് ഹെഡിങ് ഒക്കെ ഒരു ആർട്ടിക്കിൾ നമുക്ക് കൊടുക്കാം. പക്ഷെ എസ്സേയിൽ നമ്മൾ അത് കൊടുക്കൂല. എസ്സേയിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ബോഡി, ഒരു ടൈറ്റിൽ അല്ലെ, ദെൻ ഒരു ഇൻട്രൊഡക്ഷൻ, ദെൻ ഒരു ബോഡി, ഒരു കൺക്ലൂഷൻ, ഈ ലെവലിലായിരിക്കും നമ്മൾ എന്ത് ചെയ്താ എസ്സേ എഴുതാം. ഓക്കെ, അപ്പൊ ആ ഒരു വ്യത്യാസം നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. സോ ഒരു ആർട്ടിക്കിൾ നോക്ക്, ആർട്ടിക്കിൾ എന്ത് ചെയ്യണം, ആർട്ടിക്കിൾ എഴുതുമ്പോൾ ടൈറ്റിൽ കൊടുത്തിട്ട് ആളെ പേര് കൊടുക്കണം. ഓക്കെ, യെസ്, ആർട്ടിക്കിൾ എഴുതുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യില്ലേ, പൊതുവെ നമ്മൾ അങ്ങനെ ചെയ്യല്ലേ. യെസ്, ആളുടെ പേരും കൂടി എന്ത് ചെയ്യാം, നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. ഒരു ആർട്ടിക്കിൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ABC എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. നോർമൽ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളിന്റെ ഫോമാറ്റ് അതാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നോക്ക്, പാരഗ്രാഫ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഫസ്റ്റ് പാരഗ്രാഫ്, അപ്പൊ അതിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ് ആദ്യത്തെ പാരഗ്രാഫിൽ പറയേണ്ടത്. ദെൻ സെക്കൻഡ് പാരഗ്രാഫിൽ എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള ടോപ്പിക് ആണെങ്കിൽ അതിന്റെ മെറിറ്റ്സും അതിന്റെ ഡിമെറിറ്റ്സും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം അവിടെ പറയാം എന്നുള്ള കേട്ടോ. എന്തെങ്കിലും പ്രശ്നത്തെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, ദെൻ തേർഡ് പാരഗ്രാഫിൽ നോക്ക്, എന്ത് ചെയ്യാം, അതിന്റെ സൊല്യൂഷൻസോ എന്തൊക്കെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അല്ലെ, നമ്മളെ സജഷൻസും കാര്യങ്ങളൊക്കെ പറയാം. ഫോർത്ത് പാരഗ്രാഫിൽ മൊത്തത്തിൽ ഇതിൽ നിന്നുള്ള ഒരു കൺക്ലൂഷൻ ആയിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നല്ല. അപ്പൊ ആർട്ടിക്കിൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഇനി വലിയ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ട് ഓക്കെ, അപ്പൊ ആർട്ടിക്കിളിന്റെ ഇതിൽ എന്ത് ചെയ്യാം, നമുക്ക് സബ് ഹെഡിങ്ങും കാര്യങ്ങളും കൂടി ഒക്കെ കൊടുക്കാം, അതൊന്ന് ശ്രദ്ധിക്കാം. സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്ക്, ഒരു ആർട്ടിക്കിളിന്റെ ക്വസ്റ്റ്യനാ, പ്രസിഡന്റ് ഒബാമ കോംപ്ലിമെന്റഡ് ഇർഫാൻ ആലം അല്ലെ. പ്രസിഡന്റ് ഒബാമ എന്ത് ചെയ്തിട്ടുണ്ട്, ഇർഫാൻ ആലത്തെ കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. എന്താ പറഞ്ഞേ, യു ആർ ഡൂയിങ് എ ടഫർ ജോബ് ദാൻ മീ എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ എന്നെക്കാളും ടഫർ ആയിട്ടുള്ള ഒരു ജോബ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് കോംപ്ലിമെന്റ് ചെയ്തത് അല്ലെ. സോ ഡു യു അഗ്രി വിത്ത് ഹിം, നിങ്ങൾ അദ്ദേഹമായിട്ട് നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. ഓക്കെ, സോ നോക്ക്, അതല്ലേ നമ്മൾ സ്ട്രേറ്റ് ചെയ്യണം. റൈറ്റ് ആൻ ആർട്ടിക്കിൾ അനലൈസിംഗ് ദ സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ ഓൺടർപ്രീനർഷിപ്പ്, സാമൂഹ്യ സംരംഭത്തെ പറ്റിയിട്ട് അല്ലെ ഉള്ള അതിന്റെ സ്കോപ്പും അതിന്റെ അവസരവും അതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് നമ്മളോട് ആർട്ടിക്കിൾ ആണ് എഴുതാൻ പറഞ്ഞത്. ഇൻ കൺട്രീസ് ലൈക്ക് ഇന്ത്യ അല്ലെ, ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് എത്രത്തോളം ഇതേപോലെയുള്ള സോഷ്യൽ ഓൺടർപ്രീനർഷിപ്പിന് സാധ്യതകളുണ്ട്, അതിന്റെ അല്ലെ അതിന്റെ സ്കോപ്പ്, ഇതിനെ പറ്റിയിട്ട് ഒരു ആർട്ടിക്കിൾ നമ്മൾ എഴുതേണ്ടി. അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ആർട്ടിക്കിൾ വായിക്കുന്ന സമയത്ത് ആൾക്കാർക്ക് മനസ്സിലാവണം. ഓക്കെ, ഈ ഓൺടർപ്രീനർഷിപ്പിനെ പറ്റി നമുക്ക് എന്താ പറയാനുള്ളത്, സോഷ്യൽ ഓൺടർപ്രീനർഷിപ്പിനെ പറ്റിയിട്ട് അല്ലെ എന്താ പറയാനുള്ളത്. ദെൻ ഇർഫാൻ ആലമാര, ബറാക് ഒബാമ എന്താ പറഞ്ഞേ, ആൻഡ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് അല്ലെ എത്രത്തോളം ഇതിനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ആ സാധ്യതകളൊക്കെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മുടെ ആർട്ടിക്കിളിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റണം. ഓക്കെ, സോ നോക്കും, സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ ഓൺടർപ്രീനർഷിപ്പ് അല്ലെ, നമ്മളൊരു ടൈറ്റിലൊക്കെ നമ്മൾ കൊടുത്തു. ഓക്കെ, ഇവിടെ ഇനി എന്ത് ചെയ്യാം, നെയിമും നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൊടുക്കാം കേട്ടോ. ഓക്കെ, നെയിമും കൊടുക്കാം ആർട്ടിക്കിൾ ആയതുകൊണ്ട്. സോ നോക്കും, ഇർഫാൻ ആലം is doing a challenging task എന്ന് പറഞ്ഞിട്ട് അല്ലെ ഇർഫാൻ ആലത്തെ പറ്റിയിട്ട് പറയാം. കാരണം നമുക്ക് ചോദ്യത്തിൽ അതാണല്ലോ പറഞ്ഞത്. ആൻഡ് അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇർഫാൻ ആലത്തെ പറ്റി പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്, ആൾ എന്താ എങ്ങനെയെന്നുള്ളത് അല്ലെ. ആൻഡ് അദ്ദേഹത്തിനെ പറ്റിയിട്ട്, അദ്ദേഹത്തിന്റെ സമ്മാൻ ഫൗണ്ടേഷനെ പറ്റി പറയാണ്. അത് 2007 അല്ലെ അത് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് അത് എങ്ങനെയാണ് അത് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്, റിക്ഷ പുള്ളേഴ്സിനെ അല്ലെ ഓർഗനൈസ് ചെയ്തു, ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതെന്തൊക്കെയാണ് ചെയ്യുന്നത്, സമ്മാൻ ഇംപ്ലിമെന്റഡ് ഇന്നോവേഷൻസ് ടു ഇൻക്രീസ് ദ ഇൻകം ഓഫ് റിക്ഷ പുള്ളേഴ്സ്, റിക്ഷ പുള്ളേഴ്സിന്റെ ഇൻകം കൂട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ ഇത് ചെയ്യുന്നത്, അത് പറയുന്നുണ്ട്. സമ്മാൻ റിക്ഷാസ് ആർ റീഡിസൈൻ ടു ഗെറ്റ് മോർ സ്പേസ് ഫോർ ഡിസ്പ്ലേയിങ് അഡ്വർടൈസ്മെന്റ് അല്ലെ. സമ്മാൻ ഫൗണ്ടേഷൻ എങ്ങനെയൊക്കെ ചെയ്യുന്നത്, അതിൽ മൊത്തം അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെയാണ് അത് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദേ ഗോട്ട് റവന്യൂ ഫ്രം ദ അഡ്വർടൈസ്മെന്റ്, ഈ പരസ്യത്തിൽ നിന്നാണ് അവർക്ക് റവന്യൂ കിട്ടുന്നത് അല്ലെ, വരുമാനവും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ശരിക്കും എന്നല്ല. ആൻഡ് എന്നിട്ട് അതിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ എടുത്ത് പറയുകയാണെങ്കിൽ അതിൽ വാട്ടർ, ജ്യൂസ്, ബിസ്ക്കറ്റ്സ്, മൊബൈൽ കാർഡ്, ന്യൂസ് പേപ്പർ, ഇതൊക്കെ അതിൽ കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പം അതുകൊണ്ടൊക്കെ നോക്ക്, യെസ് ആരെന്ത് പറഞ്ഞിട്ടുണ്ട്, ഇർഫാൻ ആലം ഡിസേർവ് ദ കോംപ്ലിമെന്റ് ഓഫ് ഒബാമ ദാറ്റ്, എന്താ ഒബാമ പറഞ്ഞേ, യു ആർ ഡൂയിങ് എ ടഫർ ജോബ് ദാൻ മീ. അപ്പൊ നോക്ക് ഇവിടെ എന്താ പറഞ്ഞേ, ഇർഫാൻ ആലം ഡിസേർവ്സ് എന്ന് പറഞ്ഞു. ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചു നോക്ക്, ഡു യു അഗ്രി വിത്ത് ഹിം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ.
അപ്പം നമ്മളെ മറുപടിയിലൂടെയാണ് നമ്മൾ എന്ത് പറഞ്ഞേ, അദ്ദേഹത്തെ അഗ്രി ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ ഇവിടെ കാണിച്ചത്. ഡിസേർവ്സ് അല്ലെ, ശരിക്കും അത് അർഹതപ്പെടുന്നുണ്ട് എന്നാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആർട്ടിക്കിൾ ആണ്. ആർട്ടിക്കിൾ ആയതുകൊണ്ട് നമ്മൾ ഇതിനോട് അഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവിടെ പറഞ്ഞിട്ടില്ല. ശ്രദ്ധിക്കണം, ഇത് റൈറ്റപ്പ് അല്ല, ഇത് പാരഗ്രാഫ് റൈറ്റിംഗ് അല്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ആദ്യം തന്നെ ആ അഭിപ്രായം ഇവിടെ പറയാഞ്ഞ്. പക്ഷെ നമ്മളിവിടെ കറക്റ്റ് തെളിയിക്കണം. ഞാൻ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട്, ആ യോജിക്കുന്നുണ്ട് എന്ന് പറയണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, അത് കറക്റ്റ് ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്ത് നമ്മൾ കാണിച്ചു കൊടുക്കുക അല്ലെ. അപ്പൊ ആളെ പറ്റിയിട്ട് ഇങ്ങനൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. യെസ്, അതുകൊണ്ട് തന്നെ ഒബാമ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യത്തിൽ അല്ലെ, ആള് വെൽ ഡിസേർവ്ഡ് ആണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ യു ആർ ഡൂയിങ് എ ടഫർ ജോബ് ദാൻ മീ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. സോ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഇനി നമ്മൾ എന്താ പറയണ്ടേ, സോഷ്യൽ ഓൺടർപ്രീനർഷിപ്പിനെ പറ്റി പറയാണ്. അപ്പൊ അത് ഇന്നത്തെ അല്ലെ അത്രയും ആവശ്യമാണ്. അതിന്റെ ബിസിനസ്, സോഷ്യൽ സർവീസിനെ പറ്റിയിട്ടൊക്കെ പറയാം. ആൻഡ് അത് എത്രത്തോളം അല്ലെ സോഷ്യൽ അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് പോവർട്ടിന്റെ പ്രോബ്ലംസ് അല്ലെ, ദാരിദ്ര്യം മൂലമുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിനൊക്കെ അത് അഡ്രസ് ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടുന്നില്ലടാ, ആൻഡ് ഒരുപാട് ആൾക്കാർക്ക് ഇൻകം കിട്ടുന്നില്ലേ, അതുകൊണ്ടൊക്കെ അതൊക്കെ തന്നെ എടുത്ത് ചെയ്ത കേട്ടോ. ഓക്കെ, അപ്പൊ അതെന്തിനെ അഡ്രസ് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഓൾസോ ടാക്കിൾസ് ഇഷ്യൂ ഓഫ് അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മയെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, അഡ്രസ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, സോ അതുകൊണ്ടൊക്കെ അല്ലെ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് എ നാഷൻ അത് ഭയങ്കരമായിട്ട് കൂട്ടുന്നുണ്ട്, ഒരു രാജ്യത്തിന്റെ എക്കണോമിക് സ്റ്റാറ്റസിനെ. ഞാൻ അതേപോലെ തന്നെ നോക്ക്, എ സോഷ്യൽ ഓൺടർപ്രീനർ അല്ലെ ഇർഫാൻ ആലം പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഐഡന്റിഫൈസ് എൻ ഓപ്പർച്യൂണിറ്റി ആൻഡ് പുട്ട് ഇൻ കോൺഷ്യസ് എഫേർട്ട് ടു മേക്ക് ഇറ്റ് ആൻ എന്റർപ്രൈസ്. നമ്മൾ അവസരങ്ങൾ മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ആയിട്ട് ഐഡിയ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതൊരു സംരംഭമായിട്ട് ഒരു എന്റർപ്രൈസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് മാറ്റണം എന്ന് പറയുന്നുണ്ട് അല്ലെ. ഓക്കെ, സോ നോക്കുക, അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്താ, dreams big and takes calculated risk to achieve his dream അല്ലെ. നമ്മളൊരു സ്വപ്നം കാണും, ആ സ്വപ്നം കാണുന്നതിന്റെ അതേപോലെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് കാൽക്കുലേറ്റ് ദ റിസ്ക് എന്നുള്ള അല്ലെ, ആ റിസ്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതും കൂടി. ഓക്കെ, അതേപോലെ തന്നെ അതിന്റെ സ്കോപ്പ്, അതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിട്ട് പറയാം. അപ്പൊ അതെന്താണ്, ഇന്ന് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് ഇത് ഭയങ്കരമായിട്ട് കൂടുതലാണ് ഇതിന്റെ സ്കോപ്പും കാര്യങ്ങളൊക്കെ അല്ലെ. ആൻഡ് യെസ്, എന്താ വന്നത് കാണുന്നില്ലടാ. ആൻഡ് നോക്ക്, ഇറ്റ് ഈസ് നോബിൾ ആസ് ഇറ്റ് ബ്ലെൻഡ്സ് ബിസിനസ് അല്ലെ, അത് അത്രയും എന്തൊക്കെയാ ഇവിടെ പറഞ്ഞ, അത് ബിസിനസിനെയും സോഷ്യൽ സർവീസിനെയും ക്രിയേറ്റിവിറ്റിയെയും ഇന്നോവേഷൻസിനെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടി യോജിപ്പിക്കുന്നുണ്ട് അല്ലെ, ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് ശരിക്കും എന്നുള്ളതാണ്. ആൻഡ് അത് അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സൊസൈറ്റിയിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ. സോ സോഷ്യൽ ഓൺടർപ്രീനർഷിപ്പ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, റീസെറ്റ് ദി ഇക്വേഷൻ ഓഫ് സോഷ്യൽ സെറ്റപ്പ് ഇൻ കൺട്രീസ് ലൈക്ക് ഇന്ത്യ ആൻഡ് ലെറ്റ്സ് ബിൽഡ് അപ്പ് എ ന്യൂ ഇന്ത്യ where social entrepreneurship is given a special significance അല്ലെ. വളരെ നല്ലൊരു ഒരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ശരിക്കും ഈ ഒരു സോഷ്യൽ ഓൺടർപ്രീനർഷിപ്പ് ഇന്ത്യയിൽ എന്നൊക്കെ പറയാണ്. അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യണം മക്കളെ, നിങ്ങൾ ആർട്ടിക്കിൾ എഴുതണം കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് ആർട്ടിക്കിൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതേണ്ടതെന്ന് മനസ്സിലായാലോ. നമ്മുടെ അഭിപ്രായങ്ങളൊക്കെയാണ് ഇപ്പൊ ഇവിടെ എഴുതിയത് അല്ലെ. ഏകദേശം കറക്റ്റ് ആയിട്ട് എന്തൊക്കെയാണോ ഉൾപ്പെടുത്തേണ്ടത് അത് കറക്റ്റ് എവിടെ നമ്മൾ അത് കണ്ടുപിടിക്കണം. കൂൾ ഓഫ് ടൈം വെറുതെ അല്ല, കറക്റ്റ് അപ്പൊ തന്നെ ഒരു ഐഡിയ ഉണ്ടാക്കാം. ഓക്കെ, ഇങ്ങനെയാണല്ലോ ചോദ്യം. അപ്പം ഇൻട്രൊഡക്ഷനിൽ ഇത് ചെയ്താ, ബോഡിയിൽ ഇത് ചെയ്താ, ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇത് ചെയ്താ അല്ലെ. അപ്പൊ തന്നെ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കണം, അല്ലെങ്കിൽ നമുക്ക് പിന്നെ സമയം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ആ 15 മിനിറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് യൂസ് ചെയ്യണം. നെക്സ്റ്റ് പല ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സ്പീച്ച് എങ്ങനെ എഴുതുക എന്നുള്ളത് അല്ലെ. ഇതും 8 മാർക്സിന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, സ്പീച്ച് എഴുതാന്. സോ മക്കളെ, ഒരു സ്പീച്ചിന് ഫുൾ മാർക്ക് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഫോർമാറ്റ് വളരെ കൃത്യമായിരിക്കണം എന്നുള്ള. അതായത് സല്യൂട്ടേഷൻ നിങ്ങൾ മറന്നുപോയാൽ നിങ്ങൾക്ക് അതിന് 8 മാർക്ക് കിട്ടൂല. ഓക്കെ, സോ എന്ത് ചെയ്യണം, ഒരു സ്പീച്ചാണ്, സ്പീച്ചിന്റെ സ്ക്രിപ്റ്റ് ചോദിച്ചാൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ സല്യൂട്ടേഷൻ നമ്മൾ അവിടെ കൊടുക്കുക. ഓക്കെ, സോ റെസ്പെക്റ്റഡ് എന്നുള്ളതോ അല്ലെങ്കിൽ ഹോണറബിൾ എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ സല്യൂട്ടേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, ആളുകളെ അഭിസംബോധന ചെയ്യണം. ഓക്കെ, അപ്പൊ അത് മറക്കരുത്, ലാസ്റ്റ് നിർത്തുന്ന സമയത്ത് കൺക്ലൂഡ് ചെയ്യണം. അപ്പൊ അതൊക്കെ അതിന്റെ ഫോർമാറ്റിന്റെ പ്രത്യേകതയാണ്. അപ്പൊ അത് മറക്കരുത് കേട്ടോ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഓർഗനൈസ് ചെയ്യുക, പിന്നെ കോണ്ടന്റ് അടിപൊളിയാക്കുക, പിന്നെ ഗ്രാമാറ്റിക്കൽ ആക്യുറസി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. അതായത് കൃത്യമായിട്ട് ഫുള്ളായിട്ട് ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും ഉണ്ടാവരുത് എന്ന് ഞാൻ പറയില്ല, കാരണം എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലെ. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് ഒന്നും എന്ത് ചെയ്യുക, തെറ്റിക്കാതിരിക്കുക. ഓക്കെ, ഈസ്, വാസ്, അതേപോലെ തന്നെ ഹാസ്, ഹാവ്, ഇതൊന്നും എന്ത് ചെയ്യരുത്, തെറ്റിക്കരുത്. പിന്നെ സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സിന്റെ സ്പെല്ലിങ്ങുകളും തെറ്റിക്കരുത് എന്നുള്ള കേട്ടോ. അപ്പൊ 7-8 മാർക്കിനാണ് സ്പീച്ച് വരിക. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, എത്ര എഴുതേണ്ടി, അപ്പൊ 8 മാർക്കിനാണ് എന്നുണ്ടെങ്കിൽ അല്ലെ ഒരു 2.5 പേജ് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു 2.5 പേജ് തന്നെ ഒരു 8 മാർക്ക് നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇനി കഴിയില്ലെങ്കിൽ ഒരു 2 പേജ് എന്തായാലും നിങ്ങൾ എഴുതണം. ഓക്കെ, 2 പേജിൽ കുറയരുത് 8 മാർക്കിന്. ഓക്കെ, ദെൻ 7 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു 2 അല്ലെങ്കിൽ ഒരു 2.25. ഓക്കെ, ആ ലെവലിൽ എന്ത് ചെയ്യാം, 8നേക്കാളും കുറച്ചൊന്ന് ചെറുതാക്കിയിട്ട് 7 നിർത്തുക എന്നുള്ളതാണ്.
ഓക്കെ. സോ 120 to 150 വേർഡ്സ്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണ്, ഒരു സ്പീച്ചിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ സല്യൂട്ടേഷൻ മറക്കരുത്. ദെൻ ഇൻട്രൊഡക്ഷൻ ആണ് ടോപ്പിക്കിനെ പറ്റിയിട്ട്. പിന്നെ അട്രാക്റ്റീവ് ആയിട്ട് അടിപൊളിയായിട്ടുള്ള കോഡ്സ്, നിങ്ങൾ ടെക്സ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഡ്സ്, ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യാം. ചോദ്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. കാരണം സ്പീച്ച് എപ്പോഴും രസാവുക ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ. ഒരാൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുറെ സംസാരിച്ചിട്ട് മാത്രമേ കാര്യമുണ്ടോ, ഇല്ല. നല്ല നല്ല ചോദ്യങ്ങൾ വരുമ്പോഴാണ് ഓഡിയൻസ് ഒന്നും കൂടി എനർജറ്റിക് ആയിട്ട് എൻഗേജിങ് ആവുള്ളൂ. അപ്പൊ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, ആൾക്കാരോട് ചോദിക്കാം. ഓക്കെ. നെക്സ്റ്റ് എന്താ, പ്രോപ്പർ ആയിട്ടുള്ള ബിഗിനിങ്ങും കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. പിന്നെ ഓർഗനൈസ് ഐഡിയാസ് പ്രോപ്പർലി, അല്ലെ. കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഐഡിയാസ് എല്ലാം ഓർഗനൈസ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. അതായത് ആദ്യം പറഞ്ഞത് എന്തോ പിന്നെ അല്ലെ അവസാനം പറയുന്നത് ആദ്യം, ഇങ്ങനൊന്നും ആവരുത്. നല്ലൊരു ഇൻട്രൊഡക്ഷൻ, നല്ലൊരു കൺക്ലൂഷൻ, നല്ലൊരു ബോഡി, ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ സെറ്റ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാം, മാക്സിമം ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വല്ല എക്സാമ്പിൾസോ വല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളോ പറയാൻ പറ്റുമെങ്കിൽ നൈസ്, നല്ലതാണ് എന്നുള്ളതാണ് ഞാൻ പറയാം. നല്ലതാണ്, ഐ മീൻ അപ്പോഴാണ് കറക്റ്റ് ആയിട്ട് ഈ കുട്ടിക്ക് അല്ലെ എത്രത്തോളാണ് ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ. അപ്പൊ ഒരു എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ വെച്ച് പറയാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യാം, നല്ലതാണ്. ഓക്കെ. ദെൻ കൺക്ലൂഷനിൽ എന്ത് ചെയ്യാം, ഒരു മെസ്സേജ്, നല്ലൊരു പ്ലെഡ്ജ് ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ. നല്ലൊരു സന്ദേശം കൊടുത്തിട്ടോ ഒരു പ്രതിജ്ഞ എടുപ്പിച്ചിട്ടോ ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ സ്പീച്ച് നിർത്തുക. സോ ഒരു സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെ പല കുട്ടികളുടെ സംശയമാണ്, നമ്മൾ എങ്ങനെയാണ് ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയാണ് മിസ് എന്നുള്ളത് പല കുട്ടികളും ചോദിക്കുന്ന കാര്യം. സോ നോക്ക്, ശ്രദ്ധിച്ചോ, നമുക്ക് എങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം ഒരു സ്പീച്ച്. ഒന്നല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, ഗുഡ് മോർണിംഗ് എവരിവൺ, അല്ലെ. It is honor and privilege to speak before you today. I would like to speak about എന്ന് പറഞ്ഞിട്ട് നേരെ നമുക്ക് ചെയ്യാം ടോപ്പിക്കിലേക്ക് വരാം. ഇനി അതല്ലെങ്കിൽ രണ്ടാമത്തെ നോക്ക്, ഗുഡ് മോർണിംഗ് ഓൾ beloved teachers and friends, my name is എന്ന് പറഞ്ഞിട്ട് അല്ലെ പേര് പറയാം. And I am very happy and thankful to all members who has given me such a golden opportunity to express my views, ideas to you on the topic about എന്ന് പറഞ്ഞിട്ട് നേരെ ടോപ്പിക് ഉണ്ടാവും ക്വസ്റ്റ്യനിൽ, അത് എടുത്തിട്ട് ഇങ്ങോട്ട് എഴുതാം. ഓക്കെ. ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നതിൽ എന്നൊക്കെ പറയാം അല്ലെ. ഞാൻ അടുത്ത് നോക്കും, റെസ്പെക്ടഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഐ ആം ഹംബിൾഡ് ബൈ യുവർ പ്രസൻസ് ടുഡേ. ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് അബൌട്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ടോപ്പിക് പറയാം. അല്ലെങ്കിലോ, ഹോണറബിൾ ഓഡിയൻസ്, it is a big honor for me to speak before my principal, teachers, school management, elders and my classmates, അല്ലെ. ഈ രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് പറയാം കേട്ടോ. അപ്പൊ ഇത് 4 വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ്. ഇതിൽ ഏത് രീതിയിലൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഇനി ഇതല്ലാത്ത രീതിയാണെങ്കിലും എന്ത് ചെയ്യാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എഴുതിക്കോ, അല്ലെ. അത് അടിപൊളിയായിട്ട് നിങ്ങൾ എഴുതിയാൽ മാത്രം മതി. ഓക്കെ. എങ്ങനെ ആയാലും ഒരു കുഴപ്പമില്ല, നിങ്ങൾ സ്പീച്ച് അടിപൊളിയാക്കുക എന്നുള്ള മാത്രം. അപ്പൊ ടഫ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യാം, ഇതൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഒരു A+ ലെവൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ ഇനി സ്പീച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്, സ്പീച്ച് ഒന്നും അറിയില്ല, ഈ 8 മാർക്ക് ഭയങ്കര ടഫാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളെ ഇത് അങ്ങോട്ട് പഠിച്ചു വെക്കാം. നോക്ക്, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, സ്കൂളിലൊക്കെ വെച്ചിട്ടുള്ള സ്പീച്ച് ആണെങ്കിൽ അല്ലെ, ഗുഡ് മോർണിംഗ് ഓൾ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ് ചെയ്തിട്ട് അല്ലെ അഭിസംബോധന ചെയ്യാം. ഡിയർ ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറയാം. എന്നിട്ടോ, ഐ ആം വെരി ഹാപ്പി ടു ബി ഹിയർ ഓൺ ദിസ് ഓസ്പീഷ്യസ് ഒക്കേഷൻ, അല്ലെ. ഈ മഹത്തായിട്ടുള്ള ഈ ഒരു ഒക്കേഷനിൽ ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ, ആദ്യം തന്നെ ഐ വുഡ് ലൈക്ക് ടു സേ താങ്ക്സ് ടു ഗോഡ്, ദൈവത്തിന് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലെ. എന്തിനാ പറയുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും ടീച്ചറുടെ പേരൊക്കെ പറയാന്നുണ്ടെങ്കിൽ അതും പറയാം. സോ എന്തിനാ നന്ദി പറയുന്നത്, ഫോർ ഗിവിംഗ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു ഡെലിവർ എ സ്പീച്ച് ഇൻ ഫ്രണ്ട് ഓഫ് യു, അല്ലെ. നിങ്ങൾക്ക് മുന്നിൽ ഈ ഒരു സ്പീച്ച് പറയാൻ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതില്ല, അല്ലെ. ആൻഡ് ഏതൊരു ടോപ്പിക്കിലാണ് എന്നുള്ളത് നമുക്ക് പറയാം. ഹിയർ ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ഓൺ ദ ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ നേരെ എടുത്തിട്ട് എന്ത് ചെയ്യാം, യെസ് ആ ടോപ്പിക് ഇങ്ങോട്ട് എടുത്ത് ചെയ്താം. ഓക്കെ. ഞാൻ അത് കഴിഞ്ഞിട്ട് നോക്കും, ഇടയിലൊക്കെ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ നൗ ഡേയ്സ് ഓൾ ആർ ഡിസ്കസിങ് ദിസ് ടോപ്പിക് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഓക്കെ. സോ ദെൻ ഇടയിലൊക്കെ എന്ത് ചെയ്യാം, ഇറ്റ് ഈസ് നീഡ് ഓഫ് ദ ഹവർ എന്നെല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ബാക്കി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് സെന്റൻസ് നിങ്ങൾ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് വാട്ട് ഐ സെഡ്, അല്ലെ. ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളത് എന്താണ് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നിട്ട് ലാസ്റ്റ് നോക്ക് പറയുന്നത്, ലെറ്റ് അസ് ആക്ട് ടുഗദർ, നമുക്ക് എല്ലാ ആൾക്കാർക്കും അല്ലെ ഒരുമിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പ്രവർത്തിക്കാം എന്നുള്ള. ലെറ്റ് മീ കൺക്ലൂഡ് മൈ വേർഡ്സ്, താങ്ക് യു, ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ, നന്ദി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, നിർത്തി. ഓക്കെ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്പീച്ച് പറയാം. ഓക്കെ. അടുത്ത മക്കളെ അനൗൺസ്മെന്റ് ആണ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമാറ്റ്സ് ഞാൻ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാട്ടോ. ഈ ഡിസ്കസ് ചെയ്യുന്നതെല്ലാം എന്താണ്, ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. കാരണം ഇന്നത്തെ ഈ ഒരു രാത്രി എന്ന് പറഞ്ഞാൽ ഈ ഒരു രാത്രിയെ നമുക്ക് ഇനിയുള്ളൂ, അല്ലെ. നാളെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ട് ഒന്നും കൂടി നോക്കിയാൽ മതിയേനു, അല്ലെങ്കിൽ അത് മിസ് പറഞ്ഞേനു, അല്ലെങ്കിൽ അത് അതിലുണ്ടായിരുന്നു എന്ന് നമുക്ക് ആലോചിക്കാനുള്ള ഒരു സമയം ഇനി ഇല്ല, അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലിയർ ചെയ്യണം. ഒന്ന്
സ്കിപ്പ് ചെയ്യരുത് അല്ലെ. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലിയർ ചെയ്ത് തന്നെ പോകുന്നത്. സോ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാം, ഇനിയും നിങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും. സോ അവർക്കൊക്കെ എന്ത് ചെയ്യാം മക്കളെ, ഒന്ന് ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലെ. ആൻഡ് നമ്മുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അത്രയും കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റും കൂടിയാണ്. അപ്പൊ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്നും കൂടി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടൊക്കെ നിങ്ങളൊന്ന് വരാൻ വേണ്ടി പറയാന്നുള്ള. കാരണം ഇന്നത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള പല ക്വസ്റ്റ്യൻസും നാളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല, ഇനി ഏത് രീതിയിൽ ഇനിയിപ്പോൾ ട്വിസ്റ്റ് വന്നാൽ പോലും ആ ട്വിസ്റ്റ് വന്നിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഫോമാറ്റ് അറിയണം അല്ലെ. ഓക്കെ, സോ അതുകൊണ്ട് ശ്രദ്ധിച്ചു കേട്ടോ. ആദ്യം ഇനി അടുത്ത് പറയാൻ വേണ്ടി പോകുന്നത് അനൗൺസ്മെന്റിനെ പറ്റിയിട്ടാ. സോ അനൗൺസ്മെന്റ് എന്ന് പറയുമ്പോൾ മക്കളെ നിങ്ങൾക്ക് അറിയാലോ, എവിടെ കഴിയാൻ. ഓക്കെ, സോ നോക്ക്, അനൗൺസ്മെന്റ് എന്ന് പറയുമ്പോ അല്ലേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഒരു പരിപാടി തുടങ്ങുന്ന സമയത്ത് ആദ്യം അവിടെ എന്തുണ്ടാവും, നമ്മൾ ഏതൊരു പരിപാടിയിലും പോയി ഇരിക്കുന്ന സമയത്ത് ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവില്ലടാ, ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവും. ആ അനൗൺസ്മെന്റ് കേട്ടിട്ടാണ് നമ്മളിങ്ങനെ അവിടെ ഇരിക്കുക, ഇപ്പൊ തുടങ്ങും എന്ന് വിചാരിച്ചിട്ട് അല്ലെ. യെസ്, അപ്പൊ എന്ത് ചെയ്യണം, അത്ര അടിപൊളിയാണ് അനൗൺസ്മെന്റ്. ആ അനൗൺസ്മെന്റ് ഒരു വലിയ രസമില്ലാത്തൊരു അനൗൺസ്മെന്റ് ആണ്. കൃത്യമായിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാർ അവിടെ ഇരിക്കൂല. അപ്പൊ ഏതൊരു പരിപാടി തുടങ്ങുന്നതിന്റെ മുന്നേ അനൗൺസ്മെന്റ് അടിപൊളി ആവാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് പല കുട്ടികളും ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അല്ലെ, ഇതിൽ അമിഗോ ബ്രദേഴ്സിന്റെ കാര്യം പറയുന്നുണ്ട്. അതായത് അമിഗോ ബ്രദേഴ്സിന്റെ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ നോക്ക്, ഇമാജിൻ യു ആർ ദ അനൗൺസർ ഫോർ ദ മാച്ച് ബിറ്റ്വീൻ ദ അമിഗോ ബ്രദേഴ്സ്. നിങ്ങളാണ് അതിന്റെ അല്ലെ അനൗൺസർ എന്ന് വിചാരിക്കുക. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഈ മാച്ച് നടക്കുന്നതിന്റെ അല്ലെ അനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, ആര്, നമ്മള് ഫെലിക്സും ആന്റോണിയും. അപ്പം ഈ ഒരു മാച്ച് നമ്മൾ അനൗൺസ് ചെയ്യുന്നത്, പ്രിപ്പയർ ദ സ്ക്രിപ്റ്റ് ഫോർ ദ അനൗൺസ്മെന്റ്. അപ്പൊ അതിന് സ്ക്രിപ്റ്റ് നമ്മളോട് തയ്യാറാക്കാൻ പറഞ്ഞേ. അപ്പൊ നിങ്ങളുടെ ഡൗട്ട് പല ആൾക്കാരെ ചോദിച്ചൊരു കാര്യം എന്താ വെച്ചാല്, ഇതിൽ നമ്മൾ ഈ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയോ, ഇവർ ഇടിച്ചതും അവരുടെ ആ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫൈറ്റിംഗ് സീനില്ലേ, ഇതൊന്നും പറയണ്ടേന്നല്ലേ. എടാ, അപ്പൊ എന്ത് ചെയ്യണം എന്നറിയോ, ചോദ്യം ഒന്നും കൂടി നോക്കുക. ഇവിടെ എന്താ പറഞ്ഞേ, ഇമാജിൻ യു ആർ ദ അനൗൺസർ ഫോർ ദ മാച്ച് ബിറ്റ്വീൻ ദ അമിഗോ ബ്രദേഴ്സ്. അതായത് നിങ്ങൾ അനൗൺസർ ആണ്. അനൗൺസർ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന കമന്ററി അല്ല, ഇത് കമന്ററി അല്ല, ഇത് അനൗൺസ്മെന്റ് ആണ്. അനൗൺസ്മെന്റ് എന്ന് പറയുമ്പോൾ ആ പരിപാടി തുടങ്ങുന്നതിന്റെ മുന്നേ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക എന്താ അവിടെ തുടങ്ങാൻ വേണ്ടി പോകണം, എങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനിടയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അവിടെ പറയണമെന്നില്ല. കാരണം മുന്നേ ഉള്ളല്ലേ നടക്കാൻ പോണ കാര്യം ഈ അനൗൺസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയോ, ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ആ കറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ക്വസ്റ്റ്യൻ ഇതേപോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി ഒന്ന് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഓക്കെ, സോ ഇവിടെ നോക്കും അനൗൺസ്മെന്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട, അനൗൺസ്മെന്റിന്റെ ഫുൾ മാർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പ്രസന്റ് ടെൻസിലായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. കാരണം നമ്മൾ അത് എന്ത് ചെയ്യുക, ഓഡിയൻസിന് അല്ലെ, മാസ് ആയിട്ടുള്ള ഓഡിയൻസിനെ നമ്മൾ അവിടെ അഡ്രസ് ചെയ്യാണ്. സോ നമ്മൾ പ്രസന്റ് ടെൻസിലാണ് എഴുതേണ്ടത്. പിന്നെ ഓഡിയൻസിനെ അഡ്രസ് ചെയ്യണം. അപ്പൊ സല്യൂട്ടേഷൻ വേണം. ഓക്കെ, സല്യൂട്ടേഷൻ വേണം. ആൻഡ് നെക്സ്റ്റ് എന്താണ്, ഇറ്റ് ഈസ് ബെറ്റർ ടു ബിഗിൻ ദ അനൗൺസ്മെന്റ് ഇൻ അട്രാക്റ്റീവ് സ്റ്റൈൽ അല്ലെ. മാക്സിമം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റൈലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അനൗൺസ്മെന്റ് തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇവിടെ പറഞ്ഞത് അമിഗോ ബ്രദേഴ്സിന്റെ അനൗൺസ്മെന്റ് ആണ്. സോ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഇത് പെട്ടെന്ന് സ്പീഡിൽ പോകാം കേട്ടോ. അപ്പൊ നോക്ക്, ഇവിടെ സല്യൂട്ടേഷൻ വേണം അല്ലെ. സല്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇവർ അഭിസംബോധന ചെയ്തിട്ട്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നൗ ഈസ് ദ മൊമെന്റ് വി ഹാവ് ഓൾ ബീൻ വെയിറ്റിംഗ് ഫോർ അല്ലെ. നമ്മളെല്ലാ ആൾക്കാരും വെയിറ്റ് ചെയ്യുന്ന അല്ലെ ഈ ഒരു മൊമെന്റ് ആണ് ഇന്ന് എന്നുള്ളതാണ്, ഈ ഒരു സമയം. ഓക്കെ, ആ ഒരു നിമിഷമാണിത്. അപ്പൊ ഇത് ഏതാണ് ഫൈറ്റ് അല്ലെ, ആര് തമ്മിലാണ് ഫൈറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം ഇത് തുടങ്ങും. ആൻഡ് രണ്ടുപേരുടെയും പേര് നമ്മൾ ഇവിടെ പറയുന്നുണ്ട്, രണ്ടുപേരുടെയും വെയിറ്റ്സ് ഇവിടെ പറയുന്നുണ്ട്. സോ ഇതിൽ ജയിക്കുന്ന ആള്, ദ വിന്നർ വിൽ റെപ്രസെന്റ് ബോയ്സ് ക്ലബ് ഇൻ ദ ടൂർണമെന്റ് ഓഫ് ദ ചാമ്പ്യൻസ് ദ ഗോൾഡൻ ഗ്ലൗ അല്ലെ. ബോയ്സ് ക്ലബിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഇതിന് ജയിക്കുന്ന ആള് ഗോൾഡൻ ഗ്ലൗ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ അത് കഴിഞ്ഞ് നോക്ക്, ഇറ്റ് വുഡ് ബി റിയലി എ വണ്ടർഫുൾ കോമ്പറ്റീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെങ്ങനെ എന്ത് ചെയ്യാണ്, അവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തുക. ഇതെന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള കോമ്പറ്റീഷൻ ആയിരിക്കും. യെസ്, പെട്ടെന്ന് എന്ത് ചെയ്യും, ഈ വിസിൽ മുഴങ്ങും. ആൻഡ് നിങ്ങൾക്ക് നല്ലൊരു വണ്ടർഫുൾ ആയിട്ടുള്ള കോമ്പറ്റീഷൻ കാണാൻ വേണ്ടി പറ്റും. ബി റെഡി ഫോർ എ ബ്രേക്ക് ടേക്കിംഗ് ഫിനിഷ് അല്ലെ. എല്ലാ ആൾക്കാരോടും എന്ത് ചെയ്യുക, റെഡി ആയിട്ടിരിക്കാൻ വേണ്ടി പറയാം. സോ ഐ ക്യാൻ സീ ദ റെഫറി പ്രിപ്പയറിംഗ് ടു വിസിൽ. ഹോപ്പ് ഓൾ ഓഫ് യു വുഡ് എൻജോയ് ഇറ്റ് വെൽ അല്ലെ. എല്ലാ ആൾക്കാരും ഇത് എൻജോയ് ചെയ്യും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ രീതിയിലെല്ലാം പറയാം. അപ്പൊ ആ ഒരു അനൗൺസ്മെന്റിന് സാധ്യതയുണ്ട്. ആൻഡ് കഴിഞ്ഞ എക്സാമിന് പക്ഷെ ഇതാണ് ചോദിച്ചത് അല്ലെ. കഴിഞ്ഞ എക്സാമിന് നമ്മൾ ഹവർ ഓഫ് ട്രൂത്തിന്റെ അതൊരു വൺ ആക്ട് പ്ലേ ആണല്ലോ. അപ്പം അതിപ്പോ നമ്മൾ സ്കൂളിലൊക്കെ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ അനൗൺസ്മെന്റ് എഴുതാൻ വേണ്ടി പറയും. ഓക്കെ, അപ്പം അതിന്റെ അനൗൺസ്മെന്റ് ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കുക. അത് മോഡലും ചോദിച്ചതാണ്. സോ അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ എന്ത് ചെയ്യുക, ജസ്റ്റ് അല്ലെ അതിൽ എന്തൊക്കെയാ പറയേണ്ടത്, അതിലും ഇതേപോലെ തന്നെ സ്കൂളിലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അഭിസംബോധന ചെയ്യണം. നമ്മൾ ആ ഒരു പ്ലേന്റെ പേര് പറയണം. ഇതിൽ ആരൊക്കെയാണ് ആക്ടേഴ്സ് എന്നുള്ളത് അല്ലെ, ഇതിൽ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ പറയാം, ഓരോരുത്തരുടെയും പേര് പറയാം. ഇത് ആരൊക്കെയാണ് ഇതിൽ ആക്ടർ, ആരൊക്കെയാണ് ഇതിൽ ശരിക്കും ക്യാരക്ടേഴ്സ് ആരൊക്കെയായിരുന്നു, റോബർട്ട് വാൾവി
കെവിന്, ജോണ്, മാർത്ത ഇവരൊക്കെ ഉണ്ടല്ലേ, അവരുടെ പേരൊക്കെ പറഞ്ഞിട്ട് പറയാം ഇതിന് നല്ലൊരു മെസ്സേജ് ഉണ്ട്. അപ്പൊ വാച്ച് ആൻഡ് എൻജോയ്, കാണൂ അല്ലെ, എല്ലാ ആൾക്കാരും കാണും, ഇത് എൻജോയ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് താങ്ക് യു എന്ന് പറഞ്ഞ് നിർത്തും. അപ്പൊ ആ പ്ലേ തുടങ്ങുന്നതിന്റെ മുന്നേ ക്ലാസ്സിൽ നടക്കുന്ന ഒരു അനൗൺസ്മെന്റ് ആണ് ഇത്. അപ്പം ഇനി അതല്ലാതെ ഇങ്ങനെ ഒരു ചോദ്യം അല്ലെ ചോദിക്കാറുണ്ട്. ഇപ്പൊ ഇർഫാൻ ആലം നമ്മുടെ സ്കൂളില് ഒരു അല്ലെ യൂത്ത് ക്ലബ്ബ് ഇനാഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ആള് വന്നു. അങ്ങനെയാണെങ്കിൽ പ്രിപ്പയർ സ്ക്രിപ്റ്റ് ഫോർ അനൗൺസ്മെന്റ് ഇൻട്രൊഡ്യൂസിങ് ഹിം അല്ലെ. അപ്പം ഒരു സ്കൂളിൽ ഒരു ഗസ്റ്റ് വന്നതെന്ന് വെച്ചോ, സ്കൂളിൽ ഒരാള് ഗസ്റ്റ് വന്നാല് നേരെ പോയിട്ട് ആളെ നമ്മള് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിക്കോ? ഇല്ല. ഇയാൾ ആരാ, എന്താ ഇയാളെ പ്രത്യേകത അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആളെ പറ്റി ഫുൾ അങ്ങോട്ട് ടോപ്പ് ആക്കണ്ടേ. ഐ മീൻ ആൾക്കാർക്ക് മനസ്സിലാവണ്ടേ എന്തിനാ അല്ലെ, എന്താണ് ഈ ഒരു ഗസ്റ്റിന്റെ പ്രത്യേകത. ആ ആളെ ഫുൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ നമുക്ക് എന്ത് ചെയ്യും, ആവേശം ഇങ്ങോട്ട് വരും എന്നുള്ള അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, എല്ലാ ആൾക്കാരും ആളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടല്ലേ ക്ലാപ്പ് ഒക്കെ അടിക്കും. അപ്പം ആ രീതിയിൽ എന്ത് ചെയ്യണം, ഒരു നല്ലൊരു അനൗൺസ്മെന്റ് പോകണം. അപ്പൊ ഇവിടെ പറഞ്ഞത് ഇർഫാൻ ആലത്തെ പറ്റിയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ആണ് ചോദിച്ചത്. അപ്പൊ ആളാരാ, എന്താ എന്നുള്ളതൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇവിടെ അല്ലെ. അപ്പൊ ഇൻട്രൊഡക്ടറി സ്പീച്ചും ഏകദേശം ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അപ്പൊ കണ്ടന്റ് ഒക്കെ ഏകദേശം എന്ത് ചെയ്യാം, ഒരേപോലെ പ്രസന്റ് ടെൻസിലാണ് നമ്മൾ അവിടെയും എഴുതേണ്ടത്. സോ ഇവിടെ നോക്കൂ, യെസ് ഇവിടെ അനൗൺസ്മെന്റിൽ പറയാം അല്ലെ, have you heard about people who do business for a social cause? ഒരു സോഷ്യൽ കോസിന് വേണ്ടിയിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓഡിയൻസിനോട് ചോദിക്കുക. യെസ്, അതെ, ദേ ആർ കാൾഡ്, അങ്ങനെയുള്ള ആൾക്കാരാണ് എന്തറിയപ്പെടുന്നത്, സോഷ്യൽ ഓന്റർപ്രണേഴ്സ് എന്ന് അറിയപ്പെടുന്നത് അല്ലെ. എന്നിട്ട് നോക്ക്, ഇർഫാൻ ആലത്തെ പറ്റി പിന്നെ കംപ്ലീറ്റ് കാര്യങ്ങൾ പറയാം. നമ്മൾ എന്തൊക്കെയാണ് അതിൽ പഠിച്ച് ഇന്നലെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇർഫാൻ ആലത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോൾ ആളുടെ എല്ലാ കാര്യങ്ങളും പറയാം. സോഷ്യൽ ഓന്റർപ്രണർ ആണ്. ദെൻ അതേപോലെ തന്നെ സമ്മാൻ ഫൗണ്ടേഷന്റെ കാര്യങ്ങൾ പറയാം. റിക്ഷാസിനെ അല്ലെ, റിക്ഷ പുള്ളേഴ്സിനെ ഓർഗനൈസ് ചെയ്യുന്നു. ആൻഡ് അതിൽ അല്ലെ അവര് മാക്സിമം എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ അഡ്വർടൈസിങ് എന്ന് പറയുന്നതാണ് അതിന്റെ മാച്ച് റവന്യൂ. അത് മാക്സിമം അവരുടെ ഇൻകത്തെ കൂട്ടുന്നുണ്ട്. ആൻഡ് എക്കണോമിക് സെക്യൂരിറ്റി മാത്രമല്ല അല്ലെ, സോഷ്യൽ അപ്ലിഫ്റ്റ് തന്നെ ശരിക്കും അത് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോട്ടം ഓഫ് സൊസൈറ്റീനെ ഇത് എൻകറേജ് ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നമ്മൾ പറയാം. അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെ, ഇങ്ങനെ ഒരു മനുഷ്യനെ പോലെ ഇർഫാൻ ആലത്തിനെ പോലെ ഇനിയും ഇതേപോലെയുള്ള ഇന്നോവേറ്റീവ് ഐഡിയാസുമായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ നമുക്ക് ആവശ്യമുണ്ട്. സോ ഇർഫാൻ ആലത്തിന് അല്ലെ എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ, ടൈംസ് ഓഫ് ഇന്ത്യ അല്ലെ പറഞ്ഞിട്ടുണ്ട് ടോപ്പ് 30 യൂത്ത് ഐക്കണുള്ള ഒരാളാണ് എന്ന് അംഗീകരിച്ചിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ പ്രസിഡന്റ് ബറാക് ഒബാമ അവരെ പറ്റി കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. യു ആർ ഡൂയിങ് ടഫർ ജോബ് ദാൻ മീ എന്ന് പറഞ്ഞിട്ട്. ആൻഡ് അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ്. സോ ഫ്രണ്ട്സ്, ലെറ്റ്സ് ഗിവ് a big round of applause and welcome Mr. ഇർഫാൻ ആലം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ കൈയടി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേദിയിലേക്ക് ഇർഫാൻ ആലത്തിനെ നമുക്ക് സ്വാഗതം ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു അനൗൺസ്മെന്റ് എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ അറിയോ, ഓവറായിട്ട് നിങ്ങളൊന്നും ആലോചിക്കണ്ട. ഒരു അനൗൺസ്മെന്റ് എങ്ങനെ ഉണ്ടാവുക ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. നിങ്ങളൊരു നോർമൽ മൈൻഡ് വെച്ചിട്ട് ഒന്ന് ആലോചിക്കുക, സ്കൂളൊക്കെ എങ്ങനെ അനൗൺസ്മെന്റ് ഉണ്ടാവുക, അങ്ങനെയല്ലേ പറയാ. അപ്പൊ അങ്ങനെ ഇതാ അതന്നെ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ഒരുപാട് ആലോചിക്കുമ്പോഴാണ് ഭയങ്കര പ്രശ്നം വരിക. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് ഒരുപാട് ആൾക്കാരുടെ സംശയമാണ് എങ്ങനെയാണ് ഒരു ഫിലിം റിവ്യൂ എഴുതേണ്ടത് എന്നുള്ളത് അല്ലെ. എടാ എനിക്ക് നിങ്ങളെ കമന്റ്സ് ഒന്നും കാണില്ല, നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. ഓക്കെ, സോ നോക്ക്, ഫിലിം റിവ്യൂ അല്ലെ. ഫിലിം റിവ്യൂ പല കുട്ടികളും ചോദിക്കുന്നതാണ്, നമ്മുടെ മോഡൽ എക്സാമിന് ചോദിച്ചതാണ്. അപ്പൊ അന്ന് പല ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു എങ്ങനെയേ ഫിലിം റിവ്യൂ ചെയ്താന്നുള്ള അല്ലെ. എടാ ഇവിടെ ശ്രദ്ധിക്കട്ടെ, ഫിലിം റിവ്യൂ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫിലിം കണ്ടു, കണ്ടിട്ട് നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയാം അല്ലെ, നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത്, അതിന്റെ റിവ്യൂ ആണ് നമ്മൾ കൊടുക്കുന്നത്. ബാക്കിയുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി കാര്യങ്ങളായിരുന്നു മനസ്സിലാവണം അതിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഫിലിം റിവ്യൂ എന്ന് കാണുമ്പോൾ ഇനിയിപ്പോൾ ആ ക്വസ്റ്റ്യൻ വരുമോ എന്നുള്ള അറിയില്ല, പക്ഷെ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എഴുതണമെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെ എഴുതണം എന്നറിയോ, എന്താണ് ആ പേര് അല്ലെ, മൂവിന്റെ പേര് എഴുതുക. പിന്നെ അതേപോലെ തന്നെ ഏത് വർഷമാണ് അത് റിലീസ് ആയിട്ടുള്ളത്, ഈ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, പാരഗ്രാഫ് ആയിട്ട് നമ്മൾ അതിൽ കൊടുക്കുക. പിന്നെ ആരാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തത്, ആരാണ് ഇതിന്റെ ഡയറക്ടർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കാസ്റ്റ്, പിന്നെ അതിലെന്തൊക്കെ അതിന്റെ നല്ല അടിപൊളി മ്യൂസിക്, നല്ല ഫോട്ടോഗ്രാഫി, അതേപോലെ തന്നെ നല്ല പാട്ട്, അതിന് വിഷ്വൽ ആയിട്ടുള്ള ട്രീറ്റിംഗ് ഒക്കെ ഭയങ്കര അടിപൊളിയാണെങ്കിൽ അതൊക്കെ എടുത്ത് എഴുതാം. ഇന്ന ആ ഒരു പാട്ടിൽ ഇന്ന ആ ഒരു ആംഗിളിൽ ഷൂട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ ഇതൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, മാക്സിമം അങ്ങോട്ട് തള്ളാം. എന്നിട്ട് അതിന്റെ തീം, അതിന്റെ സ്റ്റോറി എന്താ അല്ലെ. ഇനിയിപ്പോ വിമൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് മൂവീസ് ഒക്കെ നമ്മൾ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഒക്കെ നമുക്കറിയാം അല്ലെ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ടെക്സ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്ററുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്തിട്ട് എഴുതികൂടെ. നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട് അല്ലെ, 3 years of എംപവർമെന്റിൽ ഒരുപാട് വിമൻ എംപവർമെന്റിനെ പറ്റിയാ പറയുന്നത്. അപ്പൊ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പോയിന്റ്സ് ഉണ്ട്.
ആൻഡ് അങ്ങനെ ഫെമിനിസവുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫിലിംസ് ഒക്കെ ഉണ്ട്. അപ്പം എങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ള ഫിലിമുമായിട്ടല്ലേ ടെക്സ്റ്റുമായിട്ട് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റുമെങ്കിലൊക്കെ എന്താണ് നല്ലതാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ നോക്ക്, ജസ്റ്റ് ഫിലിം റിവ്യൂവിൽ എന്ത് ചെയ്യുക, അതിന്റെ തീമിനെ പറ്റിയിട്ടൊക്കെ ജസ്റ്റ് എഴുതുക. പിന്നെ അതേപോലെ തന്നെ യുവർ ഒപ്പീനിയൻ, നമുക്ക് ആ ഒരു ഫിലിം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ അങ്ങനെയൊക്കെ. പിന്നെ ഇവിടെ പല ആൾക്കാരുടെയും സംശയമാണ് ക്ലൈമാക്സ് നമ്മൾ എഴുതണോ എന്നുള്ളത് അല്ലെ. എടാ മക്കളെ ഇവിടെ ശ്രദ്ധിക്കട്ടെ, ഒരു ഫിലിമിന്റെ ക്ലൈമാക്സ് പറഞ്ഞാൽ പിന്നെ അതിന്റെ ഒരു ത്രില്ല് പോയി അല്ലെ. അപ്പം അതിന്റെ ക്ലൈമാക്സ് പറയണ്ട എന്നുള്ളത് തന്നെയാണ്. ഫിലിം റിവ്യൂവിൽ അതിന്റെ ക്ലൈമാക്സ് ഒന്നും പറയണ്ട, ആ ഫിലിമിനെ പറ്റിയിട്ട് ഒരു ധാരണ നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി അത് കണ്ടിട്ട് അല്ലെ ബാക്കിയുള്ള ആൾക്കാർ അത് പോയി കാണണം. അപ്പം ആ രീതിയിലാണ് നമ്മൾ ഫിലിം റിവ്യൂ എഴുതേണ്ടത് എന്നുള്ളത് കേട്ടോ. ജസ്റ്റ് അപ്പൊ ഇവിടെ ഇപ്പൊ നിങ്ങളെ സംശയം ഏതായിരിക്കും, ഡയറക്ടറുടെ പേരോ പ്രൊഡ്യൂസറുടെ പേരോ കാസ്റ്റോ ഇതൊക്കെ എങ്ങനെ കിട്ടാന്നല്ലേ. ഇതെങ്ങനെ കിട്ടാന്നറിയോ, നമ്മളോട് എന്തായാലും എക്സാമിന് ഒരു ഫിലിമിന്റെ പേരങ്ങോട്ട് തന്നിട്ട് ഇത് മൊത്തം നിങ്ങൾ എഴുതുമെന്ന് ചോദിക്കൂല. ആദ്യം തന്നെ ചോദിക്കെന്താ, നേരത്തെ ചോദിച്ച പോലെ ഏതെങ്കിലും ഒരു ഫിലിം നമ്മളോട് എഴുതാൻ വേണ്ടിയാ പറയാ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ എഴുതണ്ടേ. അപ്പൊ എന്താ ചെയ്യേണ്ടേ, ഒരു ഫിലിമിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫിലിമിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. എന്തെങ്കിലും അതായത് ഫേമസ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ ഏതെങ്കിലും ഒക്കെ ഒരു ഫിലിം ഉണ്ടാവില്ലടാ, അങ്ങനെയാണെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഈ ആൾ ഡയറക്ട് ചെയ്ത ഈ ഒരു ഫിലിം 2008 ഇറങ്ങി അല്ലെങ്കിൽ 2012 ഇറങ്ങി അല്ലെ, ജസ്റ്റ് ഒരു ഇയറും അതിലൊരു തീമും അങ്ങനെ കുറച്ച് കാര്യം അതിന്റെ കഥനെ പറ്റി അത്ര മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഒരു 3 പാരഗ്രാഫിന് എഴുതാനുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പം അതൊന്നും എന്തായാലും എന്ത് ചെയ്യില്ല, ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാത്തത് തന്നിട്ട് നിങ്ങളോട് എഴുതാൻ വേണ്ടി പറയില്ല. അപ്പൊ നിങ്ങളൊന്ന് പ്രിപ്പയർഡ് ആയിട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, സോ ഇവിടെ ഞാൻ ജസ്റ്റ് മഞ്ഞുമൽ ബോയ്സിനെ പറ്റി കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഇത് ഇന്ന് എനിക്കിങ്ങനെ തോന്നിയാണ്. ഓക്കെ, കാരണം എനിക്ക് ഇങ്ങനെ ഫിലിം റിവ്യൂ ചെയ്ത സമയത്ത് എനിക്കിങ്ങനെ തോന്നി, ഈ ഒരു ഫിലിം നമുക്ക് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. ശരിക്കും നമ്മൾ പഠിച്ചിട്ടുള്ള അമിഗോ ബ്രദേഴ്സിൽ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്, ശരിക്കും ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലെ, ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ ഇതിലും എന്താണ് ശരിക്കും ഷോ ചെയ്യുന്നത് അല്ലെ, കറക്റ്റ് ആയിട്ട് അങ്ങനെയുള്ള ഒരു പ്യുവർ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഇവിടെ കാണിക്കുന്നത് എന്നുള്ളതാണ്. കാരണം അങ്ങനെയുള്ള ഒരാള് ആ താഴേക്ക് ഇറങ്ങിയപ്പോ അല്ലെ, ആ ആളുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ആ ഒരു കുട്ടേട്ടൻ എന്ന് പറയുന്ന ഒരാൾ അതിലേക്ക് ഇറങ്ങി. അപ്പം ഇന്നത്തെ കാലത്ത് എത്ര പേര് അങ്ങനെ ഇറങ്ങും, നമുക്കൊക്കെ അങ്ങനെ ഇറങ്ങാൻ പറ്റുന്ന ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലെ. ഇന്ന് പലപ്പോഴും അങ്ങനെ ചിലപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള ഇപ്പൊ അമിഗോ ബ്രദേഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് കണക്ട് ചെയ്യുക. അതിലും പറയുന്നത് എന്താ, 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെ, ഫെലിക്സും ആന്റോണിയും തമ്മിലുള്ള ഫൈറ്റാ. സോ അവര് തമ്മിലുള്ള ആ ഒരു ഫൈറ്റ്, അപ്പൊ അവരിൽ ആരാണോ ജയിക്കുന്നത് ആ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വിന്നറിന് ദേ ക്യാൻ റെപ്രസെന്റ് അല്ലെ, റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഹി ക്യാൻ റെപ്രസെന്റ് ബോയ്സ് ക്ലബ് എന്നുള്ള ബോയ്സ് ക്ലബിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഗോൾഡൻ ഗ്ലോവ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാം. അപ്പൊ അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അത്രയും വലിയൊരു ഡ്രീമാണ് ശരിക്കും എന്ത് ഈ ഒരു വേൾഡ് ലിഫ്റ്റ് അല്ലെ, ആ ഒരു ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നേടുക എന്നുള്ളതൊക്കെ. പക്ഷേ അവർ തന്റെ ഫ്രണ്ടിനെ അല്ലെ തോൽപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു റിവൽ ആവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അവർ ആ ഒരു സമയത്ത് വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതിന്റെ മുന്നേ അവർ അവിടുന്ന് ഇറങ്ങിപ്പോയി. അപ്പൊ ശരിക്കും അവർ അവരുടെ വിജയമായിട്ടില്ലെങ്കിൽ പോലും അവർ ഫ്രണ്ട്ഷിപ്പിന്റെ വേൾഡിൽ വിജയമായി എന്നുള്ള അല്ലെ. അപ്പൊ നോക്ക്, ഇങ്ങനൊക്കെ കണക്ട് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ ഈ ഒരു ഫിലിമിലൊക്കെ നമുക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ അല്ലെ കണക്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ മാക്സിമം എന്ത് ചെയ്യുക, ഇങ്ങനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പോയിന്റ്സ് നിങ്ങളൊന്ന് എങ്ങനെ സെറ്റ് ആക്കുക കേട്ടോ. ഈ ലെവലിൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചാൽ എന്ത് ചെയ്യും, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതാൻ വേണ്ടി പറ്റും. ശരി എന്നാ പറയ്. ഞാനില്ലേ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നേ. അതെ +2 മക്കളെ, ഞാന് നിങ്ങളുടെ സെൻഡ് ഓഫ് സമയത്ത്, അതായത് നിങ്ങളുടെ നമ്മളെ ഫെയർവെൽ പാർട്ടി നടക്കുമല്ലോ, അന്ന് ഞാൻ ഉണ്ടാവില്ല. സോ ഞാൻ ഈ ശനിയാഴ്ച പുറത്തേക്ക് പോവാണ്. സോ ഒന്ന് ദുബായ് വരെ പോയിട്ട് ചെറിയൊരു വെക്കേഷൻ ട്രിപ്പാണ്. അപ്പോൾ ഇനി നമ്മൾ കാണൂല. അപ്പോൾ അത് കാണില്ലല്ലോ എന്ന് വിചാരിച്ചപ്പോൾ എനിക്കൊരു സങ്കടം. ഞാൻ ഇങ്ങനെ ഇത്രയും കാലം വിചാരിച്ചുകൊണ്ടിരുന്നത് നമുക്ക് ആ സെൻഡ് ഓഫ് ടൈമിൽ ഇങ്ങനെ വന്നിട്ട് നമുക്കൊന്ന് ഹൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് പോകാമെന്നായിരുന്നല്ലോ. പക്ഷേ യെസ്, അന്ന് എനിക്ക് ഉണ്ടാകാൻ പറ്റില്ല. അപ്പോൾ ഐ എം ദ റിയലി സോറി അളയാ. അപ്പോൾ എന്തായാലും ഞാൻ എന്ന് വരും, 14-ാം തീയതിക്ക് ശേഷമേ നമ്മൾ വരുള്ളൂ. അപ്പം ഇനി ആർക്കെങ്കിലും നമ്മൾ കാണുന്നവരൊക്കെ നിങ്ങൾക്ക് ഓഫീസിലൊക്കെ വരാം, നമ്മുടെ ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ ഓഫീസിലൊക്കെ വന്നിട്ട് നമുക്ക് കാണാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കാണാടോ. സോ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. നാളെ ഇംഗ്ലീഷ് എക്സാമാണ്. നാളെ എക്സാം യെസ്. അപ്പം നാളത്തെ ഇംഗ്ലീഷ് എക്സാം അടിപൊളിയാക്കിയിട്ട് എഴുതാം. അപ്പോൾ ഇനി നമ്മൾ തമ്മിൽ കാണൂല. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്സ്. യെസ്, അപ്പോടാ ടാറ്റ, ബൈ ബൈ, സി. ഇനി ബാക്കി നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചോട്ടെ. അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ ലൈവിൽ കയറി ഒരു ബൈ പറഞ്ഞിട്ട് പോകാൻ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് +1 ലൈവ് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ജസ്റ്റ് മിസ് ലൈവ് എടുക്കുന്നത് കണ്ടേ. ഇനി ബാ ഇംഗ്ലീഷ് പഠിപ്പിച്ചോ. അപ്പോൾ ശരി, എന്നാൽ ബൈ ബൈ, സി യു. അപ്പോൾ വേണമെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് പറയാം കേട്ടോ. @_റീസൽ, നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് അറിയുന്ന ഐഡിയ ആണ്. വേണമെങ്കിൽ അവിടെ വന്നിട്ട് നമുക്ക് കുറച്ച് ചിറ്റാറ്റൊക്കെ പറയാം. ഇപ്പം ഇല്ലെങ്കിൽ ആ ജസ്റ്റ് നംസിനെ ഓടിക്കും. അപ്പോൾ ശരി, നല്ല ടാറ്റാ. ഓക്കെ.
എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്താ പറയുക, ഞാൻ എപ്പോൾ ക്ലാസ് എടുക്കാൻ കയറിയാലും എനിക്കിങ്ങനെ വർത്താനം പറയാനൊന്നുള്ള സമയം ഉണ്ടാവില്ല. കാരണം നമുക്ക് അത്രയും ചാപ്റ്റേഴ്സും എന്നെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ഓരോ ലൈവാണ് നമുക്ക് കിട്ടുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ യെസ്, കമൻറ്റ് പോലും എനിക്ക് ചിലപ്പോൾ നോക്കാനുള്ള സമയം ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിങ്ങനെ അടിച്ചു വിടണം കുറേ കാര്യങ്ങൾ എന്നുള്ള. യാ ഓക്കെ, സോ നോക്കുക ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നടാ. സ്ലൈഡ് പോയി. യാ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് യെസ് മഞ്ഞുമൽ ബോയ്സിനെ പറ്റിയിട്ടൊക്കെ ജസ്റ്റ് പറഞ്ഞു അല്ലേ. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞിട്ടുള്ള എന്താ, ആ ഒരു കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ റിവ്യൂ ഒക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള കുറേ പോയിന്റ്സ് ഒക്കെ നമുക്ക് ഇങ്ങോട്ട് എടുത്ത് എഴുതാൻ വേണ്ടി പറ്റണം. ഓക്കെ, യെസ്. യാ, അപ്പോൾ അടുത്തത് ഇനി നമ്മൾ നേരെ കേട്ടോ യൂണിറ്റിലേക്ക് കുറച്ച് കാര്യങ്ങളുമായിട്ട് പോവാണ്. അപ്പോൾ നിങ്ങളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതുവരെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്ന കാര്യം എന്താണ്, ബ്ലോഗ് എന്താണ്, ബ്ലോഗ് എന്താണ്, ജോബ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് അല്ലേ, ദെൻ ആർട്ടിക്കിൾ എങ്ങനെയാണ്, ഇങ്ങനെ കുറേ സംശയങ്ങളായിരുന്നു. സോ ആ മെയിൻ ആയിട്ടുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഇപ്പം തീർത്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ കുറച്ചും കൂടി യെസ് എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, എന്തെല്ലാം പറയുന്നുണ്ട് മഞ്ഞുമൽ വോയിസിനെ പറ്റിയിട്ടൊക്കെ. ഓക്കെ, യാ, അപ്പോൾ നോക്ക് ഇനി നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മറ്റു ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ് കേട്ടോ. ഹൈറ്റ്സ് ഓഫ് ഹാർമണി എന്ന് പറയുന്ന നമ്മുടെ യൂണിറ്റ് അല്ലേ, യൂണിറ്റ് 2 പറയുന്നത് അതിൽ മെൻഡിങ് വാള് നമ്മൾ ഇന്നലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. മെൻഡിങ് വാൾ ആരാണ് അവിടെ എഴുതിയിട്ടുള്ളത്, റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയിട്ടുള്ള കവിതയാണ് അല്ലേ. സോ മെൻഡിങ് വാൾ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നമുക്ക് ഈ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആരൊക്കെയാണ് ഇതിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പോയറ്റ് ഉണ്ട്, ദെൻ അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ നൈബർ ഉണ്ട് അല്ലെ. അപ്പൊ ഇവർ രണ്ടുപേരും എന്താണ് ഈ ഒരു വാൾ ഇങ്ങനെ മെൻഡ് ചെയ്യാണ് എന്നുള്ളത്. കാരണം എല്ലാ സ്പ്രിംഗ് സീസൺ ആകുന്ന സമയത്തും ഇത് എന്തെങ്കിലും കേടുവരും. അപ്പൊ ആ സമയത്താണ് ഇവർ ഇത് റിപ്പയർ ചെയ്യുന്നത്. സോ ഇതിൽ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുക. ഓക്കെ, സോ നോക്കുക കേട്ടോ, ഇവിടെ നോക്ക്, ഇവിടെ ഫസ്റ്റത്തെ അല്ലേ, ഞാൻ അങ്ങനെ ഓടിച്ചു പോകണം കേട്ടോ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ ഇനി, കാരണം ഇന്നലെ നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യത്തെ ഈ ലൈനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വാൾ ഇഷ്ടപ്പെടാത്ത എന്തോ ഒരു സംഭവം അവിടെ ഉണ്ട് എന്നാ പറയുന്നത് അല്ലേ. നോക്ക്, there is that doesn't love a wall, something there is that doesn't love a wall. അതായത് ഈ വാൾ ഇഷ്ടപ്പെടാത്ത എന്തോ ഒരു സംഭവം അവിടെ ഉണ്ട്, അതുകൊണ്ടാണ് എല്ലാ സീസണിലും ഇതിങ്ങനെ എന്ത് ചെയ്യുന്നത്, കേട് വരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ അതിന്റെ ഉള്ളിൽ എന്ത് ഫ്രോസൺ ആയിട്ടുള്ള വാട്ടർ ഉണ്ടാവും. അപ്പൊ വാട്ടറിന്റെ ഡെൻസിറ്റി കൂടിയിട്ടാണ് ഇതിങ്ങനെ മുകളിലുള്ള കല്ലൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇളകി താഴേക്ക് വീഴുന്നത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ നോക്കുക, അപ്പോൾ ഇങ്ങനെ വീണിട്ട് ഇതിന്റെ ഇടയിൽ എന്തുണ്ടാവുന്നുണ്ട് എന്നുള്ള രണ്ട് ആൾക്കാർക്കെല്ലാം എങ്ങോട്ടും ഇങ്ങോട്ടും പോവാനുള്ള ആ രീതിയിൽ ഗ്യാപ്പ് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് ഇവിടെ പറയുന്നത് എന്താ നോക്ക്, ഈ ലൈനിന് ചോദ്യം കണ്ടിട്ടുണ്ട് കേട്ടോ. അതായത് കറക്റ്റ് ഈ പാരഗ്രാഫ് അങ്ങോട്ട് ചോദിച്ചിട്ട് ഇതിലെ ഹണ്ടേഴ്സ് എന്താ ചെയ്യുന്നത്, നമ്മുടെ പോയിന്റ് എന്താ ചെയ്തത്, ഈ ക്വസ്റ്റ്യൻ ഒക്കെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മോഡലിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ ഇവിടെ നോക്ക്, ദ വർക്ക് ഓഫ് ഹണ്ടേഴ്സ് ഈസ് another thing I have come after them and made repair. Would they have left not one stone on a stone, but they would have the rabbit out of hiding to place the yelping dogs, the gaps I mean, no one has seen them made or heard them made, but at spring mending time we find them there അല്ലേ. അപ്പൊ ഇവിടെ കറക്റ്റ് പറയുന്നത് എന്താന്ന് വെച്ചാൽ നോക്ക്, കറക്റ്റ് ആയിട്ട് ഇതിൽ ഏകദേശം നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. കാരണം ഇവിടെ 2 മാർക്സിനൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഹണ്ടേഴ്സിനെ പറ്റി പറയുന്നുണ്ട് അല്ലെ. ഹണ്ടേഴ്സിന്റെ വർക്ക് ഇവിടെ എന്താ, എടാ ഹണ്ടേഴ്സ് ചെയ്യുന്ന കാര്യം, വേട്ടക്കാർ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് അറിയോ, ഇവിടെ പറയുന്നത് വെച്ചാൽ ഈ കല്ലിങ്ങനെ വികാൻ കാരണം വേട്ടക്കാർ അതിലൂടെ പോകുന്നുണ്ട്. വേട്ടക്കാർ പോകുമ്പോൾ അവരുടെ കൂടെ ആരുണ്ടാവും, ഡോഗ്സ് ഉണ്ടാവും. സോ ഈ ഡോഗ്സിനെ വിശക്കുന്ന സമയത്ത് മുയലിനെ എടുത്തു കൊടുക്കണം. സോ മുയൽ എവിടെ ഉണ്ടാവും എന്നാ പറഞ്ഞിട്ടുള്ളത്, ഈ കല്ലുകളുടെ ഇടയിൽ നിന്ന് കല്ലിങ്ങനെ മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള റാബിറ്റ്സിനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് കൊടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിലൊക്കെ ഗ്യാപ്പ് വരുന്നത് എന്നാണ് പറഞ്ഞത്. പക്ഷെ പോയിന്റ് പറയുന്നുണ്ട് നോ, അതൊന്നും അല്ല എന്നുള്ളതാണ് പോയിന്റ് ഇവിടെ പറയുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, സോ എന്തോ ഒന്ന് കാണാൻ പറ്റാത്ത, ഇതുവരെ കേൾക്കാനും പറ്റാത്ത രീതിയിലുള്ള സംതിങ്, എന്തോ അൺനോൺ ആയിട്ടുള്ള കാര്യമാണ് ഇതിന് ഗ്യാപ്പ് വരുത്തുന്നത് എന്നുള്ളതാണ് പോയിന്റ് ഇവിടെ പറയുന്നത്. ആൻഡ് ഇവിടെ അടുത്തതിൽ നോക്കുക, അടുത്ത ലൈനിൽ പറയുന്നത് I let my neighbor know beyond the hill, and on a day we meet to walk the line and set the wall between us. Once again we keep the wall between us as we go അല്ലെ. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഒരു കുന്നിനാൽ ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ പോയിന്റിന്റെ നൈബറും. അപ്പൊ ഇവർ രണ്ടുപേരും എന്തെങ്കിലും കറക്റ്റ് ആയിട്ട് ഇതിനെ റിപ്പയർ ചെയ്യുന്ന ആ ഒരു സമയമാകുമ്പോൾ അല്ലെ ഇവർ അതറിയും, ഇതിനെന്തെങ്കിലും കേടുപാട് വന്നിട്ടുണ്ടെങ്കിൽ അറിയും. എന്നിട്ട് രണ്ടുപേരും വന്നിട്ട് എന്ത് ചെയ്യും, അപ്പുറത്ത് നിന്നിട്ട് ഈ വാള് സെറ്റ് ചെയ്യും എന്നാണ് ഈ വരിയിൽ പറയുന്നത്. ഓക്കെ, then അടുത്തതിൽ പറയുന്നത് എന്താ നോക്ക്, to each the boulders that have fallen to each, and some are loaves and some so nearly balls, we have to use a spell to make them balance, stay where you are until our backs are turned. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാലടാ, ഈ ഓരോ അല്ലെ ഈ കല്ലുകളെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ബോൾഡേഴ്സ് എന്നൊക്കെ പറയുന്നത് ഈ പാറക്കല്ല്,
അപ്പൊ ഈ ഓരോ പാറക്കല്ലിനും ഡിഫറെന്റ് ആയിട്ടുള്ള ഷേപ്പാ. കാരണം ഇത് ജസ്റ്റ് ഒരു വാളല്ലേ, ഈ കാട്ടിലുള്ള ഒരു വാളല്ലേ, ഇവരുടെ തോട്ടത്തിലുള്ള വാളല്ലേ. അപ്പൊ ചിലതൊക്കെ എന്താണ്, സം ആർ ലോബ്സ് എന്ന് പറയുന്നത് ചിലതൊക്കെ റൗണ്ട് ഷേപ്പിലാണ്, ചിലതൊക്കെ അല്ലേ ബ്രെഡ് ഒരു ഉരുണ്ട ഷേപ്പിലും ഇങ്ങനെ, അതായത് ഓവൽ ഷേപ്പിലുണ്ട്, അതേപോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ, ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പൊ പല പല ഷേപ്പിലാവുമ്പോൾ ഇതിങ്ങോട്ട് വീണാൽ തിരിച്ചങ്ങോട്ട് വെക്കുക എന്നുള്ളത് എന്താണ്, കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്, പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് എന്നാണ് പറഞ്ഞത് കേട്ടോ, തിരിച്ചങ്ങോട്ട് വെക്കുക എന്നുള്ളത്. ദെൻ ഇവിടെ എന്താ പറയുന്നത്, we wear our fingers rough with handling them, or just another kind of outdoor game, or one on acid. It comes to little more. The word it is, we do not need the wall. He is all pine and I am apple orchard. ഇവിടെ പറഞ്ഞ എന്താണ്, ഇതിങ്ങനെ കല്ലിങ്ങനെ എടുത്തു വെച്ച് ഈ കാര്യങ്ങൾ ഇങ്ങനെ റിപ്പയർ ചെയ്തുകൊണ്ട് ഇവരുടെ കൈകൾക്കൊക്കെ ഭയങ്കര പ്രശ്നമുണ്ട്. കൈകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മുറിവായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്, ഇതിങ്ങനെ റിപ്പയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ശരിക്കും ഇവർക്കൊരു ഔട്ട്ഡോർ ഗെയിം പോലെയാണ്. കാരണം എന്താണ്, ഒരു മതില്, ഇതിന്റെ ഇവിടെ ഒരാള്, ഇതിന്റെ ഇവിടെ ഒരാള്, ഇങ്ങനെ രണ്ടാൾ അപ്പുറത്ത് പുറത്ത് നിന്നിട്ട് കല്ലുകൾ ഇങ്ങനെ എടുത്തേക്കുക. അപ്പൊ ഇതൊരു ഔട്ട്ഡോർ ഗെയിം പോലെയാണ് പോയിട്ടിന് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ പറയുന്നുണ്ട് ശരിക്കും ഇതിന്റെ ആവശ്യമുണ്ടോ, എനിക്കുള്ളത് മൊത്തം എന്താണ് ആപ്പിൾ മരങ്ങളും അവരുള്ളത് മൊത്തം പൈൻ മരങ്ങളോ, അപ്പൊ ഇത് രണ്ടും തമ്മിൽ എന്താണ് ഡിഫറൻസ് ഇല്ലേ. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു മതിലിന് ആവശ്യമില്ലല്ലോ, കണ്ടാൽ മനസ്സിലാവില്ലേ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ, ഒരേപോലെ ഉള്ളല്ലോ എന്നുള്ളതാണ് ഇവിടെ പോയിട്ട് പറയുന്നത് എന്നുള്ളതാണ്. പക്ഷേ നോക്ക്, മൈ ആപ്പിൾ ട്രീസ് വിൽ നെവർ ഗെറ്റ് അക്രോസ് ആൻഡ് ഈറ്റ് ദ കോൺസ് അണ്ടർ ഹിസ് പൈൻസ് ഐ ടെൽ ഹിം. അല്ലെ, എന്റെ ആപ്പിൾ മരങ്ങൾ ഒരിക്കലും അങ്ങോട്ട് പോയിട്ട് അവന്റെ പൈൻ മരങ്ങൾ തിന്നൂല, അവന്റെ പൈൻ മരങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഇന്റതും തിന്നൂല. ഹി ഓൺലി സീസ്, പക്ഷെ അപ്പോഴൊക്കെ അദ്ദേഹം ഒരൊറ്റ കാര്യം നൈബർ പറയുള്ളൂ, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ്, നല്ല വേലികൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കും എന്നുള്ളത് തന്നെ ഇയാൾ ഇങ്ങനെ പറയും. ആൻഡ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്പ്രിങ് എന്ന് പറയുന്ന സീസൺ വരുമ്പോൾ എനിക്കിതൊരു വികൃതിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്, മിസ്റ്റീഫ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് അല്ലെ. കാരണം വേറെ പണിയൊന്നുമില്ലല്ലോ അല്ലെ, ഇതിങ്ങനെ ശരിയാക്കി വെക്കുക, കല്ലിങ്ങനെ എടുത്ത് വെക്കുക, എല്ലാ കൊല്ലം തന്നെ പരിപാടി. അപ്പൊ ഇനിയിപ്പോ ഞാൻ അതിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ എന്ത് ചെയ്യുമല്ലേ, അയാൾക്ക് പ്രത്യേകിച്ച് ഒന്നും വരാൻ വേണ്ടി പോകുന്നില്ല എന്നില്ല. എനിക്കൊരു ആശയൊക്കെ അദ്ദേഹത്തിന്റെ തലയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി തോന്നും, ഇതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്. പക്ഷെ അദ്ദേഹത്തിന് ഒരു മാറ്റം വരൂല. ആൻഡ് വൈ ഡു ദേ മേക്ക് ഗുഡ് നൈബേഴ്സ്, എന്തിനാണല്ലേ ശരിക്കും ഇത്, എങ്ങനെ ഇതിപ്പോ നല്ലൊരു അയൽക്കാരെ ഈ വാള് സൃഷ്ടിക്കുന്നത് എന്നുള്ള ചോദിച്ചത്. ഇവിടെ എന്താ പശുക്കളുണ്ടോ, ഈ നോക്ക്, കൗസ്, ഇവിടെ പശുക്കൾ എന്തെങ്കിലും ഉണ്ടോ, ബട്ട് ഹിയർ നോ കൗസ് അല്ലെ, പക്ഷെ ഇവിടെ പശുക്കളൊന്നും ഇല്ല, ഒന്നുമില്ല. പിന്നെന്താ, ബിഫോർ ഐ ബിൽഡ് എ വാൾ ഐ വുഡ് ആസ്ക് ടു നോ, അല്ലെ, ഈ ഒരു വാൾ ഉണ്ടാക്കുന്നതിന്റെ മുന്നേ തന്നെ എനിക്കൊരു കാര്യം അറിയണം എന്നുണ്ട്, ചോദിക്കണം എന്നുണ്ട്. എന്താ അറിയേണ്ടത്, വാട്ട് ഐ വാസ് വാളിംഗ് ഇൻ വാളിംഗ് ഔട്ട്, ഞാൻ എന്താ ഈ മതിൽ ഇങ്ങോട്ട് കെട്ടിയിട്ട് ഇതിന്റെ ഉള്ളിലാക്കണ, ഞാൻ എന്താ അതിന്റെ പുറത്തേക്ക് ആക്കുന്ന എന്താണെന്നുള്ളത് എനിക്കറിയണം. ആൻഡ് ടു ഹൂം ഐ വാസ് ലൈക്ക് ടു ഗിവ് ഒഫെൻസ്, അല്ലെ, എന്തിനാണ് ശരിക്കും, എന്തിനാണ് ഞാൻ ഈ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ അത് ആളോട് ചോദിച്ചിട്ട് ആർക്കും അറിയില്ല എന്നുള്ള രീതിയാണ്. പക്ഷെ ആൾ ഒറ്റ കാര്യം പറയും, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ് അല്ലെ, ഇത് ഇങ്ങനെ പറയുന്നുള്ളതാണ്. സോ നോക്ക്, സംതിങ് ദർ ഇസ് ദാറ്റ് ഡസന്റ് ലവ് എ വാൾ, എന്തോ ഒന്നുണ്ട് ഈ വാൾ ഇഷ്ടപ്പെടാത്ത, അതുകൊണ്ട് തന്നെയാണ് ഇത് എല്ലാ കൊല്ലം ഇങ്ങനെ കേടുവരുന്നത് എന്നുള്ളതാണ്. ആൻഡ് ദാറ്റ് വാണ്ട്സ് ഇറ്റ് ഡൗൺ, അതുകൊണ്ട് അതിനെന്ത് ചെയ്യണം, ഇതിന്റെ താഴേക്ക് ഇങ്ങനെ അല്ലെ ഇറക്കണം, ഈ കല്ല് ഇങ്ങനെ താഴേക്ക് വികിക്കും. സോ ഐ കുഡ് സേ എൽസ് ടു ഹിം, എനിക്ക് വേണമെങ്കിൽ അതെന്താ പിശാജാണ് എന്നുള്ളത് അദ്ദേഹത്തോട് പറയാം. ആൻഡ് ബട്ട് ഇറ്റ്സ് നോട്ട് എൽസ് എക്സാക്ട്ലി, പക്ഷെ അത് ശരിക്കും പിശാജൊന്നല്ല. ആൻഡ് ഐ വുഡ് റാദർ ഹി സെഡ് ഇറ്റ് ഫോർ ഹിംസെൽഫ്. I see him there bringing a stone grasped firmly by the top in each hand like an old stone savage armed. അല്ലെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓൾഡ് ഏജ് എന്നൊക്കെ പറഞ്ഞു, ഓൾഡ് സ്റ്റോൺ ഏജ് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഇവിടെ പോയറ്റിനെ പറയുന്നത് എന്തൊക്കെ കാര്യം പറഞ്ഞാൽ ഇയാൾക്കൊരു വിൽക്കൂല. അപ്പൊ ഇയാളെ ഈ ഒരു ചിന്താഗതി ഉണ്ടല്ലോ, മുന്നേ ഫാദർ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ ഇങ്ങനെ എല്ലാ കൊല്ലും ഇങ്ങനെ ഇത് ചെയ്യല്ലേ. അപ്പൊ ഏതോ പുരാതനമായിട്ടുള്ള അല്ലെ, ഈ ഒരു ശിലായുഗത്തിലുള്ള സ്റ്റോൺ ഏജിലുള്ള ഒരാളുടെ ഒരു തോട്ട് പോലെയാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ആരെ പറ്റി പറയുന്നത്, നൈബറിനെ പറ്റി പറയാണ് കേട്ടോ, അയൽക്കാരനെ പറ്റി പറയാണ്. എന്നിട്ട് അദ്ദേഹം തിരിച്ചു പോകുമ്പോ ഹി മൂവ്സ് ഇൻ ഡാർക്ക്നെസ് ആസ് ഇറ്റ് സീംസ് ടു മീ നോട്ട് ഓഫ് വുഡ്സ് ഓൺലി ആൻഡ് ദ ഷെയ്ഡ് ഓഫ് ട്രീസ്. അപ്പോൾ ഈ അയൽക്കാരൻ, ഈ നൈബർ ഇങ്ങനെ തിരിച്ച് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവിടെയൊക്കെ ഭയങ്കര ഡാർക്ക്നെസ് ഫീൽ ചെയ്യും. പക്ഷെ ആ ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലുള്ള ട്രീസിന്റെ ഷെയ്ഡോ നീലോ ഒന്നും അല്ല എന്നുള്ള, മറിച്ച് അദ്ദേഹത്തിന്റെ മൈൻഡ്, ആ ഒരു മനസ്സിന്റെ ഈ ഡാർക്ക് ഇരുട്ടിനെയാണ് ഇവിടെ പോയിട്ട് കാണിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാല് ഈ ഒരു ചിന്താഗതി അല്ലെ ആക്സെപ്റ്റ് ചെയ്യാൻ ഇദ്ദേഹം തയ്യാറല്ല. ഇവിടെ വാള് വേണ്ട എന്ന് പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. വർഷങ്ങൾക്ക് മുന്നേ നോക്ക് എന്താണ് ഫാദർ പറഞ്ഞിട്ടുള്ളത്, ഇതെന്നെ എന്ത് ചെയ്യാണ് ഈ ആള് ഇപ്പോഴും അത് പിൻപറ്റി പോവാണ് എന്നുള്ള അല്ലെ, അത് നിരസിക്കാൻ ആള് തയ്യാറല്ല. അപ്പോൾ പുതിയ കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലാത്ത അദ്ദേഹത്തിന്റെ മനോഭാവത്തെയാണ് ഇവിടെ പോയിട്ട് ഡാർക്ക്നെസ് ആയിട്ട് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഡാർക്ക്നെസ് ഒക്കെ മനസ്സിലാക്കുക. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, വീണ്ടും പറയും, എന്താ പറഞ്ഞിട്ടുള്ളത്, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ്
നൈബേഴ്സ് എന്ന് തന്നെ പറഞ്ഞു പോകും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. സോ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇതൊരു സിംബോളിക് ഫോം ആണെന്ന് പറയുന്നുണ്ട്. കാരണം ഇവിടെ ഈ വാൾ റെപ്രസെന്റ് ചെയ്യുന്നത് ശരിക്കും എന്താണ് എന്നുള്ളതാണ്, നമ്മുടെ ബാരിയേഴ്സ് ഒക്കെ ആണ് എന്നുള്ള കേട്ടോ. നോക്ക്, സൊസൈറ്റൽ ബാരിയേഴ്സ് ആണ്. നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ബൗണ്ടറീസ് ഉണ്ട്, ഒരുപാട് ബൗണ്ടറീസ് ഉണ്ട്. അതായത് എന്തിനൊക്കെ തമ്മിൽ, നമ്മുടെ അല്ലെ കാസ്റ്റ് തമ്മിൽ, നമ്മുടെ ക്ലാസ് തമ്മിൽ, നമ്മുടെ എക്കണോമിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ടിട്ടൊക്കെ എല്ലാ സംഭവങ്ങളും അതിരുകളല്ലേ മനുഷ്യന്മാർക്കിടയിൽ. അപ്പൊ ആ അതിരുകളെയാണ് സോഷ്യൽ അല്ലെ, സൊസൈറ്റൽ ബൗണ്ടറീസ് എന്ന് ഇവിടെ പറയുന്നത്. അപ്പൊ നോക്ക്, ഇറ്റ്സ് ബ്രേക്കിംഗ് സിംബലൈസസ് ചേഞ്ച്. അതായത് ഇതൊക്കെ ഈ ബൗണ്ടറീസ് ഒക്കെ നമ്മൾ ഇല്ലാതാക്കുക. അപ്പൊ മതങ്ങൾ തമ്മിലുള്ള ബൗണ്ടറീസ്, അങ്ങനെയുള്ള ബൗണ്ടറീസ് ഒക്കെ നമ്മൾ ഇല്ലാതാക്കുക. മനുഷ്യന്മാരൊക്കെ ഒരുപോലെ നമ്മളൊരു ആ ഒരു സോഷ്യൽ ആയിട്ടുള്ള അല്ലെ, ആ ഒരു ഇന്റിഗ്രിറ്റിയോട് കൂടി നമ്മൾ ജീവിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ആ ബൗണ്ടറിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുക. അപ്പൊ ആ ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞത് എന്തിനെ കാണിക്കുന്നത്? മാറ്റത്തെയാണ് കാണിക്കുന്നത്, ചേഞ്ചിനെയാണ് കാണിക്കുന്നത്. സോ ഇവിടെ മെൻഡിങ് എന്നുള്ളതിനോട് കാണിക്കുന്നത് എന്താണ്? അപ്പോ ഈ വാൾ അല്ലെ, ഇവിടെ ഒരു വാൾ ഉണ്ട്, ഈ വാൾ ബ്രേക്ക് ആവുമ്പോൾ ആ ബ്രേക്ക് ആവുന്നതിനെ ഒരു ചേഞ്ച് ആയിട്ട് അവിടെ കാണിക്കുന്നത്. പക്ഷെ ഇത് വീണ്ടും കെട്ടിപ്പടുത്തിട്ട് വീണ്ടും മെൻഡ് ചെയ്യുക എന്നുള്ളത് കാണിക്കുന്നത് എന്താണ്? ഈ നൈബറിന്റെ ഒരു ആറ്റിറ്റ്യൂഡിനെയാണ്. എന്ത് ആറ്റിറ്റ്യൂഡ് എന്നുള്ളതാണടാ? റിഫ്യൂസൽ ടു ആക്സെപ്റ്റ് ചേഞ്ച്, മാറ്റങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാനുള്ള അല്ലെ ആ ഒരു മനോഭാവത്തെയാണ് കാണിക്കുന്നത് എന്നുള്ള കേട്ടോ. അപ്പൊ ഈ ഒരു പോയത്തിനെ പറ്റിയിട്ട് ചിലപ്പോൾ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ചോദിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ മൈൻഡിൽ വെക്കണം. ഓക്കെ, പോയറ്റിന് എന്താ പറയുന്നത്, പോയറ്റിന്റെ നൈബർ എന്താ പറഞ്ഞ ഇങ്ങനെ കാര്യങ്ങളൊക്കെ. സോ ഇതൊരു സിംബോളിക് പോം ആണെന്ന് മറക്കരുത്. ആരെ എഴുതിയിട്ടുണ്ടായിരുന്നത്? റോബർട്ട് ഫ്രോസ്റ്റ് ആണ്, മറക്കരുത്. ആൻഡ് പോയറ്റ് ഇത് പറയുന്നത് എന്താ? നാച്ചർ വാളിനെതിരെയാണ്, നാച്ചർ ഈസ് എഗെയിൻസ്റ്റ് വാൾ. പക്ഷെ പോയറ്റിന്റെ നൈബർ പറയുന്ന കാര്യം എന്താണ്? ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ് എന്നാണ് പറയുന്നത്. നല്ല വേലികൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കും എന്ന് തന്നെയാണ് ആള് പറയുന്നത് അല്ലെ. ആൻഡ് പിന്നെ പറയുന്നത് എന്താണ്? ദ പോയറ്റ് ഈസ് മോഡേൺ ബട്ട് ദ നൈബർ ഈസ് കൺസർവേറ്റീവ് എന്ന് പറയുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ പോയറ്റ് ഇവിടെ മോഡേൺ ആണ്, എന്നാൽ നൈബർ അല്ലെ ഒരു കൺസർവേറ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഫാദറിന്റെ കാര്യങ്ങൾ തന്നെ ഫോളോ ചെയ്തുകൊണ്ട് വന്നതുകൊണ്ട്. അപ്പൊ ഇതിൽ നല്ലൊരു മെസ്സേജ് ഉണ്ട് ശരിക്കും. ആൻഡ് ഇതിൽ ഒരുപാട് പേഴ്സോണിഫിക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. പേഴ്സോണിഫിക്കേഷൻ ഉണ്ട്. എന്താണ് ഇതന്നെ പേഴ്സോണിഫിക്കേഷനാ? നല്ല വേലികൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കും. പിന്നെ വേലിങ്ങനെ ഇരുന്നിട്ട് അയൽക്കാരെ സൃഷ്ടിക്കല്ലേ അല്ലെ. പക്ഷെ അതെന്താ? പേഴ്സോണിഫിക്കേഷൻ, ഹ്യൂമന്റെ ക്വാളിറ്റി ആണ്. അതിവിടെ ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തതാണ് വേലിക്ക്. അപ്പൊ അതുകൊണ്ട് അത് പേഴ്സോണിഫിക്കേഷൻ ആണ്. പിന്നെ ഇതിൽ എന്തുണ്ട്? മെറ്റാഫറും ഉണ്ട്. അപ്പൊ ഇതൊക്കെ എടുത്ത് ചെയ്താട്ടോ. പിന്നെ ഇതിൽ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള വ്യൂസ് ആണ് പറയുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ മറക്കരുത്. ആൻഡ് ആ രണ്ട് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള വ്യൂ എന്ന് പറയുമ്പോൾ രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വ്യൂസ് അല്ലെ. ഒന്ന് പോയിന്റിന്റെ ആണ്. പോയിന്റ് എന്താ പറയുന്നത്? വാള് നല്ലതല്ല. പക്ഷെ നൈബർ പറയുന്നു ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ് അല്ലെ. അപ്പൊ ആ കാര്യങ്ങൾ മറക്കരുത്. ആൻഡ് വാള് അല്ലെ, വാള് ശരിക്കും എന്തൊക്കെ ചെയ്യുന്നുണ്ട്? വാള് ആളുകളെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, റിലേഷൻഷിപ്പ് അത് എന്ത് ചെയ്യുന്നു? ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അതൊക്കെ പറയാം. പിന്നെ ഇതിൽ ഒരുപാട് മെറ്റാഫേഴ്സ് സിമിലി യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വോൾ എന്ന് പറയുന്നത് അല്ലെ, നമ്മുടെ മെൻഡിങ് വാൾ, ആ വാൾ തന്നെ ശരിക്കും എന്താണ് എന്നുള്ളതാണ്. അത് മെറ്റഫർ ആണ്. അതായത് ഒരു കമ്പാരിസൺ, ഡയറക്റ്റ് കമ്പാരിസൺ അവിടെ നടക്കുന്നത് അല്ലെ. എന്തായിട്ട്? അതായത് സൊസൈറ്റിയിലുള്ള ഈ അതിരുകള് അല്ലെ, ഒരുപാട് ചുറ്റുള്ള ബാരിയേഴ്സിനെയാണ്, തടസ്സങ്ങളെയൊക്കെയാണ് ശരിക്കും ഇവിടെ എന്ത് ആയിട്ട് കാണിക്കുന്നത്? വാൾ ആയിട്ട് കാണിക്കുന്നത്. അപ്പൊ അതൊക്കെ മറക്കരുത് കേട്ടോ. അലിട്രേഷൻ ഉണ്ട് എന്നുള്ളത് മറക്കരുത്. അസോണൻസ് ഉണ്ട്. ദെൻ അതേപോലെ തന്നെ പേഴ്സോണിഫിക്കേഷൻ ഉണ്ട്, മെറ്റഫർ ഉണ്ട്. ഇതെല്ലാം ഓർമ്മ വെക്കുക. പിന്നെ ഇതിന്റെ റൈം സ്കീമോ കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ മനസ്സിലാവണം. ഇതിന്റെ റൈം സ്കീം എങ്ങനെയാണ് അല്ലെ? റൈം സ്കീം അല്ല, ഇതിന്റെ സ്ട്രക്ചർ എന്താ? ബ്ലാങ്ക് വേഴ്സ് ആണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതിന് റൈം സ്കീം ഒന്നും ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ് ബ്ലാങ്ക് വേഴ്സ് ആണെന്ന് പറയാൻ കാരണം. ഞാൻ അതേപോലെ തന്നെ ഇതിന്റെ ലാംഗ്വേജും സിമ്പിൾ അല്ല. അപ്പൊ തന്നിരിക്കുന്ന പോയത്തിന്റെ ലാംഗ്വേജ് സിമ്പിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് കോൺട്രാസ്റ്റ് ആയിട്ട് പറയാം, ഡിഫറൻസ് ആയിട്ട് പറയാം. ഇത് ഭയങ്കര സിമ്പിൾ ആണ്, എന്നാൽ ഇത് അത്ര സിമ്പിൾ അല്ല അല്ലെ, നോട്ട് ഈസി ടു അണ്ടർസ്റ്റാൻഡ് എന്നുള്ളതൊക്കെ പറയാം. കാരണം എന്താ വെച്ചാൽ ഇതിന് കുറച്ച് ഹിഡൻ മീനിങ്സ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞാലേ കേട്ടോ നാളെ ഇങ്ങനെയുള്ള ഒരു പോം തന്നാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, സോ ശ്രദ്ധിച്ചു കേട്ടോ മക്കളെ. ഓക്കെ, സോ നോക്ക്. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് പറയുന്നത് അല്ലെ? വാൾസ്, ഫെൻസസ് ഒക്കെ വേണോ അല്ലെ? ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ലൈഫിന് അത് വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? നിങ്ങൾ എടുത്ത് എഴുതാം. ഓക്കെ, സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്ക്. സം ആർ ലോവ്സ് ആൻഡ് സം സോ നിയർ ദി ബോൾസ്, വി ഹാവ് ടു യൂസ് എ സ്പെൽ ടു മേക്ക് ദം ബാലൻസ് അല്ലെ. ചിലതൊക്കെ ലോവ്സ് ആണ്, ചിലതൊക്കെ ബോൾസ് ആണ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് അപ്പൊ നോക്ക് ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ? എന്താ? ഐഡന്റിഫൈ ദ പോം ആൻഡ് ദ പോയറ്റ്. അപ്പൊ നമുക്ക് കറക്റ്റ് ഇത് കണ്ടാൽ അങ്ങോട്ട് മനസ്സിലാവണം. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് കണ്ടാൽ മനസ്സിലാവണം ഇത് ഏത് പോയത്തിൽ നിന്ന് എടുത്താണെന്നുള്ളത് അല്ലെ. വേറെ ഒരു ക്ലൂ ഇവിടെ ഇല്ല. പക്ഷെ ഏത് പോം ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. മനസ്സിലായേ പറ്റൂ. ഇത് ഏതാണ്?
മെൻഡിങ് വാൾ ബൈ റോബർട്ട് ഫ്രോസ്റ്റ് ആണ്. അപ്പൊ ഇതിലെ ഫിഗർ ഓഫ് സ്പീച്ച് ഏതാന്നുള്ള സം ആർ ലോവ്സ് ആൻഡ് സം സോൾ നിയർലി ബോൾസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആ ഒരു സ്റ്റോണിന്റെ അല്ലെ ഷേപ്പിനെയാണ് ഇവിടെ കാണിക്കുന്നത്, കമ്പയർ ചെയ്തത്. സോ ഇതെന്താണ് ബ്രെഡ് ആയിട്ട് ലോവ്സ് ഒക്കെ ആയിട്ടല്ലേ ഇവിടെ കമ്പയർ ചെയ്ത്. അപ്പൊ അത് ഡയറക്റ്റ് കമ്പാരിസൺ ആ. സോ ഇവിടെ എന്താ ആൻസർ എന്താണ് മെറ്റഫർ ആണ്. ഓക്കെ, മെറ്റഫർ ആണ്, മറക്കരുത്. നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ബാങ്കിലുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ആൻസേഴ്സ് ഒക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ അടുത്തത് മക്കളെ റൈറ്റപ്പ്. റൈറ്റപ്പ് എങ്ങനെ എഴുതാൻ, നറേഷൻ എങ്ങനെ എഴുതുക എന്നുള്ള കുറെ ആൾക്കാർക്ക് സംശയം ഉണ്ടാവുന്നുണ്ട് അല്ലെ. സോ ശ്രദ്ധിക്കേണ്ട കാര്യം റൈറ്റപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്താണ് എഴുതുന്നത്, നമ്മുടെ അഭിപ്രായമാണ് നമ്മൾ എഴുതുന്നത് എന്നുള്ള. ഓക്കെ, നമ്മുടെ അഭിപ്രായമാണ് നമ്മൾ റൈറ്റപ്പിൽ എഴുതാൻ വേണ്ടി പോകുന്നത്. നറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വിവരിക്കുക ചെയ്യുന്നത്. അപ്പൊ അതിനൊരു സീക്വൻസ്, ഒരു ഓർഡറോട് കൂടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ഇങ്ങനെ നടന്ന പോലെ നമ്മൾ ഇങ്ങനെ എഴുതും അല്ലെ. അപ്പൊ അതാണ് നമ്മുടെ നറേഷൻ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ റൈറ്റപ്പിൽ അങ്ങനെയല്ല. റൈറ്റപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പാരഗ്രാഫ് ആയിട്ട് എഴുതാം. 4 മാർക്സിനൊക്കെ ആണെങ്കിൽ പാരഗ്രാഫ് ഒന്നും വേണമെന്നില്ല, ജസ്റ്റ് ഒരു ഇങ്ങനെ അല്ലെ ഒരു വലിയൊരു പാരഗ്രാഫിൽ എഴുതിയാൽ മതി. അതല്ല 8 മാർക്സിന്റെ ഒക്കെ റൈറ്റപ്പ് ആണെങ്കിൽ നിങ്ങൾ അത് പാരഗ്രാഫ് ആക്കിയിട്ട് സ്പ്ലിറ്റ് എഴുതണം. പിന്നെ 8 മാർക്കിനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനൊരു ടൈറ്റിലും കൊടുക്കാം. ചെറിയ മാർക്കിനാണെങ്കിൽ ടൈറ്റിൽ കൊടുക്കണം എന്നുള്ളത് നിർബന്ധമില്ല. ഓക്കെ, ശ്രദ്ധിച്ചോട്ടോ. ഓക്കെ, സോ റൈറ്റപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ക്വസ്റ്റ്യൻ നോക്ക്. ദ നൈബർ ജസ്റ്റിഫൈഡ് ദ നീഡ് ഫോർ ദ വാൾ ബൈ സ്റ്റേറ്റിംഗ് ഗുഡ് ഫെൻസസ് ബേക്ക് ഗുഡ് നൈബേഴ്സ് അല്ലെ. നൈബർ പറഞ്ഞിട്ടുള്ള കാര്യം നല്ല വേലി നല്ല അയൽക്കാരെ സൃഷ്ടിക്കും എന്നുള്ളതാണ്. സോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെ റൈറ്റപ്പ് ആണ് നമ്മളോട് എഴുതാൻ പറഞ്ഞത്. അതായത് നമ്മുടെ അഭിപ്രായം, ഒപ്പീനിയൻ ആണ് നമ്മൾ എഴുതേണ്ടത്. ശരിക്കും ഗുഡ് ഫെൻസസ് ഗുഡ് നൈബേഴ്സിനെ സൃഷ്ടിക്കോ ഇല്ലേ അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ നോക്കാം, റോബർട്ട് ഫ്രോസ്റ്റ് അല്ലെ എന്താ പറഞ്ഞത് മെൻഡിങ് വാളില്. അപ്പം അതിൽ എല്ലാ സ്പ്രിംഗ് സീസണിലും അത് മെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. then എനിക്കുള്ളത് എന്താണ് ആപ്പിൾ മരങ്ങളും അവനുള്ളത് പൈൻ മരങ്ങളാണ്. സോ ഇതൊന്നും എന്ത് ചെയ്യില്ല, ഡിസ്റ്റർബ് ചെയ്യില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു വാള് അല്ലെ. പക്ഷെ നൈബർ എപ്പോഴും പറയും ഗുഡ് ഫെൻസസ് എന്ത് ചെയ്യും, ഗുഡ് നൈബേഴ്സിനെ സൃഷ്ടിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് അപ്പൊ ഇവിടെ എന്താ നമ്മുടെ അഭിപ്രായം നമ്മൾ പറയണം അല്ലെ. സോ നോക്ക്, നൈബറിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഹീസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് ഗുഡ് ഫെൻസസ് ഹെൽപ് ടു കീപ് സം ലിമിറ്റ്. നമുക്ക് ലിമിറ്റ് ഒക്കെ കീപ്പ് ചെയ്യാൻ എപ്പോഴും അതിരുകള് സഹായിക്കും. അപ്പൊ നമ്മുടെ അഭിപ്രായം പറയുകയാണെങ്കിൽ റൈറ്റപ്പ് അതുകൊണ്ട് പറയാം to a great extent I too agree with the neighbors words അല്ലെ. ഈ അയൽക്കാരന്റെ വേർഡ്സുമായിട്ട് ഞാനും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പരിധി വരെ ഞാൻ ഇതിന് അഗ്രി ചെയ്യുന്നുണ്ട്. കാരണം അത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ റിലേഷൻഷിപ്പ് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാനും അതിരുകൾ പ്രോപ്പർട്ടീസ് തമ്മിലുള്ള ക്ലാഷ് ഇല്ലാതിരിക്കാൻ സഹായിക്കും. ആൻഡ് അതേപോലെ തന്നെ അല്ലെ കോൺഫ്ലിക്റ്റ് ഒക്കെ കുറക്കും. സോ എന്റെ അഭിപ്രായത്തിൽ ഗുഡ് ഫെൻസ് ഈസ് വെരി മച്ച് നെസസറി ടു കീപ് സം ലിമിറ്റ്സ് ബിറ്റ്വീൻ നൈബേഴ്സ്. നൈബേഴ്സ് തമ്മിൽ കുറച്ച് ലിമിറ്റ് കീപ്പ് ചെയ്യാൻ നല്ല അല്ലെ വേലി സഹായിക്കും. സോ അത് നോക്ക്, ഇറ്റ് ഓൾസോ ക്രിയേറ്റ് പ്രൈവസി അല്ലെ. പ്രൈവസിയും നമുക്ക് തരും എന്നുള്ള അല്ലെ ഈ നല്ല ഫെൻസസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത്. പക്ഷേ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ however the fence should not be very high or without a gate or opening. പക്ഷേ അതിനൊരു ഓപ്പണിങ്ങോ ഗേറ്റോ ഒന്നും കൊടുക്കാതിരിക്കരുത് എന്നാണ് പറഞ്ഞത് കേട്ടോ. കാരണം എന്താ, അങ്ങനെ ഓപ്പണിങ്ങോ ഗേറ്റോ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ആൾക്കാർ തമ്മിലുള്ള തീരെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ലേ. ചെറുതൊക്കെ വേണം. ചെറുതൊക്കെ ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് തടയാൻ വേണ്ടി പറ്റുമെന്നാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. അപ്പൊ അത് ആലോചിക്കുക. ആൻഡ് അല്ലെ വലിയതായാലും എന്ത് ചെയ്യും, യെസ് അത് നമ്മുടെ കമ്മ്യൂണിക്കേഷനെ എഫക്ട് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യാം, നിങ്ങൾ റൈറ്റപ്പ് ചെയ്താൽ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന് അത് പ്രതീക്ഷിക്കാം കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഈ ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ് എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. ഓക്കെ, then അതേപോലെ തന്നെ ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്ക്. മൈ ആപ്പിൾ ട്രീസ് വിൽ നെവർ ഗെറ്റ് അക്രോസ് ആൻഡ് ഈറ്റ് ദ കോൺസ് അണ്ടർ ഹിസ് പൈൻസ് അല്ലെ. എന്റെ ആപ്പിൾ മരങ്ങള് അവൻ എന്റെ അങ്ങോട്ട് ക്രോസ് ചെയ്യൂല, അവന്റെ അല്ലെ അതേപോലെ തന്നെ പൈൻ മരങ്ങളെ ഈറ്റ് ചെയ്യൂല എന്നൊക്കെയാണ് പറഞ്ഞത്. സോ ഇത് ഈ ഒരു പോയത്തിൽ നിന്ന് അല്ലെ മെൻഡിങ് വാൾ എന്ന പോയത്തിൽ നിന്നാണ്. സോ പ്രിപ്പയർ റൈറ്റപ്പ് എക്സ്പ്രസിംഗ് യുവർ വ്യൂസ് ഓൺ ദ അബവ് കോട്ടഡ് ലൈൻസ്. അപ്പൊ എന്ത് ചെയ്യാം, ഇതിനും ഇത് 4 മാർക്സിന് ആ റൈറ്റപ്പ് ചോദിച്ചു. അപ്പൊ ഇതിനൊക്കെ എന്ത് ചെയ്യാം, ഇതന്നെ ഉത്തരമായിട്ട് ഏകദേശം കൊടുക്കാം. നോക്കി ഇതിലുള്ള പോയിന്റ്സ് തന്നെ കൊടുത്താൽ മതി. then ഇവിടെ ഈ ക്വസ്റ്റ്യൻ നോക്ക്, മെൻഡിങ് വാൾ എന്താ പറയുന്നത്, പോയിറ്റ് ബിലീവ്സ് ദാറ്റ് there is no need for a wall അല്ലെ. പോയിറ്റ് അങ്ങനെയാണ് എന്താണ് ബിലീവ് ചെയ്യുന്നത്, വാളിന്റെ ഒന്നും ആവശ്യമില്ല, അതിൽ വേണ്ട. എന്നാ ഹി ടെൽസ് ദാറ്റ് നാച്ചർ ഓൾസോ സപ്പോർട്ട് ഹിസ് ആർഗ്യുമെന്റ്. നാച്ചറും അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. നോക്ക്, വൈ ഡസ് ഹി തിങ്ക് സോ, എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. ഓക്കെ, സോ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്, നമുക്കപ്പൊ ഫസ്റ്റിലെ പോയിന്റ്സ് ഒക്കെ എടുത്ത് ചെയ്താൽ അല്ലെ. കാരണം പ്രകൃതി അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് എല്ലാ സമയവും അല്ലെ ഇതിന്റെ ആ സ്റ്റോണൊക്കെ എന്ത് ചെയ്യുന്നത്, താഴേക്ക് വീകുന്നത്, ആ കാര്യങ്ങൾ ഗ്യാപ്പ് വരുന്നത്, രണ്ടാൾക്ക് പാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അങ്ങോട്ട് എടുത്ത് ചെയ്താ കേട്ടോ. അപ്പൊ അതന്നെയാണ് നാച്ചുറൽ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ തെളിവ് എന്നെല്ലാം പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ നേരത്തെ ഇതിൽ പറയുന്ന ഈ ഒരു പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ എഴുതാം. ഓക്കെ, സോ നെക്സ്റ്റ് അടുത്ത ചാപ്റ്റർ അമിഗോ ബ്രദേഴ്സിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്. സോ നമുക്കറിയാം അല്ലെ, ഇതൊരു ടീനേജേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ്. ഫെലിക്സ് ആൻഡ് അന്റോണിയോ രണ്ടാളും ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അവരുടെ ഡ്രീം എന്തായിരുന്നു, ബിക്കമിങ് വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻസ് അല്ലെ, വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻസ് ആവുക എന്നുള്ളതാണ്. എന്നാൽ രണ്ടാൾക്കാരും പക്ഷെ അതിന് വേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു.
പക്ഷെ ഒരു സമയത്ത് അല്ലെ വൺസ് ദേ ഹാഡ് ടു ഫൈറ്റ് ഈച്ച് അതർ, രണ്ടുപേർക്കും എന്ത് ചെയ്തു പരസ്പരം ഫൈറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണ്. ആൻഡ് അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഫൈറ്റ് ആയിരുന്നു. there were 3 deadly rounds, 3 നോക്ക് ഡെഡ്ലി റൗണ്ട്സ് ഉണ്ട് കേട്ടോ. ഈ എണ്ണൊക്കെ ഓർത്ത് വെച്ചോട്ടോ, ഇത് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യനിലൊക്കെ വരാറുണ്ട് കേട്ടോ, ലൈവ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാൻ വേണ്ടി പറയുമ്പോ ഒക്കെ. ഓക്കെ, എന്നാൽ രണ്ടാളും അതിൽ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബോത്ത് ഓഫ് ദം ലെഫ്റ്റ് റിംഗ് ആം ഇൻ ആം, രണ്ടാളും കൈയിലെ കൈയോട് കൈ ചേർത്ത് പിടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ആൻഡ് ദേ ഡിഡ്ന്റ് വെയിറ്റ് ഫോർ ദ അനൗൺസ്മെന്റ് ബൈ ദ റെഫറി അനൗൺസ് ചെയ്യാനൊന്നും അവർ തയ്യാറായിട്ടില്ല അല്ലെ. ദേ വർ ദ ചാമ്പ്യൻസ് ഇൻ ദ വേൾഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു വേൾഡിൽ പക്ഷെ അവരെന്തായിട്ട് ചാമ്പ്യൻസ് ആയി എന്നാണ് ഇവിടെ പറഞ്ഞത്. ആൻഡ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ടുപേരുടെയും ക്യാരക്ടർ സ്കെച്ച് സിമിലാരിറ്റീസ് ഒക്കെ ചിലപ്പോൾ ചോദിക്കാം. സോ ആന്റോണിയെ പറ്റി ചോദിക്കുകയാണെങ്കിൽ അല്ലെ, രണ്ടുപേരെ പറ്റി ചോദിക്കുകയാണെങ്കിൽ രണ്ടാൾക്കും എത്ര വയസ്സ്, 17 years old ആണ്. ആൻഡ് രണ്ടുപേരും ബോൺ ആൻഡ് ബോട്ടപ്പ് ഒക്കെ എവിടെയാണ്, മൻഹാട്ടനിലാണ്. ആൻഡ് അന്റോണിയോ പക്ഷെ എങ്ങനെയാണ്, കുറച്ച് ഫെയർ ആയിട്ട് ലീൻ ആൻഡ് ലെങ്കി ആണ് അല്ലെ, മെലിഞ്ഞിട്ടാണ് ആള്. ആൻഡ് ആളുടെ ഹെയർ ഒക്കെ ഇവിടെ ഇങ്ങനെ കണ്ണിന്റെ അടുത്തേക്കായിട്ട് ഫോളൻ ചെയ്തിട്ടാണ്. ആൻഡ് രണ്ടുപേരുടെയും അംബീഷൻ എന്താണ്, ലൈറ്റ് വെയിറ്റ് ചാമ്പ്യൻ ആവണം എന്നുള്ളതാണ്. ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ആൻഡ് പ്രാക്ടീസ് അല്ലെ, നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട് ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഹി കെപ്റ്റ് എ പോസിറ്റീവ് ഔട്ട്ലുക്ക് ഇൻ ഹിസ് ലൈഫ്. ഹി വാസ് വെരി കോമ്പറ്റീറ്റീവ്. ഹി ഫൗട്ട് വിത്ത് ഹിസ് ഫ്രണ്ട് ഫെലിക്സ്. ബോത്ത് ഓഫ് ദം വൺ ദ ട്രോഫി ഓഫ് ഫ്രണ്ട്ഷിപ്പ് അല്ലെ. ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇനി ഫെലിക്സിനെ പറ്റി ചോദിച്ചാലോ, ഫെലിക്സ് എങ്ങനെയാണ്, കുറച്ചല്ലേ ഡാർക്ക് ഷോർട്ട് ആൻഡ് ഹസ്കി ആണ് ആള് കേട്ടോ. ആൻഡ് ഹെയർ ഒക്കെ എന്താ ഒരു ആഫ്രോ സ്റ്റൈലാണ്, ഇതൊക്കെ മറക്കരുത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, അവരെ പറ്റി ആലോചിക്കുക. ആൻഡ് ഇവിടെ നോക്കി ക്വസ്റ്റ്യൻ എന്താ, നോ മാറ്റർ വാട്ട് ദ ഡിസിഷൻ they knew they would always be champions to each other. 1 മാർക്കിന് വന്നിട്ടുള്ള ചോദ്യം. ഇവിടെ എന്താ ചോദ്യം, who are the champions to each other, ആരാണ് എന്നുള്ള അല്ലെ. അപ്പൊ ഇത് നോക്ക്, ഇതാണ് കണ്ട എക്സാമിന് മനസ്സിലാവണം അല്ലെ. ഒരു ഐഡിയ ഇല്ല, വേറെ ഒരു ക്ലൂ ഇവിടെ ഇല്ല, ഒരൊറ്റ 2 ലൈനേ ഉള്ളൂ, വേറൊരു 2 ലൈൻ അല്ലെ. അപ്പൊ ചാമ്പ്യൻസ് എന്നൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവണം, യെസ് ഇത് അമിഗോ ബ്രദേഴ്സിലുള്ള ഫെലിക്സിനെയും ആന്റോണിയെയും പറ്റിയിട്ടാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. സോ അടുത്ത് നോക്ക്, അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, തീം ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഇൻ അമിഗോ ബ്രദേഴ്സ്. അമിഗോ ബ്രദേഴ്സിലെ മെയിൻ ആയിട്ടുള്ള തീം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, യെസ് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ആണ് അല്ലെ, അവരുടെ ഫ്രണ്ട്ഷിപ്പ് ആണ്. സോ അതിനെ പറ്റിയിട്ട് എഴുതാൻ പറഞ്ഞാൽ റൈറ്റപ്പ് ഒക്കെ ചോദിക്കാം. അല്ലെങ്കിൽ നോക്ക് ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്ക്, ട്രൂ ഫ്രണ്ട്ഷിപ്പ് ക്യാൻ ഓവർകം ഈവൻ ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ഓഫ് ഒബ്സ്റ്റക്കിൾസ്. ഏറ്റവും വലിയ തടസ്സങ്ങൾ വരെയല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ട്രൂ ഫ്രണ്ട്ഷിപ്പിനെ അല്ലെ, ആത്മാർത്ഥമായിട്ടുള്ള സൗഹൃദത്തിന് ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റും. യെസ് അതിന് മറികടന്ന് വരാൻ വേണ്ടി പറ്റും. സോ എക്സ്പ്ലെയിൻ വിത്ത് റെഫറൻസ് ടു അമിഗോ ബ്രദേഴ്സ്. അപ്പം ആ കാര്യം നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, തെളിയിക്കണം. പക്ഷേ അതിന് റെഫറൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്, അമിഗോ ബ്രദേഴ്സിലെ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം എങ്ങനെയൊക്കെ എന്തൊക്കെ നമുക്ക് പറയാമെന്നുള്ള അല്ലെ. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ എന്തറിയണടാ, ഇത് ശ്രദ്ധിച്ചോട്ടോ. ഇത് ഈ ഒരു ചാപ്റ്ററുമായിട്ട് പല ക്വസ്റ്റ്യൻസ് വരും. അതായത് ഇപ്പോ ഈ ക്വസ്റ്റ്യൻ തന്നെ ആവണമെന്നില്ല, ഫ്രണ്ട്ഷിപ്പിന് തീമോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഇവിടെ നോക്ക് ഫ്രണ്ട്ഷിപ്പ് അല്ലെ, ഒബ്സ്റ്റക്കിൾസ് ഓവർകം ചെയ്യണം, ഇങ്ങനെയുള്ള ചോദ്യം തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ എന്തായിരിക്കാം, ഈ കറക്റ്റ് ആയിട്ട് എന്താണ് അവർക്കിടയിൽ നടന്നിട്ടുള്ളത് എന്ന് ചോദിക്കാറുണ്ടോ. ഈ ഒരു അനൗൺസ്മെന്റ് വന്നതിന് ശേഷം അല്ലെ, ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യണം എന്ന് അറിഞ്ഞതിന് ശേഷം അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്താ, അവരെങ്ങനെയായിരുന്നു, അവരുടെ ഫ്രണ്ട്ഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചെറിയ വേരിയേഷൻ വന്നിട്ട്, പക്ഷെ കണ്ടന്റ് എല്ലാം സെയിം ആയിരിക്കും ആൻസേഴ്സ്. ഓക്കെ, സോ ശ്രദ്ധിച്ചു കേട്ടോ. ആന്റോണിയും ഫെലിക്സും എന്തായിരുന്നു, ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ബോക്സേഴ്സ് ആയിരുന്നു. ആൻഡ് അല്ലെ ഗുഡ് ഫ്രണ്ട്സ് ആയിരുന്നു. ആൻഡ് ഒരുപാട് വർഷങ്ങളായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ട്രെയിൻ ഒക്കെ ചെയ്യുന്നു, ഒരുമിച്ച് ട്രെയിൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്ലെ. ആൻഡ് there is approaching golden glove tournaments അല്ലെ. പക്ഷെ ഗോൾഡൻ ഗ്ലൗ ചാമ്പ്യൻഷിപ്പ് വരുന്നുണ്ട്. ആൻഡ് രണ്ടാൾക്കാരും അതിനെന്ത് ചെയ്തു, ട്രൈ ടു ക്വാളിഫൈ ദാറ്റ് അല്ലെ, അത് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ട്. സോ ദേ മസ്റ്റ് ബാറ്റിൽ ഈച്ച് അതർ ടു മേക്ക് ഇറ്റ് ടു ദ നെക്സ്റ്റ് ലെവൽ. അപ്പോൾ രണ്ടുപേരും എന്ത് ചെയ്യാണ്, അതിനെ അടുത്ത ലെവൽ അല്ലെ മറികടക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സോ ഇൻ ഓർഡർ ടു ഗോ ടു ദ ഗോൾഡൻ ഗ്ലൗസ്, ഈ ഗോൾഡൻ ഗ്ലൗ ചാമ്പ്യൻഷിപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, അപ്പൊ ആരാണോ ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ ജയിക്കുന്ന ആളല്ലേ, അവരെന്ത് ചെയ്യും, whoever wins will compete in the championship, അവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സമയമാണല്ലേ. സോ ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ട്രൂ ഫ്രണ്ട്ഷിപ്പ് ക്യാൻ ഓവർകം ഈവൻ ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ഓഫ് ഒബ്സ്റ്റക്കിൾസ്. അപ്പൊ എന്ത് ശരിയാണെന്നാ പറഞ്ഞേ, സത്യസന്ധമായിട്ടുള്ള അല്ലെ, ട്രൂ ആത്മാർത്ഥമായിട്ടുള്ള സൗഹൃദത്തിന് ഇങ്ങനെയുള്ള തടസ്സങ്ങളെ മറികടക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളത് സത്യമാണ്. കാരണം ഇവരെന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ള, ഇവര് പ്ലെഡ്ജ് ചെയ്തു, ഇവര് പ്രതിജ്ഞ എടുത്തു. എന്താ ഇവര് പ്രതിജ്ഞ എടുത്തതാ ശ്രദ്ധിച്ചോ, എന്താന്ന് വെച്ചാല് യെസ് അവരെന്ത് ട്രീറ്റ് ചെയ്യുന്നുള്ള മറ്റാളെ അല്ലെ കറക്റ്റ് ആയിട്ട് ഒരു ശത്രുവായിട്ട് റിവലായിട്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും, നമുക്ക് അങ്ങനെ തന്നെ അല്ലെ മാച്ചിൽ പെർഫോം ചെയ്യാം എന്നൊക്കെ പറയും. ആൻഡ് അതൊരിക്കലും നമ്മൾ എന്ത് ചെയ്യൂല, ഫ്രണ്ട്ഷിപ്പിനെ റിലേഷൻഷിപ്പിനെ ഇത് ബാധിക്കരുത് എന്നാണ് അവർ പ്ലെഡ്ജ് ചെയ്തത് അല്ലെ. ആൻഡ് നാച്ചുറലി ദാറ്റ് ഈസ് ഇൻ പ്രാക്ടീസ് ആണ് അല്ലെ. പക്ഷെ അത് ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. എന്തായാലും മത്സരിച്ചിട്ട് ഒരാൾ തോൽക്കും ഒരാൾ ജയിക്കും, പക്ഷെ എങ്ങനെ ആയാലും ഇതിനെ തോൽപ്പിച്ചില്ലേ അല്ലെ, ആ ഒരു സാധനം ഇവരുടെ ഇടയിൽ വരൂ. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. സോ നോക്ക്, ആന്റോണിയോ ആൻഡ് ഫെലിക്സ് സ്ട്രഗിൾ ഡ്യൂറിംഗ് ദ
competition. Each of them was determined. രണ്ടാൾക്കാരും എന്താ അടിപൊളിയായിട്ടുള്ള ഫൈറ്റേഴ്സ് തന്നെയാണ്. സോ അവർ ചെയ്യുന്ന സമയത്ത് അല്ലെ റെഫറി എന്ത് ചെയ്തു, ബെൽ റാങ് ചെയ്തു. ഇതൊക്കെ എന്തിൽ എഴുതാന്നറിയോ? ലൈവ് TV റിപ്പോർട്ടിലൊക്കെ എഴുതാൻ പറ്റും കേട്ടോ, ബ്ലോഗിൽ എഴുതാൻ പറ്റും, ഇതിലൊക്കെ എഴുതാൻ പറ്റുന്ന സെന്റൻസ് ആണ്. സോ ശ്രദ്ധിച്ചോ. The boys then realized that this fight is impairing their friendship and resolved not to fight. പക്ഷെ അവർക്ക് മനസ്സിലായി ഇത് എന്തായാലും ഇവരെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കും എന്നുള്ളത് അവർക്ക് തോന്നുകയാണ്. അപ്പം അവർ പിന്നെന്ത് ചെയ്തു? They left the match even before the winner was announced. അല്ലെ, ഈ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ അവർ അവിടുന്ന് ഇറങ്ങിപ്പോയി എന്നാണ് പറഞ്ഞത്. ദിസ് ടെൽ അബൌട്ട് their depth of friendship. ഇത് എന്ത് കാണിക്കുന്നുണ്ട്? അവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഡെപ്തിനെ അല്ലെ കാണിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ കറക്റ്റ് നോക്ക് എങ്ങനെയായിരുന്നു, എന്താ കാര്യങ്ങൾ, അവർ പിന്നെ എന്താ ചെയ്തത്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഇനി പല ആൾക്കാരുടെയും സംശയം എന്തായിരിക്കും എന്നറിയോ? ഈ ഫൈറ്റ് ചെയ്യുന്നതിന്റെ സീൻ അല്ലെ, ഈ സീൻ എന്തൊക്കെ ബ്ലോ ചെയ്തിട്ടുണ്ട്, പുഷ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ എഴുതാന്നുള്ളത് പല ആൾക്കാരുടെ സംശയമാണ്. അത് നമ്മളിപ്പോ ക്ലിയർ ചെയ്യും കേട്ടോ. സോ നോക്ക്, ഇവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ? പ്രിപ്പയർ റൈറ്റ് അപ്പ് ഓൺ ദ ഫ്രണ്ട്ഷിപ്പ് പോർട്രേറ്റ് ഇൻ ദ അമിഗോ ബ്രദേഴ്സ് അല്ലെ. അപ്പൊ അതിനെപ്പറ്റി ചോദിച്ചാൽ നമ്മൾ എന്താ എഴുതാന്നുള്ളത്. അപ്പൊ ഇത് ഇപ്പൊ ഈ എഴുതിയ കാര്യങ്ങൾ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെയും റൈറ്റപ്പിൽ കൊടുക്കാം. ഇനി അടുത്തൊരു ചോദ്യം, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിച്ചാലോ? ഇവര് വലിയൊരു മാച്ചല്ല അവിടെ നടന്നത് അല്ലെ, വലിയൊരു ഫൈറ്റാണ് നടന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇതേപോലെ ഹിൻസും കാര്യങ്ങളൊക്കെ തരും, വേദി, ടൈം, മത്സരാർത്ഥികൾ അല്ലെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്ക് ഹിൻസ് ആയിട്ട് ഇങ്ങനെ തന്നിട്ടുണ്ട്. ഈ തന്ന സാധനം ഒന്ന് പാരഗ്രാഫ് ആയിട്ട് അങ്ങോട്ട് നീട്ടി കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. സോ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒരു ടൈറ്റിൽ നമ്മൾ കൊടുക്കണം അല്ലെ, എന്തായാലും ഹെഡിങ് വേണം, ദെൻ പ്ലേസ് വേണം, പിന്നെ അതേപോലെ തന്നെ എന്താണ് ഡേറ്റും കൊടുക്കണം, എന്നിട്ട് എന്താ, എപ്പോ, എവിടെ, എങ്ങനെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ വേണം. സോ നോക്കുക, ഇത് വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു അല്ലെ. ടോംസ്കിൻ സ്ക്വയർ പാർക്കിലാണ്, കാരണം ഇവിടെ വെന്യൂ കൊടുത്തിട്ടുണ്ട്, അതെടുത്ത് എഴുതി. എന്നിട്ടോ നോക്ക്, അമിഗോ ബ്രദേഴ്സിന്റെ അല്ലെ ഒരു സ്റ്റണ്ണിങ് പെർഫോമൻസ് ആയിരുന്നു. സോ ആര് തമ്മിലുള്ള ഫൈറ്റ് ആ രണ്ടാമത്തെ പാരഗ്രാഫിൽ നോക്ക്, ആന്റോണിയോ ക്രെസ് ആൻഡ് ഫെലിക്സ് വോഗാസ് അല്ലെ. ദെൻ ഇത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? 2 o'clock ആൻഡ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ അല്ലെ നല്ല ഗ്രേറ്റ് അപ്ലോസുമായിട്ട് നിൽക്കായിരുന്നു കാണികളൊക്കെ. ആൻഡ് ഇവന് ഡസൺ ഫാൻസിന്റെ എസ്കോട്ട് ഉണ്ടായിരുന്നു. ആൻഡ് അതേപോലെ തന്നെ ആന്റോണിയോക്കും അതേപോലെ തന്നെ എസ്കോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിട്ടാണ് രണ്ടാൾക്കാർ വേദിയിലേക്ക് വന്നത്. ആൻഡ് ആദ്യം അല്ലെ റെഫറി എന്ത് ചെയ്തു? ഗേവ് ദ ഇൻസ്ട്രക്ഷൻസ്. വെൻ ദ ഫൈറ്റ് ബിഗിൻ ദേ അറ്റാക്ക്ഡ് ഈച്ച് അതർ വിത്ത് സ്ട്രോങ് ബ്ലോസ് ആൻഡ് പഞ്ചസ്. ഈ വാക്കൊന്ന് മാർക്ക് ചെയ്തിട്ടോ, ബ്ലോസ് ആൻഡ് പഞ്ചസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്ക്, ആദ്യം ഇവരല്ലേ നല്ലോണം അടിപൊളിയായിട്ട് ഇടിയും ഇതൊക്കെ ആയിട്ട് അവര് മാച്ച് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ആദ്യ സമയത്ത് ഇവർക്ക് ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിരുന്നു. ആര് കാണികള് നല്ല രസമുണ്ടല്ലോ, അടിപൊളിയല്ലേ എന്നുള്ള. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പം കളിന്റെ ഗതി അങ്ങോട്ട് മാറി. സോ നോക്ക്, when the fight was about to finish they got worried. പിന്നെ എല്ലാ ആൾക്കാർക്കും ഭയങ്കര പേടിയായി അല്ലെ, ഇത് ഭയങ്കര ഇടിയാണല്ലോ, ഇത് നിൽക്കണില്ല എന്നുള്ള ആ ലെവലിലേക്കാണ് ഇവരെ അടി പിന്നെ പോയത്. ഓക്കെ, യെസ്, ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് ദ ഫൈറ്റേഴ്സ് സാവേജ് അറ്റാക്സ്. ഭയങ്കരമായിട്ടുള്ള അറ്റാക്സുകളിലൂടെ ഇവർ പോവാൻ വേണ്ടി തുടങ്ങി. ആൻഡ് സോ നോക്ക്, എല്ലാ ആൾക്കാരും വിചാരിച്ചു ഇതെന്തായാലും ഡ്രോ, ഇതിലാരും ജയിക്കാൻ വേണ്ടി പോകുന്നില്ല അല്ലെ, ഇതെന്തായാലും ഡ്രോയിൽ സമനിലയിൽ അവസാനിക്കും എന്നൊക്കെ വിചാരിച്ചു. ആൻഡ് ബെല്ലിങ്ങനെ വീണ്ടും ഇങ്ങനെ അടിക്കുക, പക്ഷെ ഇവരിങ്ങനെ വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നോക്ക്, ഫൈനലി ദ റെഫറി ആൻഡ് ദ 2 trainers pried Felix and Antonio. After a few minutes they looked around and then rushed towards each other and embraced each other. പക്ഷെ പിന്നെ എന്ത് ചെയ്തു? രണ്ടാൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടല്ലേ പ്രോത്സാഹിപ്പിച്ചിട്ടും എല്ലാം അവിടുന്ന് എന്ത് ചെയ്യാണ്. അപ്പൊ ആ സമയത്ത് ഈ റെഫറിക്ക് ഭയങ്കര എന്താ ചെയ്യാ, ആരെ ഇപ്പൊ ഇതിലല്ലേ വിജയായിട്ട് തെരഞ്ഞെടുക്കുക എന്നുള്ളത് ഇവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും. They found it very difficult to find the winner. ഇത് വിജയി തെരഞ്ഞെടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ആ സമയത്ത് അല്ലേ ആ ഒരു അനൗൺസ്മെന്റ് നടത്തുന്നതിന്റെ മുന്നേ തന്നെ എന്താണ് ഇപ്പൊ ആരെപ്പോ ഇതിൽ വിജയാവുക എന്നിങ്ങനെ നോക്കുന്ന സമയത്താണ് But both Antonio and Felix had left like true friends അല്ലെ, ആത്മാർത്ഥമായിട്ടുള്ള ഫ്രണ്ട്സ് ആയിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ്. They knew they would always be champions. അവർക്കറിയാം അവർ ചാമ്പ്യൻസ് ആണെന്നുള്ള അവർക്കറിയാം അല്ലെ, അതിൽ ആര് ജയിച്ചിട്ടില്ലെങ്കിലും. The crowd at the Tompkins Square Park witnessed. എന്തിനാ ഇവർ സാക്ഷിയായി എന്നുള്ള മക്കളെ, the true friendship of these 2 boxers. ഈ 2 ബോക്സേഴ്സിന്റെയും സത്യസന്ധമായിട്ടുള്ള അല്ലെ ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന് ഇവര് സാക്ഷ്യം വഹിച്ചു എന്നാ പറഞ്ഞത്. അപ്പൊ നോക്ക്, ഇത് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്ത് ഇത് കറക്റ്റ് ആയിട്ട് ആ ഒരു ലെവലിൽ തന്നെ നിങ്ങൾ എഴുതണം കേട്ടോ. ഒരു 3 പാരഗ്രാഫ് എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന് എഴുതണം. അപ്പൊ ഇത് ഒരു സാധ്യതയുള്ള ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തന്നെയാണ്. അപ്പൊ ഇത് ഏകദേശം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ ഹവർ ഓഫ് ട്രൂത്ത് എന്നും ഇതേപോലെ തന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിനൊക്കെ സാധ്യതയുണ്ട്, കാരണം അതിലും ഒരു ബാങ്ക് റേക്ക് കേസിനൊക്കെ പറ്റിയിട്ടൊക്കെ പറയുന്നത്, അതുകൊണ്ട് കേട്ടോ. Okay, so ഇവിടെ നോക്ക്, you have witnessed the fight between Amigo brothers and have been quite impressed by the way it ended. Prepare write up about the climax of the fight അല്ലെ. ഇതിന്റെ നോക്ക്, ക്ലൈമാക്സിനെ പറ്റിയിട്ടാ ചോദ്യം. ക്ലൈമാക്സ് അതായത് ലാസ്റ്റ് ഇവർ എന്താ ചെയ്തതെന്നുള്ളതിനെ പറ്റിയിട്ട് 4 പേർക്ക് ഞാൻ ചോദിച്ചു. അപ്പൊ എന്ത് ചെയ്യാം, ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് അവിടെ എഴുതി കൂടാ ക്ലൈമാക്സ് ആയിട്ട്. ക്ലൈമാക്സ് അതന്നെയല്ലേ സംഭവിച്ചത് അല്ലെ. ഫസ്റ്റ് ഇവര് കുറെ നന്നായിട്ട് ഫൈറ്റ് ചെയ്യും, പക്ഷെ ലാസ്റ്റ് എന്ത് ചെയ്യും, ഇവരെ ഫൈറ്റ് കാണുമ്പോൾ എല്ലാ ആൾക്കാർക്കും ഭയങ്കര പേടിക്കും. അങ്ങനെ റെഫറി പിടിച്ചു മാറ്റി
മാറ്റാൻ വേണ്ടി നോക്കും. റഫറി ഭയങ്കര കൺഫ്യൂഷൻ ആവും അല്ലെ, ടു അനൗൺസ് ദ വിന്നർ. ആൻഡ് ആ സമയത്ത് അനൗൺസ് ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് ഇറങ്ങിപ്പോവും, ഹാൻഡ് ഇൻ ഹാൻഡ് ഒക്കെ കൊടുത്തിട്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാ, എടുത്തിട്ട് എഴുതാം. ഓക്കെ, സോ നോക്കാം അല്ലെ. ഇവിടെ നോക്ക്, ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ക്ലൈമാക്സ് എങ്ങനെയാണ്, ഇതാണ് എല്ലാ ആൾക്കാരുടെയും സംശയം ഉണ്ടായിരുന്നത് അല്ലെ, എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ആ തല്ലിന്റെ സീന് കറക്റ്റ് വിവരിക്കുക എന്നുള്ളത്. സോ നോക്കോ, ക്ലൈമാക്സിൽ അല്ലെ നമുക്ക് എന്തൊക്കെ പറയാടാ. ഫസ്റ്റ് റൗണ്ടിൽ ഇവർ എന്താ ചെയ്തെന്നുള്ള അല്ലെ, ഫസ്റ്റ് റൗണ്ടിൽ നോക്ക് രണ്ടാളും എന്ത് ചെയ്തു, ഡു ദ ബെസ്റ്റ് ഔട്ട്ഫിറ്റ് അതോ. ആൻഡ് അതേപോലെ തന്നെ അല്ലെ സെക്കൻഡ് റൗണ്ടിൽ ഇവർ എന്ത് ചെയ്തു, സെയിം തിങ് ആണ് ചെയ്ത്. ആൻഡ് പഞ്ചസ് ഫ്ലൈ ബാക്ക് ആൻഡ് ഫോർത്ത് ബട്ട് നോൺ ഈസ് ഫ്ലോർഡ് അല്ലെ, രണ്ടാളും പക്ഷെ ആർക്കും വലിയ കുഴപ്പമൊന്നുമില്ലേനു രണ്ടാമത്തെ റൗണ്ടിലും. ആൻഡ് ഓരോ പഞ്ച് ഇവരിങ്ങനെ ചെയ്യുന്ന സമയത്ത് അല്ലെ, നൗ കംസ് ദ തേർഡ് റൗണ്ട്. അങ്ങനെ തേർഡ് റൗണ്ട് വന്നു. പക്ഷെ ആ സമയത്ത് നോക്ക്, ഈച്ച് കോണ്ടസ്റ്റന്റ് വാണ്ട് ടു വിൻ. എന്തായാലും തേർഡ് റൗണ്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് എന്തായാലും ജയിക്കണം. സോ അതുകൊണ്ട് ഭയങ്കരമായിട്ട് ദേ പഞ്ച് ഈച്ച് അതർ വെരി ഹാർഡ്. നന്നായിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പഞ്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങി അല്ലെ. പക്ഷെ ആരും എന്ത് ചെയ്തിട്ടുണ്ട്, വീണിട്ടൊന്നുമില്ല. അങ്ങനെ അവസാനത്തെ ബെല്ല് റിങ് ചെയ്യുന്ന സമയത്ത് അവർ വീണ്ടും ഈ ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യായിരുന്നു. ദ ബെൽ റിങ്സ് അഗൈൻ ആൻഡ് അഗൈൻ. ബെല്ല് ഇങ്ങനെ വീണ്ടും വീണ്ടും അടിക്കുകയാണ് അല്ലെ. ബട്ട് ദർ ഇസ് നോ സ്റ്റോപ്പിംഗ് ടു ദ ഫൈറ്റ്. അവർ അടി നിർത്തുന്നില്ല. ആൻഡ് അപ്പൊ ആൾക്കാരല്ലേ, പീപ്പിൾ സ്റ്റാർട്ട് ഗെറ്റിംഗ് വെറീഡ്. ആളുകൾ ഭയങ്കരമായിട്ട് പേടിച്ചു തുടങ്ങി. ഇറ്റ് ലുക്സ് ആസ് ഇഫ് ദേ ആർ വിറ്റ്നസിംഗ് എ ഡു ഓർ ഡൈ ഫൈറ്റ് ആൻഡ് നോട്ട് എ കോൺടെസ്റ്റ്. അവർക്ക് മനസ്സിലായി, ആൾക്കാർ ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് യെസ് ഇതെന്തെങ്കിലും അല്ലെ, ഇതൊരു ഡു ആൻഡ് ഡൈ പരിപാടിയാണ്, ഇതിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കും എന്നുള്ള രീതിയിൽ ആൾക്കാർക്കൊക്കെ ഭയങ്കര പേടി തോന്നി. എല്ലാ ആൾക്കാരും ഭയങ്കര എന്താ അട്ട സൈലൻസ്, ഭയങ്കര നിശബ്ദതയാണ് എന്നുള്ളതാണ് എല്ലാ ആൾക്കാരും. ആൻഡ് ദെൻ ദ റെഫറി ആൻഡ് ദ ട്രെയിനർ സെപ്പറേറ്റ് ദ ടു കോൺസ്റ്റന്റ്സ് അല്ലെ, രണ്ട് കോൺസ്റ്റന്റ്സിനെയും എന്ത് ചെയ്യണോ, റെഫറി പിന്നെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാണ്. So now the contestant embrace, they have forgotten that they were fighting like bulls until a moment ago. പക്ഷെ ആ സമയത്ത് എന്ത് ചെയ്ത്, ഇതുവരെ ഇവരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നേ എന്നുള്ള കാര്യം തന്നെ ഇവരോട് മറക്കാണ്. The announcer makes an announcement അല്ലെ. He is trying to name the winner. He looks around, but both Antonio and Felix had left like good old friends. now celebrating their strong bond of friendship. പക്ഷേ അതിനുശേഷം പിന്നെ ഇവർ അടിപൊളിയായിട്ട് അല്ലെ കൈയൊക്കെ കൂട്ടിയിട്ട് അവർ നല്ല സ്ട്രോങ് ഫ്രണ്ട്സ് ആയിട്ട് അവർ അവിടെ നിന്ന് ഇറങ്ങി പോവാ. They proved themselves to be truly amigo brothers. ഓക്കെ, അപ്പൊ ഇങ്ങനെ വേണം എന്ത് ചെയ്താലും മക്കളെ നമ്മൾ ക്ലൈമാക്സ് ചെയ്താൻ. ഓക്കെ, യാ, അപ്പൊ ഈ ഒരു പോയിന്റ് ഒക്കെ പഠിച്ചു വെച്ച് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി കേട്ടോ. ഫസ്റ്റ് റൗണ്ടിൽ ഇവർ എന്താ ചെയ്ത്, സെക്കൻഡ് റൗണ്ടിൽ എന്താ ചെയ്ത്, തേർഡ് റൗണ്ടിൽ എന്താ ചെയ്തതെന്നൊക്കെ. കാരണം ഇതെന്താണെന്ന് വെച്ചാൽ ഇവരുടെ ക്ലൈമാക്സിനെ പറ്റിയിട്ടും ഇവരുടെ ഫൈറ്റിംഗ് സീനിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ലൈവ് TV റിപ്പോർട്ട് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് അറിയണം ഇവരുടെ ഇടയിൽ എന്താ നടന്നതെന്നുള്ളത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് അടുത്തത് നോക്ക്, ബ്ലോഗ് ചോദിക്കാറുണ്ട് കേട്ടോ. ബ്ലോഗ് എൻട്രി ചോദിക്കാറുണ്ട്. അപ്പൊ ബ്ലോഗ് എൻട്രി ഇപ്പോൾ ഇതേ കേസിൽ തന്നെ ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്താം, നേരത്തെ അല്ലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലോഗ് എൻട്രി വരുമ്പോൾ ഒരു ഹെഡിങ്ങും ഒരു ബ്ലോഗറിന്റെ പേരും ഡേറ്റും ഒക്കെ കൊടുക്കുക. എന്നിട്ട് ഇപ്പൊ എന്താണോ എഴുതിയിട്ടുള്ളത് ഈ കണ്ടന്റ് ഒക്കെ എന്ത് ചെയ്താൽ മതി, ഇവിടെയും കൊടുത്താൽ മതി എന്നല്ല. ഓക്കെ, അടുത്ത ചാപ്റ്റർ ദ ഹവർ ഓഫ് ട്രൂത്ത്. ദ ഹവർ ഓഫ് ട്രൂത്തിൽ അല്ലെ നമുക്കറിയാം, അതിൽ പറയുന്നത് സത്യം, ട്രൂത്ത് വിൽ പ്രിവെയിൽ ഇൻ ദ എൻഡ് എന്നുള്ളതാണ്. അതായത് ഇതിന്റെ ഏറ്റവും വലിയ മെസ്സേജ് അതാ, സത്യം എന്ത് ചെയ്യും, അവസാനം വരെ നിലനിൽക്കും എന്നുള്ള കാര്യം. സോ അതിൽ നമ്മുടെ മെയിൻ ക്യാരക്ടർ ആരായിരുന്നത്, റോബർട്ട് ബാൾവിൻ അല്ലെ. പിന്നെ അവരുടെ വൈഫ് ആയിട്ടുള്ള മാർത്ത, ജോൺ, ഇവരൊക്കെ ഉണ്ട്. പിന്നെ ഗ്രീഷാമാണ് ഇതിലെ കള്ളൻ അല്ലെ, ഇതിലെ ബാങ്ക് കേസിലൊക്കെ പിടിക്കപ്പെട്ട ആളാണ് കറപ്ഷനിൽ. അപ്പം റോബർട്ട് വാൾവിൻ എന്താ, നല്ലൊരു ആളാണ്, ഹോണസ്റ്റി ആയിട്ടുള്ള ആളാണ് അല്ലെ, ബോൾഡ് ആയിട്ടുള്ള ആളാണ്. സോ നോക്ക്, ജോൺ ഗ്രീഷാം ആരാ, the president of a bank is arrested for misappropriation of funds അല്ലെ, misappropriation of fund. അതായത് ഈ ഫണ്ടിൽ തിരിമറി നടത്തിയിട്ട് ആളെന്ത് ചെയ്യാണ്, അവിടെ പിടിക്കപ്പെടുകയാണ്. റോബർട്ട് ബാൾവിൻ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ള ഒരേ ഒരു വിറ്റ്നസ്, ഒരേ ഒരു സാക്ഷി ആള് മാത്രമാണ്, നമ്മുടെ ബാൾവിൻ മാത്രമാണ്. അപ്പം ആ വിചാരണക്ക് തൊട്ട് മുന്നേ അല്ലെ, ഗ്രീഷാം ഓഫേഴ്സ് $100,000 to Baldwin in order to save him. അപ്പൊ ഇവരെന്ത് ചെയ്യാണ്, വിചാരണന്റെ തൊട്ട് മുന്നേ ഗ്രീഷാം $100,000 ഓഫർ ചെയ്യാണ് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ, ഈ ഗ്രീഷാമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബാൾവിനോട് പറയും. അപ്പൊ ആ സമയത്തോ he didn't accept the bribe, കൈക്കൂലി ആളെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലെ. എന്തിനാ കൈക്കൂലി കൊടുത്തത്, I don't remember. ഇത് മറക്കരുതേ, I don't remember എന്നുള്ളൊരു വാക്ക് പറയാനാണ് പറഞ്ഞത്. അപ്പൊ I don't remember എന്ന് പറയാം, അത് പറയാൻ വേണ്ടി മാത്രം. അത് കോടതിയിൽ പറഞ്ഞാൽ പോരെ, എനിക്കൊന്നും ഓർമ്മയില്ല അല്ലെ, അത് പറഞ്ഞാൽ പിന്നെ ഇവൻ തെറ്റുകാരനാവോ, ഇല്ല, വിറ്റ്നസ് ആവില്ലല്ലോ ഇദ്ദേഹം. പിന്നെ അപ്പം ആ ഒരൊറ്റ കാര്യം പറയാൻ വേണ്ടിയിട്ട് കൈക്കൂലി ഓഫർ ചെയ്യും. യെസ്, ഓക്കെ, യാ.
അപ്പൊ നോക്ക്, ആ ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് എന്ത് ചെയ്തു? യെസ്, ബ്രൈബ് ഓഫർ ചെയ്തു. പക്ഷെ ആ സമയത്ത് എന്ത് ചെയ്തില്ല? ഇവ അത് വാങ്ങുന്നില്ല. പക്ഷെ ആദ്യത്തില് ഈ ബാൽവിന്റെ ഫാമിലി ഈസ് എഗെയിൻസ്റ്റ് ഗ്രീഷാം അല്ലെ. ഈ ഗ്രീഷാമിനെതിരെ, കാരണം ഗ്രീഷാം ഒരു കുറ്റവാളിയല്ലേ, അപ്പൊ എതിരായിരുന്നു നമ്മുടെ ബാൽവിന്റെ ഫാമിലി ഒക്കെ. ബാൽവിന്റെ ഭാര്യയും മക്കളൊക്കെ എന്തായിരുന്നു? ബാൽവിന്റെ കൂടെ നിന്നിട്ട് ഗ്രീഷാമല്ലേ തെറ്റ് ചെയ്തത് എന്നുള്ള ഒരു ലെവലായിരുന്നു. പക്ഷേ ഈ ഗ്രീഷാം when he offered bribe, കൈക്കൂലി ഓഫർ ചെയ്തിട്ടുണ്ട്, അത് ഇത്രയും വലിയ തുകയാണ് എന്ന് അറിഞ്ഞ സമയത്ത് ഭാര്യന്റെയും മക്കളെയൊക്കെ സ്വഭാവം മാറി. ഓക്കെ, സോ അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞേ? ഹിസ് ഫാമിലി persuaded him to accept the bribe money. ആ കൈക്കൂലി വാങ്ങിക്കോ 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 എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും ഇവനെ ഇടങ്ങേറാക്കും. പക്ഷെ ആ സമയത്ത് he stood for truth and justice അല്ലെ, സത്യത്തിനും നീതിക്കും വേണ്ടി ബാൽവിന് നിൽക്കും. ആൻഡ് ഈ ഗ്രീഷാമിനെതിരെ അല്ലെ വിറ്റ്നസ് ആയിട്ട് നിൽക്കും. അപ്പം നോക്ക്, ഈ ഗ്രീഷാമിനെ ഒരിക്കലും എന്ത് ചെയ്തില്ല? സപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അത്രയും സത്യസന്ധമായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്തതുകൊണ്ട് അറ്റ് ലാസ്റ്റ് ഹി ഗോട്ട് എ ഗുഡ് ജോബ് ഓഫർ ഫ്രം മാർഷാൽ. മാർഷാൽ നമ്മുടെ ബാൽവിന് നല്ലൊരു ജോബ് ഓഫർ കൊടുത്തു എന്നുള്ളതാണ്. ഇറ്റ് വാസ് എ റിവാർഡ് ടു ഹിസ് ഹോണസ്റ്റ് ക്യാരക്ടർ അല്ലെ, തന്റെ സത്യസന്ധമായിട്ടുള്ള ആ ഒരു ക്യാരക്ടറിനുള്ള റിവാർഡ് ആയിരുന്നു, പ്രതിഫലമായിരുന്നു അത് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കുക, ബാൽവിന്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാലും നമുക്ക് ഇതന്നെ എഴുതാം. ഓക്കെ, ഈ ഒരു പോയിന്റ്സ് തന്നെയാണ് ബാൽവിന്റെ ക്യാരക്ടർ സ്കെച്ചിൽ വരിക, ആളെന്തൊക്കെയാ ചെയ്തതെന്നുള്ളത്. അപ്പൊ ഇതിൽ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മനുഷ്യന്മാരിൽ ഉണ്ടാക്കുന്ന കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസിനെ പറ്റിയിട്ടൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. ഓക്കെ, കാരണം ഇതിലൊക്കെ പറയുന്നത് അതന്നെയല്ലേ, ഈ ഒരു കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസ് ഉണ്ടാവുമ്പോഴല്ലേ ആളുകൾ അഴിമതി ചെയ്യുന്നത് അല്ലെ. യെസ്, അപ്പോ കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസ് അല്ല, ഐ മീൻ ക്യാഷ് കിട്ടണം അല്ലെ, ക്യാഷ് കിട്ടണം എന്നുള്ള ആ ഒരു കാര്യം ഉണ്ടാവുമ്പോഴാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്? കറപ്ഷൻ ചെയ്യുന്നത്. എന്താണ് പിന്നെ അടങ്ങിക്ക് ഓക്കെ, കറപ്ഷൻ ആൾക്കാർ ചെയ്യുന്നല്ല, അഴിമതി ചെയ്യുന്നല്ല. എപ്പോഴാ നമുക്ക് കൂടുതൽ ഉണ്ടാക്കണം, ക്യാഷ് ഉണ്ടാക്കണം എന്നുള്ള ഒരു തോട്ട് വരുമ്പോഴല്ലേ. ആൻഡ് അത് എന്തിനെ കാണിക്കുന്നത്? മനുഷ്യന്മാരുടെ ഒരു ബാഡ് ട്രേറ്റ് ആയിട്ടുള്ള ഗ്രീഡ്, അത്യാർത്ഥ്യം കൂടിയാണ് കാണിക്കുന്നത് എന്നുള്ള. ആൻഡ് പീപ്പിൾ വിൽ ഫോർഗെറ്റ് their morals and values before fortune. സൗഭാഗ്യങ്ങളൊക്കെ വെച്ച് നീട്ടുമ്പോൾ എല്ലാ ആൾക്കാരും ഇതേ മറന്നു, ഞാനൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് മെല്ലെ ഇതേ കേസെന്നൊക്കെ ആൾക്കാർ അങ്ങോട്ട് ഊരിപ്പോവും, കിട്ടുന്ന ക്യാഷും വാങ്ങിയിട്ട് അല്ലെ. ഇതാണ് ആൾക്കാരൊക്കെ പൊതുവെ ചെയ്യാറുള്ളത് എന്നുള്ളതാണ്. ആൻഡ് പിന്നെ ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ദ ഹവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ടൈറ്റിലിന്റെ ആപ്റ്റ്നെസ് ഒക്കെ ചോദിച്ചിട്ട്. സോ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴാണോ ഈ ഗ്രീഷാം ഈ ഒരു തുക ഓഫർ ചെയ്തത് അല്ലെ, ആ ബ്രൈബ് വാങ്ങാതെ നിന്നതിന്റെ ശേഷം അവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ സമയം എന്താണ്? ദ ഹവർ ഓഫ് ട്രൂത്താ. കാരണം സത്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ബാൽവിൻ നിലനിന്നിട്ടാണല്ലോ ഈ ബ്രൈബ് വാങ്ങാതെ നിന്നത്, കൈക്കൂലി വാങ്ങാതിരിക്കുന്നത് അല്ലെ. അപ്പൊ അവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ നിമിഷം കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ സത്യസന്ധതയാണ്, നമ്മുടെ ബാൽവിന്റെ സത്യസന്ധതയാണ്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ എന്ത് ചെയ്യാം? നമ്മുടെ മൈൻഡിൽ വെക്കുക കേട്ടോ. ഓക്കെ, സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്ക്, 2 മാർക്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻ. ഹു അറൈവ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്ലേ ദ ഹവർ ഓഫ് ട്രൂത്ത് ടു ഗിവ് റോബർട്ട് ബാൽവിൻ എ ബിഗ് ഓഫർ അല്ലെ. റോബർട്ട് ബാൽവിന് വലിയൊരു ഓഫർ കൊടുക്കാൻ വേണ്ടിയിട്ട് ആരാണ് അവിടെ വന്നത്? ആരാണ്? നമ്മളിപ്പോ പറഞ്ഞു, മാർഷാലാണ് വന്നത് അല്ലെ. ആൻഡ് വാട്ട് ഓഫർ ഡസ് ഹി ഗിവ്? എന്ത് ഓഫറാ അദ്ദേഹം കൊടുത്തതെന്നുള്ള അല്ലെ. ഈ ജോബ് ഓഫർ കൊടുത്ത് എവിടെ? ഒരു 3rd നാഷണലിലാണ് ജോബ് ഓഫർ കൊടുത്തത്. ഓക്കെ, അപ്പൊ ഇത്ര എഴുതിയാൽ നമുക്ക് അതിന്റെ 2 മാർക്ക് നമുക്ക് കിട്ടി. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്, ക്യാരക്ടർ സ്കെച്ച് ഓഫ് ബാൽവിൻ അല്ലെ. ഇത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ക്യാരക്ടർ സ്കെച്ച് ഓഫ് ബാൽവിൻ. അപ്പൊ അത് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാ, അദ്ദേഹത്തിന്റെ അല്ലെ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അദ്ദേഹം മാൻ ഓഫ് ട്രൂത്ത് ആണ്, അദ്ദേഹം ട്രൂത്ത്ഫുൾനെസ്സിനൊക്കെ വേണ്ടിയിട്ട് നിന്നു. ആൻഡ് അദ്ദേഹം ഈ ഒരു ഗ്രീഷാമിനെതിരെ വിറ്റ്നസ് ആയിട്ട് നിന്നതും, ബ്രൈബ് ആക്സെപ്റ്റ് ചെയ്യാത്തത്, കൈക്കൂലി ആക്സെപ്റ്റ് ചെയ്യാത്ത കാര്യങ്ങളും, അദ്ദേഹത്തിന് ഒരു മാർഷാല് ഗുഡ് പൊസിഷൻ 3rd നാഷണൽ കൊടുത്തതും, അതൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്താ എടുത്തെഴുതാം. ഓക്കെ, സോ ക്യാരക്ടർ സ്കെച്ചിൽ നിങ്ങൾ എഴുതേണ്ട ഫിസിക്കൽ ഫീച്ചേഴ്സ്, ക്യാരക്ടറിന്റെ നന്മകൾ, ക്യാരക്ടറിന്റെ ഫാമിലി, ക്യാരക്ടറിന്റെ ബിലീഫ്, ക്യാരക്ടറിന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയൊക്കെയാണ്, ആൻഡ് നമ്മുടെ ഒപ്പീനിയനും കൂടി എന്ത് ചെയ്യണം? നമ്മൾ ക്യാരക്ടർ സ്കെച്ചിൽ എഴുതണം. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. ഇതാ ഞാൻ പറഞ്ഞത്, ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന് സാധ്യതയുണ്ട് എന്നുള്ള. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? ദ ഫോളോയിങ് ആർ സം ഓഫ് ദ കീ പോയിന്റ്സ് നോട്ടഡ് ഡൗൺ ബൈ എ റിപ്പോർട്ടർ ഹു വാസ് അസൈൻഡ് ദ ടാസ്ക് ഓഫ് റിപ്പോർട്ടിംഗ് ദ ജോൺ ഗ്രീഷാം ബാങ്ക് റേപ്പ് കേസ് അല്ലെ. അപ്പൊ ആ കേസിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ പോയിന്റ്സിൽ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? റക്ക് ഓഫ് ദ ബാങ്ക് അല്ലെ. ദെൻ അതേപോലെ തന്നെ മിസ്റ്റർ ജോൺ ആൻഡ് ഗ്രീഷാം ഫൗണ്ട് ഗിൽറ്റി. ഗ്രീഷാമിന് എന്ത് ചെയ്യാണ്? ഭയങ്കര ഗിൽറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഗ്രീഷാം ഇതിൽ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. റോബർട്ട് ബാൽവിൻ മാത്രമാണ് വിറ്റ്നസ് ആയിട്ടുള്ളത്. ആൻഡ് ട്രയൽ, വിചാരണ അല്ലെ, ബിഗിൻ ഇൻ 24 hours അല്ലെ, 24 മണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ അത് ബിഗിൻ ചെയ്തു. ദ ബാങ്ക് ക്ലോസ് ഡൗൺ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നമ്മൾ എഴുതണം. ഓക്കെ, അപ്പൊ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുമ്പോൾ നമ്മൾ എന്താ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഒരു ഡേറ്റ് കൊടുക്കണം, പ്ലേസ് കൊടുക്കണം, ആദ്യം ഒരു ഹെഡിങ് കൊടുക്കണം, ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ. അപ്പൊ ഈ തന്നിരിക്കുന്ന പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാം. സോ ഇത് 6 മാർക്കിനുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. ജസ്റ്റ് ലൈക്ക് എ ട്രാഫിക് ജാം സ്ലോസ് ഡൗൺ ദ ട്രാഫിക്,
corruption slows down a country's development. നോക്ക് ക്വസ്റ്റ്യൻ നോക്ക്, ട്രാഫിക് ജാം അല്ലേ, ട്രാഫിക് സ്ലോ ഡൗൺ ചെയ്യുന്ന അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു അഴിമതി ഒരു രാജ്യത്തിന്റെ ഒരു കൺട്രിയുടെ ഡെവലപ്മെന്റ് കുത്തനെ കുറക്കുന്നുണ്ട് എന്നുള്ള അല്ലെ. ഒരു രാജ്യത്ത് അഴിമതി തന്നെ നടക്കുമ്പോൾ പിന്നെ ആ രാജ്യത്ത് എന്തെങ്കിലും വികസനം ഉണ്ടാവടാ? ഒരു വികസനം ഉണ്ടാവില്ല. അപ്പൊ നോക്ക്, പ്രിപ്പയർ ദ സ്ക്രിപ്റ്റ് ഓഫ് ദ സ്പീച്ച്. നമ്മളോട് സ്പീച്ച് ആണ് എഴുതാൻ വേണ്ടി പറഞ്ഞത്. കറപ്ഷൻ അഴിമതി, വേസ് ടു കൗണ്ടർ ഇറ്റ് അല്ലെ. അഴിമതിക്കെതിരെയുള്ള ഒരു സ്പീച്ച് ആണ് നമ്മൾ എഴുതേണ്ടതോ. 6 മാർക്സിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാ. സോ ഒരു സ്പീച്ച് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നോർമലി സെല്യൂട്ടേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക. സോ ഇങ്ങനെ ഒരു സ്പീച്ച് വന്നാൽ, കറപ്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്പീച്ച് വന്നാൽ നമ്മൾ എന്തൊക്കെ എഴുതേണ്ടി എന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇനി മാം പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ നോക്ക്, കറപ്ഷൻ ഈസ് വൺ ഓഫ് ദ സോഷ്യൽ എവിൽസ് അല്ലെ. അപ്പൊ ആ കാര്യങ്ങൾ പറയാം. വലിയ ഒരു സാമൂഹിക തിന്മ തന്നെയാണ് ഈ അഴിമതി എന്ന് പറയുന്നത്. ഓക്കെ, സോ അതെന്തും കൂടിയാണെന്നാ പറഞ്ഞത്, വലിയ ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ത്രെറ്റ് ആണ് എന്ന് പറയുന്നുണ്ട് അല്ലെ. വലിയ രീതിയിലുള്ള ഒരു ഭീഷണി തന്നെയാണ് നമുക്ക് ഈ അഴിമതി എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ. അപ്പൊ അത് നമ്മുടെ മൈൻഡിൽ വെക്കുക. ആൻഡ് കറപ്ഷൻ മെയിൻലി റിസൾട്ട് ഫ്രം ദ നീഡ് ഓർ ഡിസയർ ടു ഗെറ്റ് മോർ മണി. ഈ അഴിമതി എങ്ങനെ ഉണ്ടാകുന്നത്? ആളുകൾക്ക് ആ ഒരു നീഡ് ഉണ്ടാകുമ്പോൾ അല്ലെ, ഭയങ്കരമായിട്ട് ഈ ഗ്രീഡ് ഒക്കെ ഉണ്ടാകുന്ന സമയത്താണ്. അതായത് കിട്ടിയത് പോരാ, വീണ്ടും വീണ്ടും കിട്ടണം, ഉണ്ടാക്കണം എന്നുള്ള അല്ലെ. ഇപ്പൊ നോർമലായിട്ട് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ പൊളിറ്റീഷ്യൻസ് ഒക്കെ കറപ്ഷനിൽ പിടിക്കാറുണ്ട്. എന്താ വെച്ചാൽ അവര് നോർമലി റെപ്രസെന്റേറ്റീവ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ഒരു തുക ഉണ്ട്. പക്ഷെ അതല്ലാതെ അവർ കൂടുതൽ അട്ടിമറികൾ നടത്തുന്ന സമയത്താണ് അല്ലെ അഴിമതിക്ക് പല നേതാക്കന്മാരുടെ പേരുകൾ നമ്മൾ കേൾക്കുന്നതൊക്കെ അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ ഒരു കൂടുതൽ ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു തോട്ട് ഉണ്ടാവുമ്പോൾ ഡിസൈഡ് ടു ഗെറ്റ് മോർ മണി. ഓക്കെ, അതേപോലെ തന്നെ നോക്ക്, ഗവൺമെന്റ് ഒഫീഷ്യൽസ്, പൊളിറ്റീഷ്യൻസ്, ക്രിമിനൽസ് അല്ലെ, ഇവരൊക്കെ ശരിക്കും അതിൽ നമ്മൾ പിടിക്കാറുണ്ട് എന്നുള്ള. ആൻഡ് ഇവിടെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വർദ്ധിച്ചു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആളുകളുടെ ഇടയിൽ ഒരു മനോഭാവം ഉണ്ട്. എന്താ വെച്ചാൽ it is easy to make things done and escape tax by bribing അല്ലെ. അതായത് ടാക്സിൽ നിന്നും ആൾക്കാർ ഈ ബ്ലാക്ക് വൈറ്റ് ആക്കുക, അതൊക്കെ കേട്ടിട്ടില്ലേ? കുറെ ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്തല്ലേ ബ്ലാക്ക് വൈറ്റ് ആക്കുക, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഗൾഫിൽ നിന്നൊക്കെ പല സംഭവങ്ങൾ കൊണ്ടുവരുന്ന സമയത്തൊക്കെ ടാക്സിൽ നിന്ന് അല്ലെ കൈക്കൂലിയൊക്കെ കൊടുത്തിട്ട് ആൾക്കാർ ഭയങ്കരമായിട്ട് എസ്കേപ്പ് ആവും. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് എടുത്ത് എഴുതാം. ആൻഡ് അപ്പൊ ഇതൊക്കെ എന്തിനാ കാണിക്കുന്നതെന്ന് വെച്ചാല് നോക്ക്, ലാക്ക് ഓഫ് കമ്മിറ്റ്മെന്റ് ടു സൊസൈറ്റി. ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിലെ സമൂഹത്തിനോടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റിന്റെ ആ ഒരു ലാക്കാണ് ഇത് കാണിക്കുന്നത് എന്നുള്ളതാണ്. ആൻഡ് ഇത് എന്തിനൊക്കെ ബാധിക്കുകടാ? ഇറ്റ് അഫക്ട്സ് അവർ എക്കണോമി ബൈ ലോവറിംഗ് ദി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് അവർ നാഷൻ ഓൾസോ. നമ്മുടെ നാഷന്റെ ഗ്രോത്തിനെയും അല്ലെ അതിന്റെ ഡെവലപ്മെന്റിനെയൊക്കെ ഇത് ബാധിക്കും, ഇങ്ങനെയുള്ള കറപ്ഷൻ ആളുകളിൽ കൂടുന്ന സമയത്ത്. ആൻഡ് വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് എ സീരിയസ് ഇൽനെസ്. ഇത് ശരിക്കും വലിയൊരു പ്രശ്നമാണ് ഈ അഴിമതി എന്ന് പറഞ്ഞാല്. അപ്പൊ അതും എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പം അതിനിടെ എന്താ കൊണ്ടുവരണ്ടേ? സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോസ്, അതേപോലെ തന്നെ സ്പെഷ്യൽ കോഡ്സും നമ്മൾ കൊണ്ടുവരണം അല്ലെ. അതായത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കേസും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യപ്പെടണം. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള അല്ലെ ഭയങ്കര കർശനമായിട്ടുള്ള നടപടികൾ അഴിമതിക്കെതിരെ കൊണ്ടുവരണം, പെട്ടെന്ന് തന്നെയുള്ള വിചാരണകൾ നടക്കണം, ശിക്ഷകൾ കൊടുക്കണം എന്നുള്ളതാണ്. ആൻഡ് പബ്ലിക്കിന് അല്ലെ ഇത്തരം കാര്യങ്ങളിൽ അവെയർ ചെയ്യിക്കണം. സോ പബ്ലിക് ഷുഡ് ബി അവെയർ എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട്. ഓക്കെ, അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക. കറപ്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടാൽ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അടുത്തൊരു ചോദ്യം നോക്ക്, ആർട്ടിക്കിൾ എഴുതാനാണ്. സോ ആർട്ടിക്കിൾ എന്താ നമ്മുടെ ടൈറ്റിൽ? ദ നീഡ് ഫോർ ടോട്ടൽ ഹോണസ്റ്റി ഇൻ ലൈഫ് അല്ലെ. നമ്മുടെ ജീവിതത്തിലെ ഈ ഹോണസ്റ്റിനെ പറ്റിയിട്ടുള്ള നീഡിനെ പറ്റിയിട്ടാണ് ഇവിടെ നമ്മളോട് ആർട്ടിക്കിൾ എഴുതാൻ വേണ്ടി പറഞ്ഞത്. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ an honest and virtuous man will be rewarded by God in the end is the moral of the truth, the hour of truth അല്ലെ. the hour of truthന്റെ ഏറ്റവും ലാസ്റ്റ് പറയുന്നതല്ലേ, ഒരു മനുഷ്യൻ സത്യസന്ധനാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും ഏറ്റവും അവസാനം ആ ആക്കുള്ള പ്രതിഫലം അല്ലെ ദൈവം കൊടുക്കും എന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതുമായൊക്കെ ബന്ധപ്പെട്ടിട്ട് നമ്മളോട് ആർട്ടിക്കിൾ സ്കൂൾ മാഗസിനിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ ദ നീഡ് ഫോർ അല്ലെ ഈ ഒരു ടൈറ്റിലൊക്കെ കൊടുക്കുക. എന്നിട്ട് എന്തൊക്കെയാണോ നിങ്ങൾക്ക് പറയാനുള്ളത് അല്ലെ, ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ബോഡി, ഒരു കൺക്ലൂഷൻ എന്നുള്ള ലെവൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതുക കേട്ടോ. സത്യസന്ധവുമായി ബന്ധപ്പെട്ടിട്ട് ഇനിയിപ്പോൾ അതിൽ എന്തെങ്കിലും എക്സാമ്പിൾസോ ഡീറ്റെയിൽസോ ഒക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ എടുത്തിട്ട് എഴുതാം. ഇനി നിങ്ങൾ വായിച്ചിട്ടുള്ള വല്ല കഥാപാത്രങ്ങളൊക്കെ എടുത്ത് എഴുതാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് ഗുഡ്. ഓക്കെ, സോ അടുത്ത് നോക്കും യൂണിറ്റ് 3 അല്ലെ ചാലഞ്ചസ് ഓഫ് ലൈഫിൽ. ഇതിലുള്ള ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇനി അത് അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി ഇവിടെ വരാനില്ല. പക്ഷെ ശ്രദ്ധിക്കുക, ഇതിൽ പറയുന്നുണ്ട്, ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? yes, I guess entrepreneurship is in my blood. I had an interest in business from a very early age അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം തന്നിട്ട് അതിനടിയിൽ ക്വസ്റ്റ്യൻസ് എന്താ നോക്ക്, ആരാണ് അല്ലെ who had an interest in business from a very early age. വളരെ മുന്നേ ഉള്ള കാലഘട്ടത്തിൽ നിന്ന് അല്ലെ, ഏർലി ഏജിൽ വരെ തന്നെ, നേരത്തെയുള്ള പ്രായത്തിൽ തന്നെ ബിസിനസ്സിൽ ആർക്കാണ് ഇത്രയും ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്? ആർക്കാ? ഒരു ഫനാലത്തിനാണ്. ആൻഡ് ഒരു എക്സാമ്പിളാ ചോദിച്ചത്, ടു പ്രൂവ് ദാറ്റ് entrepreneurship is in my blood.
ഈ ഒരു ഓണ്ടർപ്രീനർഷിപ്പ് എൻ്റെ ബ്ലഡിലുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു എക്സാമ്പിൾ അല്ലെ, ഇർഫാൻ ആലത്തിന്റെ ബ്ലഡിലുണ്ട് എന്ന് തെളിയിക്കുന്ന എക്സാമ്പിൾ ആണ് നമ്മളോട് ചോദിച്ചത്. സോ എക്സാമ്പിൾ നമുക്കറിയണം, അറിഞ്ഞാൽ മാത്രമേ ഇതിന്റെ മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ എന്തായിരുന്നു, നമ്മൾ ഇർഫാൻ ആലത്തിനെ പറ്റി അറിഞ്ഞാലേ ഇത് കിട്ടുള്ളൂ. അതായത് ഇർഫാൻ ആലം പറയുന്നുണ്ട് അല്ലെ, ഹി ഹെൽപ്ഡ് ഹിസ് ഫാദർ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് എന്ന് പറയുന്നുണ്ട്. എപ്പോ ഈ സ്റ്റോക്ക് മാർക്കറ്റ് സ്കാം സംഭവിക്കുന്ന സമയത്ത് അല്ലെ, അതിലെ ഇടിവ് സംഭവിച്ച സമയത്ത് ഇവൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് വെരി ഏർലി ഏജിൽ തന്നെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതാണ് അതിന് ആൻസർ. ഓക്കെ, അടുത്ത് നോക്ക്, ഹു ഇസ് ഇർഫാൻ ആലം ആൻഡ് വാട്ട് ഇസ് സമ്മാൻ ഫൗണ്ടേഷൻ അല്ലെ, അത് നമ്മൾ അറിയണം. സോ ഇർഫാൻ ആലം ആരാണ്? സമ്മാൻ ഫൗണ്ടേഷന്റെ വിഷണറി ഫൗണ്ടർ ഒക്കെയാണ്. ആൻഡ് അതെന്താ ചെയ്യുന്നത്, ഈ റിക്ഷ പുള്ളേഴ്സിന്റെ ലൈഫിനെ അല്ലെ അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതൊരു സസ്റ്റൈനബിൾ ആൻഡ് എംപവറിംഗ് ലൈവ്ലിഹുഡ് ആണ് അത് മുന്നോട്ട് വെക്കുന്നത്. ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. സമ്മാൻ ഫൗണ്ടേഷൻ എന്താ ചെയ്യുന്നത്, അതൊരു സോഷ്യൽ വെഞ്ചർ ആണ് അല്ലെ, ഒരു സാമൂഹികപരമായിട്ടുള്ള ഒരു സംരംഭമാണത്. ആൻഡ് അത് ജസ്റ്റ് ഒരു മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ മാത്രമല്ല, അത് റിക്ഷ പുള്ളേഴ്സിന്റെ ലൈഫ്സിനെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലൂടെ ഇവർക്ക് ട്രെയിനിങ്, ബാങ്ക് ലോൺസ്, ഓണർഷിപ്പ്, ഇൻഷുറൻസ്, ഓപ്പർച്യൂണിറ്റീസ് ടു ഏൺ അഡീഷണൽ ഇൻകം അല്ലെ, കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ, ഇതിലൂടെ അഡ്വർടൈസിംഗിലൂടെയും പ്രോഡക്ട്സ് സെല് ചെയ്തിട്ടൊക്കെ. അപ്പൊ ഇത് എക്കണോമിക് ആയിട്ടും സോഷ്യൽ ആയിട്ടുള്ള ചാലഞ്ചസും, ഈ രണ്ട് ചാലഞ്ചസും ഓവർകം ചെയ്യാൻ ഇത് സഹായിച്ചിട്ടുണ്ട്. ആൻഡ് ഇത് അവരുടെ ഡിഗ്നിറ്റിയെ കൂട്ടി, അവരുടെ എംപവർമെന്റ് സാധ്യമാക്കി, അവർക്ക് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ കാര്യങ്ങൾ മറക്കരുത് എന്നുള്ള. ഓക്കെ, സോ അടുത്ത് നോക്ക്, ഇർഫാൻ ആലത്തിന്റെ അല്ലെ ഈ ഒരു ഡെഡിക്കേഷനും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ അപ്രോച്ചും നമുക്ക് എന്ത് കാണിക്കുന്നുണ്ട് എന്നുള്ള, എങ്ങനെ ഒരു ബിസിനസ്സിന് അല്ലെ ഇങ്ങനെയുള്ള ഒരു സോഷ്യൽ ആയിട്ടുള്ള കാര്യത്തിന് സമൂഹത്തിൽ എന്തൊക്കെ പൊട്ടൻഷ്യൽ, എന്തൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്നുള്ള എൻ്റെ ഒരു ഉത്തമ തെളിവാണ് ഈ സമ്മാൻ ഫൗണ്ടേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അത് നമ്മളെ മൈൻഡിൽ വെക്കാം. അടുത്ത് നോക്കും, ഇത് എങ്ങനെയൊക്കെ അല്ലെ ബോട്ടം ഓഫ് സൊസൈറ്റീനെ എംപവർ ചെയ്യുന്നുണ്ട്, സൊസൈറ്റിയിലെ താഴേക്കിടയിലുള്ള ആൾക്കാരെ എങ്ങനെയൊക്കെ ഇത് അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് എന്ത് ഈ സമ്മാൻ ഫൗണ്ടേഷൻ. അപ്പൊ അതിൽ നമുക്ക് ഇതൊക്കെ പറയാം. അവർക്ക് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഓണർഷിപ്പും കൊടുത്തതും, ക്രെഡിറ്റ് കൊടുക്കുന്നതും, ട്രെയിനിങ്ങും പ്രൊഫഷണലിസും അല്ലെ, ഈ പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യാം, ഈ ഓരോ പോയിന്റ്സും എലാബറേറ്റ് ചെയ്തിട്ട് ചെയ്താട്ടോ. ഇൻഷുറൻസ്, അഡീഷണൽ ഇൻകം കിട്ടുന്നുണ്ട്. അവരുടെ അല്ലെ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ, സ്കിൽ ഡെവലപ്മെന്റ്, ആൻഡ് അവരുടെ ഡിഗ്നിറ്റി കൂട്ടി, അവർ എംപവേർഡ് ആക്കി, അവർക്കൊരു കമ്മ്യൂണിറ്റിയിൽ, അവരൊരു ഫാമിലിയിൽ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ള ഒരു ഫീലിങ്സ് ഈ റിക്ഷ പുള്ളിങ് സെക്ടേഴ്സിന് അല്ലെ അവർക്ക് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ഇതൊരു എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം വെച്ചിട്ട് ഇത് പോയിന്റ്സ് ആയിട്ട് എഴുതാം. നെക്സ്റ്റ്, ഇമെയിൽ റൈറ്റിംഗ്. ഇമെയിൽ റൈറ്റിംഗിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്ത് എഴുതണം, ടു എഴുതണം. വേണ്ടേ, ടു എഴുതാം. ഫ്രം എഴുതണമെന്ന് പല ആൾക്കാർക്ക് സംശയം ഉണ്ടാവും. ഫ്രം എഴുതിയാലും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അത് ഓൾറെഡി അവിടെ ഉണ്ടാവും, അതുകൊണ്ടാണ്. ഓക്കെ, ഫ്രം എഴുതിയ ഒരു പ്രശ്നമില്ല, എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി നമ്മുടെ മെയിൽ ID അവിടെ ഓപ്പൺ ആവുന്നതുകൊണ്ടാണത്. പക്ഷെ ടു നമ്മൾ എന്തായാലും കൊടുക്കണം. ഓക്കെ, ടു നമ്മൾ എന്തായാലും കൊടുക്കണം. ആർക്കാണ് അയക്കുന്നത്, ആളുടെ പേരിട്ടിട്ട് gmail.com, CC BCC ഇങ്ങനെ ബ്ലാങ്ക് ആക്കി വെക്കുക. ഓക്കെ, അത് ബ്രോഡ്കാസ്റ്റ് ആയിട്ട് അയക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ ഇത് ഫില്ല് ചെയ്യേണ്ട. സബ്ജക്റ്റ് ആയിട്ട് എന്താണ് സബ്ജക്റ്റ് കൊടുക്കണം. ഓക്കെ, പിന്നെ അവിടെ അങ്ങോട്ട് എന്ത് ചെയ്യാം, എങ്ങനെയാണ് നമ്മൾ ലെറ്റർ അയക്കുന്നത് അതേപോലെ തന്നെ അല്ലെ, ഫോർമൽ ആയിട്ടുള്ള ലെറ്റർ ആണെങ്കിൽ ലെറ്റർ അയക്കുന്ന പോലെയാണ് നമ്മളൊരു അധികാരിക്കുള്ള ഒരു ഇമെയിൽ നമ്മൾ അയക്കാം. ആൻഡ് ഫ്രണ്ട്സിനുള്ള ഇമെയിൽ എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സിന് എങ്ങനെയാണ് ഒരു ലെറ്ററിന്റെ കണ്ടന്റ് നമ്മൾ എഴുതാം അതേപോലെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് അതും കൊടുക്കാം. അപ്പൊ ഇവിടെ നോക്കുക, ഇപ്പൊ ഇർഫാൻ ആലത്തിന്റെ അല്ലെ ഈ ഒരു റിക്ഷ ഒന്നും കൂടി ഒന്ന് എന്ത് ചെയ്യുക, അടിപൊളിയാക്കാം, റീഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. അതിൽ ഫോം വെക്കാം അല്ലെ, ഫോൺ വെക്കാം, നല്ലതാണ്. ടിഷ്യൂസ് ഒക്കെ അതിൽ കെപ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ചെറിയൊരു ബിന്നൊക്കെ അതിൽ വെക്കാം. പിന്നെ നമുക്ക് എന്തൊക്കെ പറയാം, അതേപോലെ തന്നെ നോക്ക്, ഒന്നും കൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെ, എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇന്നോവേഷൻസ് കൊണ്ടുവരാം. ആൻഡ് അതിൽ കംഫർട്ടും സേഫ്റ്റിയും ഒക്കെ ഉറപ്പ് വരുത്തണം. കാരണം ഈ റിക്ഷക്ക് അത്ര വലിയ കംഫർട്ടും സേഫ്റ്റി ഒന്നുമില്ല. അതൊന്ന് ഒരു കുണ്ടില് അതിന്റെ ടയർ അങ്ങോട്ട് ചാടിയാൽ അത് ഇങ്ങനെ അങ്ങോട്ട് മറിയാറുണ്ട്. ഓക്കെ, ഡൽഹിയിലൊക്കെ ഉള്ള റിക്ഷാസ് ഒക്കെ അങ്ങനെയാണ്. അപ്പൊ അതിന്റെ ആ ഒരു സേഫ്റ്റി ഒക്കെ ഒന്നും കൂടി ഒന്ന് എന്ത് ചെയ്യാം, കൂട്ടാം. ആൻഡ് ഡിജിറ്റൽ ഇന്റഗ്രേഷൻ കൊണ്ടുവരാം. പ്രോമിനന്റ് ആയിട്ടുള്ള ബ്രാൻഡിങ് അല്ലെ, കുറച്ചും കൂടി നല്ല നല്ല കമ്പനികളുടെ ഒക്കെ ബ്രാൻഡിങ് കൊണ്ടുവരാം. ആൻഡ് അതിലൊരു ഫീഡ്ബാക്ക് മെക്കാനിസം കൊണ്ടുവരാം. ആൻഡ് ഡിസൈൻ ഒക്കെ ഒന്നും കൂടി എന്ത് ചെയ്യാം, ഒരു മോഡുലാർ ഡിസൈൻ ഒക്കെ ആക്കാം. ഇങ്ങനെയുള്ള സജഷൻസ് ഒക്കെ ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഇർഫാൻ ആലത്തിന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഈ സജഷൻസ് ഓർത്ത് വെക്കാം. നെക്സ്റ്റ്, ഈ യൂത്തിന്റെ ഇടയിൽ ഓണ്ടർപ്രീനർഷിപ്പ് പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ മെറിറ്റ് എന്താണ് എന്നുള്ള അല്ലെ, ഈ ഒരു ബിസിനസ് യുവാക്കൾക്കിടയിൽ പ്രൊമോട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ മെറിറ്റ്സ് അതിനുണ്ടാക്കാം. അത് ഇന്നോവേഷൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് യങ് മൈൻഡ്സിനെ അല്ലെ വലിയ വലിയ കാര്യങ്ങൾ ആലോചിക്കണമെങ്കിൽ
അതിന് എവിടെന്നെങ്കിലും നല്ലൊരു പ്രോത്സാഹനം കിട്ടണം. എല്ലാ ആൾക്കാരും ഡിസ്കറേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, ആരെങ്കിലും പുതിയ പുതിയ ഐഡിയാസ് ആയിട്ട് മുന്നോട്ട് വരുമോ? ഇല്ല. അപ്പൊ ആ ഒരു ഔട്ട്സൈഡ് ആയിട്ടുള്ള ആ ഒരു ബോക്സിന് പുറത്തേക്ക് നമ്മൾ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഐഡിയാസ് യുവാക്കൾ ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം. നെക്സ്റ്റ്, അത് നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. സെൻസ് ഓഫ് സെൽഫ് റിലയൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, അല്ലെ, സ്വയം പര്യാപ്തമാക്കാനും ഉത്തരവാദിത്തം കൂട്ടാനും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഓൺടർപ്രീനർഷിപ്പ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ഇഷ്യൂസ് അഡ്രസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി പറ്റും. ആൻഡ് നെക്സ്റ്റ്, റിസ്ക് ടേക്കിംഗ് ആൻഡ് റെസിലിയൻസ്, അല്ലെ, ഇത് രണ്ടും ഇതിലൂടെ സാധ്യമാക്കുന്നുണ്ട്. ആൻഡ് ഇതൊരു സ്ട്രോങ്ങർ ആയിട്ടുള്ള, മോർ അഡാപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വർക്ക് ഫോഴ്സും ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യാം, നമ്മൾ ഓർക്കാം. നെക്സ്റ്റ്, അടുത്തൊരു ചോദ്യമാണ്, അടുത്തൊരു മെയിൻ ആയിട്ടുള്ള പോയിന്റാ. ഇർഫാൻ ആലം നമ്മളോട് പറഞ്ഞത് നമുക്ക് എല്ലാ ആൾക്കാർക്കും ഡ്രീം ഉണ്ടാവും, സ്വപ്നങ്ങൾ അല്ലെ, നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും ഉണ്ടാവും. പക്ഷെ ആ സ്വപ്നങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ റിസ്ക് എന്നുള്ള ആ റിസ്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ അറിയാതെ നമ്മൾ ആ ഒരു ഡ്രീമിലേക്ക് നമ്മൾ എത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. സോ ഡു യു അഗ്രി വിത്ത് ഇർഫാൻ ആലം? നിങ്ങൾ ഇർഫാൻ ആലുമായിട്ട് നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ? ആൻഡ് ഇഫ് യെസ്, അല്ലെ, എന്തുകൊണ്ടാണ് എന്ന്, വൈ എന്നുള്ളതും കൂടി നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. ഇഫ് നോട്ട്, അല്ലെ, നിങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ അതും എന്താണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. അപ്പൊ നമ്മുടെ ഒപ്പീനിയൻ ഒക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. സോ നമുക്ക് എന്തൊക്കെ പറയാം, കറക്റ്റ് ആയിട്ടുള്ള ഇർഫാൻ ആലം പറഞ്ഞിട്ടുള്ള കാര്യം ശരി തന്നെയല്ലേ? ഡ്രീം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഇംഗ്ലീഷിൽ നല്ല മാർക്ക് വേണം, ഇംഗ്ലീഷ് പാടാണ് എന്ന് പറഞ്ഞിട്ട് ക്ലാസ് തുടങ്ങിയ സമയം മുതൽ മിസ്സേ എപ്പോഴാ ക്ലാസ് കഴിയാന്ന് ചോദിച്ചു തന്നെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇംഗ്ലീഷിൽ മാർക്ക് കൂട്ടാൻ വേണ്ടി പറ്റൂല. അപ്പൊ അതിനെന്ത് ചെയ്യണം, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കേണ്ടി വരും. കാരണം ഇന്ന് ഒരു ദിവസം കൂടി നിങ്ങളുടെ കയ്യിലുള്ളൂ, അല്ലെ? ഇന്ന് മാക്സിമം എന്തൊക്കെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടോ അത്രയും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നാളെ എഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ എന്ത് കാര്യം നമുക്ക് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, നമ്മൾ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം എന്നുള്ളതും കൂടിയാ, അല്ലെ? യെസ്, നമ്മൾ അതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്യണം. അപ്പൊ അത് തന്നെ. അപ്പൊ ഇർഫാൻ ആലത്തിന്റെ കാര്യത്തോട്, ആ വാക്കുകളോട് ഐ ഹോൾ ഹാർട്ടലി അഗ്രി എന്ന് പറയാം, അല്ലെ? പാരഗ്രാഫ് റൈറ്റിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങളാണ് പറയേണ്ടത്. അപ്പൊ കറക്റ്റ് ആയിട്ട് നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ്, അല്ലെ, അത് നമ്മൾ എന്ത് ചെയ്യണം, കംഫർട്ട് സോണിൽ നമ്മൾ ഇറങ്ങണം, നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ എന്ത് ചെയ്യണം, മുതലെടുക്കണം, സീസ് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, എഴുതാം. എന്നാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഡ്രീംസിൽ നമ്മൾ അച്ചീവ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അത് അൺഅറ്റൈനബിൾ ആയിട്ട്, അല്ലെ, നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തതായിട്ട് അതെന്നും അവിടെ നിലനിൽക്കുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ആ ചാപ്റ്റർ എന്ന് അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത് അടിപൊളിയായിട്ട് മനസ്സിലായി. കുറെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി ദീദി എന്ന് പറയുമ്പോൾ ഷെയ്ൻ മിസ്രിയുടെ ലൈഫ് റൈറ്റിംഗ്, ആ പേഴ്സണൽ എക്സ്പീരിയൻസ് അതിൽ പറയുന്നത്, അല്ലെ, ആളുടെ ജീവിതത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ്. സോ നമുക്കറിയാം അതിന് ദീദി, അല്ലെ, ദീദി ആകാംക്ഷ ഫൗണ്ടേഷന്റെ ഫൗണ്ടർ ആണ്, ടീച്ച് ഫോർ ഇന്ത്യയുടെ സിഇഒ ആണ്. മുംബൈയിലുള്ള, അല്ലെ, അവിടെയുള്ള സ്ലം ഏരിയയിലുള്ള കുട്ടികൾക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാണ് ആര് ചെയ്യുന്നത്, നമ്മുടെ ഷെയ്ൻ മിസ്രി ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് ആ കുട്ടികളാണ് നമ്മുടെ ഷെയ്ൻ മിസ്രിയെ ദീദി എന്ന് വിളിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഓർമ്മ വെക്കാം. സോ ക്വസ്റ്റ്യൻ നോക്ക്, ഒരു ഫോർമൽ ലെറ്ററിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഷെയ്ൻ മിസ്രി, അല്ലെ, ആകാംക്ഷയുടെ ഫൗണ്ടർ ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ആളുടെ കഥ വായിച്ചിട്ട് നമ്മൾ ഭയങ്കര ഇൻഫ്ലുവൻസ് ആയി. സോ യു ഡിസൈഡ് ടു സ്പെൻഡ് യുവർ സ്പെയർ ടൈം helping the poor children in getting proper education, അല്ലെ? അപ്പം ഇവരുടെ കഥയൊക്കെ വായിച്ചിട്ട് നിങ്ങൾ എന്ത് തീരുമാനിക്കുക, നിങ്ങളുടെ നല്ല സമയം ഇതേപോലെയുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ റൈറ്റ് എ ലെറ്റർ ടു എൻ NGO, അല്ലെ, ഒരു NGOക്ക്, ഒരു നോൺ ഗവൺമെന്റൽ ആയിട്ടുള്ള ഒരു സംഘടനക്ക് നിങ്ങൾ ഒരു ലെറ്റർ അയക്കുക. എന്തിനാണ്? സീക്കിംഗ്, അന്വേഷിച്ചുകൊണ്ട്, ഹെൽപ്പ് ടു എഡ്യൂക്കേറ്റ് ദ പോർ ചിൽഡ്രൻ ഇൻ യുവർ ലൊക്കാലിറ്റി, നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ, നിങ്ങളുടെ സ്ഥലത്തുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. അപ്പൊ അതിന് നിങ്ങൾ ഒരാൾ വിചാരിച്ചാൽ നടക്കൂല. അപ്പൊ ഇങ്ങനെയുള്ളൊരു സംഘടനയിൽ സഹായം ചോദിച്ചുകൊണ്ടുള്ള ലെറ്റർ ആണ് നമ്മളോട് എഴുതാൻ വേണ്ടി പറഞ്ഞത്. ഓക്കെ, സോ 6 മാർക്കിന് ചോദിച്ച ലെറ്റർ. അപ്പൊ ഇത് ഏതാ, ഒരു സംഘടനക്കാണ് നമ്മൾ ലെറ്റർ അയക്കുന്നത്. സോ അത് ഒഫീഷ്യൽ ലെറ്റർ ആണ്. അപ്പൊ നമ്മൾ ഫ്രം അഡ്രസ് കൊടുക്കണം, ഡേറ്റ് കൊടുക്കണം, ടു അഡ്രസ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ടോ, അല്ലെ, സല്യൂട്ടേഷൻ വേണം, ഡിയർ സർ ഓ മാഡം. അത് കഴിഞ്ഞിട്ട് സബ്ജക്ട് കൊടുക്കുക, എന്തിനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, അല്ലെ, ആ സബ്ജക്ട് നിങ്ങൾ വ്യക്തമായിട്ട് കൊടുക്കുക. ദെൻ ആരാ, എന്താ, അല്ലെ, ഐ ആം എന്ന് പറഞ്ഞിട്ട് പേര്, ആൻഡ് എവിടെ, സ്കൂൾ ആണെങ്കിൽ സ്കൂൾ, അല്ലെങ്കിൽ സ്ഥലമാണെങ്കിൽ റെസിഡന്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് സ്ഥലം കൊടുക്കാം. ആൻഡ് ഐ റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു എക്സ്പ്രസ് മൈ കൺസേൺ അബൌട്ട്, അല്ലെ, ഞാൻ എന്തിനാണ്, അല്ലെ, ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ എന്നുള്ളത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ലെറ്റർ അയക്കുന്നത് എന്തിനാണ്, എന്റെ ആശങ്ക ഞാൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏതാണ് കാര്യം, അപ്പൊ ഈ ഒരു പാവപ്പെട്ട കുട്ടികൾ, അല്ലെ, പോവർട്ടിയിലുള്ള കുട്ടികൾ, അല്ലെങ്കിൽ പുവർ ചിൽഡ്രന് എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഐ വുഡ് ലൈക്ക് ടു എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ആ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്തുകൊണ്ടുള്ള പോയിന്റ്
ലൈൻസ് ഒക്കെ നിങ്ങൾ ഇവിടെ കൊടുക്കാം. ഓക്കെ, ലാസ്റ്റ് ഇതേ നിർത്തുമ്പോൾ ഐ കൈൻഡ്ലി റിക്വസ്റ്റ് യു ടു ടേക്ക് നെസസറി ആക്ഷൻ എന്നുള്ളതോ അല്ലെങ്കിൽ ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു സൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് താങ്കിങ് യു യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി SD നെയിം എന്നിട്ടിട്ട് എന്ത് ചെയ്യാം കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇത് എന്ത് ചെയ്യാം, ഒരു ഫോർമൽ ലെറ്ററിന്റെ ഫോമാറ്റ് ആണ്, മറക്കരുത് കേട്ടോ. യെസ്. സോ അടുത്തത് മക്കളെ ഇമെയിൽ റൈറ്റിംഗ് അല്ലെ. ഇമെയിൽ റൈറ്റിംഗ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇമെയിൽ റൈറ്റിംഗ് എങ്ങനെ എഴുതാ, ടു വേണം, CC വേണം, BCC വേണം, സബ്ജക്ട് വേണം, ബാക്കി അവിടെ നിങ്ങോട്ട് എന്ത് ചെയ്യുക, ലെറ്ററിന്റെ പോലെ അല്ലെ. ഫോർമൽ ആണെങ്കിൽ അങ്ങനെ, ഇൻഫോർമൽ ആയിട്ടില്ലെങ്കിൽ ആ ഒരു ടോണാണ്, അല്ലാതെ വേറെ ഫോർമാറ്റ് ഒന്നും അതിൽ എഴുതാനില്ലല്ലോ. ഓക്കെ, സെല്യൂട്ടേഷൻ അവിടെ നിന്നിട്ടുള്ള കണ്ടന്റ് മാത്രമാണല്ലോ. ഓക്കെ, സോ ഇവിടെ പറഞ്ഞത് അഗാൻഷ ഫൗണ്ടേഷൻ അല്ലെ, സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള നല്ലൊരു ജോബാണ് ചെയ്യുന്നത് ഈ ഷെയ്ൻ മിസ്രിയുടെ കീഴിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അല്ലെ, അപ്പം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഭയങ്കര ഇംപ്രസ്ഡ് ആയി ആളുടെ ആ ഒരു പ്രവൃത്തിയൊക്കെ കണ്ടിട്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട് അഗാൻഷ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഡൽഹിയിലുള്ള ഒരു ഫ്രണ്ടിന് നിങ്ങൾ അയക്കുന്ന ലെറ്റർ ആണ് ഇവിടെ ചോദിച്ചത് അല്ലെ. യെസ്, നിങ്ങളുടെ ഒരു ഫ്രണ്ടിനാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ലെറ്റർ അയക്കുന്നത് എന്നുള്ള. ഓക്കെ, സോ നോക്ക്, ഫ്രം അല്ലെ, ഫ്രം വേണമെന്നില്ല, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ കളറിൽ കൊടുത്ത് ടു ചെയ്ത CC BCC കൊടുക്കുക, സബ്ജക്ട് കൊടുക്കുക, ദെൻ ഫ്രണ്ടിന്റെ പേര് അല്ലെ, ഫ്രണ്ടിന്റെ പേര് വിളിച്ചിട്ട് തന്നെ തുടങ്ങാം, ഡിയർ നെഹ അല്ലെങ്കിൽ ഡിയർ രാഹുൽ, ഡിയർ റാം, ഈ രീതിയിൽ നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാണോ നിങ്ങൾ ഒരു ലെറ്റർ അയക്കുക അല്ലെ, ഒരു ഫ്രണ്ടിന് ലെറ്റർ അയക്കുക, ആ രീതിയിലൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് കണ്ടന്റും കാര്യങ്ങളൊക്കെ പറയാം. എന്നിട്ട് നേരെ അല്ലെ പിന്നെന്ത് ചെയ്യാം, നമുക്ക് കാര്യത്തിലേക്ക് വരാം. ആൻഡ് ഐ ഹാവ് ഇംപ്രസ്ഡ് ബൈ നോയിങ് ദ സിഗ്നിഫിക്കന്റ് ജോബ് ഡൺ ബൈ അഗാൻഷ ഫൗണ്ടേഷൻ അല്ലെ. അഗാൻഷ ഫൗണ്ടേഷന്റെ പ്രവൃത്തിയൊക്കെ കണ്ടിട്ട് ഞാൻ ശരിക്കും ഭയങ്കര ഇംപ്രസ്ഡ് ആയി. ഡു യു നോ വൈ, എന്തുകൊണ്ടാണെന്ന് അറിയോ? എന്നിട്ട് എന്ത് ചെയ്യാം, ബാക്കി നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, അഗാൻഷ ഫൗണ്ടേഷന്റെ കംപ്ലീറ്റ് വർക്കിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എങ്ങനെയാണ്, എന്താണ്, ആർക്കാണ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ അതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ചെയ്താം. ഓക്കെ, എന്നിട്ട് നിർത്തുമ്പോൾ എന്ത് ചെയ്യാം, ഐ കൺക്ലൂഡിങ് മൈ വേർഡ്സ് ആൻഡ് hoping to meet you soon dear എന്നൊക്കെ പറഞ്ഞിട്ട് കൺവേ മൈ വാം റിഗാർഡ്സ് ആൻഡ് ടു ഓൾ അറ്റ് ഹോം, മേ ഗോഡ് ബ്ലെസ് യു എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നിർത്താം. ഓക്കെ, അപ്പം ഇമെയിലിന്റെ ഫോമാറ്റ് ഇനി മറക്കരുത്. ഓക്കെ, ഇമെയിൽ എന്താ എന്നുള്ളത് ഇനി ആരും എന്ത് ചെയ്ത് ഡൗട്ട് ഉണ്ടാവരുത്. ഓക്കെ അല്ലേ. സോ അടുത്തത് മക്കളെ ഇൻട്രൊഡക്ടറി സ്പീച്ച് ആണ് കേട്ടോ. ഈ ഇൻട്രൊഡക്ടറി സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് എല്ലാവർക്കും സ്പീച്ച് അറിയാം അല്ലെ, സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താ, പ്രസംഗമാണ്. ഓക്കെ, പ്രസംഗമാണ്. പക്ഷെ ഇൻട്രൊഡക്ടറി സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഇത് നമ്മൾ എന്ത് ചെയ്യാം, ഇത് നമ്മൾ സംസാരിക്കുകയാണ്, നമ്മുടെ ഓഡിയൻസിനെ അഭിസംബോധന ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടുത്തെ വ്യത്യാസം എന്താന്ന് വെച്ചാൽ, മറ്റൊടത്ത് നമുക്ക് ഒരു ടോപ്പിക് ഉണ്ട്, ഒരു പ്രത്യേക വിഷയത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലെ, ഒരു വിഷയമായി ആസ്പദമായിട്ട് നമ്മൾ ഓഡിയൻസിനോട് സംസാരിക്കുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ എന്തെങ്കിലും ഒരു സംഭവത്തെ പറ്റിയിട്ട് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്, ഒരു വ്യക്തിയെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഓഡിയൻസിന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ് എന്നുള്ള, പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. സോ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണുള്ളത്, ഈ ഷെഹീൻ മിസ്രി അല്ലെ, ഷെഹീൻ മിസ്രി നമ്മുടെ കോളേജിൽ ഒരു നോക്ക്, എ ഗ്രാൻഡ് ഫംഗ്ഷൻ ഈസ് ഓർഗനൈസ്ഡ് ബൈ ദ അതോറിറ്റീസ് ഓഫ് സെന്റ് സേവിയേഴ്സ് കോളേജ് ടു ഫെലിസിറ്റേറ്റ് ദ ഫോമർ സ്റ്റുഡന്റ് ഷെഹീൻ മിസ്രി അല്ലെ. അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി ആയിട്ടുള്ള ഷെഹീൻ മിസ്രിയെ ആദരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു ചടങ്ങ് അവിടെ നടക്കുന്നുണ്ട്. അവരുടെ കോളേജ് ആയിട്ടുള്ള എവിടെ, സെന്റ് സേവിയേഴ്സ് കോളേജിലാണ് ഷെഹീൻ മിസ്രി പഠിച്ചല്ലേ, അത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അവിടെ വലിയൊരു പരിപാടി നടക്കുകയാണ്. അപ്പൊ പ്രിൻസിപ്പൾ എന്ത് ചെയ്യാണ്, ഇൻട്രൊഡ്യൂസേഴ്സ് ഹർ ടു ഓഡിയൻസ്. എല്ലാ ആൾക്കാർക്കും ഇപ്പൊ ഷെഹീൻ മിസ്രിയെ അറിയോ? ഇല്ല, ആ ബാച്ചിലുള്ള ആൾക്കാർക്കല്ലേ അറിയുള്ളൂ, ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും അറിയില്ലല്ലോ. അപ്പൊ ഈ വന്ന ആൾക്കാർക്കൊക്കെ ആരാ, എന്താ, എന്തിനായി ഷെഹീൻ മിസ്രിയെ നമ്മൾ ആദരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ അറിയണം. സോ പ്രിൻസിപ്പൾ എന്ത് ചെയ്യണം, അവരെ പറ്റിയിട്ട് how would he introduce ഷെഹീൻ മിസ്രി, ഷെഹീൻ മിസ്രിയെ പറ്റിയിട്ട് അദ്ദേഹം എങ്ങനെയായിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഡ്രാഫ്റ്റ് ദ സ്പീച്ച് ഫോർ ഹിം അല്ലെ, എന്തൊക്കെയായിരിക്കും അദ്ദേഹം പറയാം. ആദ്യം അദ്ദേഹം എന്ത് ചെയ്യും, തന്റെ മുന്നിലുള്ള ആൾക്കാരെ അഭിസംബോധന ചെയ്യും അല്ലെ. യെസ്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. എന്നിട്ടോ, and it's with great pride and honor that I introduce to you tonight a remarkable individual who has dedicated her life to transforming the landscape of education in India അല്ലെ. ആരെ പരിചയപ്പെടുത്തുന്നത്, ഇന്ത്യന്റെ അല്ലെ ഈ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന അല്ലെ, അത്രയും വലിയ ഒരു വ്യക്തിയാണ്, ഒരു ഇൻഡിവിജ്വലിനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, പരിചയപ്പെടുത്തുന്നത്. അതിൽ എനിക്ക് വളരെ അല്ലേ എന്തുണ്ട്, പ്രൈഡ്, അഭിമാനവും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് ആരാണത്, ഷെഹീൻ മിസ്രി ആണ്. ആൻഡ് ഇന്ത്യൻ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആൻഡ് എഡ്യൂക്കേറ്റർ ആണ് അല്ലെ. അത് മാത്രമല്ല നമ്മുടെ എന്താണ് കോളേജിലെ ഫോമർ സ്റ്റുഡന്റ് കൂടിയാണ് എന്നുള്ളതാണ്. ആൾ എന്താ ചെയ്യുന്നത്, അഗാൻഷ ഫൗണ്ടേഷൻ അല്ലെ, അതിന്റെ ഫൗണ്ടർ ആണ്. ആൻഡ് അഗാൻഷ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്ത്യൻ എഡ്യൂക്കേഷണൽ ഇനീഷ്യേറ്റീവ് ആണ് that has touched countless lives in Mumbai and Pune. മുംബൈയിലെയും പൂനെയിലെയും എണ്ണമറ്റ ആളുകളുടെ അല്ലെ ജീവിതത്തിൽ തന്നെ ശരിക്കും സ്പർശിച്ചിട്ടുള്ള, അതായത് അവരുടെയൊക്കെ ജീവിതത്തിൽ അല്ലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട് ഈ അഗാൻഷ ഫൗണ്ടേഷൻ എന്നുള്ള. അപ്പൊ അതിന്റെ ഫൗണ്ടർ ആണ് നമ്മുടെ ഈ അല്ലെ, നമ്മുടെ ഈ വേദിയിലിരിക്കുന്ന ആരടാ,
നമ്മുടെ ഷെയ്ൻ മിസ്ത്രി എന്നാ പറഞ്ഞത്. സോ അവരുടെ അല്ലെ ആ ഒരു കമ്മിറ്റ്മെന്റോട് തന്നെ അവരെന്ത് ചെയ്തു, ടീച്ച് ഫോർ ഇന്ത്യയുടെ CEO ആയിട്ടുണ്ട് 2008. ആൻഡ് അപ്പൊ അവരുടെ ഈ ഒരു അൺവേവറിംഗ് ആയിട്ടുള്ള അല്ലെ ഈ ഒരു ഡെഡിക്കേഷന് എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ള അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ചിൽഡ്രൻ അല്ലെ എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യാണ്, വി ആർ ട്രൂലി പ്രൗഡ് ഓഫ് ഹെർ അക്കംപ്ലിഷ്മെന്റ് ആൻഡ് ദ ഡിഫറൻസ് ഷീ കണ്ടിന്യൂസ് ടു മേക്ക് ഇൻ ദ വേൾഡ്. അവളുടെ ഈ നേട്ടത്തില് അല്ലെ ശരിക്കും ഞങ്ങൾ എല്ലാ ആൾക്കാരും എന്ത് ചെയ്തിട്ടുണ്ട്, ശരിക്കും യഥാർത്ഥത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തു, അഭിമാനിക്കുന്നു അല്ലെ, പ്രൗഡാണ്, അഭിമാനിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആൻഡ് അത് മാത്രമല്ല ഇനി അവള് ഈ ഒരു വേൾഡിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഡിഫറൻസിന്റെ പേരിൽ അല്ലെ. സോ താങ്ക് യു ഷഹീൻ ഫോർ ബീങ് ആൻ ഇൻസ്പിറേഷൻ ടു ഓൾ. ഞങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും അല്ലെ ഒരു ഇൻസ്പിറേഷൻ ആകുന്നതിൽ എന്ത് ചെയ്യാൻ നന്ദി പറയാണ്. ആൻഡ് ഈക്വലി വെയിറ്റിംഗ് ഫോർ യുവർ ഇൻട്രസ്റ്റിംഗ് ടോക്ക്. നിന്റെ അല്ലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോക്കിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാ ആൾക്കാരും എന്ത് ചെയ്യാണ്, ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തേണ്ടത്, ഇൻട്രൊഡക്റ്റീവ് സ്പീച്ച് ചെയ്തേണ്ടത്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണ്, ഇത് ഇൻട്രൊഡക്റ്റീവ് സ്പീച്ച് ആണ്, നമ്മൾ സംസാരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇതേപോലെയുള്ള നോക്ക് ഇവിടെ എന്താ കൊടുത്തത്, ഇവിടെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള അല്ലെ 3 കുത്ത് കാണാം. then അതേപോലെ തന്നെ മക്കളെ നിങ്ങൾക്ക് ഇടയിലൊക്കെ എന്ത് ചെയ്യുക, എക്സ്ക്ലമേറ്ററി സൈൻ കൊടുക്കാം, ക്വസ്റ്റ്യൻ മാർക്ക് ഒക്കെ കൊടുക്കാം കേട്ടോ. ഒരാൾ സംസാരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണോ വേറൊരാൾക്കല്ലേ കറക്റ്റ് ആ ഫീൽ കിട്ടുക, ആ രീതിയിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇൻട്രൊഡക്ടറി സ്പീച്ച് നിങ്ങൾക്ക് കൊണ്ടുപോവാം. നെക്സ്റ്റ് മക്കളെ, സ്റ്റാമർ ബൈ കെ സച്ചിദാനന്ദൻ അല്ലെ. അതിൽ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, സച്ചിദാനന്ദൻ പറയുന്നത് എന്താ, സ്റ്റാമർ ഒന്നും ഒരു വിക്കൊന്നും എന്തല്ല ഒരു പ്രശ്നമല്ല, ഒരു വൈകല്യമല്ല, ഹാൻഡിക്യാപ്പ് അല്ല, ഇറ്റ് ഈസ് എ മോഡ് ഓഫ് സ്പീച്ച് എന്നാണ് പറയുന്നത്. അത് സംസാരത്തിന് ജസ്റ്റ് ഒരു രീതി മാത്രമാണ്. ആൻഡ് സ്റ്റാമറിൽ എന്താ ഉള്ളത്, സൈലൻസ് ആ അല്ലെ. വിക്ക് എന്ന് പറഞ്ഞാൽ വാക്കിന്റെയും മീനിങ്ങിന്റെയും വേർഡ്സിന്റെയും മീനിങ്ങിന്റെയും ഇടയിലുള്ള എന്താണ്, സൈലൻസ് ആണ്. എന്നാൽ അത് എന്തിന്റെ പോലെയാ, ലെയിംനെസ്, മൊടന്ത് പോലെയാണ് എന്നുള്ള. ലെയിംനെസ് എന്ന് പറഞ്ഞാൽ എന്താ, വേർഡിന്റെയും ഡീഡിന്റെയും ഇടയിലുള്ള സൈലൻസാ. അപ്പൊ രണ്ടിൽ എന്താ കോമൺ ആയിട്ടുള്ളതാ, സൈലൻസ് ആണ്. ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, രണ്ടിലുള്ളത് സൈലൻസ് ആണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഡിഡ് സ്റ്റാമർ പ്രസന്റ് ലാംഗ്വേജ് ഓർ സക്സീഡ്? ഭാഷയാണോ ആദ്യം ഉണ്ടായത് അല്ലെ, അതോ വിക്കാണോ ആദ്യം ഉണ്ടായത് എന്നാ ചോദിച്ചേ. അപ്പൊ ഇത് രണ്ടും ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അല്ലെ, ആൻഡ് ഇറ്റ് ഈസ് ഓൺലി എ ഡയലക്ട് ഓർ എ ലാംഗ്വേജ് ഇറ്റ്സെൽഫ്, കുറച്ച് ആൾക്കാർ മാത്രം സംസാരിക്കുന്ന ഒരു ഡയലക്റ്റ് ആണോ, അല്ലെങ്കിൽ ഇത് ശരിക്കും ഒരു ഭാഷയാണോ? ദീസ് ക്വസ്റ്റ്യൻസ് മേക്ക് ദ ലിംഗ്വിസ്റ്റ് സ്റ്റാമർ. ഈ ഒരു ചോദ്യം ഇങ്ങനൊക്കെ ചോദിച്ചാല് ഈ ഭാഷയിൽ അഗ്രഗണ്യന്മാരായിട്ടുള്ള നമ്മുടെ ലിംഗ്വിസ്റ്റ് വരെ എന്ത് ചെയ്യും, വിക്കും, സ്റ്റാമർ ആവും. കാരണം അവർക്ക് വരെ ഉത്തരം കിട്ടൂല എന്നുള്ള. അപ്പൊ അവരുടെ ആ സൈലൻസിനെയാണ് ഇവിടെ സ്റ്റാമർ ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പം ആർക്കും ഇതിനുള്ള ഉത്തരം ഒന്നും കിട്ടൂല, കാരണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ എല്ലാ ആൾക്കാരും വിക്കും എന്നാണ് പറഞ്ഞത്. ആൻഡ് നോക്ക്, each time we stammer, നമ്മൾ വിൽക്കുന്ന ഓരോ സമയവും വി ആർ ഓഫറിംഗ് എ സാക്രിഫൈസ് ടു ദ ഗോഡ് ഓഫ് മീനിങ്സ് അല്ലെ. നമ്മൾ അർത്ഥത്തിന്റെ ദേവതക്ക് നമ്മളൊരു സാക്രിഫൈസ് കൊടുക്കുന്ന പോലെയാണ് എന്നുള്ളതാണ്. when a whole people stammer, എല്ലാ ആൾക്കാരും സ്റ്റാമർ ചെയ്താൽ എന്ത് ചെയ്യുന്ന പറഞ്ഞത്, സ്റ്റാമർ becomes their mother tongue just as it is with us now. അതായത് ഇപ്പൊ നമുക്ക് സ്റ്റാമർ ഒരു കുഴപ്പമായി തോന്നും, കാരണം നമുക്ക് ആർക്കും സ്റ്റാമർ ഇല്ലാത്തതിനുണ്ട്. പക്ഷെ ഇവിടെ ഉള്ള എല്ലാ ആൾക്കാർക്കും വിക്കുണ്ടെങ്കിലോ പിന്നെ നമുക്ക് അതൊരു കുഴപ്പമായിട്ട് തോന്നുമോ? ഇല്ല. പിന്നെ അത് നമ്മളെ മലയാളം നമ്മൾ സംസാരിക്കുന്ന പോലെ ഒരു മദർ ടങ്ക് ആവൂലേ എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ പോയിട്ട് പറയുന്നത്, നമ്മുടെ സൊസൈറ്റിയിൽ ഒരു സോഷ്യൽ ലെവൽ ഉണ്ടെങ്കിൽ അത് നമുക്കൊരു തിന്മയായിട്ട് തോന്നും, ബാക്കിയുള്ള ആൾക്കാർക്ക് ആർക്കും ആ ഒരു തിന്മ ചെയ്യുന്നില്ലെങ്കിൽ അല്ലെ. പക്ഷെ നമ്മളെല്ലാ ആൾക്കാരും തെറ്റെന്നാണ് ചെയ്യുന്നത്, സോഷ്യൽ ലെവൽസ് ആ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അതൊരു പ്രശ്നമാവൂല. ഇതൊരു കോമൺ ആയിട്ടുള്ള കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ സൊസൈറ്റിയിൽ. ഇന്ന് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. ഓക്കെ, സോ നോക്ക്, God too must have stammered when he created man. That is why all the words of man carry different meanings. ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്, മനുഷ്യന്മാരെ സൃഷ്ടിക്കുന്ന സമയത്ത് വിക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്ത് മനുഷ്യന്മാരുടെ വാക്കുകൾക്കൊക്കെ അല്ലെ എല്ലാ ആൾക്കാരുടെ വേർഡ്സിനും ഡിഫറെന്റ് ആയിട്ടുള്ള മീനിങ്സ് ഉണ്ടാവുന്നേ എന്നല്ല. That is why everything he utters from his prayers to his commands stammers like poetry. അതുകൊണ്ടാണ് മനുഷ്യന്മാര് പ്രാർത്ഥിക്കുന്നതൊന്നും ചെയ്യുന്നതൊന്നും ഒക്കെ എന്ത് ചെയ്ത് കമാൻഡ് ചെയ്യുന്നതൊക്കെ മാറി മാറി പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്നുള്ള. ദൈവം മനുഷ്യന്മാരെ സൃഷ്ടിക്കുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, വിക്കിയിട്ടുണ്ട്. എന്തിനെ പോലെ എന്നുള്ളതാണ്, പോയട്രി പോലെ എന്നാണ് ഇവിടെ പറയുന്നത് അല്ലെ. ഇവിടെ സിമിലി കാണാൻ വേണ്ടി പറ്റും, ലൈക്ക് പോയട്രി എന്ന് പറയുന്നുണ്ട്. അപ്പൊ പോയട്രി പോലെ എന്ന് പറയാൻ കാരണം എന്താ, ഈ പോയട്രിന്റെ പ്രത്യേകത എന്താ, കവിത എങ്ങനെ ഉണ്ടാവുക, പോയറ്റ് ഇപ്പൊ ഒരു കാര്യം എഴുതിയാല് പോയറ്റ് ഉദ്ദേശിച്ചതേ ആയിരിക്കില്ല ചിലപ്പോൾ ഞാൻ വായിക്കുമ്പോൾ ഞാൻ പറയാം, ഇനി നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ അതിനേക്കാൾ അപ്പുറത്തുള്ള വേറെ കാര്യമായിരിക്കും പറയാം അല്ലെ. അപ്പം കവിത ഇങ്ങനെ വായിക്കും തോറും ഓഡിയൻസ് ഇങ്ങനെ മാറുമ്പോൾ, റീഡേഴ്സ് ഇങ്ങനെ മാറും തോറും അതിന് അവർ കൊടുക്കുന്ന ഡെഫിനിഷൻസ്, മീനിങ്സ് മാറുന്നുണ്ട് അല്ലെ. അപ്പോൾ ഓരോ ആൾക്കാരും അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ്. അപ്പം ഓദർ വിചാരിച്ച കാര്യമായിരിക്കില്ല പിന്നെ എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ കാര്യങ്ങൾ മാറാറുണ്ട്. അപ്പൊ അതന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ജസ്റ്റ് ഒരു വിക്കിനെ പറ്റി മാത്രമല്ല പോയിട്ട് പറഞ്ഞിട്ടുള്ളത്. പോയിട്ട് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിലുള്ള സോഷ്യൽ എവിൽസിനെ
ആണ് ഇവിടെ പറയുന്നത്. സോ ആ സോഷ്യൽ എവിൽസ് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്നാ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഭയങ്കര കവാഡിസ് ആയിട്ട് ഭീരുക്കളായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ആ ഭീരുത്വത്തെ, നമ്മൾ ആ സൈലൻസിനെ, നമ്മുടെ നിശബ്ദതയാണ് പോയിട്ട് ഇവിടെ സ്റ്റാമർ ആയിട്ട് പറയുന്നത്. കാരണം നമ്മൾ പ്രതികരിക്കുന്നില്ല. വി ആർ അഫ്രൈഡ് ടു പ്രൊട്ടസ്റ്റ്, വി ആർ അഫ്രൈഡ് ടു റേസ് അവർ വോയിസ് എന്നുള്ള, നമ്മൾ ശബ്ദങ്ങൾ ഉയർത്താൻ നമുക്ക് ഭയങ്കര പേടിയുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ ആ നിശബ്ദതയെ, ആ പേടിയാണ് പോയിട്ട് ഇവിടെ സ്റ്റാമർ ആയിട്ട് പറയുന്നത് എന്നുള്ള. അപ്പൊ അതന്നെയാണ് ഇവിടൊക്കെ ക്വസ്റ്റ്യൻ വന്നത് കേട്ടോ. നമ്മുടെ പ്രൊട്ടസ്റ്റ്, നമ്മുടെ റെസ്പോൺസ് അല്ലെ, ഈ സൊസൈറ്റിന്റെ സോഷ്യൽ എവിൽസിനെതിരെയുള്ള അതിനൊക്കെ എതിരെയുള്ള നമ്മുടെ ആ ഒരു പ്രൊട്ടസ്റ്റ് ഒന്നും നമ്മൾ ചെയ്യാതിരിക്കുന്ന ആ നിശബ്ദതയാണ് പോയിട്ട് ഇവിടെ സ്റ്റാമർ ആയിട്ട് പറയുന്നത്. സോ ഡു യു അഗ്രി ഓർ നോട്ട് എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അത് എഴുതാൻ വേണ്ടി പറ്റണം. നെക്സ്റ്റ് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. സ്റ്റാമറിലും അതേപോലെ തന്നെ ലെയിംനെസ്സിലും രണ്ടിലും കോമൺ ആയിട്ടുള്ള കാര്യം എന്താ? രണ്ടിലുള്ള എന്താടാ? ഇതിലും സൈലൻസ് ആണല്ലേ, ഇതിലും സൈലൻസ് ആണ്, രണ്ടിലും സൈലൻസ് ആണല്ലേ. അപ്പൊ ഇതിലുള്ള ഫിഗർ ഓഫ് സ്പീച്ച് എന്താ? ഇവിടെ ജസ്റ്റ് ആസ് എന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? സിമിലി ആണ് എന്നുള്ളതാണ് കേട്ടോ. സിമിലി ആണ്. then എന്താ പോയിന്റ് എന്താ സ്റ്റാമറിനെ പറ്റി തിങ്ക് ചെയ്യുന്നത് എന്നുള്ള. അപ്പൊ സ്റ്റാമർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയിലുള്ള ആ ഒരു സൈലൻസ് ആണ്. ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? എടുത്ത് എഴുതാം. നെക്സ്റ്റ് അടുത്ത് നോക്ക്. ഇങ്ങനെ നേരെ ലൈൻ തന്നിട്ട് പോം ഏതാ, പോയിട്ട് ഏതാന്ന് ചോദിച്ചു. ഇപ്പോൾ ഈ സ്റ്റാമേർഡ് എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം ഇത് സ്റ്റാമർ ആണ് ബൈ കെ സച്ചിദാനന്ദൻ. ഇതിലെ ഹി ആരാന്നുള്ള അല്ലെ, ഇവിടൊക്കെ ഹി ആര് 1 2 3 4 5 5ലുള്ള ഹി ആരാന്നുള്ള ചോദിച്ചേ മാൻ ആണ് അല്ലെ, മനുഷ്യനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഇതിലെ പോയറ്റിക് ഡിവൈസസ് ഏതാ? ലാസ്റ്റ് ലൈനിൽ ഇവിടെ ഉള്ളത് ലൈക്ക്, അതെന്താ? സിമിലി ആണ് അല്ലെ, സിമിലി ആണ്. ദെൻ പോയറ്റിന്റെ അഭിപ്രായത്തിൽ അല്ലെ എന്തുകൊണ്ടാണ് മനുഷ്യന്മാരുടെ എല്ലാ വേർഡ്സിനും ഡിഫറെന്റ് ആയിട്ടുള്ള മീനിങ്സ് ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാ? ഗോഡ് എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഗോഡ് സ്റ്റാമർ ചെയ്തിട്ടുണ്ട് എന്നുള്ള അല്ലെ. ഗോഡ് ടു മസ്റ്റ് ഹാവ് സ്റ്റാമേർഡ് വെൻ ഹി ക്രിയേറ്റഡ് മാൻ. അതുകൊണ്ടാണ് മനുഷ്യന്മാരുടെ വേർഡ്സിനൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള മീനിങ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, ആ കാര്യങ്ങൾ മനസ്സിലാക്കാം. ദെൻ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ദ ലൈറ്റർ സൈഡ് അല്ലെ. ഇതിന് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോ അതൊക്കെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ നോക്കടാ. പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്റർ അല്ലെ, RH വുഡിന്റെ ചാപ്റ്റർ ആണ്. സോ ഇതിലെ നമ്മുടെ ക്യാരക്ടേഴ്സ് നമ്മൾ മറക്കരുത് കേട്ടോ. യങ് ലേഡി അസിസ്റ്റന്റ് ഉണ്ട്. ദെൻ അതേപോലെ തന്നെ ആരുണ്ടായിരുന്നു? നമ്മുടെ എ ഡഫ് ഓൾഡ് ജെന്റിൽമാൻ ഉണ്ട് അല്ലെ, എ ഡഫ് ഓൾഡ് ജെന്റിൽമാൻ ഉണ്ട്. പിന്നെ നമ്മുടെ ഫാമർ ഉണ്ട്, മറക്കരുത്. ഇവരെ മൂന്നാളെ എന്തായാലും മറക്കരുത് കേട്ടോ. പിന്നെ അതിൽ ആര് വരുന്നുണ്ടടാ? നമ്മുടെ ഫോറിൻ ടൂറിസ്റ്റ് വരുന്നുണ്ട് അല്ലെ. അതിലൊരു കഥാപാത്രം കയറി വരുന്നുണ്ട്. ആരാണ്? നമ്മുടെ ടൂറിസ്റ്റ് ആണല്ലോ ആ ക്ലോക്കും കൊണ്ടുവരുന്നത്. അപ്പൊ ആ കാര്യങ്ങൾ മറക്കരുത്. സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്ക്. ഇവിടെ എന്താ പറഞ്ഞേ? ഐ എം ലീവിംഗ് ദ പോസ്റ്റ് ഓഫീസ് ഫോർ എവർ. I'm going down the road to work the animal dispensary അല്ലെ. അപ്പൊ ഇത് ആരാ പറഞ്ഞത് നോക്ക്. why does the assistant leave the post office? എന്തുകൊണ്ടാണ് പോസ്റ്റ് ഓഫീസ് അസിസ്റ്റന്റ് ലീവ് ചെയ്യുന്നത്? write your answer in 1 or 2 sentences അല്ലെ. 1 or 2 സെന്റൻസിൽ നിങ്ങളുടെ ആൻസർ എഴുതുക എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, സോ ഇത് 1 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം എന്തുകൊണ്ടാണ് അസിസ്റ്റന്റ് ലീവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഷീ വാസ് വെരി അല്ലെ എക്സോസ്റ്റഡ് ആണ്, ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. അവിടുത്തെ chaotic ആയിട്ടുള്ള അല്ലെ, ഭയങ്കര ബഹളം കൊണ്ടും അവിടുത്തെ ആ ഒരു ഹ്യൂമൻ ബീങ്സിന്റെ ആ ഒരു അപ്രോച്ച് കൊണ്ടും എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ആ കാര്യങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ എടുത്ത് ചെയ്താ. നെക്സ്റ്റ് നോക്ക്. ഇതിന്റെ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്നുള്ളതിന്റെ ടൈറ്റിൽ എത്രത്തോളം സ്യൂട്ടബിൾ ആണ് എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം ശരിക്കും പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസിന് എന്ത് ചെയ്യാം? ഏർലി അല്ലെ, നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്യുക എന്നുള്ള ടൈറ്റിൽ അത് ശരിക്കും സ്യൂട്ടബിൾ ആണ്. എന്തുകൊണ്ടാണ്? അപ്പൊ നമുക്ക് എന്തൊക്കെ പറയാം ഇതിൽ? അതായത് ക്രിസ്മസിന്റെ അല്ലെ ആ ഒരു സീസൺ ആകുന്ന സമയത്ത് ഗിഫ്റ്റും കാര്യങ്ങളും പാർസലൊക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഭയങ്കര തിരക്കും കാര്യങ്ങളും ഉണ്ടാവും. സോ ഇതിൽ അസിസ്റ്റന്റ് തന്നെ പറയുന്നുണ്ട് എന്താണ്? എന്താ പറയുന്നത്? ടു പോസ്റ്റ് ക്രിസ്മസ് പാർസൽ ഏർലി. എന്തിനാണ് നേരത്തെ പോസ്റ്റ് ചെയ്യുന്നത്? പ്രിവെന്റ് ദം ഫ്രം ഗെറ്റിംഗ് ഡാമേജ് ഇൻ ദ ലാസ്റ്റ് മിനിറ്റ് റഷ്. അവസാന നിമിഷത്തെ അല്ലെ ആ തിരക്കിൽ നിന്ന് അത് ഡാമേജ് ആവുന്നത് തടയാൻ വേണ്ടിയിട്ട്. So we feel that if the tourist had posted his parcel early, the damage could have been prevented അല്ലെ. ഇതിൽ പറയുന്നുണ്ട് കുറച്ച് നേരത്തെ തന്നെ ഇത് ശരിക്കും പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡാമേജ് നമുക്ക് എന്ത് ചെയ്യായിരുന്നു? പ്രിവെന്റ് ചെയ്യാമായിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലെ. With his bitter experience, he vows not to post anything in his country and he bitterly speaks out the words. അതായത് ടൂറിസ്റ്റിന് ഇതിൽ വലിയൊരു ഒരു പ്രശ്നം സംഭവിച്ചില്ലേ, വലിയൊരു ദുഃഖമാണ് ശരിക്കും സംഭവിച്ചത് എന്നുള്ള അല്ലെ. പ്രയാസകരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ആളുടെ ആ ഒരു പാർസൽ തന്നെ ശരിക്കും അവിടെ നശിക്കപ്പെട്ടു, ബക്കറ്റിലിട്ട് വേറെ അത് കേടെടുത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് അല്ലെ. ലാസ്റ്റ് മിനിറ്റിലേക്ക് കാത്തു നിൽക്കരുത്,
നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്യാം എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ടൈറ്റിൽ നമുക്ക് വളരെ ആപ്റ്റ് ആണെന്ന് പറയാം. പിന്നെ ഈ രണ്ടുപേരുടെയും ക്യാരക്ടർ സ്കെച്ചും ചോദിക്കാറുണ്ട്. ഈ ഓൾഡ് ജെന്റിൽമാന്റെ അല്ലെ, ഓൾഡ് ജെന്റിൽമാന്റെയും അതേപോലെ തന്നെ നമ്മുടെ അസിസ്റ്റന്റിന്റെയും. ഓൾഡ് ജെന്റിൽമാൻ എന്ന് പറയുമ്പോൾ ആ ആളാണ് അങ്ങോട്ട് വന്ന കേൾവി ഇല്ലാത്ത ആള് അല്ലെ, ഡഫ് മാൻ ആയിട്ടുള്ള ആള്. അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്ന ആ ലേഡീനെയാണ്. ഓക്കെ, സോ ഓൾഡ് ജെന്റിൽമാനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം ഡഫാണ്. ഇതിന് ബുക്ക് എന്ന് പറയുമ്പോൾ ആള് കുക്ക് എന്നാ കേൾക്കുന്നത്, സെഡ് എന്ന് പറയുമ്പോൾ ആളെന്താ ബെഡ് എന്നാ കേൾക്കണേ അല്ലെ. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ലേഡി അസിസ്റ്റന്റിനോട് ആള് ശരിക്കും ചൂടാവാണ്, എനിക്കെന്താ ഞാൻ പറഞ്ഞ കേട്ടിട്ടൂടെ എന്നുള്ള ലെവൽ അല്ലെ. ശരിക്കും ആ ആക്കാണ് ഇവിടെ പ്രശ്നം. സോ നോക്ക്, ഇനി ഈ അസിസ്റ്റന്റിനെ പറ്റി പറയുകയാണെങ്കിലോ, അസിസ്റ്റന്റ് എങ്ങനെയാണ് ശരിക്കും നോക്ക്. ദ അസിസ്റ്റന്റ് ലൗഡ്ലി ടെൽസ് ഹിം ഷീ ഈസ് ടോക്കിംഗ് ഓഫ് ബുക്ക് ആൻഡ് നോട്ട് കുക്ക് അല്ലെ. ആള് പറയുന്നുണ്ട് ഞാൻ ബുക്കിനെ പറ്റിയാ പറയുന്നത്, അല്ല ഞാൻ കുക്കിനെ പറ്റിയിട്ടല്ല പറയുന്നതെന്ന് പറയുന്നുണ്ട്. ആൻഡ് എന്നിട്ടോ ആള് അല്ലെ, ഹി അക്യൂസസ് ദ അസിസ്റ്റന്റ് ഓഫ് ബീങ് ഡഫ്, കേൾവി ഇല്ല എന്നും പറഞ്ഞിട്ട് ഈ ഓൾഡ് മാന് നമ്മുടെ അസിസ്റ്റന്റിനാണ് ശരിക്കും കുറ്റം പറയുന്നത്. ശരിക്കും ഇവിടെ കേൾവില്ലാത്ത ഈ ഓൾഡ് മാൻ ആണ്, പക്ഷെ നിനക്ക് ചെവി കേൾക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ആള് ഇവിടെ കുറ്റപ്പെടുത്തുന്നത് അല്ലെ. ആൻഡ് ദ ഓൾഡ് ലേഡി ആൻസേഴ്സ് ഇറ്റ് ഈസ് അബൌട്ട് എ ടൈം ബോംബ്, അതായത് ടൈം ബോംബിനെ പറ്റിയിട്ടാണ് അവിടെ പ്രശ്നം എന്നൊക്കെ ഓൾഡ് ലേഡി അവിടെ പറയുന്നുണ്ട്. അപ്പൊ ആ ടൈം ബോംബ് എന്ന് പറയുമ്പോഴും ഈ അല്ലെ ഈ ഡഫ് ആയിട്ടുള്ള ഓൾഡ് മാൻ എന്താ കേൾക്കുന്നത്, ഓ ടോം എന്നാണ് കേൾക്കുന്നത്. അപ്പൊ ചോദിക്കുക ടോം ടോം ഹൂ ടോമോ ടോമോ ആരാ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ദ ബോംബ് ഹാസ് ബിക്കം ടോം ഫോർ ഹിം, ബോംബ് എന്നുള്ളത് ആള് കേൾക്കുന്നത് എന്താ ടോം എന്നൊക്കെയാണ് കേൾക്കുന്നത് അല്ലെ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് ചെയ്താട്ടോ, ആളുടെ ഒരു ക്യാരക്ടർ സ്കെച്ച് അങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. ആൻഡ് അസിസ്റ്റന്റിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ആള് ക്വൈറ്റ് ഹാർഡ് വർക്കിംഗ് ആണ്, പൊളൈറ്റ് ആണ്. ഷി ഹാസ് ടു ഡീൽ വിത്ത് മാനി ഡിഫറെന്റ് കൈൻഡ് ഓഫ് പീപ്പിൾ ആൻഡ് ഷി ഹാസ് ടു കീപ് ഹർ കൂൾ അല്ലെ. ഒരുപാട് ടൈപ്പ് ഓഫ് ആളുകളാണ് അവിടെ കയറി വരുന്നത്. പല ആൾക്കാരും വെറ്റിനറി ക്ലിനിക് ആണെന്ന് വിചാരിച്ചു വരുന്നു, വെറുതെ കയറി വരുന്നു അല്ലെ. ഇങ്ങനെ പല പല ആൾക്കാർ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. പക്ഷെ അവർക്ക് എന്ത് ചെയ്യണം, ഷി ഹാസ് ടു മാനേജ് ദീസ് ഓൾ, എല്ലാ കാര്യങ്ങളും വളരെ പൊളൈറ്റ് ആയിട്ട് പേഷ്യന്റ് ആയിട്ട് അവർക്ക് മാനേജ് ചെയ്യണം. പക്ഷെ അവിടെ അത് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ പറയാം. ആൻഡ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ ഇല്ലേ, അവിടെ ആരൊക്കെ വന്നിട്ടുള്ളത്, ഈ ഫോറിൻ ടൂറിസ്റ്റ് അല്ലെ ആള് വന്നിട്ടുള്ള കാര്യങ്ങൾ പറയണം. ഷി ഹാസ് ടു ഡീൽ വിത്ത് ദ ഡെഫ് ഓൾഡ് മാൻ, ആ ഓൾഡ് മാൻ ആയിട്ട് അവള് ഡീൽ ചെയ്തതും. ആൻഡ് ആ അസിസ്റ്റന്റിന്റെ അങ്ങോട്ട് അല്ലെ ശരിക്കും ഡഫ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അങ്ങനെ ഒരുപാട് റെക്ലെസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഈ ടൂറിസ്റ്റിന്റെ സംഭവങ്ങളും അവിടെ നടന്നിട്ടുള്ള ആ ഒരു ബഹളങ്ങൾ കംപ്ലീറ്റ്. അതുകൊണ്ടാണ് അവൾ എന്ത് ഡിസൈഡ് ചെയ്തത്, ഷി ഡിസൈഡ് ടു ക്വിറ്റ് ദ വർക്ക് അറ്റ് ദ പോസ്റ്റ് ഓഫീസ് അല്ലെ. പോസ്റ്റ് ഓഫീസിലെ വർക്ക് അവൾ ക്വിറ്റ് ചെയ്യാൻ അവൾ തീരുമാനിക്കുന്നുണ്ട്. ആൻഡ് ദ അസിസ്റ്റന്റ് പ്രൂവ്സ് ഹെർസെൽഫ് ടു ബി എ വെരി ലിവ്ലി ആൻഡ് മെമ്മറബിൾ ക്യാരക്ടർ അല്ലെ. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിൽ അത്രയും ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ക്യാരക്ടർ ആയിട്ടാണ് അവരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ഓക്കെ, എന്നിട്ട് അതേപോലെ തന്നെ ഇതിൽ നിന്ന് മറ്റൊരു ചോദ്യം കൂടി ചോദിക്കാം. ഇതിലെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, കാരണം ഇതൊരു ബോംബുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നമല്ലേ, കാരണം ഒരു പോലീസ്മാനൊക്കെ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം നോക്ക്. കമോഷൻ ഇൻ പോസ്റ്റ് ഓഫീസ് ഓവർ എ ഹോക്സ് ബോംബ് അലേർട്ട് അല്ലെ. ഒരു വ്യാജമായിട്ടുള്ള ബോംബ് അലേർട്ടുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ഓഫീസിൽ ബഹളമുണ്ടായി എന്നുള്ളതാണ്. അപ്പം എന്ത് ചെയ്യുക, ഒരു സ്ഥലം ഡേറ്റ് ഒക്കെ പറഞ്ഞു, എന്നിട്ട് എന്തൊക്കെയാണ് അല്ലെ അത് പാനിക്കായിട്ട് ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു. അത് യെസ്റ്റർഡേയിലാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ലോക്കൽസും അല്ലെ ഒഫീഷ്യൽസ് ഒക്കെ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് പോസ്റ്റ് ഓഫീസിൽ ആരൊക്കെ വന്നിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ പറയാം. ആൻഡ് ശരിക്കും അല്ലെ ഐ വിറ്റ്നസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു അത് ഭയങ്കര അല്ലെ ടെൻസ് ആൻഡ് കയോട്ടിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നുള്ളതും, ആൻഡ് അതോറിറ്റീസ് വന്നിട്ടുള്ളതും, ആൻഡ് ലോക്കൽ ലോ എൻഫോഴ്സ്മെന്റ് ആൻഡ് ആ കാര്യങ്ങളെല്ലാം പറയാം കേട്ടോ. അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, ആരൊക്കെയാണ് വന്നിട്ടുള്ളത്, എന്നിട്ട് ആ ബക്കറ്റിലിട്ട സംഭവങ്ങളൊക്കെ ഇല്ലേ. അപ്പൊ മൊത്തത്തിൽ എന്താണ് അവിടെ നടന്നിട്ടുള്ളത് അല്ലെ, ഒരു ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. കാരണം ബോംബാണ്, ഇപ്പൊ പൊട്ടും എന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു പോലെ എല്ലാ ആൾക്കാരും. കാരണം അതിന് ടിക് ടിക് സൗണ്ട് കേട്ടതുകൊണ്ട് എന്നുള്ള അല്ലെ, അതൊരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഡിവൈസ് ആണ് എന്നുള്ളതാണ് അവർ വിചാരിച്ചത്. പക്ഷെ അതിന് പകരം അതെന്തായിരുന്നടാ, ഒരു ജസ്റ്റ് എന്താണ്, യെസ് അതൊരു ക്ലോക്ക് ആയിരുന്നു എന്നുള്ള അല്ലെ, ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി വിചാരിച്ച ഒരു ക്ലോക്ക് ആയിരുന്നു. അതെന്തായി, അത് മാൽഫങ്ഷൻ ഉണ്ടായി എന്നുള്ളതാണ്. സോ യാ, അപ്പം അത് ശരിക്കും ഭയങ്കര അല്ലെ ഒരു ഫ്രസ്ട്രേഷൻക്കും കാര്യങ്ങളിലേക്കൊക്കെ പോയി. കാരണം എല്ലാവരും പേടിച്ചു, പക്ഷെ അവസാനം ഇതൊന്നും അല്ലാതായി, ജസ്റ്റ് ഒരു ക്ലോക്ക് ആയിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ജസ്റ്റ് ദ ഇൻസിഡന്റ് കൺക്ലൂഡഡ് വിത്ത് എ സെൻസ് ഓഫ് ബോത്ത് അമ്യൂസ്മെന്റ് ആൻഡ് ബെവിൽമെന്റ് അറ്റ് ദ ട്രൂത്ത് ബിഹൈൻഡ് ദ ഫാൾസ് അലാം വാസ് അൺവീൽഡ്. അത് തെറ്റായിട്ടുള്ള ഒരു അലാം ആയിരുന്നു. അപ്പം ആ ഒരു വ്യാജമായിട്ടുള്ള ബോംബ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ പറയാം, അതൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്തായിരുന്നു ആ ഒരു സംഭവം. ആൻഡ് ഡെസ്പൈറ്റ് ദ chaos and brief scare, the post office resumed its operation
with customers and staff relieved the situation had been resolved without any danger posted അല്ലേ. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മളൊരു ടൂറിസ്റ്റ് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നമ്മൾ ചെയ്താൽ കേട്ടോ. ഇനിയിപ്പം വേറൊരു കാര്യം, അതായത് ഈ ആള് വളരെ കൂടുതൽ ആഗ്രഹിച്ചിട്ട് ഫ്രണ്ടിനെ ഒരു ലെറ്റർ അയക്കുക, മീൻസ് ഒരു ഗിഫ്റ്റ് അയക്കില്ലേ, ആ ഗിഫ്റ്റ് അല്ലേ നശിക്കപ്പെട്ടത്. അപ്പൊ എന്തായാലും ഇനിയിപ്പോൾ ആ ഫ്രണ്ടിന് അയക്കാൻ ഇനിയിപ്പോൾ എന്തില്ല, ഗിഫ്റ്റ് ഇല്ല. സോ സ്വാഭാവികമായിട്ടും ആ ഫ്രണ്ടിന് ഒരു ലെറ്റർ അയക്കാന്ന് വിചാരിച്ചോ, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടൊക്കെ അല്ലെ. യെസ്, ആ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നോക്കാം എന്തൊക്കെയായിരിക്കും അല്ലെ ആളുടെ ഫ്രണ്ടിനോട് പറയാന്നുള്ള ഒരു ഇമെയിൽ ആണ് ചോദിച്ചത് കേട്ടോ. ഇമെയിൽ ആണ്, മറ്റേതാണ് ലെറ്റർ. അപ്പൊ ഇമെയിൽ അയക്കാൻ വേണ്ടി പറഞ്ഞാൽ എന്ത് ചെയ്യണം, ഫ്രം ജസ്റ്റ് അല്ലെ ടു ജസ്റ്റ് ഒരു ഫ്രണ്ടിന്റെ പേര് CCBCC ഇട, സബ്ജക്ട് റിഗാർഡിംഗ് ദ പ്രഷ്യസ് ക്ലോക്ക്, എന്നിട്ട് പറയാണ് യാ ഹോപ്പ് യു ആർ ഫൈൻ. ആൻഡ് ഇത് ഇൻഫോർമൽ ആയിട്ടുള്ള അല്ലേ. അപ്പം യാ ദിസ് ഇയർ ഐ വാണ്ടഡ് ടു സെൻഡ് യു എ പ്രഷ്യസ് സ്വിസ് ക്ലോക്ക് ആസ് മൈ ക്രിസ്മസ് പ്രസന്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് നല്ല അല്ലേ ഒരു സ്വിസ് ആയിട്ടുള്ള ഒരു ക്ലോക്ക് പ്രസന്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഐ എം ഷുവർ യു വുഡ് ബി ഹാപ്പി വിത്ത് ഇറ്റ് ബിക്കോസ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുള്ളി ക്രാഫ്റ്റഡ് ക്ലോക്ക് അല്ലെ. അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ക്ലോക്ക് ആയിരുന്നു. ബട്ട് യു നോ വാട്ട് ഹാപ്പൻ, പക്ഷെ നിനക്കറിയണോ അല്ലെ എന്താ സംഭവിച്ചത് എന്നുള്ളത്. ദ പോസ്റ്റൽ അസിസ്റ്റന്റ് അക്സെപ്റ്റഡ് മൈ പാക്കറ്റ്, അതൊക്കെ അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ കുറച്ച് ഫൂളിഷ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞു അതിന് ടിക്കിംഗ് സൗണ്ട് ഉണ്ട്, അത് ബോംബാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു അല്ലെ, ടൈം ബോംബാണെന്ന് പറഞ്ഞു. ആൻഡ് എന്നിട്ട് അത് അല്ലെ പെട്ടെന്ന് തന്നെ പൊട്ടും, ഇറ്റ് വുഡ് എക്സ്പ്ലോഡ് സൂൺ എന്ന് പറഞ്ഞു. എന്നിട്ട് പോസ്റ്റൽ അസിസ്റ്റന്റ് എന്ത് ചെയ്തു, അത് ബക്കറ്റ് ഓഫ് വാട്ടറിൽ അത് എന്ത് ചെയ്തു, മുക്കാണല്ലേ ഇമ്മേഴ്സ് ചെയ്തു, അത് എക്സ്പ്ലോഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ പ്രഷ്യസ് ആയിട്ടുള്ള ക്ലോക്ക് എന്ത് ചെയ്തു, ഗോട്ട് റൂയിൻഡ്, നശിക്കപ്പെട്ടു. ഐ എം സോ സോറി അല്ലെ, ഞാൻ മാപ്പ് പറയാണ് ജോൺ. ഐ ഹാവ് കംപ്ലൈൻഡ് ടു ദ പോസ്റ്റ് മാസ്റ്റർ ജനറൽ അബൌട്ട് ദ ridiculous act. Hope you had a merry Christmas with love. Name അല്ലെ, നെയിം പേര് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ABC ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് ലെറ്റർ അയക്കാം. ഇനി അതല്ലാതെ ഇനിയിപ്പോ ഇങ്ങനെ ഒരു ചോദ്യം വന്നെന്ന് വിചാരിച്ചു മക്കളെ, അതായത് ഇപ്പം യെസ് യാ അപ്പൊ നോക്ക്, ഇങ്ങനെ ഒരു ചോദ്യം വന്നു വിചാരിച്ചോ. ഇവിടെ മറ്റൊരു ചോദ്യം ഉണ്ട് അല്ലെ, അതായത് ഇപ്പൊ ഇവിടെ ലേഡി അസിസ്റ്റന്റ് റിസൈൻ ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. കാരണം ആൾക്ക് ഭയങ്കര ഫീലായി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടന്ന സമയത്ത്. അപ്പൊ ഇനിയിപ്പോ അങ്ങോട്ട് തന്നെ തിരിച്ചു കയറണം എന്ന് വിചാരിച്ചോ അല്ലെ, ആ ഒരു നിരപരാധിത്വം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നോക്ക്. യു ഡിസൈഡ് ടു റൈറ്റ് എ ലെറ്റർ ഓഫ് അപ്പോളജി അല്ലെ, മാപ്പ് പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ അയക്കാൻ ആര് ഡിസൈഡ് ചെയ്യാണ്, ഈ ലേഡി അസിസ്റ്റന്റ് ഡിസൈഡ് ചെയ്യാണ്. ആർക്ക് അയക്കുന്നത്, പോസ്റ്റ് മാസ്റ്റർ ജനറലിനാണ് അയക്കുന്നത്. എന്ത് പറഞ്ഞുകൊണ്ടാണ്, ആളുടെ അല്ലെ ആ ഒരു ഇന്നസെൻസ് പറഞ്ഞുകൊണ്ടും. ആൻഡ് റിക്വസ്റ്റ് ചെയ്യാണ് ടു റീഇൻസ്റ്റേറ്റ് അല്ലെ യു ഓൺ ഡ്യൂട്ടി, അതായത് ആ ഒരു ഡ്യൂട്ടിയില് ജോലിയിൽ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ അയക്കാന്ന് വിചാരിച്ചു. കാരണം ആൾ അവിടെ നിന്ന് ഇറങ്ങിയല്ലേ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായിട്ട്. പക്ഷെ ശരിക്കും ആള് അതിന് ഉത്തരവാദിയല്ല, മറ്റേ എല്ലാ ആൾക്കാരും കൂടി അത് ഭയങ്കര പ്രശ്നമാക്കിയിട്ടാ അല്ലെ. അപ്പം അങ്ങനെ ഒരു ഫോമൽ ലെറ്റർ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രം അഡ്രസ് വേണം, ഡേറ്റ് വേണം, ടു ആർക്കാണ്, ദ പോസ്റ്റ് മാസ്റ്റർ ജനറൽ മുംബൈ അല്ലെ. ദെൻ സബ്ജക്ട് എന്താ മക്കളെ, റിക്വസ്റ്റ് ടു ആക്സെപ്റ്റ് അപ്പോളജി ആൻഡ് റീഇൻസ്റ്റേറ്റ്മെന്റ് ഇൻ ജോബ് അല്ലെ, ജോബ് പുനഃസ്ഥാപിക്കാൻ അല്ലെ, അതിൽ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടും മാപ്പ് അല്ലെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിനുള്ള റിക്വസ്റ്റ് ആണ് ഈ ലെറ്റർ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറയാണ് നോക്ക്, ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് മൈ ഡീപ്പ് റിഗ്രറ്റ് അല്ലെ, എന്തില് ഈ ഒരു പോസ്റ്റ് ഓഫീസിൽ സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളിൽ എൻ്റെ ആ ഒരു റിഗ്രറ്റ് ഞാനിവിടെ എക്സ്പ്രസ് ചെയ്യാണ്, കാണിക്കുകയാണ്. ഇറ്റ് വാസ് എ ബസ്റ്റ്ലിംഗ് ഡേ prior to Christmas അല്ലെ, ക്രിസ്മസിന് മുന്നേ ശരിക്കും അത്രയും വലിയ അങ്ങനത്തെ ഒരു തിരക്കേറിയിട്ടുള്ള ദിവസമായിരുന്നു. ആക്ച്വലി ഐ നോട്ടീസ് എ ടിക്കിംഗ് സൗണ്ട് ഫ്രം വൺ ഓഫ് ദ പാർസൽസ്, ആ പാർസലിന് ഒരു ടിക്കിംഗ് സൗണ്ട് ഞാൻ നോട്ടീസ് ചെയ്തു. ദ പോലീസ് were called and they refused the time bomb which was really a clock brought by a tourist to send as a Christmas gift ആയിട്ട് ഒരു ടൂറിസ്റ്റ് സെൻഡ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഒരു ക്ലോക്ക് ആയിരുന്നു ശരിക്കും അതേന്നുള്ള ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട്. പക്ഷേ ആസ് ഐ couldn't control myself I resigned from my job. പക്ഷേ ആ ഒരു സമയത്തുള്ള എല്ലാ പ്രശ്നങ്ങളും കൂടി ആയപ്പോൾ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെയാണ് ഞാൻ റിസൈൻ ചെയ്തത് ജോബിൽ നിന്ന്. ഐ ഫീൽ സോറി വാട്ട് ഹാപ്പൻഡ് ഫോർ ദാറ്റ് ഡേ അല്ലേ, ആ ഒരു ദിവസം ഹാപ്പൻ ചെയ്തിട്ടുള്ള കാര്യത്തിൽ ഞാൻ ശരിക്കും മാപ്പ് പറയാണ്. ഐ ഹംബ്ലി റിക്വസ്റ്റ് യു ടു ഫോർഗിവ് മീ അല്ലെ, എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് മാപ്പ് തരണം. ആൻഡ് റീഇൻസ്റ്റേറ്റ് മീ ഓൺ ഡ്യൂട്ടി അല്ലെ, എന്നെ ഈ ഒരു ജോലിയിൽ എന്ത് ചെയ്യണം, പുനഃസ്ഥാപിക്കണം, തിരിച്ചെടുക്കണം എന്ന് പറയാം. ഐ എൻഷുർ ദാറ്റ് സച്ച് മിസ്റ്റേക്ക് വോണ്ട് ഹാപ്പൻ അഗൈൻ ഇൻ ഫ്യൂച്ചർ ആൻഡ് ഹോപ്പ് ഫോർ യുവർ കൈൻഡ് കൺസിഡറേഷൻ ഓൺ ദിസ് മാറ്റർ. പ്ലീസ് ആക്സെപ്റ്റ് മൈ സിൻസിയർ അപ്പോളജീസ്. അതായത് ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഞാനല്ലേ ഭാവിയിൽ ഇനിയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം എന്തായാലും ഇതെന്തായാലും കൺസിഡർ ചെയ്യണം. ആൻഡ് ഈ ഒരു അപ്പോളജി അല്ലേ, എൻ്റെ മാപ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, ആക്സെപ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് റിഗാർഡ്സ് സിൻസിയർലി ജസ്റ്റ് ഒരു പേരൊക്കെ കൊടുത്തു. ഓക്കെ, ജോയി എന്ന് പറഞ്ഞിട്ട് ഒരു പേരും കൊടുത്തു. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. സോ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ കൈ വേദന ഉണ്ടല്ലോ. അപ്പൊ ഞാൻ വിചാരിക്കുന്ന എല്ലാ ചാപ്റ്റേഴ്സും അല്ലെ, എൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും ക്ലിയർ ആയിട്ടുണ്ടാവും, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ടാവും എന്നുള്ള. കാരണം എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇനി എന്ത് ചെയ്യണം, ഇനി നെയിംസാറെ കുറച്ച് ചാപ്റ്റേഴ്സും കൂടി ഉണ്ട്. അപ്പൊ അതും കൂടി ആയാൽ നിങ്ങൾക്ക്
ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് നാളത്തെ എക്സാമിന് പോവാട്ടോ. അപ്പൊ നെയിംസറെ കുറച്ചും കൂടി ചാപ്റ്റേഴ്സും കൂടി ഉണ്ടാവും. ആൻഡ് ഇപ്പൊ ഇത്രയും സമയമായിട്ടുള്ളൂ കേട്ടോ, കാരണം നാളെ നമ്മുടെ പബ്ലിക് എക്സാം, ഇനി നമുക്ക് സമയമില്ല എന്നുള്ള അല്ലെ. ആ ഓക്കെ, അപ്പം ഇനി എന്ത് ചെയ്യില്ല, നമുക്ക് എന്താ പറയാ സമയമില്ല. അപ്പൊ നമുക്ക് ഉള്ള സമയത്ത് എനിക്ക് തോന്നുന്നത്, ഞാൻ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അല്ലെ, ഞാൻ ഫസ്റ്റ് ലൈവ് സ്റ്റാർട്ട് ചെയ്തത് നിങ്ങളിലാണ്. ആൻഡ് അന്നൊക്കെ നമ്മൾ രാത്രി 12:30 വരെ ഒക്കെ ഓടിച്ച ലൈവുകൾ ഉണ്ടായിരുന്നു എന്നുള്ള, 7 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ. ആൻഡ് ജസ്റ്റ് എനിക്ക് തോന്നുന്നത് ഞാൻ PG കഴിഞ്ഞ് വന്ന് ഉടനെ എഡ്യൂപോർട്ടിൽ കയറിയ സമയത്താണ് ഞാൻ നിങ്ങൾക്ക് ലൈവ് എടുക്കാൻ കയറുന്നൊക്കെ. എൻ്റെ ഫസ്റ്റ് ലൈവ് തന്നെ നിങ്ങളുടെ ബാച്ചിനായിരുന്നു അന്നത്തെ ആ ക്രിസ്മസ് ലൈവ് എന്നുള്ളത്. അപ്പോൾ അതിനുശേഷം നമ്മൾ പബ്ലിക്കിൽ കണ്ടു, പിന്നെ ഓണം, ക്രിസ്മസ്, ഇമ്പ്രൂവ്മെന്റ് അല്ലേ, തന്നെ ഇപ്പോൾ ഇവിടെ വരെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു അക്കാദമിക് ഇയറിൽ അല്ലെ, ശരിക്കും ഇവിടെ വന്നതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ ലൈവ് നിങ്ങളിലാണ്. ആൻഡ് ഈ അക്കാദമിക് ഇയറിലെ എൻ്റെ അവസാനത്തെ ലൈവ് നിങ്ങളിലാണ് എന്നുള്ളതാണ്. ആൻഡ് ഇപ്പൊ ഞങ്ങൾ അപ്പോ പറയാനുള്ള ഒരു കാര്യം, ഇവിടെ കുറെ ആൾക്കാർ അല്ലെ എന്റെ കൂടെ. ശരിക്കും ആദ്യം വേറൊരു സാറുണ്ടായിരുന്നു, പിന്നെ നെയിം സാർ ഉണ്ടായിരുന്നു. നെയിം സാറ് 2 നെയിം സാറുണ്ട്. ആൻഡ് ആരൊക്കെ വന്ന് പോലല്ലേ, നമ്മൾ തന്നെ ഇങ്ങനെ വീണ്ടും കാണേണ്ടി വരികയാണ്. എപ്പോഴും എനിക്ക് നിങ്ങളെ കാണാൻ വേണ്ടി പറ്റില്ല. കുട്ടികൾ എപ്പോഴും വിചാരിക്കും ഈ മിസ് എന്താണ് വേറെ ഒന്നും പറയില്ല, മിസ് കമന്റ്സ് വായിക്കാറില്ല, മിസ് എന്താ തമാശ പറയില്ല എന്നുള്ളത്. പക്ഷെ നമ്മളൊരു പ്രശ്നം എന്താ വെച്ചാല്, നമുക്കൊരു 19 ചാപ്റ്റേഴ്സ് ഉണ്ടാവും, കയ്യിൽ ഒരു 1-2 മണിക്കൂർ ഉണ്ടാവും. ആ മണിക്കൂർ കൊണ്ട് എനിക്ക് ഇതെല്ലാം തീർക്കും വേണം. അപ്പോൾ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് മാത്രം. അപ്പോൾ എനിക്ക് ഒരൊറ്റ നിർബന്ധമുണ്ട്, ഒന്നും സ്കിപ്പ് ആക്കരുത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ സംഭവം കവർ ചെയ്യണം എന്നുള്ള നിർബന്ധം ഉള്ളതുകൊണ്ടാണ് നിങ്ങളെ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് ഇനിയിപ്പോൾ സമയം കുറച്ച് നീണ്ടാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, നന്നായിട്ട് അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ +2 ആണ്. നാളത്തോടു കൂടി എനിക്കൊന്ന് ലാംഗ്വേജ് കൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ പബ്ലിക് എക്സാം കഴിയും അല്ലേ. അപ്പോൾ ഇതിൽ പല ആൾക്കാരും പല സ്ട്രീമും ഒക്കെ തിരഞ്ഞെടുക്കും. മെഡിക്കൽ ആവാം, എഞ്ചിനീയറിംഗ് ആവാം, അതല്ലാതെ ഇപ്പോൾ കൊമേഴ്സ് ആര്, അക്കൗണ്ടന്റ് അല്ലേ, ആ രീതിയിൽ പല ആൾക്കാർ ഡിഗ്രി ഒക്കെ ചൂസ് ചെയ്യും. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ഡിഗ്രി ഒക്കെ ചൂസ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, ഒബ്വിയസ്ലി നിങ്ങൾ CUET ഒക്കെ എന്തായാലും എഴുതണം. ആൻഡ് നിങ്ങൾക്കിപ്പോൾ +2 കഴിഞ്ഞ് ഉടനെ തന്നെ രാജ്യത്തെ ഏറ്റവും മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടാൻ പറ്റുന്ന രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക, നിങ്ങളെ കൊണ്ട് അത് പറ്റും. ആൻഡ് അത്രയും യൂണിവേഴ്സിറ്റീസ് CUETന്റെ കീഴിലുണ്ട് കേട്ടോ, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിൽ. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ പോണ്ടിച്ചേരി, തന്നെ ഹൈദരാബാദ്, അങ്ങനെയുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ നിങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റും. ആൻഡ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ അവിടേക്കൊന്നും നിങ്ങളുടെ +2ന്റെ ഈ മാർക്ക് എന്തില്ല, ശരിക്കും അത്ര ആവശ്യമില്ല. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ +2ന്റെ മാർക്കാണ്. എനിക്ക് തോന്നുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ മാർക്ക് ബേസ് ചെയ്തിട്ട് തന്നെയാണ്. പക്ഷേ എൻട്രൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് പഠിക്കണം. അത് പഠിക്കണം, അത് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ സിലബസ് നിങ്ങൾക്ക് തരാവണം എന്നുള്ളതൊക്കെയാണ് കേട്ടോ. അപ്പോൾ മക്കളെ അടിപൊളിയായിട്ട് തന്നെ പഠിച്ചു. ഇംഗ്ലീഷ് നിങ്ങൾക്ക് പ്രശ്നമാവില്ല എന്നുള്ളതാണ് വിചാരിക്കുന്നത്. സുഹേൽ സാറൊക്കെ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ആൻസർ പേപ്പർ ലാസ്റ്റ് കൊടുക്കുന്നത് വരെ, ആ മൊമെന്റ് വരെ എന്താണ് നിങ്ങൾക്ക് അല്ല, എഴുതനെ വേറെ രക്ഷയില്ല, എഴുതനെ ഒന്നും നിർത്തണ്ട കേട്ടോ. ആൻഡ് എത്ര എഴുതണം എന്നുള്ളതൊക്കെ ഞാൻ നാളെ രാവിലെ റോക്കറ്റ് റിവിഷനിൽ പറഞ്ഞു തരും കേട്ടോ. ആ കാര്യങ്ങളൊക്കെ ഞാൻ റോക്കറ്റ് റിവിഷനിൽ പറയും. ഓക്കെ, സോ യാ കേട്ടോ. അപ്പൊ താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ജസ്നാമിസിന്റെ കണ്ണുനീര് ഇങ്ങനെ ഇവിടെ ഉറ്റി വീണുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വെറുതെ ഒന്ന് വന്നു നോക്കിയാ, ജസ്നാമിസും നിങ്ങളും തമ്മിലുള്ള ബോണ്ട് അത് ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മളെക്കാളൊക്കെ അടിപൊളിയായിട്ട് നിങ്ങൾ ഒരുപാട് പേര് വന്നിരിക്കുന്ന ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ അത് ജസ്നാമിസിന്റെതാണ്. ഇംഗ്ലീഷ് ക്ലാസ്സിന് സയൻസിലെ കുട്ടികളും ഹ്യൂമാനിറ്റീസിലെ കുട്ടികളും കൊമേഴ്സിലെ കുട്ടികളും എല്ലായിടത്തും ഒരേപോലെ ഫാൻ ബേസ് ഉള്ള നമ്മുടെ പ്രിയപ്പെട്ട ജസ്നാമിസ് മിസ്സിന്റെ ലാസ്റ്റ് ക്ലാസ്. അതേപോലെ തന്നെ നെയിം സാറിന്റെ കഴിഞ്ഞില്ലേ? ഇല്ല, നെയിംക്ക് ഇപ്പൊ കേറും, നെയിം സാർ ഇപ്പൊ കേറും കേട്ടോ. ബൈ ബൈ. നെയിം സാർ അടുത്തുണ്ടല്ലേ? അപ്പൊ നെയിം സാർ ഇപ്പൊ ജോയിൻ ചെയ്യും കേട്ടോ. നമ്മളൊരു പ്രശ്നതാ, നമുക്കിപ്പോ രണ്ടാൾക്കും കൂടി ഇങ്ങനെ ഒപ്പരപടി ഇരുന്നിട്ട് നിങ്ങളെ പോലെ ഇങ്ങനെ ക്ലാസ് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ 2 ആൾക്കാർ, ഒരാൾ ഇവിടെ കേരളത്തിൽ, ഒരാൾ അങ്ങ് ഗുജറാത്തിലൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അടിപൊളിയായിട്ട് എഴുതാം. അപ്പൊ നാളെ റോക്കറ്റ് റിവിഷൻ ഉണ്ടാവും രാവിലെ. അപ്പൊ ഞാൻ നെയിം സാറും വീണ്ടും വരും അവസാനത്തെ ഫൈനൽ ടച്ചിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ സ്റ്റേ കൂൾ എന്നുള്ളതാണ്. അപ്പൊ അടിപൊളിയായിട്ട് ഇന്ന് നെയിം സാറെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ബൈ.
വെൽക്കം ബാക്ക് ടു എഡ്യൂപോർട്ട് മക്കളെ. പിന്നെ ഞാൻ ക്ഷമ ചോദിക്കേണ്ട ഒരു അവസരം ഉണ്ടാക്കുകയാണ് ഞാൻ. ഇത് എന്റെ തെറ്റുകൊണ്ടല്ല, ഇതൊന്നും നമ്മുടെ കയ്യിലല്ലോ. എന്തൊക്കെ ഒരു ടെക്നിക്കൽ എറേഴ്സ് വന്നത് കാരണം നമ്മൾ പിന്നെ ഇന്നലത്തെ പോലെ തന്നെ പകുതിക്ക് വെച്ച് സ്റ്റക്കായി. ഞാൻ പിന്നെയും ലൈവിലേക്ക് കയറി വന്നിരിക്കുകയാണ്. ജസ്ന മിസ്സിന് അവസരോചിതമായിട്ട് വന്നത് കാരണം നമ്മൾ രക്ഷപ്പെട്ടു. അതുകൊണ്ട് ജസ്ന മിസ്സിന്റെ എല്ലാ ഡിസ്കോഴ്സുകളും നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ എങ്ങനെ എഴുതണം എന്നുള്ളതായിരുന്നു. ഇനി നമുക്ക് ക്രിട്ടിക്കൽ അപ്രിസിയേഷനിൽ തന്നെ ചില സമയത്ത് നമുക്ക് കമ്പയർ ചെയ്ത് ചിലപ്പോൾ ചോദിക്കാം. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ നോക്കിയോ, റീഡ് ദ പോയിന്റ് ഗിവൻ ബിലോ, കമ്പയർ ദ പോയം വിത്ത് എനി വുമൻ ബൈ കാതറിൻ ടൈനൻ, മദർ ഓ മൈൻ. സിമിലർ ആയിട്ടുള്ള റുഡിയാർഡ് കിപ്ലിംഗ് എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. അത് വളരെ സിമിലർ ആയിട്ടുള്ള തീമാണ്. സോ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് എനി വുമനായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് ചോദിച്ചിരിക്കുകയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ഈ പോയം റുഡിയാർഡ് കിപ്ലിങ്ങിന്റെ ഈ പോയം നമുക്ക് തന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ അവസാനത്തെ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ഇത് വരല്. അപ്പോൾ ഒരു 12 മാർക്കിനോ 10 മാർക്കിനൊക്കെ നമുക്കിത് പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങളുടെ ന്യായമായ ചോദ്യം എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ കമ്പയർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചോദ്യമാണ്. ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് തീമുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും, സിമിലർ ആയിരിക്കും, ഏകദേശം തീം സെയിം ആയിരിക്കും. നമ്മുടെ എനി വുമനിലാണെങ്കിലും സ്ത്രീകളെ കുറിച്ചും സ്ത്രീകളെ ഹൗസ് ഹോൾഡിൽ അവരുടെ റോളും അവരുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ കവിതയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ചുകൂടെ മദറിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ കവിത പോകുന്നത്. അപ്പൊ തീം തമ്മിലുള്ള സെൻട്രൽ ഐഡിയാസ് തമ്മിലുള്ള ആ ഒരു വ്യത്യാസവും ആ തമ്മിലുള്ള ഒരു സിമിലാരിറ്റിയും തമ്മിൽ ആദ്യം ഒന്ന് കമ്പയർ ചെയ്യാന്നുള്ളതാണ്. ഇനി ടോൺ തമ്മിൽ ഇമോഷണലി എങ്ങനെയാണെന്നുള്ളത് ചിലപ്പോൾ അത് അവതരിപ്പിച്ചിരിക്കുന്ന രീതിയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ചിലത് ഹ്യൂമറസ് ആയിട്ടായിരിക്കും അവതരിപ്പിച്ചിട്ടുണ്ടാവുക, ചിലത് ഭയങ്കര ഇമോഷണൽ ആയിട്ടായിരിക്കും അവതരിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പൊ അതിന്റെ ടോൺ എന്താണെന്നുള്ളത് ശ്രദ്ധിക്കുക. 2 സ്ട്രക്ചർ. നമ്മുടെ കവിത ശ്രദ്ധിച്ചോ, ഇതൊരു സ്ട്രക്ചറിലല്ല കൊടുത്തിരിക്കുന്നത്, ഇതൊരു ക്വാർട്ടറൈൻസിലോ അല്ലെങ്കിൽ ഒക്ടേവിലോ ഒന്നും അല്ല കൊടുത്തിരിക്കുന്നത്. നമ്മുടെ 4 വരിയുടെ സ്റ്റാൻസകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ സ്ട്രക്ചറിലുള്ള മാറ്റങ്ങൾ നമുക്കിവിടെ കൊടുക്കാം. ഈ ഒരു തീം തമ്മിലുള്ള വ്യത്യാസവും തീം തമ്മിലുള്ള ഐഡിയാസ് തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ പോയറ്റിക് ഡിവൈസുകൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഒന്നാമത്തെ പോയത്തിൽ നമ്മുടെ പോയത്തിൽ യൂസ് ചെയ്തിരിക്കുന്ന പോയറ്റിക് ഡിവൈസുകൾ എന്തൊക്കെയാണ്, ഈ കവിതയിൽ യൂസ് ചെയ്തിരിക്കുന്ന പോയറ്റിക് ഡിവൈസുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ലാംഗ്വേജ്, നമ്മുടെ കവിതയിലുള്ള ഈ കൊടുത്തിരിക്കുന്ന കവിതയിൽ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് എങ്ങനെയാണ്, സിമ്പിൾ ലാംഗ്വേജ് ആണോ അതോ കൺസൈസ് ലാംഗ്വേജ് ആണോ, ആൾക്കാർ മനസ്സിലാവുന്ന ലാംഗ്വേജ് ആണോ, ആ രീതിയിൽ കൊടുക്കുക. പിന്നെ പെർസ്പെക്റ്റീവ്, ഇത് ആരുടെ വ്യൂ പോയിന്റിലാണ് പറയുന്നത് എന്നുള്ളത്. ഇനി വുമനിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മദറിന്റെ വ്യൂ പോയിന്റിലാണ് പറയുന്നത്. അപ്പൊ ഈ കവിതയിലാണെങ്കിൽ ആരുടെ വ്യൂ പോയിന്റിലാണ് പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. കോണ്ടെക്സ്റ്റ്, എന്ത് കോണ്ടെക്സ്റ്റിലാണ്, ഏത് കൾച്ചറൽ കോണ്ടെക്സ്റ്റിലാണ് അല്ലെങ്കിൽ ഏത് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇമ്പാക്ട്, വായിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇമ്പാക്ട് എത്രത്തോളമാണെന്നുള്ളത് പറയാ, കൺക്ലൂഡ് ചെയ്യുക. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ 2 പോയിംസ് തമ്മിൽ കമ്പയർ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ 3ാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം. മാച്ച് ബോക്സിൽ നിന്ന് വളരെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ക്യാരക്ടർ സ്കെച്ചാണ്. ആരുടെ ക്യാരക്ടർ സ്കെച്ച് ആയിരിക്കും എന്ന് ഞാൻ പറയണ്ടല്ലോ, നമിതയുടെ ക്യാരക്ടർ സ്കെച്ചാണ് വളരെ പ്രോബബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ളത്. അപ്പോൾ ഒരു ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അവിടെ കൊടുക്കണം? ഒന്നാമത്തെ കാര്യം, നമ്മളവിടെ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ഇൻട്രൊഡക്ഷൻ ആർക്കാണ് കൊടുക്കുന്നത്? ആ ക്യാരക്ടറിനും ആ ക്യാരക്ടറിന്റെ റോളിനും. ഈ ക്യാരക്ടർ ആരാണെന്നുള്ളതും ആ ക്യാരക്ടറിന് ഇനി പ്രൊട്ടാഗണിസ്റ്റ് ആണോ, പ്രൊട്ടാഗണിസ്റ്റ് എന്ന് വെച്ചാൽ എന്താ, അല്ലെങ്കിൽ സെൻട്രൽ ക്യാരക്ടർ ആണോ, ആന്റഗണിസ്റ്റ് ആണോ, ആന്റഗണിസ്റ്റ് എന്ന് വെച്ചാൽ വില്ലനാണ്. ഇപ്പൊ നമ്മൾ വില്ലൻ എന്ന് പറയണ്ട, വില്ലൻ ക്യാരക്ടർ നമ്മൾ പഠിക്കുന്നില്ല. ഇപ്പൊ ആന്റഗണിസ്റ്റ് എന്ന് വെച്ചാൽ അതാണ് പ്രൊട്ടാഗണിസ്റ്റിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെന്നാണ്. ഇനി ഫിസിക്കലായ ഡിസ്ക്രിപ്ഷൻ ആണ് 2ാമത്തെ പരിപാടി എന്ന് പറയുന്നത്. കാഴ്ചയിൽ എങ്ങനെയാണെന്നുള്ളത് അത് കഥയിൽ പറയുന്നുണ്ടെങ്കിൽ മാത്രം മതി. ഓക്കെ, ഇനി 3ാമത്തെ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. എന്ത് തരം സ്വഭാവമുള്ള ഒരാളാണെന്ന് അതൊരു 3 to 5 എങ്കിലും വേണം, ഒരു 3 മിനിമം വേണം നിർബന്ധമായിട്ടും. 3 പേഴ്സണാലിറ്റി ട്രേറ്റുകളാണ്. ഇനി ആ ക്യാരക്ടറിന്റെ കുറച്ച് മോട്ടിവേഷൻസും ഗോൾസും ഉണ്ടാവും. ആ ക്യാരക്ടറിന് എന്താണ് വേണ്ടിയിരുന്നത് എന്നുള്ളത് പറയാം. ഇനി ആ കഥയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത്. ഇപ്പൊ നമ്മുടെ നമിതയുടെ ക്യാരക്ടറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് നമിത വന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു കൂട്ടുകുടുംബത്തിലാണ് നിൽക്കുന്നത്. ഭർത്താവിന്റെ ഷീസ് ഗോയിങ് ത്രൂ a lot. She's suffering from this family, from her husband, from her family members. She's suppressed. She has to suppress her emotions. She is not able to express her emotions, true emotions എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കൊടുക്കാൻ വേണ്ടി പറ്റണം. പിന്നെ റിലേഷൻഷിപ്പ്, ബാക്കിയുള്ള ക്യാരക്ടേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളതും നമുക്ക് ഇവിടെ പറയാൻ വേണ്ടി പറ്റണം. ഓക്കെ,
ഓക്കെ, ഇനി റോൾ ഇൻ ദ സ്റ്റോറി. ഈ കഥയില് കഥാപാത്രത്തിന്റെ റോൾ എന്താണെന്നുള്ളത് പറയലാണ് അടുത്ത പരിപാടി. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പരിപാടി കൺക്ലൂഡ് ചെയ്യാം, ക്യാരക്ടർ സ്കെച്ച് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഡു യു തിങ്ക് ദാറ്റ് Namita, the character in Ashapurna Devi's Matchbox, acted impulsively without thinking about the consequences? Or is she a brave woman who questions her husband's selfish ways? Prepare a character sketch of Namita. Namita എടുത്ത് ചാടിയിട്ടാണോ അവളുടെ സാരി തുമ്പ് കത്തിച്ചത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അതിൽ നമ്മുടെ അഭിപ്രായം എഴുതാനാണ് അല്ല ചോദിച്ചിരിക്കുന്നത്, ക്യാരക്ടർ സ്കെച്ചിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം കൂടെ അവിടെ ഉണ്ട്. അവളൊരു എടുത്ത് ചാടി ചെയ്തതാണോ, ഒരു കോൺസിക്വൻസിനെ കുറിച്ച് ആലോചിക്കാതെ ഇമ്പൾസീവ്ലി എടുത്ത് ചെയ്തതാണോ, അതോ അവളുടെ ഹസ്ബൻഡിന്റെ സെൽഫിഷ് ആയ കാര്യങ്ങളെ കുറിച്ച് പ്രതികരിച്ചതാണോ, അവളൊരു ബ്രേവ് വുമൺ ആണോ, എന്താണ് അത് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ക്യാരക്ടർ സ്കെച്ച് എഴുതുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പേഴ്സണാലിറ്റി ട്രേറ്റുകളാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അതേ ഘടനയിൽ തന്നെ കൊടുത്തിട്ടില്ലെങ്കിലും ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ കഥയിൽ വരണം. ഓക്കെ, ഇപ്പൊ അവിടെ നമ്മുടെ ക്യാരക്ടറിന്റെ പേര് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആശാപൂർണ ദേവിയാണ് എഴുതിയതെന്ന് പറയുന്നുണ്ട്. ഇനി ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്ന് തന്നെയാണ്, പേഴ്സണാലിറ്റി ട്രേറ്റിൽ നിന്ന് തന്നെയാണ് ഞാൻ തുടങ്ങുന്നത്. എ മീക്ക് ഇമ്മച്യൂർ ഗേൾ ഓർ എ ബോൾഡ് സ്ട്രേറ്റ് ഫോർവേഡ് ലേഡി. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എടുത്ത് ചാടി ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഒരു ഇമ്മച്യൂർ ആയ ഒരു ഗേൾ ആണോ, അല്ലെങ്കിൽ ബോൾഡായ സ്ട്രേറ്റ് ഫോർവേഡ് ആയുള്ള ഒരു സ്ത്രീയാണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമിതയെ കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചാപ്റ്ററുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ടാണ്, ചാപ്റ്ററിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടല്ല പറയുന്നത്, ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. നമിത എക്സ്പ്ലോർസ് വെൻ ഷി ലേൺസ് ദാറ്റ് ഹർ മദേഴ്സ് ലെറ്റർ to her was opened and read but not given to her. അവളുടെ കത്തുകൾ, അവളുടെ അമ്മ അവൾക്ക് എഴുതിയിരുന്ന കത്തുകൾ തൻ്റെ ഹസ്ബൻഡ് തനിക്ക് തരാതെ തൻ്റെ കയ്യിൽ തന്നെ വെച്ചിരുന്ന കാര്യം അവൾ അറിയുന്ന സമയത്ത് അവൾ എക്സ്പ്ലോർഡ് ആവുകയാണ്. എന്ന് വെച്ചാൽ അവൾ പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടാവുന്നത്. ഷി ഹാസ് ടു ബെയർ ദ ഇൻസൾട്ട് ആൻഡ് സർക്കാസ്റ്റിക് റിമാർക്സ് ഓഫ് ഹർ ഹസ്ബൻഡ് ബീങ് എ ഡങ് പിക്കേഴ്സ് ഡോട്ടർ. അവളുടെ ഹസ്ബൻഡ് സ്ഥിരമായിട്ട് അവളെ ഒരുപാട് തരത്തിൽ തരം താഴ്ത്തുമായിരുന്നു, ഡൗൺ പ്ലേ ചെയ്യുമായിരുന്നു. അവൾ എന്താ വിളിച്ചിരുന്നതെന്ന് അറിയോ, ഡങ് പിക്കേഴ്സ് ഡോക്ടർ എന്നാണ്, ചാണകമായിരുന്ന ഒരാളുടെ മകൾ എന്നുള്ളതായിരുന്നു അവളെ വിളിച്ചിരുന്നത്. ഓക്കെ, ഇറ്റ് വാസ് ടു മച്ച്. ഷീ grabs his matchbox and flares up her sari. അങ്ങനെയാണ് ആ ഒരു ഇതിന്റെ പുറത്താണ്, പ്രൊവോക്കേഷന്റെ പുറത്താണ് അവൾ തന്റെ സാരി തുമ്പത്ത് തീ കൊളുത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. നമിത lacks her own space and it is her effort to establish and reinforce herself. അതായത് അവൾ സ്വന്തമായിട്ട് അവൾക്ക് ഒരു ഇടമില്ലാതിരുന്നു. അവളുടെ ആ ഒരു കൂട്ടുകുടുംബത്തിനകത്ത് അവൾ വല്ലാതെ ഒറ്റപ്പെട്ട് കിടന്നിരുന്നു. അവളുടെ ഒരുപാട് ഇമോഷണൽ എക്സ്പ്രഷന് അവർ സപ്രസ് ചെയ്യപ്പെട്ടിരുന്നു. ആ വീട് അവൾ ഒരുപാട് തരത്തിൽ ടോർച്ചർ ചെയ്തിരുന്നു. അപ്പൊ അവൾക്ക് അവളുടേതായിട്ടുള്ള ഒരു സ്പേസ് അവിടെ നഷ്ടപ്പെടുകയാണ്. അവളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അവളുടേതായിട്ടുള്ള റൈറ്റ്സും അവളുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നിഷേധിക്കപ്പെടുകയാണ്. However, she tries to keep a happy face. അത് എവിടെ നിന്ന് മനസ്സിലാവുന്ന അറിയോ, ഇവളുടെ നീസ് ഇതിന്റെ ഇടയ്ക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് ആ കോൺവെർസേഷൻസ് സ്വിച്ച് ചെയ്യുന്നില്ലേ, അതൊക്കെ ഇതിന്റെ ഉദാഹരണമാണ്. അതായത് അവൾ ഒരു ഹാപ്പി ഫേസ് അത് അഭിനയിച്ച് കാണിക്കുകയാണെന്ന് പറയുന്നത്. This all the emotions that get bottled up explode in one particular moment and we find her burning the angle of her sari. അവൾ സാരി തുമ്പത്ത് കത്തിക്കുന്നതില്ലേ, ഇത്രയും ഹസ്ബൻഡിൽ നിന്നുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, അവളുടെ അമ്മയെ സഹായിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവളുടെ ഉള്ളിലുള്ള ആ ഒരു നീറ്റൽ, ഇതെല്ലാം കൂടി ചേർന്നിട്ട് അവൾ പൊട്ടിത്തെറിക്കാണ്. ഷീ ഈസ് എക്സ്പ്ലോഡിങ്. Here we are left with thoughts like whether it had been the only option before her to frighten her husband. It is our freedom to interpret her action as bold or timid. അതായത് ഇത് നമ്മുടെ കയ്യിലാണ്, നമ്മളാണ് ഇത് തീരുമാനിക്കേണ്ടത്. അവൾ എടുത്തു ചാടി ഇമ്പൾസീവായിട്ട് ടിമിഡായിട്ട് ചെയ്തതാണോ, അതോ ഒരു ബോൾഡായ കാര്യമാണോ, ആ സാരി തുമ്പത്ത് കത്തിച്ചുകൊണ്ട് തൻ്റെ ഹസ്ബൻഡിനോട് തൻ്റെ ആങ്കർ എത്രത്തോളമാണെന്നുള്ളത്, ദേഷ്യം എത്രത്തോളമാണെന്നുള്ളത് കാണിക്കുന്നത്. ഐ വുഡ് ഗോ വിത്ത് ദ സ്ലോഗൻ ദ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ നമിത. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് എടുത്ത തീരുമാനമല്ല, പക്ഷെ അവളുടെ ഒരു ട്രൂ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളതും അവളുടെ റിപ്രസ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ് എന്താണെന്നുള്ളത് കാണിക്കുകയാണ് അവിടെ ചെയ്തതെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന വേറെ ക്വസ്റ്റ്യൻസ് നോക്കാം. Imagine that a debate ആണ് നമുക്കിനി അടുത്തതായിട്ട് നോക്കാനുള്ളത്. Imagine that a debate was held in your class on the topic nuclear family, an ideal place for women empowerment. The following points were presented by one group against the topic. ഓക്കെ, ഇവിടെ നമ്മുടെ ഡിബേറ്റ് എന്തിനെ കുറിച്ചാണെന്നറിയോ, ന്യൂക്ലിയർ ഫാമിലി ആൻഡ് ഐഡിയൽ പ്ലേസ് ഫോർ വുമൺ എംപവർമെന്റ്. സ്ത്രീ ശാക്തീകരണത്തിന് ന്യൂക്ലിയർ ഫാമിലിയാണ് നല്ലത്. ന്യൂക്ലിയർ ഫാമിലി എന്ന് വെച്ചാൽ കുഞ്ഞു ഫാമിലികളാണ് നല്ലത് എന്നുള്ളത്.
അപ്പൊ ഡിബേറ്റ് നടക്കുന്ന സമയത്ത് സംവാദം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാം. സംവാദം നടക്കുന്ന സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഒരു കൂട്ടരുണ്ടാവും, അതിനെ എതിർത്തുകൊണ്ടും ഒരു കൂട്ടരുണ്ടാവും. അപ്പൊ നമുക്ക് ഇതിന്റെ ഏത് കൂട്ടത്തിൽ വേണമെങ്കിലും നമുക്ക് ചേരാം. അപ്പൊ ഫോർ ആയിട്ട് സംസാരിക്കാം. ഫോർ എന്ന് വെച്ചാൽ അതിന് വേണ്ടി സംസാരിക്കാം, അല്ലെങ്കിൽ അതിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കാം. എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ച ഗ്രൂപ്പിന്റെ 4 വാദങ്ങൾ, 4 പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ന്യൂക്ലിയർ ഫാമിലി പ്രൊവൈഡ്സ് അൺലിമിറ്റഡ് ഫ്രീഡം ടു വുമൻ. ഓക്കെ, ന്യൂക്ലിയർ ഫാമിലീസ് ആർ നോട്ട് സേഫ് ഫോർ വുമൻ. അതായത് എന്തുകൊണ്ട് ന്യൂക്ലിയർ ഫാമിലി വന്നുകൂടാ, അത് നല്ലതല്ല വുമൺ എംപവർമെന്റ് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഇവർ പറയുന്നത് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത്. ന്യൂക്ലിയർ ഫാമിലീസ് മേക്ക് വുമൻ ഇറസ്പോൺസിബിൾ. സ്ത്രീകളെ ഉത്തരവാദിത്വം ഇല്ലാത്തവരാക്കി മാറ്റും ന്യൂക്ലിയർ ഫാമിലി. ഇൻ എ ന്യൂക്ലിയർ ഫാമിലി വുമൻ ടെൻഡ് ടു നെഗ്ലക്ട് ഹർ ചിൽഡ്രൻ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഈ 4 പോയിന്റുകൾ എന്തിനാ എഗെയിൻസ്റ്റ് ആയിട്ടാണ്. ഈ പറഞ്ഞ കാര്യം, ഈ പറഞ്ഞ സെന്റൻസ് അല്ലേ, ന്യൂക്ലിയർ ഫാമിലി ആൻ ഐഡിയൽ പ്ലേസ് ഓഫ് വുമൺ എംപവർമെന്റ് എന്നുള്ളതിന് എതിരെയായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളതില്ല, നമ്മൾ എന്ത് പോയിന്റ്സ് ആണ് യൂസ് ചെയ്യുന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ന്യൂക്ലിയർ ഫാമിലി വുമൺ എംപവർമെന്റ് ആക്ച്വലി ഹെൽപ്പ് ചെയ്യുന്നുള്ളത് സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു 4 പോയിന്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ നമുക്ക് പറയാം ഇതിന് ഞാൻ വളരെ ഷോർട്ട് ആക്കിയിട്ടാണ് എഴുതേണ്ടത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ഒരു പോയിന്റ് വെച്ചിട്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഗേൾസ് ഗ്രോ എൻജോയിങ് ഫ്രീഡം. ഓക്കെ, ഗേൾസ് ഗ്രോ എൻജോയിങ് ഫ്രീഡം. സ്ത്രീകൾ ആക്ച്വലി വളരുന്നത്, അല്ലെങ്കിൽ പെൺകുട്ടികൾ വളരുന്നത് സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ടാണ് സ്ത്രീകൾ വളരേണ്ടതെന്നാണ് പറയുന്നത്. ദ ലേൺ റെസ്പോൺസിബിലിറ്റി. അവർ റെസ്പോൺസിബിലിറ്റി പഠിക്കുന്നതും ന്യൂക്ലിയർ ഫാമിലി അതിനുള്ള ഒരു സ്പേസ് അവിടെ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. ദർ ഇസ് എ ക്ലോസ് ബോണ്ട് എമംഗ് മെമ്പേഴ്സ്. ആ വീട്ടിലുള്ള മെമ്പേഴ്സുമായിട്ട് ഒരു ക്ലോസ്ലി നിറ്റഡ് റിലേഷൻഷിപ്പ്, ഒരു ക്ലോസ്ലി നിറ്റഡ് ബോണ്ട് അവിടെ ക്രിയേറ്റഡ് ആവുന്നുണ്ടാണ് പറയുന്നത്. ദർ വിൽ ബി ഇനഫ് ടൈം ആൻഡ് സ്പേസ് ടു ഗ്രോ ആൻഡ് ഹെൽപ്പ് അതേഴ്സ് ഗ്രോ. അതായത് സ്വയം വളരുക മാത്രമല്ല, അതുപോലെ തന്നെ മറ്റുള്ളവരെ ടു ഹെൽപ്പ് ഈച്ച് അതേഴ്സ് ഔട്ട് ആൻഡ് ടു ക്രിയേറ്റ് എ ബോണ്ട്, അതിനുള്ളൊരു ഇനഫ് ടൈം ആൻഡ് സ്പേസ് അത് ഇവിടെ പ്രൊവൈഡ് ഉണ്ട്. ന്യൂക്ലിയർ ഫാമിലി ആർ പ്രൊവൈഡിങ് ദ ടൈം ആൻഡ് സ്പേസ് ഇനഫ് ഫോർ ദാറ്റ് എന്ന് 4 പോയിന്റ്സ് നമ്മൾ പറയുന്നുണ്ട്. ഇത് നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ഏത് ഭാഗത്താണ് എന്നുള്ളതല്ല മാറ്റർ, നമ്മൾ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് മാറ്റർ. അപ്പൊ നിങ്ങൾ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്തിട്ട്, കുഞ്ഞു കുഞ്ഞു പോയിന്റ് ഉള്ളതിന്റെ പകരം കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്തിട്ട് പറയാൻ നോക്കുക. 4 പോയിന്റ് എന്നുണ്ടെങ്കിൽ 4 പോയിന്റുകൾ മതി. പോയിന്റുകൾ പിന്നെയും ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇനി നമുക്ക് സുധാമൂർത്തിയുടെ ഹൊറിഗല്ലുവിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഹൊറിഗല്ലുവിലുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കിയോ. വാട്ട് ഈസ് ഹൊറിഗല്ലു ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് പർപ്പസ്? എന്താണ് ഹൊറിഗല്ലു, എന്താണ് അതിന്റെ ആവശ്യം എന്ന് പറയുന്നത്? ഹൊറിഗല്ലു നമുക്കറിയാം ഒരു സ്റ്റോൺ ബെഞ്ച് ആണ്. പക്ഷെ അതൊരു സ്റ്റോൺ ബെഞ്ച് മാത്രമാണോ? നോക്കിക്കോ, ഹൊറിഗല്ലു ഇസ് എ സ്റ്റോൺ ബെഞ്ച്. അത് നമുക്കറിയാം. ഇറ്റ് ഹെൽപ്സ് ടയർഡ് പേഴ്സൺ ടു സിറ്റ് ഡൗൺ ആൻഡ് റെസ്റ്റ് ഫോർ സംടൈംസ് സോ ദാറ്റ് ദേ ക്യാൻ റീഗെയിൻ ദെയർ എനർജി. ഹൊറിഗൽ ഈസ് ഓൾസോ സിംബലൈസ്ഡ് റെപ്രസെന്റേഷൻ ഓഫ് ടേക്കിംഗ് ബ്രേക്സ്. ഞാൻ കണ്ടോ, ഇതൊരു സിംബലൈസ്ഡ് റെപ്രസെന്റേഷൻ ആണ്. ഹൊറിഗല്ലു എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാൻഡ് ഫാദറിനെയും അതുപോലെ തന്നെ രത്നയെയും കൂടിയിട്ടാണ് പറയുന്നത്. ഗ്രാൻഡ് ഫാദറിനെയും രത്നയെയും കുറിച്ച് കൂടിയിട്ടാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഹൊറിഗല്ലു ഇസ് എ സിംബലൈസ്ഡ് റെപ്രസെന്റേഷൻ ഓഫ് ടേക്കിംഗ് ബ്രേക്സ് ആൻഡ് ഗിവിംഗ് പീപ്പിൾ എ സേഫ് സ്പേസ് ടു റിലീവ് ദംസെൽസ്. അവരെ തന്നെ ഒന്നും കൂടെ സമാധാനത്തിലേക്ക് കൊണ്ടുവരാനും അവരെ തന്നെ റീസ്റ്റോർ ചെയ്യാനും അല്ലെങ്കിൽ റിലീവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒരു സിംബലൈസ്ഡ് റെപ്രസെന്റേഷൻ ആണ് ഹൊറിഗല്ലു എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ആഫ്റ്റർ റീഡിംഗ് സുധാമൂർത്തിസ് ഹൊറിഗല്ലു യു റിയലൈസ് ദാറ്റ് ഇറ്റ് വുഡ് ബി വർത്ത് സെറ്റിംഗ് അപ്പ് ഹൊറിഗല്ലൂസ് ഓൺ ദ പേവ്മെന്റ്. ലെറ്റർ നമ്മൾ നേരത്തെ നോക്കിയല്ലോ അല്ലെ. ലെറ്ററിന് ഇനി നമുക്ക് വേറെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റർ നമ്മൾ നോക്കിയല്ലോ അല്ലെ. ബ്ലർബ് റൈറ്റിംഗ് എനിക്ക് തോന്നുന്നു നമ്മുടെ മിസ് നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരിക്കും. അപ്പൊ ബ്ലർബ് റൈറ്റിംഗും ഞാനൊന്ന് എൻ്റെതായ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ബ്ലർബ് റൈറ്റിംഗ് നിങ്ങൾക്ക് മിസ് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. പ്രിപ്പയർ എ ബ്ലർബ് ഫോർ ഹൊറിഗല്ലു ആൻഡ് അതർ സ്റ്റോറീസ് ബൈ സുധാമൂർത്തി. സോ ബ്ലർബ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാലേ നമ്മുടെ ഒരു പുസ്തകത്തിന്റെ പുറകുവശത്തിൽ വളരെ കുറഞ്ഞ വാക്കുകളിൽ വെരി ഫ്യൂ സെന്റൻസസ് ആ ബുക്കിനെ കുറിച്ച് തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു പാരഗ്രാഫാണ് നമ്മൾ ബ്ലർബ് എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ വരണം? അതിൽ ആ പുസ്തകത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വരണം വിത്ത് എ ക്യാപ്റ്റിവേറ്റിംഗ് ഹുക്ക്. അത് ആൾക്കാർ വായിക്കണം, ആ പുസ്തകം വായിക്കണം എന്നുള്ളതാണ് ഈ ഒരു പാരഗ്രാഫിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഈ പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ ആ കഥ വായിക്കാൻ, ആ കഥാപുസ്തകം വായിക്കാനുള്ളൊരു ത്വര ആൾക്കാർക്ക് ഉണ്ടാവണം. പിന്നെ ഒരു ബ്രീഫ് സിനോപ്സിസ്, ഇത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്, ഹൈലൈറ്റിംഗ് ദ മെയിൻ പ്ലോട്ട് വിത്തൗട്ട് സ്പോയിലേഴ്സ്. ആ കഥ എന്താണെന്നുള്ള മുഴുവനായിട്ട് അങ്ങോട്ട് പറയാതെ എന്തിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് ഒരു ബ്രീഫ് സിനോപ്സിസ്. അതിലുള്ള മെയിൻ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയാം നമുക്ക്. സെൻട്രൽ കോൺഫ്ലിക്റ്റ്, അതിലുള്ള മെയിൻ ആയിട്ട് സംഭവിക്കുന്ന ഒരു ഭാഗം, അതിൽ സ്പോയിലർ ഇല്ലാതെ തന്നെ. ഇപ്പൊ നമ്മൾ ഫിലിംസിന്റെ റിവ്യൂസ് ഒക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ, അതുപോലെ തന്നെ വളരെ കുറഞ്ഞ വാക്കുകളിൽ നമ്മൾ ബ്ലർബ് എഴുതാണ്. ഇമോഷണൽ ടോൾ, എന്ത് തരം
ഇമോഷൻ ആണോ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, വളരെ സർക്കാസ്റ്റിക് ആയിട്ടാണോ അല്ലെങ്കിൽ ഇമോഷണലി ഇൻട്രീഗിങ് ആണോ എന്നുള്ളത് അവിടെ കൊടുക്കുക. ഇപ്പൊ ഇൻട്രീഗ് ആൻഡ് ക്യൂരിയോസിറ്റി, ഇത് ആൾക്കാർ എന്തുകൊണ്ട് വായിക്കണം എന്നുള്ളത് പറയാം. സ്പാർക്ക് ഇൻട്രസ്റ്റ് വിത്തൗട്ട് റിവീലിംഗ് എവറിത്തിങ്, എല്ലാം അവിടെ പറയാതല്ലേ, എല്ലാം അവിടെ റിവീൽ ചെയ്യാതെ തന്നെ ആൾക്കാർ ഇത് എന്തുകൊണ്ട് വായിക്കണം എന്നുള്ള രീതിയിൽ അവരുടെ ഇടയിൽ ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക. സ്പാർക്ക് ഇൻട്രസ്റ്റ് വിത്തൗട്ട് റിവീലിംഗ് എവറിത്തിങ്. ക്രാഫ്റ്റിംഗ് എ കമ്പelling blurb involves successfully summarizing essence of the story while engaging the reader's interest. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും ബ്ലർബ് റൈറ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ ബ്ലർബ് റൈറ്റിംഗ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സുധാമൂർത്തിയുടെ ഈ ഒരു കഥ ഇത്രയും ഭാഗത്താണ് ഞാൻ കുഞ്ഞിതാക്കിയിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ കോൺവെർസേഷൻ ചോദിച്ചിട്ടുണ്ട്. കോൺവെർസേഷൻ. Imagine Namita gets a chance to talk to Ratna. How would she present her worries? What would be their conversation? അതായത് നമിതയും അതുപോലെ തന്നെ രത്നയും തമ്മിൽ, രത്ന എന്ന് പറയുന്നത് നമ്മുടെ ഹൊറിഗല്ലുവിലുള്ള ക്യാരക്ടർ, ഇവർ തമ്മിൽ ഒരു കോൺവെർസേഷൻ നടന്നു കഴിഞ്ഞാൽ ആ കോൺവെർസേഷൻ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. വാട്ട് വുഡ് ബി ദെയർ കോൺവെർസേഷൻ? ഈ സമയത്തുള്ള നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ചൊക്കെ കോണ്ടെക്സ്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കോണ്ടെക്സ്ച്വൽ എന്ന് വെച്ചാലില്ലേ, ആ രണ്ട് കഥയിലുള്ള അല്ലെങ്കിൽ ഒന്ന് അനക്ഡോട്ടാണ്, രണ്ട് കഥയിലും വരുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ഏകദേശം അറിയണം. അവര് റാൻഡം ആയിട്ട് കണ്ട് രാവിലെ എന്താ കഴിച്ചത്, നിങ്ങൾ എങ്ങോട്ടാ പോണത്, വീട്ടിൽ എന്തൊക്കെയുണ്ട്, വീട്ടിലെല്ലാവരും സുഖമാണോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കുക, ഇങ്ങനെയുള്ള എക്സ്ചേഞ്ചുകൾ ഒഴിവാക്കുക. ഇവർ 4 മാർക്കിനാണെങ്കിൽ നമ്മൾ 4 എക്സ്ചേഞ്ചുകൾ കൊടുത്താൽ മതി. 4 രത്നയും 4 നമിതയും കൊടുത്താൽ തന്നെ മതിയാവും. ഓക്കെ, ഇവിടെ നമിതേനെ പരിചയപ്പെടുത്തുന്നുണ്ട്. നമിത, യെസ്റ്റർഡേ ഐ ഹാഡ് എ ക്വാറൽ വിത്ത് മൈ ഹസ്ബൻഡ്, വാട്ട് ഹാപ്പൻ നമിത. ഇത് ഇവിടെ ഇങ്ങനെ പറയാനുള്ള കാരണമല്ലേ, നിങ്ങൾ രത്നയുടെ ക്യാരക്ടർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രത്ന നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും കേട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ടാണ് നമിത ഇങ്ങനെ കയറി വന്നിട്ട് നമിത, യെസ്റ്റർഡേ ഐ ഹാഡ് എ ക്വാറൽ വിത്ത് മൈ ഹസ്ബൻഡ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നത്. അങ്ങനെ നമിതയോട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമിതയുടെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പറയാം. എന്റെ കത്ത് പിടിച്ചു വെച്ചു, അമ്മയുടെ കത്ത് കിട്ടിയില്ല. ആഫ്റ്റർ 3 days I checked his pocket before giving the dirty clothes to the washerman and man I found it there crumbled and torn. അവളുടെ ഇമോഷണൽ ആയ രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഫിഗറേറ്റീവ്ലി ആണല്ലോ സംസാരിക്കുക, കുറച്ച് എക്സാജറേറ്റഡ് ചെയ്തിട്ടൊക്കെയാണ് പറയാ. ഓക്കെ, അപ്പൊ ഇങ്ങനെ പറയുന്ന സമയത്ത് ഹി റൂഡ്ലി ടോൾഡ് മീ ദാറ്റ് ഹി വുഡ് ഡു വാട്ട് ഹി വോണ്ട്സ്, അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു പറയുന്നുണ്ട്. അപ്പൊ രത്ന ഇങ്ങനെ അത്ഭുതത്തോട് ചോദിക്കും, ഓ അങ്ങനെ പറഞ്ഞോ, ഹി സെഡ് ദാറ്റ് എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, അങ്ങനെ അവർ തമ്മിലുള്ള കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. ഇതിൽ കൂടുതലായിട്ടും നമിതയാണ് സംസാരിക്കുന്നത്. കാരണം നമുക്കറിയാം രത്നയുടെ ക്യാരക്ടർ കൂടുതലും കേട്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. സോ അപ്പൊ ഇത് കോണ്ടെക്സ്റ്റൽ ആയിട്ടാണ് ഈ കോൺവെർസേഷൻ പോകുന്നത്, അത് ശ്രദ്ധിക്കുക. കോണ്ടെക്സ്റ്റൽ ആയിട്ട് കോൺവെർസേഷൻസ് എഴുതാൻ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ അതാണ് പറയുന്നത്. ഓക്കെ, ഇനി ചെമ്മനം ചാക്കോയുടെ ഒരു കവിതയാണ് നമുക്ക് ഉണ്ടായിരുന്നത് അല്ലെ. ഓക്കെ, ചെമ്മനം ചാക്കോയുടെ കവിത ഞാനൊന്നുകൂടെ പറഞ്ഞു തരണോ? കവിത എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ച് പ്രശ്നമാണ് അല്ലെ, അതുകൊണ്ട് കവിത ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, പക്ഷെ ഇത് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കവിതയാണ്. നിങ്ങൾക്ക് ഇനി ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്കിത് അവസാനത്തിലേക്ക് വെക്കാം. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻസ് തന്നെ നോക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ ഓക്കെ, പ്രിപ്പയർ എ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് ദ പോയം. ഈ ഒരു പോയത്തിന്റെ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ വന്നാൽ എങ്ങനെ ഇരിക്കുന്നതാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് ആൻസർ വായിച്ചുകൊണ്ട് തന്നെ അതിനൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ദ പോയം റൈസ്, റിട്ടൺ ബൈ ചെമ്മനം ചാക്കോ ആൻഡ് ട്രാൻസ്ലേറ്റഡ് ബൈ പ്രൊഫസർ അയ്യപ്പ പണിക്കർ, ഇസ് എ സൂപ്പർ സറ്റയർ ഹിറ്റിംഗ് ഹാർഡ് അറ്റ് ദ ഗ്രീഡ് ഓഫ് സം ഫാർമേഴ്സ് ഹിയർ. ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഫോർമാറ്റ് ഓർമ്മയുണ്ടോ? നമ്മളെ ഇൻട്രൊഡക്ഷനിൽ കവിതയുടെ പേര്, ഇനി ആരാണ് എഴുതിയത്, ഇനി ട്രാൻസ്ലേറ്റ് ചെയ്ത ആളുടെ പേരും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരൊറ്റ വരിയിൽ കവിത എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് ആണ് ഇവിടെ പറയുന്നത്. സൂപ്പർ സറ്റയർ എന്ന് വെച്ചാൽ ഒരു സർക്കാസ്റ്റിക് ആയിട്ട് ഒരു തമാശ രൂപേണ നമ്മളോട് പറയുന്ന ഒരു കവിതയാണ് നമ്മുടെ റൈസ് എന്ന് പറയുന്ന പോയം. സറ്റയർ ഹാർഡ് ഹിറ്റിംഗ് അറ്റ് ദ ഗ്രീഡ് ഓഫ് സം ഫാർമേഴ്സ് ഹിയർ. ഇവിടുത്തെ ചില കർഷകരുടെ ദുരാഗ്രഹം അല്ലെങ്കിൽ ഗ്രീഡിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദ പോയം ഇസ് ലേസ്ഡ് വിത്ത് സ്കോൺ ആൻഡ് സർക്കാസം. കണ്ടോ, സർക്കാസത്തിൽ പൊതിഞ്ഞിട്ടുള്ള ഒരുപാട് മുള്ള് നിറഞ്ഞ ഒരു എന്താ പറയാ, ഒരു കുത്തി പറയുന്ന ഒരു രീതിയിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദ സൺ ഓഫ് ദ റൈസ് ഫാമർ ഗോസ് ടു നോർത്ത് ഇന്ത്യ ടു ഡു എ റിസർച്ച് ഓൺ മേക്കിംഗ് ടോയ്സ് വിത്ത് ഹസ്ക്. നമ്മുടെ കവി നോർത്ത് ഇന്ത്യയിലേക്ക് പോയതായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാ? PhD എടുക്കാൻ വേണ്ടിയിട്ടല്ല, ഡോക്ടർ റിസർച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അവിടെ പുള്ളിക്കാരൻ ഹസ്ക് വെച്ചിട്ട്, ചകിരി വെച്ചിട്ട് ടോയ്സ് ഉണ്ടാക്കുന്നതായിരുന്നു പുള്ളിക്കാരന്റെ പരിപാടി എന്ന് പറയുന്നത്. ഹി വർക്ക്സ് ഹാർഡ് ഫോർ 4 years.
eating chapati day after day and finally succeeds in getting a doctorate. Finally ഒരു ഡോക്ടറൽ ഡിഗ്രി എടുത്തുകൊണ്ട് അവിടെ ദിവസേന ചപ്പാത്തി മാത്രം തിന്നുകൊണ്ട് നാട്ടിലേക്ക് വരുന്നതാണ് കവിതയുടെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. He must have thought of doing research on the possibilities of husk, because as the son of the rice farmer he had plenty of husk at home and also in homes nearby. By using husk for toy making, a lot of people could find employment in a state notorious for unemployment. Okay, but then there is an anticlimax when the son returns home, when he well earned doctorate on making toys with husk. There is no husk at all in house or around. Farmers are shifted to cash crops. ഇവിടെയാണ് കവിതയിലുള്ള ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നത്. അതായത് എല്ലാവരും ഫുഡ് ക്രോപ്സിൽ നിന്നും ക്യാഷ് ക്രോപ്സിലേക്ക് ആ ഒരു ട്രാൻസിഷൻ നടന്നതാണ് ഇവിടെ കാണിക്കുന്നത്. എസ്പെഷ്യലി റബ്ബർ മരങ്ങളായിരുന്നു നമ്മുടെ കവി തിരിച്ചു വന്നപ്പോൾ. നോർത്ത് ഇന്ത്യയിൽ നിന്ന് നാട്ടിലേക്ക് വന്ന സമയത്ത് ഇവിടെ നെൽകൃഷിയൊന്നുമില്ല, ഇവിടെ മൊത്തം റബ്ബർ കൃഷിയാണ് നടക്കുന്നത്. ആസ് ദേ ഫൗണ്ട് റൈസ് കൾട്ടിവേഷൻ ഈസ് ഇൻകൺവീനിയന്റ് ആൻഡ് നോൺ പ്രോഫിറ്റബിൾ. ഇവിടെ അത്ര പ്രോഫിറ്റബിൾ അല്ലാത്തത് കാരണം നെൽകൃഷി ആകെ ഒഴിവായി പോയെന്ന് പറയുന്നത്. മോർ ഓവർ എ ലോട്ട് ഓഫ് ഇൻസെന്റീവ്സ് വെർ ഗിവൻ ബൈ പ്രൊമോട്ടേഴ്സ് ടു കൾട്ടിവേറ്റ് ക്യാഷ് ക്രോപ്സ് കൊടുക്കാൻ ഇപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നായാലും ഒരുപാട് സബ്സിഡിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടുത്തെ ഫാർമേഴ്സ് ഒക്കെ അത്ര ഗ്രീഡി ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങി എന്ന് പറയുന്നത്. The son finds his father watching people setting up a machine for making rubber sheets. All the paddy fields were gone and the place what he sees rubber trees and dealwood trees. അതായത് തിരിച്ചു വന്ന സമയത്ത് ഇവിടെ ആകെ എന്ത് മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളതാണ് പറയുന്നത്, ഈ റബ്ബർ മരങ്ങൾ മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളതാണ് പറയുന്നത്. ഐ വുഡ് നോട്ട് കോൾ ഇറ്റ് എക്സ്ക്യൂസിറ്റ് പോയം കമ്പയറബിൾ ടു ദ പോയംസ് ഓഫ് വേർഡ്സ് കോൾഡ്. അതൊന്നും വേണ്ട. ദ പോയം ഹാസ് എക്സലന്റ് ഇമേജറി എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ പോയറ്റിക് ഡിവൈസുകളെ കുറിച്ച് പറയുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ എന്താ, ഇമേജറി ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ആ കൃഷി നടക്കുന്ന സ്ഥലങ്ങൾ, ഉഴുതുമറിക്കുന്ന സ്ഥലങ്ങൾ, നിലം ഒരുക്കുന്ന സ്ഥലങ്ങൾ, അതുപോലെ കാളക്കൂട്ടങ്ങൾ പോകുന്ന സമയം പറയുന്നുണ്ട്, വിത്ത് പാകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഒരുപാട് ഇമേജറികളുണ്ട്, വിഷ്വൽ ഇമേജറികളോട് പറയുന്നുണ്ട്. ഓക്കെ, ദ ലാംഗ്വേജ് കൊളോക്കിയൽ ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ദ സ്റ്റാൻഡ്സ് ഓഫ് ദ പോയം ആർ ഇറഗുലർ ആണ്, പ്രോപ്പർ ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടൊന്നുമല്ല എഴുതിയിരിക്കുന്നത്. സറ്റൈറിക്കൽ പോയമാണ്, സ്റ്റൈല് സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ആണ്. ഓക്കെ, ചമനജാഗയുടെ ഗുഡ് ജോബ് ഇൻ ഷോയിങ് ഫാമേഴ്സ് ഹാവ് ചേഞ്ച് സിമ്പിൾ പീപ്പിൾ ടു കൊമേഴ്ഷ്യലി മൈൻഡഡ് പീപ്പിൾ. ഇത്രയും കാര്യങ്ങളാണ് ആ പോയത്തിൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താ നോക്കാനുള്ളത്? ഇനി നമുക്ക് വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് എന്ന് പറയുന്ന വോങ്കാരി മത്തായിയുടെ ഒരു സ്പീച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഒരു സ്പീച്ചാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ഈ സ്പീച്ച് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് അറിയാം. അപ്പൊ ഈ സ്പീച്ചിനെ കുറിച്ച് തന്നെ ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ഒരുവിധം ഇന്ന് ചർച്ച ചെയ്യാൻ വിചാരിച്ചിരുന്ന ഒരുവിധം എല്ലാ എന്താ പറയാ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് ചാപ്റ്ററിലേക്ക് പോകാം. ഇനി ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ ചാപ്റ്ററിൽ നിന്നാണ്. ഈ ചാപ്റ്ററിന്റെ കണ്ടന്റ് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊരു ഉത്തരമാക്കിയിട്ട് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് ഓൾറെഡി എന്തൊക്കെ കാര്യങ്ങൾ അറിയാം, നമുക്ക് ആവശ്യമുള്ള ഡിസ്കോഴ്സുകളൊക്കെ ഞാനും ജസ്നാമിസുമായിട്ട് എടുത്തു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചാപ്റ്റേഴ്സിന്റെ ഒരു ഹൈലൈറ്റ്സ് നോക്കാം. ഓക്കെ, ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് വോങ്കാരി മത്തായി, ദ ഫസ്റ്റ് ആഫ്രിക്കൻ വുമൻ ടു റിസീവ് ദ നൊബേൽ പ്രൈസ്, spoke about her journey and the vital need to care for our environment. So she talks about environment and the key reason why we need to take care of our environment. അതിനെ കുറിച്ച് സംസാരിക്കുന്നത് എവിടെയാണെന്നറിയോ? When she was receiving the Nobel Prize. ഇവരാണ്, വോങ്കാരി മത്തായിയാണ് the first African woman ever to receive a Nobel Prize. സമാധാനത്തിന് ആദ്യമായിട്ട് നൊബേൽ പ്രൈസ് കിട്ടുന്ന ആദ്യത്തെ ആഫ്രിക്കൻ വുമൻ ആണ് നമ്മുടെ വോങ്കാരി മത്തായി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സ്പീച്ച് പറയുന്ന സമയത്ത് ഇവിടെ അവരുടെ റൂറൽ കെനിയയുടെ റൂറൽ ഭാഗത്താണ് അവർ ജനിച്ചിരുന്നത്. അവരുടെ ചൈൽഡ്ഹുഡിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത്. വേർ ഷി വിറ്റ്നസ് ദ ഡിവസ്റ്റേഷൻ കോസ്ഡ് ബൈ ഡീഫോറസ്റ്റേഷൻ ആൻഡ് കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻ. ശ്രദ്ധിച്ചോ, ഈ കവിതയിലല്ല, ഈ ഒരു സ്പീച്ചിൽ പറയുന്ന മെയിൻ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഡീഫോറസ്റ്റേഷനും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ പ്ലാന്റേഷനും. നമ്മൾ കഴിഞ്ഞ കവിതയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, പോയത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഫുഡ് ക്രോപ്സിൽ നിന്ന് ക്യാഷ് ക്രോപ്സിലേക്കുള്ള ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് ആ ഒരു റൂറൽ കെനിയനെ എങ്ങനെയൊക്കെ ബാധിച്ചു, അവിടെ ഉണ്ടായിരുന്ന ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസുകളെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്. മാതായി ഹൈലൈറ്റഡ് ദ ക്രിട്ടിക്കൽ റോൾ ഓഫ് ട്രീസ് ഇൻ പ്രിസർവിംഗ് അവർ പ്ലാനറ്റ്സ് എക്കോളജിക്കൽ ബാലൻസ്. എക്കോളജിക്കൽ ബാലൻസ് എന്ന് വെച്ചാൽ നമ്മുടെ പ്രകൃതിയുടെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് നമുക്ക് മരങ്ങളെ പ്രിസർവ് ചെയ്യുന്നത് എത്രത്തോളം ആവശ്യകരമാണ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. 1977 അവർ നടത്തിയിട്ടുള്ള ഒരു മൂവ്മെന്റിനെ കുറിച്ചാണ്
ആണ് പിന്നെ പറയുന്നത് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്നാണ് പറയുന്നത്. അത് പ്രകൃതിയെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ പോലെ തന്നെ വേറെയും കുറച്ച് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിച്ചോ, റെസ്പോണ്ടിങ് ടു ദ നീഡ്സ് ഓഫ് റൂറൽ വുമൻ ഹു ഫേസ് ചാലഞ്ചസ് ലൈക്ക് ലാക്ക് ഓഫ് ഫയർവുഡ്, ക്ലീൻ വാട്ടർ, ഫുഡ് ആൻഡ് ഇൻകം. സോ അതിൽ നമ്മുടെ പ്രകൃതിയെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, സ്ത്രീകളുടെ എംപവർമെന്റിനെ കുറിച്ചും ഈ ഒരു ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് സംസാരിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് മാതായി പറയാണ്. മാതായി റെക്കഗ്നൈസ് ദാറ്റ് വുമൻ ആസ് പ്രൈമറി കെയർ ടേക്കേഴ്സ് ഇൻ ആഫ്രിക്ക suffer greatly when the environment degrades, affecting their ability to sustain their families. അതായത് നമ്മൾ ഒരു ആഫ്രിക്കൻ കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു പ്രൈമറി കെയർ ടേക്കേഴ്സ്, ആ വീടിന് പ്രൊവൈഡ് ചെയ്യുന്ന, ആ ഫാമിലിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൈമറി കെയർ ടേക്കർ എന്ന് പറയുന്നത് സ്ത്രീകളായിരുന്നു, വുമൻ ആയിരുന്നു. അപ്പൊ അവിടുത്തെ എൻവയൺമെന്റിൽ എന്തെങ്കിലും പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് ആദ്യം ബാധിച്ചിരുന്നതും സ്ത്രീകളായിരുന്നു. അങ്ങനെ അവർക്ക് ഫാമിലിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഷി റിയലൈസ് ദാറ്റ് പ്ലാന്റിംഗ് ട്രീസ് കുഡ് അഡ്രസ് ദീസ് നീഡ്സ് എഫക്റ്റീവ്ലി ആൻഡ് റിലേറ്റീവ്ലി ക്വിക്ലി. അപ്പൊ ഈ ഒരു കുടുംബങ്ങളെ ശക്തിപ്പെടുത്താനും ഈ ഒരു സ്ത്രീകളെ ശക്തിപ്പെടുത്താനും ടു empower the woman and empower the women and empower the families in rural Kenya, ഈ ഒരു മൂവ്മെന്റ് അത് എല്ലാ തരത്തിലും അതിനെ അഡ്രസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പ്രൊവൈഡിങ് ഫ്യൂവൽ, ഫുഡ്, ഷെൽട്ടർ, ഇൻകം ആൻഡ് സപ്പോർട്ടിംഗ് എഡ്യൂക്കേഷൻ. Initially, the movement faced difficulties as people were unaware of how degraded environment led to rescue, scarcity and poverty. തുടക്കത്തിലല്ലേ ഇതിന് അത്ര ഒരു മൂവ്മെന്റ് ഒരു മൊമെന്റ് കിട്ടിയിരുന്നില്ല എന്നാണ് പറയുന്നത്. ഈ ഒരു മൂവ്മെന്റ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്, മറന്നുപോരുത്, ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് ഇതാണ് നമ്മുടെ മൂവ്മെന്റിന്റെ പേര്. ഇതൊരു പ്രതിഷേധം എന്നുള്ള രീതിയിലല്ല, അതൊരു മുന്നോട്ടാണ്, ഒരു എന്താ പറയാ, അതൊരു പ്രകൃതിയെക്കുറിച്ചും അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണത്തിനെയും അതുപോലെ തന്നെ അവിടുത്തെ ഫാമിലീസിനെയും ശക്തിപ്പെടുത്താനുള്ള ഒരു പ്രയത്നമാണ് ഈ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഹൗഎവർ, ആസ് അവയർനെസ് ഗ്രൂ അബൌട്ട് എൻവയറൺമെന്റൽ ഡിസ്ട്രക്ഷൻസ് ആൻഡ് ഇന്റർനാഷണൽ എക്കണോമിക്കൽ ഇൻജസ്റ്റിസ്, ദ ട്രീ പ്ലാന്റിംഗ് ഇനീഷ്യേറ്റീവ് ഗെയിൻഡ് മൊമെന്റം. പിന്നെ പോകെ ആൾക്കാർക്ക് അവയർനെസ് കിട്ടി തുടങ്ങി, ആൾക്കാർ ബോധവാന്മാരെ എന്തിനെ കുറിച്ചൊക്കെ, ഈ എൻവയറൺമെന്റൽ ഡിസ്ട്രക്ഷൻസും അതുപോലെ ഇന്റർനാഷണൽ എക്കോണമിക്കൽ ഇൻജസ്റ്റിസും ആ നാടിനെ പോവർട്ടിയിലേക്ക് എങ്ങനെ എത്തിക്കുന്നു എന്നുള്ളത് പോകെ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി. ഓക്കെ, അങ്ങനെ ഈ ട്രീ പ്ലാന്റിംഗ് ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിന് മൊമെന്റം കിട്ടിയെന്ന് പറയുന്നത്, ഒരു എനർജി, ഒരു ഊർജം കിട്ടിയെന്ന് പറയുന്നത്. ഇറ്റ് ബിക്കം എ symbol not only for environmental responsibility but also for democracy and peace. ഇത് ആക്ച്വലി പ്രകൃതിയെക്കുറിച്ചും വുമൺ എംപവർമെന്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നുണ്ടെങ്കിലും ഇത് അവിടുത്തെ സമാധാനത്തിനും അവിടുത്തെ ജനാധിപത്യത്തിനും ഡെമോക്രസിയെ കൂടെ അവിടെ വളർത്തിക്കൊണ്ടുവരാൻ തുടങ്ങി. എൻകറേജിങ് സിറ്റിസൺസ് ടു ചാലഞ്ച് അബ്യൂസ് ഓഫ് പവർ ആൻഡ് കറപ്ഷൻ. അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് അഴിമതികളെ കുറിച്ചും ഈ പവർ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചൊക്കെ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങി എന്ന് പറയുന്നത്. മാതാ emphasizes that our action threaten Earth ability to support life, urging a shift to thinking to heal the planet and ourselves. നമ്മുടെ ഈ ഭൂമിയെ ഹീൽ ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളിലെ ഈ എർത്ത്സ് എബിലിറ്റി ടു സപ്പോർട്ട് ലൈഫ്, ജീവൻ ഇവിടെ സാധ്യമാക്കുന്നതിൽ അതിനെ ത്രെറ്റൻ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്, അതിന് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ഒരു ജീവൻ സാധ്യമാക്കുന്ന ഈ ഭൂമിയെ നമ്മൾ ഹീൽ ചെയ്ത് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ഷീ ഹൈലൈറ്റഡ് ദ ഇന്റർ കണക്ഷൻ ബിറ്റ്വീൻ peace, equitable development, sustainable environmental management, calling for a new consciousness and a sense of belongingness to the larger family of life. ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട, പക്ഷേ ഈ വാക്കുകളൊക്കെ നിങ്ങൾക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ പീസ്, എക്വിറ്റബിൾ ഡെവലപ്മെന്റ്. എക്വിറ്റബിൾ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ പുരോഗതികൾ പ്രകൃതി നശിപ്പിച്ചുകൊണ്ടായിരിക്കുന്നത്, പക്ഷേ സസ്റ്റൈനബിൾ എൻവയൺമെന്റ് ആയിരിക്കണം. നമ്മുടെ എൻവയൺമെന്റിന് കൂടെ ഒരുമിച്ച് അതിനെ നിലനിൽക്കാൻ വേണ്ടി പറ്റുന്ന, പ്രകൃതിക്ക് ദോഷം പറ്റാത്ത രീതിയിലുള്ള ഡെവലപ്മെന്റുകളാണ് നമുക്കിവിടെ വേണ്ടത്. ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്, നമ്മുടെ പ്രകൃതി നമ്മുടെ ഒരു വീടാണ് എന്നുള്ളൊരു തിരിച്ചറിവ്, ഒരു ബിലോങ്ങിങ്നെസ് വരുത്തുന്ന രീതിയിലായിരിക്കണം നമ്മുടെ മുന്നിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. ഷീ കോൾഡ് അപ്പോൺ വേൾഡ് ലീഡേഴ്സ്, അതുപോലെ തന്നെ യങ് പീപ്പിളിനും വേൾഡ് ലീഡേഴ്സിനെയും യങ് പീപ്പിളിനെയും കോളപ്പ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു എൻഗേജ് ഇൻ ആക്ടിവിറ്റീസ് ഷേപ്പിംഗ് ദാറ്റ് സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. സസ്റ്റൈനബിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയുടെ നിലനിൽപ്പിനെ കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ഫ്യൂച്ചറിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. റെഫറിംഗ് ടു ദം as hope and the gift of the world. In conclusion, she reflected on her childhood memories by a dried up stream, emphasizing the urgent need to restore
ഫോർ ഫ്യൂച്ചർ ജനറേഷൻ ടു എക്സ്പീരിയൻസ് ഇറ്റ്സ് ബ്യൂട്ടി ആൻഡ് വണ്ടർ. അതായത് കൺക്ലൂഷനിലെ ഒരു വറ്റിപ്പോയ ഒരു ചെറിയ ഒരു കുളത്തിനെ കുറിച്ച്, ഒരു അരുവിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആ അരുവിയിൽ നിന്നും ഡിസപ്പിയർ ആയി പോയിട്ടുള്ള ഒരുപാട് ഓർഗാനിസത്തിനെ കുറിച്ചും ഒരുപാട് ജീവജാലങ്ങളെ കുറിച്ചും പറഞ്ഞുകൊണ്ടും ഈ ഒരു അർജന്റ് നീഡ് നമ്മൾ എത്രയും പെട്ടെന്ന് എൻവയൺമെന്റിനെ റീസ്റ്റോർ ചെയ്യേണ്ടതിന്റെ ഒരു അർജന്റ് നീഡും ഫ്യൂച്ചർ ജനറേഷന് നമുക്ക് ഈ ഒരു പ്രകൃതിയുടെ ബ്യൂട്ടി ആൻഡ് വണ്ടറിനെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുന്നതിന്റെയും ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു സ്പീച്ച് നിർത്തുന്നത്. ഇൻ എസൻസ് വാങ്കാരി മത്തായി സ്പീച്ച് അണ്ടർസ്കോർഡ് ദ urgent need for environmental stewardship, advocating for the preservation of nature and empowerment of women. ഈ 3 കാര്യങ്ങൾ അവിടെ കാണാൻ വേണ്ടി പറ്റും. എൻവയൺമെന്റിനും കൂടെ എന്താ പറയാ, എൻവയൺമെന്റിനെ കൂടെ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള എക്വിറ്റബിൾ ആയിട്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് ഇവിടെ വരേണ്ടത്. നേച്ചറിനെ പ്രിസർവ് ചെയ്യുന്നതിന്റെ ആവശ്യം, ഏർജന്റ് നീഡും, അതുപോലെ തന്നെ എംപവർമെന്റ് ഓഫ് വുമനും, ഇത്രയും കാര്യങ്ങൾ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഏതാ ക്വസ്റ്റ്യന്? ഓക്കെ, ലെറ്റർ ടു ദ എഡിറ്റർ നോക്കാം. നമുക്ക് ലെറ്റർ ടു ദ എഡിറ്റർ അടുത്ത ചാപ്റ്റർ നോക്കാം. അടുത്ത ചാപ്റ്ററിൽ കുറച്ചും കൂടെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ലെറ്റർ ടു ദ എഡിറ്റർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. ഡോക്ടർ ഹാർഡിൻ ബി ജെയിംസിന്റെ ഒരു എസ്സേ ആണ് ഇവിടെ പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളായിട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന്, മിസ്ഗൈഡഡ് പെർസെപ്ഷൻ ആണ് നമ്മുടെ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്. മിസ്ഗൈഡഡ് പെർസെപ്ഷൻ എന്ന് വെച്ചാൽ എന്താ? നമുക്ക് ആളുകളിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഈ മിസ്ഗൈഡഡ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. എന്താണ് തെറ്റിദ്ധാരണ? ദ ബിലീഫ് ദാറ്റ് ഡ്രഗ്സ് ക്യാൻ സോൾവ് എനി എയിൽമെന്റ്, ഫിസിക്കൽ ഓർ മെന്റൽ, has led to widespread misuse of drugs in seeking easy solution to problems. ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് കേട്ടോ. അതായത് ഡ്രഗ്സ് ക്യാൻ സോൾവ് എനി എയിൽമെന്റ്സ്, ഏതൊരു രോഗത്തിനെയും പരിഹരിക്കാൻ നമുക്ക് ഡ്രഗ്സ് മതി. ആ ഡ്രഗ്സ് എന്ന് പറയുന്നത് മെഡിക്കലി പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഡ്രഗ്സ് ആവാം, അല്ലെങ്കിൽ സെൻഷ്വൽ ഡ്രഗ്സ് ആവാം. ഇത് എന്തിന് ലീഡ് ചെയ്തു എന്ന് പറയുന്നത്? ഇറ്റ് ലെഡ് ടു വൈഡ് സ്പ്രെഡ് മിസ്യൂസ് ഓഫ് ഡ്രഗ്സ്. ആളുകൾ ഇത് ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി. ഇൻ സീക്കിംഗ് ഈസി സൊല്യൂഷൻ ടു പ്രോബ്ലംസ്, അതായത് എല്ലാ പ്രശ്നങ്ങൾക്കും ഡ്രഗ്സ് ഒരു സൊല്യൂഷൻ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു അവിടെ? Dependency and loss of coping skills. Relying on drugs to solve problems results in loss of resilience, സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് മെന്റൽ എഫർട്ട് ഇൻ ഹാൻഡ്ലിങ് ലൈഫ് ചാലഞ്ചസ്. നമ്മുടെ ജീവിതത്തിലുള്ള മെന്റലും ഫിസിക്കലും ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളെ വളരെ നാച്ചുറലായ രീതിയിൽ നമുക്ക് പ്രതിരോധിക്കാൻ, അതിനെതിരെ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ നമ്മുടെ ബോഡിയിൽ തന്നെ ഒരു മെക്കാനിസം ഉണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഓവർ റിലൈങ് ഓൺ മെഡിക്കൽ പ്രിസ്ക്രൈബ്ഡ് ഡ്രഗ്സിലും അതല്ലെങ്കിൽ സെൻഷ്വൽ ഡ്രഗ്സിലും നമ്മളിങ്ങനെ ഓവർ റിലൈഡ് ആയ സമയത്ത്, അല്ലെങ്കിൽ അതിലൊരു ഡിപ്പെൻഡൻസി വരാൻ തുടങ്ങിയ സമയത്ത് നമുക്ക് കോപ്പിംഗ് സ്കിൽസ് പോയെന്ന് പറയുന്നത്, ലോസ് ഓഫ് റെസീലിയൻസ്, നമ്മുടെ ബോഡിയിലെ തിരിച്ചു വരാനുള്ള, അതിന്റെ നോർമൽ സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി കുറഞ്ഞു എന്ന് പറയുന്നത്. സെൽഫ് ഡിസിപ്ലിൻ പോയി. നമ്മുടെ ആരോഗ്യത്തിന് ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് കൺസിഡറിങ് ഓർ പ്രയോറിറ്റൈസിങ് അവർ ഹെൽത്ത്, വി സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഫോർ ഈസി ഫിക്സസ്, ഈസി സൊല്യൂഷൻസ്. അതാണ് ആക്ച്വലി മെഡിസിൻസ് എടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആരോഗ്യത്തിനെയും ഭക്ഷണ രീതികളും ലൈഫ് സ്റ്റൈലിനെയും നിയന്ത്രിക്കുന്നതിന് പകരം നമ്മൾ കൂടുതലായിട്ടും ഈ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പം മരുന്ന് എടുക്കുന്നതാണ് ഒരു ക്വിക്ക് സൊല്യൂഷൻ ആയിട്ട് എടുത്തത്. ആൻഡ് മെന്റൽ എഫേർട്ട് ഇൻ ഹാൻഡ്ലിങ് ലൈഫ് ചാലഞ്ചസ്, ജീവിതത്തിൽ വരുന്ന ചെറുതും വലുതുമായുള്ള പ്രശ്നങ്ങളെ വളരെ നാച്ചുറലായ രീതിയിൽ അതിൽ നിന്നും റിക്കവർ ആകുന്നത് നമുക്ക് ആ ഒരു കപ്പാസിറ്റി വളരെയധികം കുറഞ്ഞു എന്ന് പറയുന്നത്. ഇനി ഇവിടെ മെഡിസിൻസും അതുപോലെ തന്നെ സെൻഷ്വൽ ഡ്രഗ്സും തമ്മിലുള്ള ഒരു വ്യത്യാസത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മെഡിസിൻസ് എയിംസ് ടു ട്രീറ്റ് സ്പെസിഫിക് ഡിസോർഡേഴ്സ് വൈൽ സെൻഷ്വൽ ഡ്രഗ്സ് ആർ യൂസ് ഫോർ പ്ലഷർ വിത്തൗട്ട് എ ജെന്യുവൻ നീഡ്. മെഡിക്കൽ മെഡിസിൻസ് എന്താ ചെയ്യുന്നത്? ആക്ച്വലി അവിടെ ഒരു ആക്ച്വൽ റൂട്ട് കോസിനെയാണ് അവിടെ പരിഹരിക്കാൻ നോക്കുന്നത്. പക്ഷേ ഒരു സ്പെസിഫിക് ഡിസോർഡറിനൊക്കെയാണ് അവിടെ പരിഹരിക്കാൻ നോക്കുന്നത്. പക്ഷേ നമ്മുടെ സെൻഷ്വൽ ഡ്രഗ്സ് ആണെന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി ചെയ്യുന്നത് എന്താ? ടു സ്റ്റിമുലേറ്റ് പ്ലഷർ സെന്റേഴ്സ്. നമ്മുടെ തലച്ചോറിനകത്തുള്ള പ്ലഷർ സെന്ററുകളെ ആക്ടിവേറ്റ് ചെയ്യാണ്. അത് എന്ത് ചെയ്യും? ഡിസ്റപ്റ്റ് നാച്ചുറൽ ബ്രെയിൻ ഫംഗ്ഷൻ. ബ്രെയിൻ്റെ നാച്ചുറൽ ആയ ഒരുപാട് ഫംഗ്ഷനെ അത് ഡിസ്റപ്റ്റ് ചെയ്യും. അത് ഒരുപാട് തരത്തിൽ വളരെ ദോഷം ചെയ്യുന്ന പറയുന്നത്. ബ്രെയിൻ ഡിസ്റപ്ഷൻ ആൻഡ് അഡിക്ഷൻ. Sensual drugs disturb the brain's pleasure mechanism, leading to addiction and a reduced sense of satisfaction over time. നമ്മളില്ലേ ഒരുപാട് തരത്തിൽ ഇതിനോടൊരു അഡിക്ഷൻ ക്രിയേറ്റഡ് ആയി കഴിഞ്ഞാൽ, ഈ സെൻഷ്വൽ ഡ്രഗ്സിനോട് നമ്മളൊരു അഡിക്ഷൻ ക്രിയേറ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ചെറുതും വലുതുമായിട്ടുള്ള ജീവിതത്തിലുള്ള നല്ല നല്ല സന്തോഷങ്ങളൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് നഷ്ടപ്പെടാൻ തുടങ്ങും. സിവിയർ അഡിക്ഷൻ ക്യാൻ കോസ് ബ്രെയിൻ ടു ലൂസ് ഇറ്റ്സ് എബിലിറ്റി ടു ഫൈൻഡ് പ്ലഷർ ഇൻ നാച്ചുറൽ എക്സ്പീരിയൻസ്. നമ്മുടെ പ്ലഷർ സെന്ററുകളുടെ, ബ്രെയിനകത്തുള്ള പ്ലഷർ സെന്ററുകളെ അനാവശ്യമായിട്ട് നമ്മളിങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നാച്ചുറലി ജീവിതത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള സന്തോഷങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാതെയും നമുക്ക് അതിൽ
സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ പറ്റാത്ത ഒരവസ്ഥ വരുന്ന പറയുന്നത്. ഇതിന് ഫിസിയോളജിക്കലും അതുപോലെ തന്നെ സൈക്കോളജിക്കലും അതുപോലെ ഫിസിക്കലുമായിട്ടുള്ള ഇതിന്റെ എഫക്റ്റുകളെ കുറിച്ചാണ് പിന്നീട് ഇവിടെ പറയുന്നത്. ഡ്രഗ് അഡിക്ഷൻ ലീഡ്സ് ടു പേഴ്സണാലിറ്റി ചേഞ്ച്. നമ്മുടെ പേഴ്സണാലിറ്റിയെ തന്നെ മാറ്റാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. പാരനോയ ലൈക്ക് സിംറ്റംസ്, നമുക്ക് അവിടെ ഇല്ലാത്തൊരു സാധനം നമുക്ക് ഉണ്ടെന്നുള്ള തരത്തിൽ വല്ല പാരനോയ, അതുപോലെ തന്നെ എന്താ പറയുക ഡിമെൻഷ്യ, സ്കിസോഫ്രീനിയ, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് സെൻസ് ഓഫ് സെൻസറി ഡിപ്രിവേഷൻ. സെൻസറി ഡിപ്രിവേഷൻ എന്ന് വെച്ചാലേ നമ്മുടെ ഒരുപാട് സെൻസുകൾ നമുക്ക് നഷ്ടപ്പെടാൻ തുടങ്ങും. കാഴ്ച നഷ്ടപ്പെടാൻ തുടങ്ങും, കേൾവി നഷ്ടപ്പെടാൻ തുടങ്ങും, ടച്ച് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റാതാവും. അങ്ങനെ ഒരുപാട് സെൻസറി ഡിപ്രിവേഷൻ അവിടെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ ഇൻഡിവിജ്വൽസ് ടു കണക്ട് വിത്ത് റിയാലിറ്റി. അപ്പൊ റിയാലിറ്റി എന്താണ്, ഡ്രീംസ് എന്താണ്, ഫാന്റസി എന്താണ്, ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. ഇതിന്റെ ഹെൽത്ത് റിസ്കുകളെ കുറിച്ചാണ് പിന്നെ പറയുന്നത്. എന്തൊക്കെയാ? ഫിസിക്കലും മെന്റലിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇനി ഫിസിക്കലായ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ബ്രെയിൻ ഡാമേജ് ടു ഫിസിക്കൽ എയിൽമെന്റ്സ് ലൈക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഡാമേജ്ഡ് ഓർഗൻസ്, ഇൻക്രീസ് സസെപ്റ്റബിലിറ്റി ടു ഡിസീസ്. നമ്മൾ ഡിസീസുകളൊക്കെ കൂടുതൽ നമുക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. നമ്മൾ എന്ന് പറയുന്നത് നമ്മളെന്ന് വെച്ചാൽ നമ്മളല്ല കേട്ടോ. ഓക്കെ, ഇനി ബ്രെയിൻ സെൽ കെമിസ്ട്രിക്ക് എന്താ വരാനുള്ള സാധ്യത? സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സ്. അതായത് ബ്രെയിൻ സെൽ കെമിസ്ട്രി, നമ്മുടെ ഓരോ ന്യൂറോൺ സ്പെസിഫിക്കലി ഡിസൈൻ ടു ഡു എ പെർട്ടിക്കുലർ ടാസ്ക്, അതിന് ഡിസ്റപ്റ്റഡ് ആയി കഴിഞ്ഞാലല്ലേ നമ്മുടെ ഒരു നാച്ചുറൽ സിസ്റ്റം തന്നെ ഡിസ്റപ്റ്റഡ് ആവും. നമ്മുടെ ഓരോ ന്യൂറോണും എന്തിനാണോ സ്പെസിഫിക്കലി ഡിസൈൻഡ് ആയതുള്ളത് അതിനത് ചെയ്യാൻ പറ്റാതെയോ. ഓക്കെ, പൊട്ടൻഷ്യലി കോസിങ് ലോങ് ടേം ഡിസ്റപ്ഷൻ ഇൻ ബ്രെയിൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഫങ്ഷൻ. നമുക്കറിയാം നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ന്യൂറോണും ഓരോ ശരീരത്തിലുള്ള ഓരോ ഭാഗങ്ങളും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബ്രെയിൻ അതിന്റെ ഒരു നാച്ചുറൽ കപ്പാസിറ്റിയും നാച്ചുറൽ എബിലിറ്റിയും നഷ്ടപ്പെടും ഈ ഒരു കാരണം കൊണ്ട്. ഇതൊരു ഫൈനൽ വാർണിംഗ് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു എസ്സേ വൈൻഡപ്പ് ചെയ്യുന്നത്. ഡ്രഗ്സ് മൈറ്റ് ഓഫർ ഷോർട്ട് ടേം പ്ലഷർ, but they pose serious health risk and can cause irreversible damage to both brain and body. ശരീരത്തിനും അതുപോലെ തന്നെ മനസ്സിനും ബ്രെയിനും ഒരുപോലെ അപകടങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാധനമാണ് ഈ പറഞ്ഞിട്ടുള്ള ഡ്രഗ്സ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി സെൻഷ്വൽ ഡ്രഗ്സുകളെ കുറിച്ചാണ് അവിടെ പ്രത്യേകമായിട്ട് പറയുന്നത്. ഡോക്ടർ ജോൺസ് ഹൈലൈറ്റ്സ് the dangers of drug abuse, emphasizing the detrimental effects on mental and physical addiction. അതിന്റെ ഒരുപാട് മെന്റൽ ഫിസിക്കലുമായിട്ടുള്ള അഡിക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് സെൽ കെമിസ്ട്രീനെയും ബ്രെയിൻ സെൽ കെമിസ്ട്രീനെയും എങ്ങനെയാണ് ബാധിക്കുന്നത് പറയുന്നുണ്ട്. ആൻഡ് ദ ഓഫൻ അൺറെക്കഗ്നൈസ്ഡ് ഹാം കോസ് ടു ദ ബ്രെയിൻസ് ഡെലിക്കേറ്റ് കെമിസ്ട്രി ആൻഡ് ഫങ്ഷനാലിറ്റി. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് നോക്കാമെന്നറിയോ? ഇതിൽ നമുക്ക് ലെറ്റർ ടു ദ എഡിറ്റർ നോക്കാം. ഇത് വളരെ പ്രോബബിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. Write a letter to the editor of a newspaper pointing out the seriousness of growing drug addiction among the school children and the youth. കുട്ടികളിലും അതുപോലെ തന്നെ യുവതലമുറയിലല്ലേ ഇങ്ങനൊരു ഡ്രഗ് അഡിക്ഷൻ വരുന്നതിന്റെ അപകടത്തിനെ കുറിച്ച് നമ്മളൊരു ന്യൂസ് പേപ്പറിലെ എഡിറ്ററിന് എഴുതുന്ന ഒരു കത്താണ്. ഇതും ഒരു ഫോർമൽ ലെറ്റർ തന്നെയാണ്. ഒരു ഫോർമൽ ലെറ്ററിന്റെ ഫോർമാറ്റിൽ തന്നെയാണ് നമ്മൾ ഇത് എഴുതേണ്ടത്. അപ്പൊ ആദ്യം എന്ത് വേണം? ഫേം അഡ്രസ് വേണം. നമ്മുടെ ഒരു ഫേക്ക് അഡ്രസ്സ് കൊടുക്കുക, ടു അഡ്രസ്സ് കൊടുക്കുക, ഏത് പത്രത്തിനാണോ എഴുതുന്നത്. ഇവിടെ ഒരു ഡേറ്റ് കൊടുക്കാൻ മറക്കരുത്. നമ്മുടെ ഫ്രം അഡ്രസ്സ് കഴിഞ്ഞിട്ട് ഡേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്ന കേട്ടോ, അതിന്റെ താഴെ തന്നെ വേണമെന്നൊന്നുമില്ല. പിന്നെ ടു അഡ്രസ്സ് കൊടുക്കുക, ടു എഡിറ്റർ, ദ ഇന്ത്യൻ എക്സ്പ്രസ്, കോഴിക്കോട്. ഓക്കെ, ഇനി സബ്ജക്റ്റ് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ എഴുതാണ്. സബ്ജക്റ്റ് വളരെ നിർബന്ധമാണ്. ദ സീരിയസ്നെസ് ഓഫ് ദ ഓൺഗോയിങ് ഡ്രഗ് അബ്യൂസ് എമംഗ് സ്കൂൾ ചിൽഡ്രൻ. ഓക്കെ, ഇതിനെക്കുറിച്ചാണ്, ഈ ഒരു വിഷയത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ദ സീരിയസ്നെസ് ഓഫ് ദ ഓൺഗോയിങ് ഡ്രഗ് അബ്യൂസ് എമംഗ് സ്കൂൾ ചിൽഡ്രൻ. ഇനി നമ്മൾ എന്ത് ഒരു സല്യൂട്ടേഷൻ കൊടുത്തുകൊണ്ടാണ്, സാർ എന്നോ മാഡം എന്നോ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങനെ ആയിരിക്കണം ആ ഒരു ഇതൊന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. Okay, increasing drug addiction among the school children and the youth use of intoxicant and drugs is so common today that it has become a worldwide problem. ഇത് ലോകത്തിന് ആകമാനം ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ഇൻടോക്സിക്കൻസ് യൂസ്. അത് സ്കൂൾ ചിൽഡ്രനിലും അതുപോലെ തന്നെ യങ് ജനറേഷനിലും. ഡ്രഗ് അഡിക്ഷൻ ഈസ് ഇൻക്രീസിങ് അമംഗ് ദ സ്കൂൾ ചിൽഡ്രൻ ആൻഡ് ദ യൂത്ത്. ഈ പ്രശ്നം എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞു. ഇതാണ് ആദ്യത്തെ പരിപാടി. പ്രോബ്ലം എന്താണെന്നുള്ളത് ആദ്യം പറയാം. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് സ്റ്റാർട്ട് ടേക്കിംഗ് ഡ്രഗ്സ് ആസ് എ മാറ്റർ ഓഫ് ഫാഷൻ, ബട്ട് വൺസ് ദേ സ്റ്റാർട്ട് they cannot stop their use. It is shocking to know that big rackets of smugglers and anti-social elements go unchecked. As a consequence, school children have easy access to different types of intoxicant drugs. ഇവിടെ നമ്മൾ ഇലാബറേറ്റ് എന്ന് വെച്ചാൽ എന്താ, ആ പ്രശ്നത്തിനെ ഒന്നും കൂടെ വിശദീകരിച്ച് പറഞ്ഞു. ഇനി നമ്മൾ അവസാനത്തിലേക്കല്ലേ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയാ, ഈ
എഡിറ്ററോട് നമ്മൾ അഭ്യർത്ഥന നടത്തുന്നതാണ്, റിക്വസ്റ്റ് ചെയ്യുന്നതാണ്, സജസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ അവസാനത്തിലേക്ക് വരുന്നത്. മോസ്റ്റ് ഓഫ് ദോസ് ഹു സ്റ്റാർട്ട് ടേക്കിംഗ് ഡ്രഗ്സ് ആർ സോഷ്യലി മാലഡ്ജസ്റ്റഡ് പീപ്പിൾ. ഓക്കെ, എഫേർട്സ് മസ്റ്റ് കണ്ടിന്യൂ ടു ഡ്രൈവ് ഔട്ട് ദിസ് ഈവിൽ ഫ്രം ദ കൺട്രി. ഇവിടെ നമുക്ക് എന്ത് വേണം? ഇതിനെതിരെയായുള്ള പ്രതിഷേധങ്ങളും എഫേർട്ടുകളും നമുക്ക് ഇവിടെ ആവശ്യമാണെന്നുള്ളത് നമ്മളിവിടെ പറയുന്നത്. നമ്മുടെ ആവശ്യം എന്താണെങ്കിൽ കത്ത് എഴുതുന്നതിലുള്ള നമ്മുടെ ആവശ്യം എന്താണെന്നുള്ളത് നമ്മുടെ അറിയിക്കുന്നത്. The government should make use of all its advertising media to give awareness and caution students regarding the hazards of using it. Smugglers and ഗവൺമെന്റിന് എന്ത് ചെയ്യണം? ഗവൺമെന്റ് ഷുഡ് മേക്ക് യൂസ് ഓഫ് ദ അഡ്വർടൈസിങ് മീഡിയ. അപ്പൊ നമ്മളത് അറിയിക്കണം, നമ്മുടെ ഒരു ആശയം അറിയിക്കണം, സജഷൻ പറയണം. സ്മഗ്ലേഴ്സ് ആൻഡ് ആന്റി സോഷ്യൽ എലമെന്റ്സ് must be dealt sternly and put behind the bars. Guidance cells should be opened in all the schools in order to provide guidance to the frustrated. Please give wide publicity to these views of mine in the interest of youth of the country. യുവതലമുറയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഇതിന് വൈഡ് പബ്ലിസിറ്റി കൊടുക്കണം എന്നുള്ളതും ഇത് പുറത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളതും ഈ ആവശ്യങ്ങളെ വെളിച്ചത്തിന് മുന്നിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. താങ്ക് യു എന്ന് പറഞ്ഞിട്ടോ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് പറഞ്ഞിട്ടോ നമുക്ക് ഈ ഒരു ലെറ്റർ വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഇനി നമുക്ക് ഇതിൽ നിന്നൊരു സ്പീച്ച് നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. സ്പീച്ച് ഇൻട്രൊഡക്ഷൻ നോക്കിയോ. ഓൺ ആന്റി ഡ്രഗ് ഡേ യു ആർ ടു ഡെലിവർ സ്പീച്ച് ഓൺ ഡ്രഗ് അബ്യൂസ് എ സോഷ്യൽ മെനസ്. ഡ്രാഫ്റ്റ് സ്പീച്ച് സ്ക്രിപ്റ്റ് ഓഫ് ദ സ്പീച്ച്. ഇതും വളരെ പ്രോബബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സ്പീച്ച് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി നോക്കി കഴിഞ്ഞു അല്ലേ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പരിപാടി. ഇതോടെ തീർന്നു. എനിക്കറിയാം മക്കളെ, നിങ്ങൾ ഒരുപാട് തരത്തിൽ ഇപ്പോഴും ടെൻഷനിലായിരിക്കും. അപ്പൊ ഞാൻ ഇപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പോഴും ചാപ്റ്റർ ആണ് വിഷയം എന്നുണ്ടെങ്കിൽ നമ്മൾ ചാപ്റ്ററിനെ കുറിച്ച് ഇൻഡെപ്തിൽ ചാപ്റ്റർ സമ്മറി എടുത്തു വെച്ചിട്ടുണ്ട്. ചാപ്റ്റർ സമ്മറി നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ലൈവ് നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. നമ്മൾ ഒട്ടും സമയം വൈകിട്ടൊന്നുമില്ല, ഇപ്പോഴും നമുക്ക് മെനക്കെട്ടാ കിട്ടാവുന്നതേ ഉള്ളൂ. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ലടാ ഇംഗ്ലീഷ് എക്സാം എന്ന് പറയുന്നത്. ഈ ചാപ്റ്റർ സമ്മറിയും ഗ്രാമറും അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ നമ്മളോട് ചോദിക്കുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇംഗ്ലീഷ് എക്സാം ഡിഫിക്കൽട്ട് ആക്കാൻ വേണ്ടി പറ്റൂല. അപ്പൊ പരമാവധി ഇല്ലേ, ഞാൻ എല്ലാ ആൻസറുകളും കൊടുത്തിരിക്കുന്നത് ഞാൻ ഭയങ്കര ബ്രോക്കൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് ബ്രോക്കൻ ആയിട്ട് കൊടുത്തത് പർപ്പസ്ഫുൾ ആയിട്ട് തന്നെയാണ്. എന്താന്ന് വെച്ചാൽ നിങ്ങൾ അതിനെ ഒന്നും കൂടെ അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുക. അതിലിനി എന്തൊക്കെ പോയിന്റ്സുകൾ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുക. ഓക്കെ, പേടിയാവുന്നുണ്ടെന്ന് കുറേ പേര് പറയുന്നുണ്ട്. ഇനി പേടിക്കണ്ട മക്കളെ. ഇനി നമുക്ക് നാളത്തെ ഒരു റോക്കറ്റ് റിവിഷനും കൂടെ ഉണ്ട്. റോക്കറ്റ് റിവിഷനിലെ ചാപ്റ്ററുകൾ തന്നെ ഞാൻ ഒന്നും കൂടെ ഒന്ന് പൊടി തട്ടി തരാം. അതോടുകൂടെ നമുക്ക് ഒന്നും കൂടെ ഒരു കോൺഫിഡൻസ് വരും മക്കളെ. സോ ഓൾ ദ വെരി ബെസ്റ്റ് മക്കൾ. നമ്മൾ കുറേ നേരമായിട്ട് ലൈവ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഉറക്കം ഇന്നും ആരും കളയരുത് എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ്. ഉറക്കം കളഞ്ഞുകൊണ്ട് നമുക്ക് പഠിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. നമ്മൾ ഇത്രയും പഠിച്ച കണ്ടന്റുകൾ നാളെ ഓർത്തെടുത്ത് അത് എഴുതാന്നുള്ളത് നമ്മുടെ ഉദ്ദേശമാണ്. അതുകൊണ്ട് ആ ഒരു ഉറക്കത്തിനെ നമ്മൾ ആരും സാക്രിഫൈസ് ചെയ്യരുത്. അപ്പോൾ അടിപൊളിയായിട്ട് എല്ലാ കോൺഫിഡൻസോടുകൂടെ നാളത്തെ എക്സാമിനെ നിങ്ങൾ നേരിടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. താങ്ക് യു.